to the world of English. So നമ്മുടെ +1 public exam English preparation ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. And before I'm entering into the class, I have been going through your question paper, your model examination question paper. And എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ +1 മോഡൽ എക്സാമിനേഷൻ? എളുപ്പമായിരുന്നോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരുന്നോ? ഹൗ ഡു യു ഫീൽ? ആദ്യം അത് ചോദിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നും നാളെയുമായിട്ട് 4 ലൈവുകളിലായി വളരെ സിസ്റ്റമാറ്റിക്കായി നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യും, പഠിച്ചെടുക്കും. ആൻഡ് അതിനു മുമ്പ് എനിക്കറിയണം, ഹൗ വാസ് യുവർ മോഡൽ എക്സാമിനേഷൻ? ആക്ച്വലി I forgot to ask this question yesterday, so I'll begin with the question today. Right? How was your examination? Was it easy? I don't think it was an easy question paper for most of you, because എന്താ കാരണം, this question paper was not easy for a major number of students, because if you want to tackle this particular question paper, you need to have a thorough understanding about your textbook lessons. നമ്മൾ പലപ്പോഴും +1 എത്തുന്ന സമയത്ത് 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരുന്നു. നമ്മൾ കുറച്ചുകൂടെ ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് നമ്മൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദിസ് ടൈം അറൗണ്ട് ദ സിനാരിയോ ചേഞ്ച്. നിങ്ങളുടെ കോർ സബ്ജക്റ്റുകൾക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, ഇംഗ്ലീഷ് അവസാനം പഠിക്കാൻ തുടങ്ങി. ആൻഡ് പലപ്പോഴും നിങ്ങൾ പരീക്ഷയ്ക്ക് തലേന്നുള്ള ലൈവുകളെയാണ് മേജറായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഐ ആം അഫ്രെയ്ഡ് that is going to backfire, because ദിസ് ഈസ് എ പബ്ലിക് എക്സാം. നിങ്ങൾക്ക് ഒരു ചാൻസ് 2 എടുക്കാനുള്ള സമയം ചിലപ്പോൾ ഇനി ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്കറിയാം, അടുത്ത ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ അതിന് ഒരുപാട് സമയം എടുക്കും. അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാവും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ആക്ച്വലി ആൻ ഈസി വൺ. ഐ എക്സ്പ്ലെയിൻ വൈ. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുക ആദ്യത്തെ സെഷൻ ആയിരിക്കും. യെസ് ഓർ നോ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുക, നിങ്ങളെ കുറച്ചൊന്ന് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവുക ആദ്യത്തെ സെഷൻ ആയിരിക്കും എന്ന് എനിക്കറിയാം. റെഡിയല്ലേ? ആണോടാ? ആണ് അല്ലേ? നമ്മൾ മോർണിംഗിൽ വന്നിട്ട് ചടപടെ എന്ന് ചാപ്റ്റർ പറയുന്നതിന് മുമ്പ് വി നീഡ് ടു സെറ്റ് ദ ഫൗണ്ടേഷൻ, റൈറ്റ്? ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ദ ഫാക്ട് ദാറ്റ് ഇപ്പോൾ ഈ ലൈവ് തുടങ്ങി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇവിടെ 2200-ലധികം ആളുകളുണ്ട്. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്നിട്ട് എല്ലാ ആളുകളിലേക്കും ഈ ലൈവിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് എനിക്കറിയാം, ഈ മോഡൽ എക്സാമിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഐ വാസ് സോ വെയ്ഡ് ഡൗൺ ബൈ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ഐ ഹാഡ് സ്ലൈറ്റ് കൺസേൺ ഓഫ് മൈസെൽഫ്. ഹൂ ഈസ് റെഫേർഡ് ടു ആസ് ഐ? ആദ്യത്തെ പ്രശ്നം, ഈ ചോദ്യത്തിൻ്റെ ഈ 1 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന് മുമ്പാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പാസേജ് കിടക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഹൂ ഈസ് ദ ഐ റെഫേർഡ്? ആരാണ് ഈ ഐ? യെസ്, എനിക്കറിയാം നിങ്ങൾ യെസ് എന്ന് പറയുന്നത് എനിക്കറിയാം. ഹൂ ഈസ് ദ ഐ? നിങ്ങൾ ചിലപ്പോൾ ദ സെറംഗ് ഓഫ് റാണാഗിഞ്ചി എന്ന് പറഞ്ഞ AJ ക്രോണിൻ എഴുതിയ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ കൂടെ ഒരു തവണ പോലും, അല്ലേ, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ കൂടെ ഒരു തവണ പോലും കടന്നു പോയിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. ആൻഡ് അപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ എന്തിനാണ് 4 സെഷൻ ആക്കിയത്. നമ്മൾ ഇന്ന് ഒരു 7 ചാപ്റ്ററോളം നമ്മൾ ഈ ഒരൊറ്റ ലൈവിൽ ഡിസ്കസ് ചെയ്യും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡിസ്കഷൻ യു ഹാവ് എ ടാസ്ക്. യു ഹാവ് ടു ഗോ ത്രൂ ദ ചാപ്റ്റേഴ്സ്, യു ഹാവ് ടു ഗോ ത്രൂ ദ ലെസൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. റെഡി ആണല്ലോ? യെസ്, ഇതിൻ്റെ ആൻസർ AJ ക്രോണിനാണ്. ബട്ട് ദാറ്റ് ഈസ് ആൻ ഇർറെലവൻറ്റ് ഫാക്ട്, ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ ആസ്ക്ഡ്. അത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് ഒരു 7 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെ 7 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ, ദയവ് ചെയ്ത് നിങ്ങൾ നാച്ചു സാറിനെ വിശ്വസിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. നിങ്ങൾ കാണിക്കുന്ന സ്നേഹം ഞാൻ കാണുന്നുണ്ട്. അല്ലാതെ ഇത്രയും രാവിലെ ഒരു ലൈവ് തുടങ്ങിയിട്ട് 2.8K ആളുകളാണ് ഈ ലൈവ് കാണുന്നത്. എനിക്കൊരു സങ്കടമുണ്ട്. ഇതിൻ്റെ ലൈക്ക് കൗണ്ട് ഇപ്പോഴും 1.6 ഉള്ളൂ. ബട്ട് സ്റ്റിൽ 2.9K 3K ഒക്കെ ഹിറ്റ് ചെയ്യാൻ നിന്നുണ്ട്. പക്ഷെ ഞാനൊരു റിക്വസ്റ്റ് ആണ്, ഇത് നിങ്ങൾ ചെയ്യണം. ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യണം. ഇന്ന് രാവിലത്തെ സെഷനിൽ നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് ആണോ ഡിസ്കസ് ചെയ്തത്, ആ ചാപ്റ്റേഴ്സിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് നിങ്ങൾ വായിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എൻ ഈസി ടാസ്ക് ഫോർ യു ആഫ്റ്റർ ദ ലൈഫ്, ബിക്കോസ് യു ഓൾറെഡി ഗോട്ട് and a thorough understanding about all the discourses possible from the chapter. So if you are reading the chapter after the live, it is going to be a cakewalk for you, but I want you to read it. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം, വായിക്കണം. വായിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലേ?
it was like eating a part of himself. What pathetic condition of the seagull is referred to here? അവിടെ seagull എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലായി എന്താണ് അത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. പക്ഷെ അല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ലായിരുന്നു, മനസ്സിലാവില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ആദ്യത്തെ പാർട്ടൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. സോ ചാലഞ്ച് അക്സെപ്റ്റഡ്. ദാറ്റ്സ് എ ചാലഞ്ച് ബിക്കോസ് you are not going to write improvement examination for English next year. Okay, we need to make that sure, given the fact that we have enough days, or we have the right amount of days to prepare for the examination. I'm not saying enough or ample days. We have the right amount of days. So if you're concentrating enough, if you're working focused for the next 3 days with Xylem, with us, with me, you are good to get an A+. You're good to get an 80 out of 80. Trust me on that. But you need to do some work as well. Okay, live alone can save you. Live alone can give you full mark. ഞാനത് അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ ആ ഫാക്റ്റ് അക്സെപ്റ്റ് ചെയ്യണം. അല്ല, ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഈ ലൈവ് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് 80 out of 80 കിട്ടുന്ന അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റാങ്. ബട്ട് instead, what I am saying is, you need to read your textbook as well. You need to read the original text as well. Otherwise, you won't be confident enough to attempt the first few questions of your examination. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഗ്രാമർ എളുപ്പമായിരുന്നു, യെസ് ഓർ നോ? ഗ്രാമർ എളുപ്പമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു റെഡ് ഹാർട്ട് ഇടാം. ഗ്രാമർ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലൂ ഹാർട്ട് ഇടാം. ഓക്കെ, സോ റെഡ് ആൻഡ് ബ്ലൂ ഇറ്റ് ഡസൻറ്റ് സിഗ്നിഫൈ എനിത്തിങ് ഫോർ ദ ടൈം ബീയിങ്. ലെറ്റ്സ് ചൂസ് ദാറ്റ്. ഓക്കെ, ഗ്രാമർ എളുപ്പമായിരുന്നോ? നാച്ചു സാർ, താങ്ക് യു എവറിബഡി. ഒക്കെ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു ഫോട്ടോ ഇന്നലെ കണ്ടമാനം മെൻഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ അപ്ലോഡ് ചെയ്ത് നമുക്കൊരു 4K 5K ഒക്കെ രാവിലത്തെ ലൈവിൽ വേണം. മാക്സിമം ആളുകളിലേക്ക് ലൈവ് ഷെയർ ചെയ്യണം. ഞാൻ വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് തരാം. റെഡിയാണോ? ഓക്കെ, യെസ്, ഇതാണ് പോസ്റ്റ്. യെസ്, ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ സാർ എന്ത് ചെയ്യുന്നതാണ്, റീമെൻഷൻ ചെയ്യുന്നതാണ്. ഇൻസ്റ്റഗ്രാം ID അറിഞ്ഞുകൂടാത്തവർക്ക് ഇതാണ് നാസർ ഫാറുദ്ദീൻ. കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരാണ്, ബട്ട് ദിസ് ഈസ് മൈ നെയിം. ഓക്കെ, നാസർ ഫാറുദ്ദീൻ. റൈറ്റ്, ശരി. സോ കുറേ റെഡ് ഹാർട്ട്സും ബ്ലൂ ഹാർട്ട്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ഈ ബ്ലൂ ഹാർട്ട്സ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, സർ എത്ര മാർക്കിനാണ് ഗ്രാമർ ചോദിച്ചത്? നിങ്ങൾക്കറിയോ, ആകെ 6 മാർക്കിനാണ് ഗ്രാമർ ചോദിച്ചത്. വെറും 6 മാർക്കിന്, 80-ൽ 6 മാർക്കിനാണ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ അടുത്ത എക്സാമിന്, ഈ പബ്ലിക് എക്സാമിന് 5-ാം തീയതി നടക്കുന്ന എക്സാമിനും 6 മാർക്കിന് തന്നെ ഗ്രാമർ ചോദിക്കണമെന്നില്ല. ഗ്രാമർ നമ്മൾ തറവായിട്ട് പഠിക്കും. പക്ഷേ ഇത്തവണ നമ്പർ ഓഫ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് വാസ് കമ്പാരിറ്റീവ്ലി ലെസ്. ഓക്കെ, ദാറ്റ്സ് മൈ പോയിന്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതും റിപ്പോർട്ട് സ്പീച്ചൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. വൈ ആർ യു ലേറ്റ്? അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താവും? ദ ടീച്ചർ ആസ്ക്ഡ് മീര വൈ ഷീ വാസ് ലേറ്റ്. ഐ ഓവർ സ്ലെപ്റ്റ്. V2 ആണ്, ഹാഡ് പ്ലസ് V3 ആവും. മീര റിപ്ലൈഡ് ദാറ്റ് ഷീ ഹാഡ് ഓവർ സ്ലെപ്റ്റ് എന്നാവും. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇനിയോ ചേഞ്ച് ദ അസേർട്ടീവ് സെന്റൻസ് into exclamatory sentence. The dog is very faithful animal. അതായത് സ്റ്റേറ്റ്മെന്റിനെ എക്സ്ക്ലമേറ്ററി ആക്കി മാറ്റാം. എന്ത് ചെയ്താൽ മതി? how okay, the dog is a very faithful animal. Okay, what a faithful animal the dog is. What a faithful animal the dog is എന്ന് എഴുതിയാൽ തീരുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, അതായത് ജനറൽ ക്വസ്റ്റ്യൻസ് പോലെയാണ് വന്നത്. പക്ഷെ അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. മാഗി ആൻഡ് മിസ്സസ് ക്ലിഫോർഡ് ഓൾവേസ് ഹോപ്പ് ഫോർ ബെറ്റർ തിങ്സ് ഇൻ ദർ ലൈഫ്. കമന്റ് ഓൺ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഫേറ്റ് ആൻഡ് ആസ്പിറേഷൻസ് ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. നിങ്ങൾക്ക് ആ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയെങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 19ാമത്തെ ചോദ്യം കണ്ടോ, PRECIS. അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്ന അറിയോ? കുറേ പേര് സോറി ഇതെന്തോ സാധനം, എന്തോ വലിയ ചോദ്യം +1 ചോദിച്ചു, ഞാനാകെ തകർന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനൊന്നും ആവശ്യമില്ല. പ്രസി എന്നാണ് പറയുന്നത്. എന്താണ് നാച്ചു സാർ, സ്കിൻ കെയർ റുട്ടീൻ പറയോ? സ്കിൻ കെയർ റുട്ടീൻ വളരെ സിമ്പിളാണ്. ഇവിടെ വന്ന് നിൽക്കുക, 2 ഭാഗത്തും ലൈറ്റ് ഇങ്ങനെ മുഖത്തേക്ക് അടിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ തിളങ്ങിക്കോളും, പുറത്തേക്ക് ഉറങ്ങും, ഇതൊക്കെ മാറിക്കോളും. ഓക്കെ, ശരി, ചുമ്മാ ലൈറ്റാണ്, ക്യാമറ ട്രിക്കാണ്. ഓക്കെ, സോ അത് എഴുതിയോ നിങ്ങൾ? 19ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയോ? പ്രസി എഴുതിയോ? PRECIS. പ്രസി എന്നാണത് പ്രൊനൗൺസ് ചെയ്യട്ടോ. പ്രസിസ് എന്ന് വായിക്കരുത്, പ്രസി എന്നാണ് അത് വായിക്കേണ്ടത്. പ്രസി. സോ പ്രസി റൈറ്റിംഗ് ഈസ് വെരി സിമ്പിൾ. ഞാൻ നിങ്ങൾക്ക് ഒരു കോണ്ടന്റ് വീഡിയോ ഇന്നോ നാളെയോ ചെയ്യും. ഒന്നുമില്ല. പ്രസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കി എഴുതുക. അതായത് നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന പാസേജിനെ 1/3 ആക്കിയിട്ട് ചുരുക്കുക. 1/3 വെച്ചാൽ കറക്റ്റ് 1/3. മൊത്തം 12 ലൈനാണെങ്കിൽ 1/3 4 വരി. അങ്ങനെയല്ല കേട്ടോ. ഓക്കെ, അങ്ങനെയല്ല, ചുരുക്കി എഴുതുക. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഓക്കെ, you need to write a short paragraph. അതിനൊന്ന് ചുരുക്കിയിട്ട് വിത്തൗട്ട്
omitting all the major points, okay? മേജർ പോയിന്റ്സ് ഒന്നും ഒമിറ്റ് ചെയ്യാതെ നിങ്ങൾ ഒരു കുഞ്ഞ് പാസേജ് ആക്കി ഇതിനെ ഷോർട്ട് ആക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രസി റൈറ്റിംഗ് എന്ന് പറയാം. അതിനൊരു ഹെഡിങ് കൂടെ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്താണ്, I want a work that will make me use my head, brain work. How far do you agree with the statement like this? Prepare a write-up on your dream job. നിങ്ങളുടെ ഡ്രീം ജോബിനെ കുറിച്ച് ഒരു റൈറ്റപ്പ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. And still you are saying it's a tough examination. I'm sorry, I can't agree with you. Okay, write a conversation between you and a travel agent seeking information about a place of interest you wish to visit. 21ാമത്തെ ചോദ്യമാണ്, ഒരു ട്രാവൽ ഏജന്റുമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന കോൺവെർസേഷൻ. ഓക്കെ, ഞാനതിലേക്ക് വരാം. പിന്നെ എന്താണ്, യെസ്, ടൈറ്റാനിക് ഡിസാസ്റ്ററിനെ കുറിച്ച് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് എന്ത് എഴുതുക, ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാം, നമ്മളതൊക്കെ പഠിക്കും. പിന്നെ സെറംഗോ ഫറാനാഗഞ്ചിൽ നിന്ന് ഹസന്റെ ഒരു ക്യാരക്ടറിക്സ് വെച്ച് ഹസൻ പറയുന്നത് പോലെ എഴുതുക. 25th ക്വസ്റ്റ്യൻ, നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 25th ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, Okay, 25th question ഇങ്ങനെയാണ്. You happen to travel alone for the first time without your parents. നിങ്ങളുടെ പാരൻസ് ഇല്ലാതെ നിങ്ങൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. Write about your travel experience in about 120 words. നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയ, തേരാപ്പാര പോയ ഒരു സ്ഥലത്തെക്കുറിച്ച്, സംഭവത്തെക്കുറിച്ച് ഒരു എസ്സേ എഴുതി കഴിഞ്ഞാൽ, അല്ല ഒരു ട്രാവൽ എസ്സേ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? യു വിൽ ഗെറ്റ് 6 marks. ഓക്കെ, ആൻഡ് പിന്നെ 8ാമത്തത് വിരാട് കോഹ്ലിയെ കുറിച്ച് ഒരു പ്രൊഫൈൽ എഴുതുന്നതാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ക്രിക്കറ്റ് ഫാൻസ് മൈറ്റ് ബി വെരി ഹാപ്പി അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. So am I. Okay, and you will get 8 marks. And this was a very unexpected question for me. 8 മാർക്കിന്റെ പ്രൊഫൈൽ വാസ് quite unexpected. പക്ഷേ കുഴപ്പമില്ല, കാരണം എന്താ അറിയോ, നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ 6 മാർക്കിന് പ്രൊഫൈൽ ചോദിക്കുമ്പോഴും നമ്മൾ ഒരുപാടൊന്നും എഴുതാറില്ല. അപ്പോൾ പിന്നെ 8 മാർക്കിന് കുറച്ചുകൂടെ ഡാറ്റ തന്ന് പ്രൊഫൈൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സോ എഗെയിൻ, അപ്പോൾ നിങ്ങൾ പറ, ഈ മോഡൽ എക്സാം വലിയ ബുദ്ധിമുട്ടായിരുന്നോ? യെസ് ഓർ നോ? ഇനി പറ. ഇത്രയും ഞാൻ പറഞ്ഞതിന് ശേഷം വലിയ ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ കൃത്യമായി ലൈവുകൾ ഫോളോ ചെയ്താൽ, നിങ്ങൾ കൃത്യമായി ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ, നിങ്ങൾ കൃത്യമായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 80 out of 80 സ്കോർ ചെയ്യാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. ആൻഡ് ഇഫ് യു are an average student, or if you think yourself as an average student, you still have chance to get an A+. That's our assurance, and I want you people to trust us. I want you to trust me, right? സോ ബുദ്ധിമുട്ടൊന്നുമില്ല. കൃത്യമായി കേട്ടിരുന്നു കഴിഞ്ഞാൽ കൃത്യമായി ഗംഭീരമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. ഒറ്റ ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്, ദെൻ വിൽ സ്റ്റാർട്ട് ദ ക്ലാസ്. ഇപ്പം നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് 3.8K ആണ്. അതൊന്ന് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്താൽ 4K ആക്കണം. നാച്ചു സാർ വന്നിട്ടുണ്ട് എന്ന് പറയണം, നമ്മൾ ഗംഭീരമായി തുടങ്ങാൻ പോവുകയാണെന്ന് പറയണം. മാക്സിമം ആളുകളിലേക്ക് ലൈവിൻ്റെ ലിങ്ക് ഇപ്പം തന്നെ ഷെയർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഈ ലൈവിന് എന്ത് ചെയ്യുക, ഒരു ലൈക്ക് കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈക്ക് കൂടെ അടിച്ചു കഴിഞ്ഞാൽ we are good to go, ladies and gentlemen. Once again, welcome back to Xylem. Welcome back to the world of English. Maybe you can take a screenshot of this and send it to your friends. So people, ആരംഭിക്കലാമോ? Shall we begin? അങ്ങനെയാണെങ്കിൽ ഒരു നാച്ചു സ്മൈൽ ഇട്ട് കമന്റ് ബോക്സിൽ കത്തിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആയിട്ടിരിക്കുക, ഗംഭീരമായിട്ടിരിക്കുക. നമ്മൾ 3.9 ക്രോസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 4K അടിക്കും. ഗംഭീരമായിട്ടിരിക്കുക. റെഡി? Yes sir, yes sir, yes sir. അടിപൊളി, right, good, superb. And maximum എന്ത് ചെയ്യുക, പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈവ് മാക്സിമം ആളുകളിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ 3K ലൈക്സും എന്ത് ചെയ്തിട്ടുണ്ട്, ക്രോസ് ചെയ്തിട്ടുണ്ട് സാർ. കൺഗ്രാറ്റുലേഷൻസ്. വി ആർ ഗോയിങ് ടു ഹാവ് എ tremendous day. We are going to have a fantastic day today, and I wish you all the best, people, and I wish myself all the best as well. Okay, right, let's begin. Ladies and gentlemen, let's begin with the simplest chapter possible, right? This is your first chapter, his first flight. Okay, his first flight is your first chapter. And നമുക്കറിയാം, നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടില്ലെങ്കിലും ഓക്കെ, ബൈ ദ വേ, യു ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് നാച്ചു സ്മൈലി. ഓക്കെ, ഞാനിത് റീസെൻ്റ്ലി ആണ് ഇൻവെൻറ്റ് ചെയ്തത്, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പോകാം. മക്കളെ, നാച്ചു സ്മൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം. നിങ്ങളുടെ ഒരു യെല്ലോ കളർ, യെല്ലോ എവിടാ പ്രണവ് സാർ? ഓക്കെ, റൈറ്റ്. സോ നമ്മളിങ്ങനെ ഒരു യെല്ലോ കളറിൽ മുകളിൽ ഇങ്ങനെ ഒരു നീല റിങ്ങൊക്കെ ഉള്ളൊരു സ്മൈലി ഇല്ലേ, അതിനെയാണ് ഞാൻ നാച്ചു സ്മൈലി, ഞാൻ തന്നെ വിളിക്കുന്നതാണ്, വേറെ ആരും വിളിക്കുന്നതല്ല. ഓക്കെ, സോ അതാണ് എന്ത്, ബൈ ദ വേ നാച്ചു സ്മൈലി എന്ന് പറയുന്നത്. സോ സമയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇടുക, അതിന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്, ഈ സാധനം കണ്ടോ, ഇങ്ങനൊരു സാധനം? യെസ്, ആ സാധനം. ഓക്കെ,
ആ ഗ്രീൻ റിങ്ങുള്ള സാധനം ഉണ്ടല്ലോ, എനിക്കറിയില്ല, ഐ ഹാവ് എ സ്പെഷ്യൽ അഫിനിറ്റി ടുവേർഡ്സ് ദാറ്റ് പെർട്ടിക്കുലർ സൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 4K ഒക്കെ ക്രോസ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണം? കഥാപ്രസംഗമൊന്നുമില്ല. ലെറ്റ്സ് ബിഗിൻ ദ കഥ. ഓക്കെ, വി ആർ നോട്ട് ഗോയിങ് ടു ഹാവ് എനി കഥാപ്രസംഗം, വി ആർ ഗോയിങ് ടു ഹാവ് സം കഥാസ്. ഓക്കെ, റൈറ്റ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, this is one of the simplest chapters in your textbook because of many reasons. I'll tell you why. This is the first chapter in your textbook. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണിത്. നിങ്ങൾക്ക് പല ആളുകൾക്കും ഇതിൻ്റെ കഥ അറിയാം, എന്നാൽ ആ കഥ മാത്രം കൊണ്ട് ചിലപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. ആൻഡ് ശ്രദ്ധിച്ചോളാം, ഇതിൽ നിന്ന് 1 മാർക്കിൻ്റെത് മുതൽ 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിൻ്റെത് വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഫോർ ദാറ്റ് വെരി സ്പെസിഫിക് റീസൺ ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ ഈസ് സോ ഡാം ഇമ്പോർട്ടൻറ്റ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സിൽ ഈ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്ന് പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നിക്കെങ്കിൽ നോട്ട്സ് എടുക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ബട്ട് ഐ വോണ്ട് യു ടു ടേക്ക് നോട്ട്സ് ഇഫ് പോസിബിൾ, ബിക്കോസ് ദാറ്റ്സ് ഹൗ യു ക്യാൻ മൂവ് യുവർ ഹാൻഡ്സ്, ദാറ്റ്സ് ഹൗ യു ക്യാൻ you can give a command to your brain that you are going to write something, because most of you are not used to writing. നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ക്രാം ചെയ്ത് വെച്ച്, കുറേ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചാൽ when you are entering into the examination you know most of the things, but what is going to happen is you will be struggling to write, you will be struggling to express things through your pen. So I want you to use your pen and a paper എന്നിട്ട് ഒന്ന് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ലിയാം ഓ ഫ്ലഹർട്ടി ആണ് ഇത് എഴുതിയത്. ആളുടെ പേര് നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ബിക്കോസ് അതൊക്കെ ബേസിക് കാര്യമാണ്. നിങ്ങൾക്കിത് ആരാണ് എഴുതിയത് എന്ന് അറിയുന്നില്ലെങ്കിൽ മോശമാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ പേപ്പർ നോക്കുന്ന ടീച്ചർ ഇത് കഴിഞ്ഞൊരു 5-10 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ആ ടീച്ചർക്ക് ഇത് മനഃപ്പാടമായിരിക്കും, പച്ചവെള്ളമായിരിക്കും. സോ ടീച്ചർ നോക്കുന്ന സമയത്ത് എഴുതിയ ആളുടെ പേര് പോലും കണ്ടിട്ടില്ലെങ്കിൽ I highly doubt that is going to create a good impression on you, even if you have written most of the things in order or systematically. But you need to be very careful about the name of the authors. Okay, right. So idonnu padichu vekka. Endana? Success is not final, failure is not fatal, it is the courage to continue that counts. Idu Winston Churchill paranja, adayadu the former ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്. എന്താണ് ആ കോട്ട്? സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫേറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. ജയം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല, പരാജയം എന്ന് പറയുന്നത് അത്ര അപകടകരമായ, നിങ്ങളെ തകർത്ത് കളയുന്ന ഫേറ്റൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെയോ ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ, പിന്നെയോ മുന്നോട്ട് പോകാനുള്ള, തുടരാനുള്ള, കണ്ടിന്യൂ ചെയ്യാനുള്ള കറേജാണ്. അല്ലേ, കറേജിൻ്റെ മലയാളം എന്താ അല്ലേ? കറേജാണ് ദാറ്റ് കൗണ്ട്സ് എണ്ണപ്പെടുന്നത്, അതാണ് മാറ്റർ ചെയ്യപ്പെടുന്നത്. സോ ഇതൊന്ന് പഠിച്ചു വെക്കുക. എന്തിനാണെന്നറിയോ? ഇതുപോലെ എന്തെങ്കിലും ഈ പെർട്ടിക്കുലർ ചാപ്റ്റേഴ്സിന് ഏതെങ്കിലും ഒരു ജനറൽ എസ്സേ ഒക്കെ വരുവാണെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ സ്റ്റാർട്ടിങ് വിത്ത് എ കോഡ്, ഇറ്റ് വിൽ ഫെച്ച് യു എ ഗുഡ് ഇംപ്രഷൻ. ആൻഡ് ഇതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം എന്താ, ഇത് പഠിച്ചോ, ഇത് ഓൾറെഡി എത്ര ആൾക്കാർ പഠിച്ച ആൾക്കാരൊക്കെ ഒരു നാച്ചുറൽ സ്മൈൽ ഇട്ട്, സാർ ഇത് പഠിച്ചു സാർ, ഇതെനിക്ക് എഴുതാൻ പറ്റും സാർ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നാണ് പഠിപ്പിക്കുന്നതാ. ഞാൻ നിങ്ങളുടെ കുറേ കാര്യം ഒരു സൈഡിൽ നിന്നല്ല, ഞാൻ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ടാ എന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നാച്ചു സാർ ഇരിക്കുന്നുണ്ട്, പരീക്ഷയാണ്, പബ്ലിക് എക്സാം ആണ്, A+ വാങ്ങണം, ഫുൾ മാർക്ക് വാങ്ങണം. സോ നാച്ചു സാർ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ പേര് ആ സ്മൈൽ ഇടുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയോ, നിങ്ങൾ ഇത് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് എഴുതി നോക്കണം. എന്താ? സക്സസ് ഈസ് നോട്ട് ഫൈനൽ, failure is not fatal, it is the courage to continue that counts. Courage to continue that count. Okay, courage to continue that counts, said Winston Churchill. So ഇതൊന്ന് എഴുതി പഠിക്കാം. ഓക്കെ, ഇത് എന്താ വെച്ചാൽ ഈ പറയുന്ന ആദ്യത്തെ യൂണിറ്റിൽ എല്ലാ ചാപ്റ്റേഴ്സിലും നിങ്ങൾക്കൊരു ജനറൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാം. അപ്പോൾ ഇനി നോക്കൂ. ലിയാം ഓഫ് ലഹർട്ടി's story, his first flight. Liam of Flaherty's story, his first flight, is about a young seagull. So the protagonist of the story is a young seagull. The central character of the story is a young seagull. And ആർക്കും ഈ കഥ അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ
ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അതായത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ഈ കഥ കേട്ടിട്ടില്ല, നിങ്ങൾക്ക് ഇതുവരെ ഇത് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സാർ ഈ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ചില ആളുകൾക്ക് ഇത് എന്തായിട്ട് തോന്നും, അയ്യോ ഇതൊക്കെ എനിക്ക് അറിയുന്നതാണ് സാർ സമയം പോക്കല്ലേ. അങ്ങനെ വിചാരിക്കേണ്ട, അങ്ങനെ നിങ്ങൾ വിചാരിക്കേ വേണ്ട. എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, ലിയാമോ ഫ്ലഹേർട്ടി സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് അബൌട്ട് എ യങ് സീഗൾ. ആരെക്കുറിച്ചാണ്? ഒരു യങ് സീഗളിനെ കുറിച്ചാണ്. ഒരു ചെറിയ നീർക്കാക്ക, സീഗൾ, സ്പെല്ലിംഗ് ഓർമ്മിച്ച് വെച്ചാൽ മതി, SEAGULL. ദാറ്റ് വാസ് afraid to make its first flight. എന്താണ് പുള്ളിക്കാരൻ്റെ പ്രശ്നം? ഹി വാസ് afraid to make its first flight. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കലാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറക്കലാണ്. സോ തൻ്റെ ആദ്യത്തെ പറക്കലിൽ, തൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റിനെ കുറിച്ച് പേടിക്കുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ ഫ്ലൈറ്റ് ചെയ്യാൻ, ആദ്യത്തെ പറക്കൽ നടത്താൻ പേടിയുള്ള, ഭയങ്കര പേടിച്ച് നിൽക്കുന്ന ഒരു സീഗളിൻ്റെ കഥയാണ്. എ യങ് സീഗൾ ദാറ്റ് വാസ് അഫ്രേഡ് ടു മേക്ക് എന്ത് മേക്ക് ചെയ്യാൻ, എന്ത് നടത്താൻ? മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആൻഡ് ഹൗ ഇറ്റ്സ് പാരൻസ്, ആൻഡ് എങ്ങനെയാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ, പാരൻസിൻ്റെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എങ്ങനെയാണ് പാരൻസ് ഗോഡ് ചെയ്തത്? ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്ലി എൻകറേജ് ചെയ്യാന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗോഡ് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എൻകറേജഡ്. ഗോഡഡ് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡായിരുന്നു, അതുകൊണ്ടാണ് അത് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ എന്ത് ഉപയോഗിച്ചാൽ മതി? എൻകറേജഡ്. എങ്ങനെയാണ് പേടിച്ചത്? പിന്നെ എങ്ങനെയാണ് പാരൻസ്, അതിൻ്റെ സീകളുടെ പാരൻസ് ഗോഡഡ് ഇറ്റ് ഇൻ ടു ആക്ഷൻ. എങ്ങനെയാണ് ആക്ഷനിലേക്ക്, പ്രവൃത്തിയിലേക്ക്, പറക്കുക എന്നുള്ള ആക്ഷനിലേക്ക് എൻകറേജ് ചെയ്തത് എന്നുമാണ് പറയുന്നത്. ആൻഡ് ദെർബൈ, അങ്ങനെ എൻകറേജ് ചെയ്തത് കൊണ്ട് എക്യുപ്ഡ് ഇറ്റ്, അതിനെ തയ്യാറെടുത്തു, അതിനെ തയ്യാറാക്കി. ആരെ? സീകളിനെ തയ്യാറാക്കി. ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ, വലിയ ചാലഞ്ചുകളെ നേരിടാൻ, ഫേസ് ചെയ്യാൻ അതിനെ എക്യുപ്ഡ് ആക്കുകയാണ് ആദ്യത്തെ ഫ്ലൈറ്റ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നതിലൂടെ പാരൻസ് ചെയ്തത്. സോ തൻ്റെ ആദ്യത്തെ പറക്കൽ നടത്താൻ പേടിച്ചിരുന്ന ഒരു സീകള് അതിനെ എൻകറേജ് ചെയ്ത പാരൻസ് എൻകറേജ് ചെയ്തിട്ട് ജീവിതത്തിലെ ചാലഞ്ചസുകളൊക്കെ ഫേസ് ചെയ്യാൻ എക്യുപ്പ് ചെയ്യുന്ന ഒരു കഥയാണ് ഈ പറയുന്നത്. നിങ്ങൾ എന്ത് പഠിച്ചു വെച്ചിട്ടില്ലെങ്കിലും ഇതൊന്ന് എഴുതി പഠിക്കണം. എന്നിട്ട് ഒരു കാര്യം കൂടെ പഠിക്കണം. എന്താണ്? ദ സ്റ്റോറി presents the importance of self-confidence and self-reliance. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയോ? ഈ രണ്ട് വേർഡ്സും തമ്മിലുള്ള വ്യത്യാസം അറിയുന്ന ആളുകളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒരു സ്മൈലി ഇട്ടെ. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്? സിമ്പിളാണ്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസം എന്നാണ്. എന്നാൽ സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പര്യാപ്തത എന്നാണ്. അതായത് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അതിനെയാണല്ലോ നമ്മൾ സ്വയം പര്യാപ്തത എന്ന് പറയുക. സോ സെൽഫ് കോൺഫിഡൻസും എന്താണ്? സെൽഫ് റിലയൻസും. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മവിശ്വാസം എന്നാണ്. സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം പര്യാപ്തത, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഇതിങ്ങനെ മറ്റേ 1ാം ക്ലാസ്സിൽ കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ അരിച്ചെറുക്കി പഠിപ്പിക്കുന്ന എന്തിനാണെന്നറിയോ? ഇതൊക്കെ പഠിച്ചു പോകാനാണ്. നിങ്ങൾക്കിത് റിവിഷനും ടെക്സ്റ്റ് ബുക്ക് വായിക്കലും നടക്കാൻ വേണ്ടിയിട്ടാണ്. സോ എന്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്? സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാമോ എന്തിൻ്റെ ഇമ്പോർട്ടൻസാണ് പറയുന്നത്? പ്ലീസ് ട്രസ്റ്റ് മീ ഓൺ ദിസ്. എന്തിൻ്റെ ഇമ്പോർട്ടൻസാണ് പറയുന്നത്? സെൽഫ് കോൺഫിഡൻസിൻ്റെയും സെൽഫ് റിലയൻസിൻ്റെയും 2 വേർഡ്. ഓക്കെ, കാര്യപ്രാപ്തി. യെസ്, ആടുതോമ കാര്യപ്രാപ്തി എന്ന് പറയാം അല്ലേ? യെസ്. Though his brothers and sisters had already flown away. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ സീകൾ എന്താണ്? ഒരു ആൺ സീകളാണ്, ഒരു ആൺകുട്ടിയാണ്. ആൺകുട്ടിയല്ല, ആൺ സീകളാണ്. സോ ഈ സീകളിൻ്റെ ബ്രദേഴ്സ്, ഈ സീകളിൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും, ചേച്ചി സീഗൾസും ചേട്ടൻ സീഗൾസും ഒക്കെ, അല്ലെങ്കിൽ അനിയൻ സീഗൾസും അനിയത്തി സീഗൾസൊക്കെ എന്ത് ചെയ്യാണ്? ദോ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹാഡ് ഓൾറെഡി ഫ്ലോൺ അവേ. അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ ഓൾറെഡി പറന്നു പോയിട്ടുണ്ടെങ്കിലും സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. അടിപൊളി. ഓക്കെ, യെസ്. അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ ഓൾറെഡി പറന്നു പോയിട്ടുണ്ടെങ്കിലും, ഓൾറെഡി ഫ്ലോൺ അവേ ചെയ്തിട്ടുണ്ടെങ്കിലും, എ യങ് സീഗൾ വാസ് റിലക്റ്റൻറ്റ് ടു ഫ്ലൈ. യങ് സീഗൾ എന്ന് വേണ്ട, നമുക്കറിയാലോ, ദ യങ് സീഗൾ അല്ലേ? അപ്പോൾ നമ്മളാളെ ഇളയാളാണ്. ദ യങ് സീഗൾ വാസ് റിലക്റ്റൻറ്റ് ടു ഫ്ലൈ അല്ലേ? റിലക്റ്റൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? മടി കാണിക്കുക എന്നാണ്. പക്ഷേ അവൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ പറന്നു പോയപ്പോഴും അവന് പറക്കാൻ ഭയങ്കര റിലക്റ്റൻ്റ് ആയിരുന്നു. റിലക്റ്റൻ്റ് ആയിരുന്നു, മടി കാണിച്ചു. അവന് ഭയങ്കര പേടിയും ബുദ്ധിമുട്ടൊക്കെ തോന്നി. ഹിസ് പാരൻസ് ട്രൈഡ് ദർ ലെവൽ ബെസ്റ്റ് ടു മേക്ക് ഹിം ഫ്ലൈ.
ഹിസ് പാരൻസ്. മക്കൾ, ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് റോൾ ഓഫ് പാരൻസ് ഇൻ ചിൽഡ്രൻസ് ലൈഫ്. കുട്ടികളുടെ ജീവിതത്തിലെ പാരൻസിൻ്റെ റോള് എന്ന് പറഞ്ഞ ജനറൽ ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് ശേഷം അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, റെഡിയാണ്? അടിപൊളി. ഓക്കെ, അപ്പോൾ നോക്കൂ. ഹിസ് പാരൻസ് ട്രൈഡ് ദർ ലെവൽ ബെസ്റ്റ് ടു മേക്ക് ഹിം ഫ്ലൈ. അവൻ്റെ പാരൻസ് അവനെ പറപ്പിക്കാൻ വേണ്ടി പരമാവധി ദേ ട്രൈഡ് ദർ ലെവൽ ബെസ്റ്റ്, മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഹി പ്രിഫേർഡ് ടു സ്റ്റേ ഇൻ ഹിസ് റഫ് ഡേർട്ട് കേക്ക് നെസ്റ്റ്. ശ്രദ്ധിച്ചോളെ, ഭയങ്കര പരുപരിക്കനായ, റഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര പരുപരിക്കനായ, ഡേർട്ട് കേക്കഡ് ആയിട്ടുള്ള, ചെളി നിറഞ്ഞ, ഞാനത് പറയുകയാണ്, എഴുതുന്നില്ല. എന്താ റഫ് എന്ന് പറഞ്ഞാൽ പരുപരിക്കനായ, ചെളി നിറഞ്ഞ നെസ്റ്റിലാണ്, ഒരു കൂടിലാണ്, അല്ലെ കൂടെന്ന് പറയാവുന്ന കൂടിലാണ് അവനിപ്പോൾ നിൽക്കുന്നത്. സോ പറക്കുന്നതിന് പകരം അവൻ എന്താണ് പ്രിഫർ ചെയ്തത്, എന്തിനാണ് കൂടുതൽ താല്പര്യം കാണിച്ചത്? ഞാൻ പറക്കുന്നൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഈ റഫായിട്ട് പരുപരിക്കനായ ഡേർട്ട് കേക്കഡ് ആയിട്ടുള്ള നെസ്റ്റിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ നിൽക്കാം. ബിക്കോസ് ഐ എം അഫ്രൈഡ് ടു ഫ്ലൈ, എനിക്ക് പറക്കാൻ ഭയങ്കര പേടിയാണ്. ഈവൻ ദോ ഹിസ് പാരൻസ് tried their level best to make him fly, he was reluctant to fly. Rather, he preferred to stay in the rough, dirt-caked nest. ശരി, കൃത്യമായി കിട്ടിയല്ലോ. ഹങ്കർ ആൻഡ് ഹീറ്റ്, നോക്കിക്കോളെ, അവൻ അവിടെ കുറച്ച് ദിവസമായി, കഴിഞ്ഞ ഒരു ദിവസമായിട്ട് നിൽക്കുന്നുണ്ട്. ഹങ്കർ ആൻഡ് ഹീറ്റ് ട്രബിൾഡ് ഹിം ദ ഫോളോയിങ് ഡേ. എന്നാൽ പിറ്റേ ദിവസം ഹങ്കർ, വിശപ്പും സൂര്യപ്രകാശവും ചൂടും അവനെ എന്ത് ചെയ്തു, അവനെ ട്രബിൾ ചെയ്യാൻ തുടങ്ങി, അവനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ഇത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ, ഒരു കഥ പറയുന്നത് പോലെ, പാട്ട് പാടുന്ന പോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ ആണല്ലോ, സെറ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒരു തംസപ്പ് ഇടണം, ചുമ്മാ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. അടുത്തത്, he had watched his parents flying with his brothers and sisters. അവൻ അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് അവൻ്റെ പാരൻസിൻ്റെ കൂടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഇങ്ങനെ പറന്ന് കളിക്കുന്നത് ഇവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. he had watched, അവൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു, എന്താ, പാരൻസ് ഫ്ലൈയിങ് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. The other children were taught, അല്ലേ, അവരല്ലാത്ത the other children, അവൻ്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള ബാക്കിയുള്ള കുട്ടികൾ, ബാക്കിയുള്ള സീഗൾസ് were taught the art of flight. അവരൊക്കെ എന്ത് പഠിപ്പിക്കപ്പെട്ടു? പറക്കൽ എന്ന് പറഞ്ഞ ആർട്ട്, പറക്കൽ എന്ന കല അവരെ പാരൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവന് പഠിക്കാൻ താല്പര്യമില്ല. ദ ഹോൾ ഫാമിലി ലാഫ്ഡ് അറ്റ് ദ കവാഡൈസ് ഓഫ് ദ യങ് സീഗൾ. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചോളേ, ഇത് നിങ്ങൾ നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് അമ്മ സീകളുടെ മദർ സീകൾ യങ് സീകളിനോട് ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ കവാഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഭീരുത്വം എന്നാണ്. അപ്പോൾ പറക്കാൻ തയ്യാറാവാതെ അവിടെ തന്നെ ഇരിക്കുന്ന ഈ യങ് സീകളിൻ്റെ ഭീരുത്വത്തെ, കവാഡൈസിനെ, ദ ഹോൾ ഫാമിലി, അച്ഛനും അമ്മയും ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ലാഫ്റ്റ് അറ്റ് ചെയ്യുന്നുണ്ട്, മോക്ക് ചെയ്യുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, അല്ലേ? ലാഫ്റ്റ് അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കളിയാക്കുന്നുണ്ട് ദ യങ് സീകളിൻ്റെ ഭീരുത്വത്തെ. ഹിസ് മദർ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ഹൈ ഹംബ് ഓൺ ദ പ്ലാറ്റ്യൂ. അവൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ആരമ്മ, അല്ലേ? യങ് സീകളുടെ അമ്മ ഒരു പ്ലാറ്റ്യൂൽ, അപ്പുറത്തൊരു സമതലത്തിൽ, പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള, ഇച്ചിരി റേസ്ഡ് ആയിട്ടുള്ള എന്നാൽ ഫ്ലാറ്റ് ആയിട്ടൊരു സർഫേസ് ആണ് നമ്മൾ സമതലം എന്ന് പറയും. സോ തൊട്ടപ്പുറത്തുള്ളൊരു സമതലത്തിൽ, പ്ലാറ്റ്യൂവിൽ, ഒരു ഹൈ ഹമ്പിൽ, ഒരു ഉയർന്ന പ്രദേശത്ത് ഒരു ഹൈ ഹമ്പിൽ അവൻ്റെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. ഷീ ടോർ എ പീസ് ഓഫ് ഫിഷ്, അല്ലേ? ടോർ എന്ന് പറഞ്ഞാൽ ടേറിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അവൻ്റെ അമ്മ ഒരു പീസ് ഓഫ് ഫിഷ്, ഒരു മത്സ്യ കഷ്ണം എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കീറുന്നുണ്ട്, അല്ലേ? വൃത്തിയാക്കുന്നുണ്ട്, കീറുന്നുണ്ട്. വിത്ത് അറ്റ് ഹെർ ഫീറ്റ്, അവളുടെ കാലുകൊണ്ട്, അറ്റ് ഹെർ ഫീറ്റ്. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം. ഈ ഭക്ഷണത്തിൻ്റെ കാഴ്ച ഇവനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. ഇവന് അല്ലേ, നമുക്കും അങ്ങനെയല്ലേ, നമ്മളിങ്ങനെ അമ്മയോടും അച്ഛനോടൊക്കെ ദേഷ്യം പിടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തൂടെ ഫുഡിൻ്റെ മണം എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ടൊന്ന്, അല്ലേ, ഇനി വേണമെങ്കിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് എന്ത് ചെയ്യാം, മയപ്പെടാം, ഞാൻ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് പെരുമാറാം എന്നൊക്കെ പറയാറുണ്ട്. യെസ് ഓർ നോ? അപ്പോൾ ഈ സൈറ്റ്, കഴിഞ്ഞ 1.5 ദിവസമായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. സോ ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം. ഈ ഭക്ഷണത്തിൻ്റെ കാഴ്ച ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭ്രമം പിടിപ്പിക്കുന്നുണ്ട്, ഭ്രാന്തനാക്കുന്നുണ്ട്. ഷീ പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ്. ശ്രദ്ധിച്ചോളെ, അമ്മ ഒരു കഷ്ണം മത്സ്യം എടുക്കുന്നു. ആൻഡ് ഫ്ലൂ ടുവേർഡ്സ് ഹിം. എന്നിട്ട് ഈ മകൻ്റെ നേരേക്ക് എന്ത് ചെയ്യുന്നു? പറക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം കൊടുക്കും, ഇപ്പം കിട്ടുമെന്ന് വിചാരിക്കും. കിട്ടുന്നില്ല. പക്ഷെ എന്താ ചെയ്യുന്നത്? ദ മദർ സീകൾ picked up a piece of fish and she flew towards the young seagull. എന്നിട്ടോ
he tried to get nearer her. അങ്ങനെ അമ്മ സീകൾ ഇങ്ങനെ പറന്നു വരുന്ന കണ്ടപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അമ്മയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി, പറക്കാൻ എന്തായാലും എനിക്ക് താല്പര്യമില്ല, ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ ഏണ്ട് നിൽക്കുകയാണ് ഇല്ലേ. യങ് സീകൾ എന്ത് ചെയ്യാണ്, അമ്മയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നേ, ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഹിം, പക്ഷേ അവള് അവൻ്റെ ഓപ്പോസിറ്റ് എത്തിയ സമയത്ത്, ഇപ്പം ഇതാണ് യങ് സീകളെങ്കിൽ, കാണുന്നുണ്ടോ നിങ്ങൾ, ഇതാണ് യങ് സീകളെങ്കിൽ അമ്മ പക്ഷെ ഇവിടെ എത്തിയ സമയത്ത്, മദർ സീകൾ ഇവിടെ എത്തിയ സമയത്ത് എന്ത് ചെയ്തു, ഷീ സ്റ്റോപ്പ്ഡ്. ഹാൾട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഷീ സ്റ്റോപ്പ്ഡ്. അവൾ ഇവിടെ എന്ത് ചെയ്തു, അവൾ ഇവിടെ അങ്ങ് നിന്നു. ശ്രദ്ധിച്ചോളെ, കഴിഞ്ഞു. He waited a moment. എക്ഷല് തിന്നുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടതെന്ന് എനിക്കറിയാം. ഓക്കെ, റജീന ഗഫൂറെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു നീഡ് ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് ആഫ്റ്റർ ദ ലൈവ് സെഷൻ. ഞാൻ ഇതിൽ വരുന്ന വൺ വേർഡ് ഒക്കെ ഡിസ്കസ് ചെയ്ത്, നിങ്ങൾ പേടിക്കല്ലേ, മേഹുന. ഓക്കെ, റൈറ്റ്, നോക്കൂ. He waited a moment and dived at the fish. അവൻ ഒരു നിമിഷം എന്ത് ചെയ്തു, അവിടെ എങ്ങനെ നിന്നു. പക്ഷേ ഫുഡാണ്, ആൻഡ് അവൻ ആ ടെംപ്റ്റേഷൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. സോ ഹി വെയിറ്റഡ് എ മൊമെന്റ് ആൻഡ് ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ ക്ലിഫ് നോക്കിക്കോളേടാ, നമ്മുടെ സീകൾ ഒരു ക്ലിഫിന് മുകളിലാണുള്ളത്. നമ്മുടെ സീകൾ എന്തിനു മുകളിലാണുള്ളത്, ഒരു ക്ലിഫിന് മുകളിലാണുള്ളത്. സോ നമ്മുടെ സീകൾ എന്ത് ചെയ്തു, അവിടുന്ന് എന്ത് ചെയ്തു, ഡൈവ് ചെയ്തു. ഇവിടുന്ന് എന്ത് ചെയ്തു, ഫിഷിന് നേരെ എന്ത് ചെയ്തു, ഡൈവ് ചെയ്തു. ഓക്കെ, ഹി വാസ് ടെറിഫൈഡ് ഫോർ എ മൊമെന്റ്. സോ ഫ്രീ ഫോൾ ആണ് അല്ലേ, നിങ്ങൾ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷനും എല്ലാം പഠിച്ചതാണ്. സോ ഫ്രീ ഫോൾ ആണ്. ആൻഡ് ഹി വാസ് ടെറിഫൈഡ് ഫോർ എ മൊമെന്റ്. കുറച്ച് സമയത്തേക്ക് അവൻ എന്ത് ചെയ്തു, ടെറിഫൈഡ് ആയി. അവനിങ്ങനെ പേടിച്ച് ഭയന്ന് വിറച്ചിരുന്നു. ആൻഡ് ഹിസ് ഹാർട്ട് ഫ്രോസ്. ശ്രദ്ധിച്ചോളെ, ആൻഡ് ഹിസ് ഹാർട്ട് ഫ്രോസ്. അവൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രോസ് ആവുന്നുണ്ട്. അവൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട്, മരവിച്ച് പോകുന്നുണ്ട്. ബിക്കോസ് ദാറ്റ് വാസ്ന്റ് എക്സ്പെക്റ്റഡ് അല്ലേ. അതിൻ്റെ എന്താണ് അതിന് ശേഷം സംഭവിക്കാൻ പോവാ, ഹി ഡിഡ്ന്റ് തിങ്ക് മച്ച് അബൌട്ട് ദാറ്റ്. At that point of time, he was only thinking about food. So there was a temptation. There was a triggering point. ആ ട്രിഗറിങ് പോയിന്റ് കൊടുത്ത ആരാണ്, അമ്മയാണ്. ബിക്കോസ് അമ്മ somehow wanted to make this young seagull fly. The mother seagull somehow wanted to make this young seagull fly. And mother somehow knew that it is going to work. സോ ഈ ഫിഷ് കണ്ടപ്പോൾ, ഫുഡ് കണ്ടപ്പോൾ നമ്മുടെ സീകൾ എന്ത് ചെയ്യാണ്, ഡൈവ് ചെയ്യാണ്. ആൻഡ് ഹി വാസ് ടെറിഫൈഡ് ഫോർ ദ ഫസ്റ്റ് ടൈം, for a moment, and his heart was frozen. അവൻ്റെ ഹാർട്ട്, ഹൃദയം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മരവിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ the next moment he found himself falling outwards and downwards into space. അടുത്ത നിമിഷം അവൻ എന്ത് കാണുകയാണ്, അവൻ ഇങ്ങനെ ഔട്ട്വേർഡ്സ് ഡൗൺവേർഡ്സ് താഴേക്ക് എന്ത് ചെയ്യാണ്, ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീണുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഫോളിങ് ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ്. കാറ്റടിക്കുന്നതനുസരിച്ച് ഉള്ളോട്ടും പുറത്തോട്ടും, ഔട്ട്വേർഡ്സും ഡൗൺവേർഡ്സ് അല്ലേ, പുറത്തേക്ക് താഴോട്ട്, ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് എന്ത് ചെയ്താണ്, വീണുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റിങ്റ്റീവ്ലി. നോക്കൂ, ഇത്രയും കാലം അവന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. until that point of time he didn't believe in the strength of his wings. അവനവൻ്റെ ചിറകുകളുടെ ശക്തിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനവൻ്റെ ചിറകുകളുടെ ശക്തിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ദിസ് ടൈം he had no other choice. So somehow he gathered courage, somehow he gathered confidence, and instinctively, without much thought, വളരെ നാച്ചുറലായിട്ട്, ഒരുപാട് ചിന്തകളൊന്നുമില്ലാതെ, ഹീ സ്പ്രെഡ് ഹിസ് വിങ്സ്. അവനവൻ്റെ ചിറകുകൾ എന്ത് ചെയ്യുന്നു, അത്രയും നേരം ഇങ്ങനെ വെച്ച ചിറകുകൾ, പറക്കാൻ പേടിയായിരുന്ന ചിറക് അവൻ എന്ത് ചെയ്യാണ്, അവൻ സ്പ്രെഡ് ചെയ്ത് അവൻ പറക്കാൻ തുടങ്ങുകയാണ്. ഇൻസ്റ്റിങ്റ്റീവ്ലി ഹീ സ്പ്രെഡ് ഹിസ് വിങ്സ് ആൻഡ് ഫ്ലാപ്പ്ഡ് ദം. എന്നിട്ട് ആ ചിറകുകൾ എന്ത് ചെയ്യാണ്, ഫ്ലാപ്പ് ചെയ്യാണ്, ചിറകടിക്കുകയാണ്. ഹി സോർഡ് അപ്വേർഡ്സ് അല്ലേ. സോർഡ് എന്ന് പറഞ്ഞാൽ എന്താ, സോർ എന്ന് പറഞ്ഞാൽ ഫ്ലൈഡ് എന്നാണ് അല്ലേ, ഫ്ലൈഡ് ഹൈ എന്നാണ്.
He soared upwards and all his fear is gone. അവൻ മുകളിലോട്ട് എന്ത് ചെയ്യാണ്? പറക്കുകയാണ്. അവൻ്റെ എല്ലാ പേടികളും എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. It was a joyous moment. It was a joyous moment. It was a happy moment. സോ അതൊരു ഭയങ്കര സന്തോഷം നിറഞ്ഞ സമയമായിരുന്നു ഫോർ ഹിസ് ഫാമിലി. അവനും അവൻ്റെ ഫാമിലിക്കും. ഹീ ഫർഗോട്ട് ദാറ്റ്, അവൻ മറന്നുപോയി എന്താ? ദാറ്റ് ഹീ വാസ് എവർ അഫ്രൈഡ് ഓഫ് ഫ്ലൈയിങ്. അവൻ എപ്പോഴും എല്ലാ കാലത്തും അവന് പറക്കുക, ഫ്ലൈയിങ് എന്നുള്ളത് പേടിയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അവൻ മറന്നുപോയി. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് ഫ്ലൈയിങ് ആൻഡ് ഹീ സ്റ്റാർട്ടഡ് ബിലീവിങ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഇറ്റ്സ് വിങ്സ്. അവൻ അവൻ്റെ ചിറകുകളുടെ ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങി. സോ പീപ്പിൾ, ഐ വോണ്ട് യു ടു ബിലീവ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് യുവർ വിങ്സ്. നിങ്ങളുടെ ചിറകുകളുടെ, നിങ്ങളുടെ എഴുത്തിൻ്റെ, നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ, നിങ്ങൾ ഇക്കാലം അത്രയും നേടിയെടുത്ത ലാംഗ്വേജ് പ്രൊഫഷൻസിയിൽ നിങ്ങൾ വിശ്വസിക്കുക. 16 വയസ്സായി, കുറേ കാലമായി, മിനിമം ഒരു 1ാം ക്ലാസ്സെങ്കിലും ABCD എഴുതി തുടങ്ങിയതാണ്. അറ്റ്ലീസ്റ്റ് 11 വർഷമായി നിങ്ങൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ തുടങ്ങിയിട്ട്. സോ നിങ്ങൾക്ക് പറ്റും എന്ന് വിശ്വസിക്കുക. സോ ഇത്രയുമാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് ഓർമ്മിച്ച് വെക്കേണ്ടത്. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ആണ് എന്ന് പറഞ്ഞാൽ നമുക്കിതിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇതിൽ നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കണം എന്ന് സാറ് പറയാം. ഓക്കെ, റെഡി? ഇതാണ് ബേസിക്, ഇതാണ് ബേസിക്സ്. ഓക്കെ, റെഡിയാണോ? സെറ്റാണോ? യെസ്, ഓക്കെ, റെഡി. സോ മക്കളെ, ഒരൊറ്റ കാര്യം കൂടെ പറയണം. ഇന്ന് വൈകുന്നേരം 7 മണിയുടെ ലൈവിൽ നമ്മൾ ചാപ്റ്റേഴ്സിൻ്റെ പാർട്ട് 2 ആയിരിക്കില്ല ഡിസ്കസ് ചെയ്യുക, ഓൾ പോംസ് ആയിരിക്കും. ചാപ്റ്റേഴ്സിൻ്റെ പാർട്ട് 2 നാളെ രാവിലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അതല്ലേ നല്ലത്? നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു, ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ ഓൾ പോംസ് വേണോ, ചാപ്റ്റേഴ്സിൻ്റെ പാർട്ട് 2 വേണോ? എന്തായാലും നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. ഈ തോന്നുന്നു ഓൾ പോംസ് നമുക്ക് ഇന്ന് രാത്രി ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ചാപ്റ്റേഴ്സിൻ്റെ പാർട്ട് 2 നാളെ രാവിലെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വെരി സെറ്റ്. യെസ്, അടുത്തത്. Then this is something I have clearly mentioned in the beginning of the life. നിങ്ങൾ ഒരു ചെറിയ എന്താ പറയുക നറേഷൻ പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ സമ്മറി പഠിച്ചതുകൊണ്ട് that won't be suffice for your examination if you are planning to score above 70 or 75. And if you have a plan to score A+ or above that, make sure that you are going through the textbook thoroughly after the live. Okay, and ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാം, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആണ്. Okay, all poems, ready, I can understand your feeling. So I'll go with all poems. All poems എന്ന് പറഞ്ഞാൽ 5 poems ലൈൻ ബൈ ലൈൻ വിത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. 5 പോംസ് ലൈൻ ബൈ ലൈൻ വിത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിത്തെ ഒരൊറ്റ ലൈവ് ഉണ്ട്, നിങ്ങൾ പോംസിൽ വായിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സെറ്റാക്കി തരും. ഓക്കെ, റെഡി. സോ എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ ഇന്നും നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന, നിങ്ങളുടെ തിരിഞ്ഞു കളിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ ഒന്ന് ഓടി വരാൻ വേണ്ടി പറയുക. 4.5K വ്യൂസ് ആയിട്ടുണ്ട്, 4.5K ലൈവ് വ്യൂസ് ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് 5K or 6K ഒക്കെ ആക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, റെഡി. ഇൻസ്റ്റിങ്ക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് മച്ച് എന്താ പറയുക ഡെലിബറേറ്റ് തോട്ട്സ് എന്നാണ്. ഭയങ്കര സൂക്ഷ്മമായി ആലോചിക്കാതെ ചിന്തിക്കാതെ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് ചെയ്യാന്ന് പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരാളുമായിട്ട് അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നീ പോടാ പട്ടി എന്ന് വിളിക്കാറുണ്ട്. അത് ഇൻസ്റ്റിങ്ക്റ്റീവാണ്. നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല, വായിന്ന് വീണു പോയതാണ്. ഓക്കെ, സോ അത്തരം ആക്ഷൻസ് നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റീവ് ആക്ഷൻസ് വിളിക്കും. ഓക്കെ, ശരി. സോ നമ്മൾ തുടങ്ങുകയാണ്. Read the following excerpt from the story His First Flight and answer the questions. Okay. The sight of the food, നമുക്ക് excerpt ഒന്ന് വായിക്കാം. The sight of the food maddened him. How he loved to tear food that way, scraping his beak now and again to wet it. He uttered a low cackle. His mother cackled too and looked at him. So ഇതാണ് പാസേജ്. ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ട് വായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പാസേജ് വെച്ചിട്ട്, അതായത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പഠിപ്പിച്ചെന്ന് നറേഷൻ വെച്ചിട്ട് പോലും നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചോളൂ. Why നമ്മൾ 4.6K ആയിട്ടുണ്ട്. അത് 5K നിങ്ങൾ ആക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇൻസ്റ്റാഗ്രാമിനും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ലൈവിന് ലൈക്ക് ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുക കൂടെ വേണം. ഓക്കെ, സോ വൈ ഡിഡ് ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം? ആർക്ക് പറയാൻ പറ്റും കമൻറ്റ് ബോക്സിൽ, നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ, വൈ ഡിഡ് ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം? ഇത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. വൈ ഡിഡ് ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം? എന്തുകൊണ്ടാണ് ഈ ഭക്ഷണത്തിൻ്റെ കാഴ്ച അവനെ ഭ്രാന്ത് പിടിപ്പിച്ചത്? ഒരു 1 വേർഡ് ആയിട്ട് എഴുതി തന്നാൽ മതി. നീട്ടി വലിച്ചൊന്നും എഴുതണ്ട. കമൻറ്റ് ബോക്സ് ആണ്, എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ വായിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു 1 വേർഡ് ആയിട്ട് എഴുതിയാലും മതി. Why did the sight of the food madden him?
ഓക്കെ, 4.2 ലൈക്സേ ഉള്ളൂ കേട്ടോ, മോശമാണ്. നിങ്ങൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈക്സ് 5K ആക്കായിരുന്നു. യെസ്, എന്തുകൊണ്ടാണ് ഹി വാസ് മാഡൻഡ് ബൈ ഹങ്കർ. സോ അവിടുത്തെ കീവേഡ് എന്താണ്? ഹങ്കറാണ്. നമുക്ക് എൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അവിടുത്തെ കീവേഡ് എന്താണ്? ഹങ്കറാണ്. ഹി വാസ് സ്റ്റാർവിങ് ഫോർ ദ ലാസ്റ്റ് 2 days. അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? സ്റ്റാർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അടുത്തത് ഓക്കെ. എനിക്ക് ലൈവ് കൗണ്ടേ 4.2 എന്നങ്ങ് അനങ്ങുന്നില്ല. എനിക്ക് എന്തോ ഒരു സങ്കടമാണ്. ഇനി ഞാൻ നോക്കൂല, ഞാൻ സങ്കടമായിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ശരി. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡു യു തിങ്ക് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മദർ ബേർഡ് ഈസ് ആപ്റ്റ് ഫോർ ദ സിറ്റുവേഷൻ? ഗീവ് റീസൺസ്. മക്കളെ, ഇതുപോലെയുള്ള അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് +1 ചോദിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് പകരം കുറച്ചൊന്ന് ട്വിസ്റ്റ് ആയിട്ട് എന്നാൽ എളുപ്പമായിട്ടുള്ള ചോദ്യം. ഇത് എഴുതാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഒരു നാച്ചു സ്മൈൽ ഇട്ട്. നിങ്ങളിപ്പോൾ ടൈപ്പ് ചെയ്യണ്ട. ഓക്കെ, എഴുതാൻ ഈ ക്വസ്റ്റ്യൻ 2 മാർക്കും സ്കോർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക? ഒരു നാച്ചു സ്മൈൽ ഇട്ടെ. അതായത് അമ്മയുടെ ആറ്റിറ്റ്യൂഡ് ആപ്റ്റാണ്, അനുയോജ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഏത് ഈ സിറ്റുവേഷനിലാണ്. ആൻഡ് ഗീവ് റീസൺസ്. നിങ്ങൾ അതിന് ആദ്യം നിങ്ങൾ ആപ്റ്റ് ആണോ എന്ന് പറയാം, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു 1-2 റീസൺസ് കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. ചുമ്മാ സമ്മറി പഠിച്ചിട്ട് പോകരുത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, ആൻസേഴ്സ് നോക്കാം. വൈ ഡിഡ് ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം? എളുപ്പമാണ്. ഹി വാസ് സ്റ്റാർവിങ് ഫോർ എ ലോങ് ടൈം. ഒരുപാട് സമയമായിട്ട് അവൻ വിശന്ന് വലഞ്ഞ് ഇരിക്കുകയാണ്. സോ ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം. സോ ഇത് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 മാർക്ക് കിട്ടും. കീവേഡ് സ്റ്റാർവിങ് എന്നോ ഹംഗ്രി എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കീവേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ അവിടെ നിങ്ങൾ ഓർമ്മിച്ച് നോക്കണം, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച ഒരാൾ എന്ത് ചെയ്യും? ഹംഗ്രി. നമ്മളെല്ലാവരും ഹംഗ്രിയാണ്, പക്ഷെ സ്റ്റാർവിങ് ആണ് അവിടെ കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്. അവൻ വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. ഇനി അമ്മയുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്ത് തള്ളച്ചിയാണത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. എന്നാണോ നിങ്ങൾ പറയേണ്ടത്? അല്ല, ഐ ഡിഡ്ന്റ് ലൈക്ക് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മദർ ബിക്കോസ് ഇഫ് ഷീ ഈസ് എ മദർ ഷീ ഷുഡ് ബി സർവിങ് ഫുഡ് ടു ദ ചൈൽഡ്. ഇമ്മാതിരി തള്ളൊന്നും അവിടെ തള്ളരുത്. അതല്ല അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ അല്ലേ. നിങ്ങളോട് ചോദിക്കുകയാണ്, ഡു യു തിങ്ക് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മദർ ബേർഡ് ഈസ് ആപ്റ്റ്? നോ, ഇറ്റ് ഈസ് നോട്ട് ആപ്റ്റ്. ഇഫ് ഷീ ഈസ് എ മദർ ഷീ ഷുഡ് ഹാവ് ഗിവൺ ഫുഡ്. സോറി, ഇഫ് ഷീ വാസ് എ മദർ ഷീ ഷുഡ് ഗിവ് ഫുഡ് ടു ഹെർ ചൈൽഡ്. അങ്ങനെ എഴുതാൻ പാടില്ല. ഇല്ല, ആപ്റ്റാണ്, ഒരു സംശയമില്ല, ആപ്റ്റാണ്. എന്തിനാ അമ്മ അങ്ങനെ ചെയ്തേ? ഒന്നുമില്ല, സിമ്പിളാണ്. നോക്കൂ, ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മദർ ബേർഡ് ഈസ് ആപ്റ്റ് ഫോർ ദ സിറ്റുവേഷൻ. കാരണം അതാണല്ലോ നിങ്ങളോട് ചോദിച്ചത്. യെസ് ഓർ നോ ക്വസ്റ്റൻ ആണല്ലോ. അപ്പോൾ ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ ആണോ ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. ഓക്കെ, ഷീ കുഡ് ഹെൽപ്പ് ഹിം ടു ഓവർകം ഹിസ് ഫിയർ ഓൺലി ബൈ ഫോഴ്സിങ് ഹിം ടു ഫ്ലൈ. നോക്കൂ, അവൾക്ക് പറക്കാനുള്ള അവൻ്റെ പേടിയെ ഓവർകം ചെയ്യാൻ എങ്ങനെ മാത്രമേ പറ്റുള്ളൂ? അവനെ പറക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. കാരണം പറക്കാൻ പറഞ്ഞിട്ട് അവൻ പറക്കുന്നില്ല, നന്നായിട്ട് പറയുന്നിട്ട് അവൻ ചെയ്യുന്നില്ല. പിന്നെയുള്ള ആകെ വഴി എന്താണ്? ഫോഴ്സ് ചെയ്യുക, ടെംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദസ് അതുകൊണ്ട് ഷീ കുഡ് മേക്ക് ഹിം സെൽഫ് കോൺഫിഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്. അവൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ പെണ്ണുങ്ങളെ ആ യങ് സിഗരറ്റ് താഴെ വീണ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ? മരിച്ചു പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ചോദ്യം ചോദിക്കണ്ട അല്ലേ. നിങ്ങൾ അങ്ങനെയല്ല ആലോചിക്കുക, അവനേറ്റവും താഴെ വീണ് വെള്ളം കുടിച്ച് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർത്താനം പറയോ? പക്ഷെ നമ്മൾ ആ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദിസ് ഹാസ് എ ഹാപ്പി എൻഡിങ്. ഓക്കെ, സോ ഷീ കുഡ് മേക്ക് ഹിം സെൽഫ് കോൺഫിഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ് അല്ലേ. അവൾക്ക് അവനെ എന്താക്കാൻ പറ്റി? സെൽഫ് കോൺഫിഡൻറ്റും സെൽഫ് റിലയൻറ്റും ആക്കാൻ പറ്റി. മനസ്സിലായോ സാറേ? മനസ്സിലായി. ഓക്കെ, ഇനി നോക്കിക്കോളെ, തീർന്നിട്ടില്ല. Read the following passage and answer the question. Read the following passage and answer the questions. Surely he could. ഞാനൊന്ന് വായിക്കാം കേട്ടോ, വേഗത്തിൽ വായിക്കാം. Surely he could reach them without flying if he could only move northwards along the cliff face. ടെക്സ്റ്റ് ബുക്കിലുള്ള പാസേജ് ആണ്, നിർബന്ധമായിട്ടും വായിക്കണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. Surely he could reach them without flying. അപ്പോൾ യങ്സികൾ പറയാണ്, അവന് എന്തായാലും അവരുടെ അടുത്ത് എത്താൻ പറ്റും, പറക്കാതെ എത്താൻ പറ്റും. എങ്ങോട്ട് പോയാൽ? നോർത്ത് വേർഡ്സിൽ കൂടെ എലോങ് ദ ക്ലിഫ് ഫേസിൽ കൂടെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ. പക്ഷെ പ്രശ്നം എന്താണ്? ഓൺ വാട്ട് കുഡ് യു വാക്ക്? പക്ഷേ എന്തിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടേ പോവുക, കാരണം ഇവിടെ ഗ്യാപ്പാണ്, നടന്നു പോകാൻ വഴിയില്ല. ദർ വാസ് നോ ലെഡ്ജ്, അവിടെ എന്തില്ല? ലെഡ്ജില്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ, അവനൊരു ഫ്ലൈ അല്ല, അവനൊരു പറവയല്ല. ആൻഡ് എബവ് ഹിം ഹി കുഡ് സീ നത്തിങ്, മുകളിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. ദ പ്രെസിപ്പിസ് വാസ് ഷിയർ, അല്ല ആ ചെങ്കുത്തായ മല എന്ന് പറയുന്നത് ഭയങ്കര ഷിയറാണ്, ഭയങ്കര ഗർത്തമാണ്. ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് ഫാർദർ അവേ ദാൻ സീ ബിനീത്ത് ഹിം, മുകളിലും എന്ത് ചെയ്യണം, ഒരുപാട് ദൂരത്താണ്, ആകാശം മുകളിൽ ദൂരത്താണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇതാണ് പാസേജ്. ചോദ്യം എന്താണ്? വാട്ട് ഡസ് ദ വേർഡ് precipice mean?
precipice എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താണ് ആർക്കറിയാൻ പറ്റും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച സമയത്ത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പഠിക്കണം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കണം. ആർക്ക് പറയാൻ പറ്റും വാട്ട് ഡസ് ദ വേർഡ് precipice മീൻ? ആർക്കെങ്കിലും കമൻറ്റ് ബോക്സിൽ? യെസ്, ക്ലിഫ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എന്ത് പറയാം, എ സ്റ്റീപ്പ് ക്ലിഫ് എന്ന് പറയാം. ഒരു ആഴമേറിയ ക്ലിഫ് എന്ന് പറയാം. ചെങ്കുത്തായ ഒരു മലനിര എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ precipice ഉപയോഗിക്കുന്നത്. ക്ലിഫ് ഫേസ് എന്നോ സ്റ്റീപ്പ് ക്ലിഫ് എന്നോ. ക്ലിഫ് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. ഇനിയോ, വൈ കുഡ് ദ സീഗൾ നോട്ട് സക്സീഡ് ഇൻ ഹിസ് അറ്റംപ്റ്റ്? നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഒരു കാര്യം പറയുകയാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇത് 1 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു, ഇത് 2 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു, ഇത് 3 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ ചോദ്യം കൂടെ 6 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ആ ഇയർ, അത് ഏത് ഇയറാണ് എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ വേണമെങ്കിൽ വൈകുന്നേരം പറയാം. സോ ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ വൈ കുഡ് ദ സീഗൾ നോട്ട് സക്സീഡ് ഇൻ ഹിസ് അറ്റംപ്റ്റ്? എന്തുകൊണ്ടാണ് സീഗളിന് തൻ്റെ അറ്റംപ്റ്റിൽ, തൻ്റെ ശ്രമത്തിൽ പരാജയപ്പെട്ടു പോയത്, അല്ലെങ്കിൽ സക്സീഡ് ചെയ്യാൻ പറ്റത്? നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക. ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയോ? ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയും. ഇതിൻ്റെ ആൻസർ തെറ്റിക്കരുത്. ഇതിൻ്റെ ആൻസർ എന്തല്ല, അതായത് ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ എന്ന് എഴുതി വെക്കരുത്. ഈ പാസേജ് നിന്നാണ് ഇതിൻ്റെ ഉത്തരം എടുക്കേണ്ടത്. അതായത് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, നോർത്ത് ക്ലിഫിൽ ക്ലിഫ് ഫേസിൽ കൂടെ നോർത്തിലേക്ക് നടന്ന് പോയി കഴിഞ്ഞാൽ എവിടെ എത്തും? അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് എത്തുമെന്ന് വിചാരിച്ചു. അതാണ് ശ്രമം, നടക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ആ ശ്രമം പരാജയപ്പെടാനുള്ള കാരണം എന്താ? നടക്കാൻ സ്ഥലമില്ല. കാരണം നടന്ന് പോകുമ്പോൾ ഈ പാറ എന്ത് ചെയ്യും, അവസാനിക്കും. പിന്നെ അവിടെ സ്പേസ് ഇല്ല, നടക്കാൻ സ്പേസ് ഇല്ല. മനസ്സിലായോ? അതായത് ഇതിൻ്റെ ഉത്തരം എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഉത്തരം ഇതാണ്, there was no ledge to walk along and he was not able to fly. അതായത് അവിടെ നടക്കാൻ എന്തുണ്ടായിരുന്നില്ല, ലെഡ്ജ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ എന്ത് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല, പറക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. നോ ലെഡ്ജ് could not fly. ഇതാണ് ഉത്തരം. നോളജ് could not fly. ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ല, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് അല്ല. അത് നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അത് എഴുതരുതെന്ന് സാറ് പറഞ്ഞത്. മനസ്സിലായോ? ഹെറല്ല, ഹിസ്സ കേട്ടോ, ഹെറല്ലടാ. സയ്യിദ് നിസാമെ ഹെറല്ല കേട്ടോ, ആൺകുട്ടിയല്ല, സോറി പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണോ. ലടുക്കിയല്ല, ലിടുക്കോ. ഓക്കെ, അടുത്തത്. ഇനിയാണ് നമ്മുടെ ചോദ്യം. നോക്കിക്കോളേ, ഇങ്ങനത്തെ ചോദ്യമൊക്കെയാണ് +1 ചോദിക്കുക. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട് ഓൾറെഡി. ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ ലാംഗ്വേജിനെ നിങ്ങൾ നമ്പണം, നിങ്ങൾ വായിച്ച ടെക്സ്റ്റ് ബുക്കിലെ കഥയെ നിങ്ങൾ നമ്പണം. എന്നിട്ട് ആ സമയത്ത് എന്ത് ചെയ്യുക, ഗംഭീരമായിട്ട് അങ്ങ് എഴുതുക. നോക്കൂ, നമ്മൾ 4.8K കേട്ടോ. അതിനിടയ്ക്ക് നിങ്ങൾ 5K ആക്കുമെന്ന് എനിക്കറിയാം, നിങ്ങൾ സൂപ്പറാണ്. ക്യാൻ യു ഫൈൻഡ് എനി സിമിലാരിറ്റി ബിറ്റ്വീൻ ദ എക്സ്പീരിയൻസ് ഫേസ്ഡ് ബൈ ദ സീഗൾ ആൻഡ് ദ എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്? അടടാ, എന്നാ ക്വസ്റ്റ്യൻ എടാ ഇത് വന്നൊരു പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ ഡാ. இந்த பாரு, can you find any similarity between the experience faced by the seagull and experience in your life? You need to be very careful here. Nachu sir waiting for SSLC public. Yes, നീ എന്താ ഇവിടെ പോയി 10ാം ക്ലാസ് പഠിക്കടാ. ഞാൻ അങ്ങോട്ട് വരാം, ഇത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. പോയി 10ാം ക്ലാസ് റൈറ്റ്. ഇതെൻ്റെ SSLC മക്കളാ. ഈ നിൽക്കുന്ന 4800 പേരും എൻ്റെ കഴിഞ്ഞ വർഷത്തെ എൻ്റെ സൈലത്തിൽ ആദ്യത്തെ SSLC മക്കളാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ക്യാൻ യു ഫൈറ്റ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ സീകള് എക്സ്പീരിയൻസ് ചെയ്ത ആ കാര്യവും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സിമിലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താ പറയേണ്ടത്? യെസ് ഐ ക്യാൻ, ഫുൾ സ്റ്റോപ്പ്. 3 മാർക്ക് കിട്ടുമോ? ഇല്ല, നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഇനി നിങ്ങൾ പറയോ, നോ ഐ കാൺട്ട് ഫൈൻഡ് എനി സിമിലാരിറ്റി, താങ്ക് യു, ഗുഡ് ബൈ. 3 മാർക്ക് കിട്ടുമോ? ഇല്ല, കിട്ടൂല. പിന്നെ എന്താ കാര്യം? നിങ്ങൾ ഈ സിമിലാരിറ്റി ഇല്ലെങ്കിൽ ഒരു അവിടെ തള്ളണം. യെസ് there are എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ there is എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾക്ക് സീകളുടെ ലൈഫും നിങ്ങളുടെ ലൈഫും തമ്മിലുള്ള എന്തെങ്കിലും സിമിലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? നോ സാർ, ഐ കാൺട്ട് ഫൈൻഡ് എനി സിമിലാരിറ്റീസ്, താങ്ക് യു. That will not fetch you 3 marks. So you need to push. I know you are good at pushing, but when you are doing that in English, it makes you some kind of problems. But you need to somehow overcome it. Okay? So don't worry, people. We'll do it together. Okay? Yes, knocking on. Yes, I had സിമിലർ എക്സ്പീരിയൻസസ്. തള്ളങ്ങ് തുടങ്ങിയാണ്. അതെ, എനിക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെൻ ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് ആസ് എ ചൈൽഡ്.
ഞാൻ ഒരു കുട്ടിയായിരിക്കുമ്പോൾ നടക്കാൻ തുടങ്ങിയ സമയത്ത് മൈ പാരൻസ് സ്റ്റുഡ് എ ഡിസ്റ്റൻസ്. തെണ്ടികൾ, എൻ്റെ പാരൻസ് ഒരു ഡിസ്റ്റൻസിൽ ദൂരെ മാറി നിന്നു. ഷോയിങ് അട്രാക്റ്റീവ് തിങ്സ് ടു മേക്ക് മീ വാക്ക് അപ്പ് ടു ദം. എന്നിട്ട് അവരെന്ത് ചെയ്തു, എന്താ മോനെ നാച്ചുമോനെ ഇങ്ങോട്ട് വാ, കിലുക്കത്തി തരാം, നാച്ചുമോനെ ഇങ്ങോട്ട് വാ, പാവ തരാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാനിങ്ങനെ അവരുടെ അടുത്തേക്ക് നടന്നു പോകും അല്ലേ. ഷോയിങ് അട്രാക്റ്റീവ് തിങ്സ് ടു മേക്ക് മീ വാക്ക് അപ്പ് ടു ദ ക്ലിഫ്, വാക്ക് അപ്പ് ടു ദം. അവരുടെ അടുത്തേക്കല്ലേ ദൂരെ നിന്നിട്ട് അവരെന്ത് ചെയ്യും, കിലുക്കുത്തിയും മറ്റേ ബൊമ്മയൊക്കെ കാണിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നാച്ചുമോൻ പാവം ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യും, ഐ യൂസ് ടു ഫോൾ ഡൗൺ വൈൽ വാക്കിംഗ്. ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാനിങ്ങനെ വീഴും, ഞാൻ പിന്നെ എഴുന്നേക്കും, ഞാൻ പിന്നെ വീഴും, ഞാൻ പിന്നെ എഴുന്നേക്കും. പക്ഷേ കിലുക്കുത്തി ഉണ്ട്, അവിടെ അപ്പുറത്തുണ്ട് ബൊമ്മക്കുട്ടി ഉണ്ട്, മുട്ടായി ഉണ്ട്, ഇതൊക്കെ കിട്ടണം. സോ ഐ യൂസ് ടു ഫോൾ ഡൗൺ വൈൽ വാക്കിംഗ്. നിങ്ങൾ എപ്പോഴെങ്കിലും അമ്മേനെ വഴക്ക് പറഞ്ഞോ, ഹൗ ഡെയർ യു അമ്മ, ഹൗ ക്രൂവൽ യു ആർ. Okay, can't you see I'm falling down every damn time and you keep on saying this kulukutti, bommakutti? Why are you doing this to me? ഞാൻ മറ്റേ അവിൽ കൊടുത്ത് വാങ്ങിയാണോ? Did you buy me giving avil? Oh, sorry. Right, നോക്കൂ. I used to fall down while walking, but gradually, പതുക്കെ I learned to walk properly by balancing the body. പക്ഷെ പതുക്കെ ഞാൻ എൻ്റെ ബോഡി ബാലൻസ് ചെയ്ത്, ഇത്രയും വലിയ ബോഡിയാണ് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. സോ പണ്ടെന്നെ അമ്മ ഒന്ന് പറ്റിച്ചതാ, പക്ഷെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. മനസ്സിലായോ? സെറ്റല്ലേ, പവറല്ലേ, റെഡി അല്ലേ, സൂപ്പർ അല്ലേ? ഓക്കെ, യെസ്, അടിപൊളി. ഓക്കെ, യെസ്, അടിപൊളി. നോക്കിക്കോളെ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളെ. അടുത്ത ചോദ്യം അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടില്ല, അവില് കൊടുത്ത് വാങ്ങിയതാണെന്ന് പറയാറില്ല. ഞാൻ എൻ്റെ അനിയത്തിയുടെ ഒരു ചിന്നു എന്നാണ്, ഖദീജ എന്നാണ്. ചിന്നോട് ഞാൻ പറഞ്ഞു, നിന്നെ അവില് കൊടുത്ത് വാങ്ങി, നിനക്ക് പൂച്ചക്കണ്ണുണ്ട്, എനിക്ക് പൂച്ചക്കണ്ണില്ലല്ലോ, എനിക്ക് അസൂയായിരുന്നു, നമുക്ക് പൂച്ചക്കണ്ണുള്ളത്. ഓക്കെ, ശരി, വിട്ടേക്ക്. ലെറ്റ്സ് ഡോണ്ട് പുഷ് ഫോർ ദ ടൈം ബീയിങ്, ലെറ്റ്സ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, കഴിഞ്ഞില്ലേ, മതി, നിർത്ത്. ഓക്കെ, യെസ്. Liam of Laherty's his first flight makes the reader think about the kind of support given by parents to make their children self-reliant and self-confident. ഞാൻ ആ വേർഡ് പഠിച്ചു വെക്കാൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് അത് വീണ്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ ലിയാം ഓഫ് ലഹേർട്ടിയുടെ ഹിസ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന കഥ റീഡേഴ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്. എന്തിനെക്കുറിച്ച്? കുട്ടികളെ സെൽഫ് റിലയൻറ്റും സെൽഫ് കോൺഫിഡൻറ്റും ആക്കാൻ വേണ്ടി പാരൻസിൻ്റെ പങ്ക്. ഓക്കെ, after reading the story, you decide to communicate your feelings to your friend abroad. ഇത് വായിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ എബ്രോഡിലുള്ള ഫ്രണ്ടിന് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് അറിയിക്കുന്നു. ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ. ഓക്കെ, ഇമെയിൽ അയക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇതൊരു 4 മാർക്കിന് ചോദിച്ച ചോദ്യമായിരുന്നു ആ കാലത്ത്, ഒരു 3-4 വർഷം മുമ്പ്. ഇമെയിലിൻ്റെ ഫോർമാറ്റ് അറിയുന്ന ആൾക്കാരുണ്ടോ? തവിടിനാച്ചു സപ്പോടാ. ഇമെയിലിൻ്റെ ഫോർമാറ്റ് ആർക്കൊക്കെ അറിയാം? ഞങ്ങൾ സാർ ഇമെയിലിൻ്റെ ഫോർമാറ്റ് അറിയാം സാർ, ഇമെയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എഴുതാം, അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അല്ല, നല്ല കാര്യമാണ് ഇമെയിലിൻ്റെ ഫോർമാറ്റ് അറിയുന്ന ആൾക്കാർ. യെസ്, 5K ലൈക്സ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലൈവ് കൗണ്ട് ഇപ്പോഴും 4.9 കിടന്ന് തൂങ്ങി കളിക്കുകയാണ്. എനിക്കറിയാം കുറച്ച് പേര് ചായ കുടിക്കാൻ പോയിട്ടുണ്ടാവും, പക്ഷേ മാക്സിമം ഓടി വാട്ടോ. കൊതുകിനെ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നു, ഇംഗ്ലീഷ് A+ മേടിച്ച് കൊടുക്കുന്നു, വേണ്ട. ഓക്കെ, ശരി, അറിയാം. ഓക്കെ, ഒന്നുമില്ല, സിമ്പിളാണ്. ഞാനിത് ഇങ്ങനെ തന്നെ എഴുതി വന്നത്. നിങ്ങൾ പരീക്ഷാ ഹാളിൽ പോയിട്ട് എന്ത് എഴുതണം, അതുകൊണ്ട് ഞാൻ അധികം കഥാപ്രസംഗം നടിക്കില്ല, ഞാൻ ഇങ്ങനെ എഴുതി കാണിച്ചു തരും, ഇങ്ങനെ അങ്ങ് എഴുതാം. ഓക്കെ, ആദ്യം നിങ്ങൾ എഴുതേണ്ട 2 അഡ്രസ്സാണ്. നിങ്ങൾ ആർക്കാണോ മെയിൽ അയക്കുന്നത് ആ ആളുടെ മെയിൽ ID എഴുതുക. ഓക്കെ, സോ 2 അഡ്രസ്സ് എഴുതിയിട്ട് ഏതെങ്കിലും ഒരു @gmail.com yahoo.com എന്തായാലും കുഴപ്പമില്ല, ആളുടെ പേരും @gmail.com അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൽ ID, പ്രോപ്പറായിട്ടുള്ള മെയിൽ ID കൊടുക്കുക. ടെക്സ്റ്റ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇങ്ങനെയാണ് പരീക്ഷാ പേപ്പറിൽ എഴുതേണ്ടത്. പിന്നെ എന്ത് കൊടുക്കുക? CC കൊടുക്കുക. CC എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, CC എഴുതിയാൽ മതി. നിങ്ങൾ ഈ മെയിൽ വേറെ ആർക്കെങ്കിലും അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെയാണ് CC. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി എന്നാണ്. ആൻഡ് ദർ ഇസ് അനദർ തിങ് കോൾഡ് BCC. BCC BCCI stands for Board of Cricket Council of India, but BCC stands for blind carbon copy. എന്താണ് blind carbon copy? You do not have to add any other emails in this place. Rather, you just need to write it to give the impression that you are writing an email, you are preparing an email. So 2 address കൊടുക്കുക,
2 ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, CC എഴുതുക, കോളൻ ഇടുക, BCC എഴുതുക, കോളൻ ഇടുക, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ ഒരു സബ്ജക്റ്റ് കൊടുക്കുക. എനിക്കറിയാം ഇതൊരു ഫ്രണ്ട്ലി ഇമെയിലാണ്, പക്ഷേ ഫ്രണ്ട്ലി ഇമെയിലും എന്ത് കൊടുക്കുക, ഒരു സബ്ജക്റ്റ് കൊടുക്കുക. നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത് ഫോർമൽ ലെറ്ററിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ലെറ്ററിൽ സബ്ജക്റ്റ് കൊടുക്കാറില്ല, ഇൻഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ലെറ്ററിൽ സബ്ജക്റ്റ് കൊടുക്കാറില്ല. പക്ഷേ ഇതിലെന്ത് ചെയ്യുക, സബ്ജക്റ്റ് കൊടുക്കുക. എന്നിട്ടോ സപ്പോർട്ട് ഗിവൺ ബൈ പാരൻസ്. എങ്ങനെയാണ്? സപ്പോർട്ട് ഗിവൺ ബൈ പാരൻസ്. പാരൻസ് കൊടുക്കുന്ന സപ്പോർട്ട് എന്നുള്ളതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? സെറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു ഫയർ ഇട്ട കമൻറ്റ് ബോക്സിൽ. 4900 പേരും അല്ലെങ്കിൽ 5000 പേരും എന്ത് ചെയ്യുക, ഒരു കമൻറ്റ് ഇട്ടേ, ഒരു ഫയർ ഇട്ടേ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എന്ത് ചെയ്യുക, സബ്ജക്റ്റ് കൊടുക്കുക. സപ്പോർട്ട് ഗിവൺ ബൈ പാരൻസ്. സബ്ജക്റ്റ് കൊടുക്കാൻ മറന്നു പോകരുത്. എന്നിട്ട് നിങ്ങൾ കാര്യം പറയും. ഇനി പറയാവുന്നൊക്കെ എളുപ്പമാണ്, നോക്കിക്കോളെ. ഡിയർ സ്റ്റീഫൻ, ഹൗ ആർ യു? എന്തൊക്കെയാണ്? സുഖമല്ലേ? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ വിത്ത് യുവർ സ്റ്റഡീസ്. ഒക്കെ ബേസിക് കാര്യങ്ങളാണ്. അതിനുശേഷം നിങ്ങൾ കാര്യം പറയാം അല്ലേ. ടുഡേ ഫ്രം അവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഐ ലേൺ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓഫ് ലഹർട്ടി. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആളുടെ പേര് വേണം അല്ലേ. ഇന്ന് ഞാൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു, അതിൽ നിന്ന് ഞാൻ ലിയാം ഓഫ് ലഹർട്ടി ചെയ്ത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞൊരു കഥ വായിച്ചു. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ആ കഥയുടെ ഒരു ക്രക്സ്, ഒരു സമ്മറി വളരെ ചുരുക്കി അതിൻ്റെ ഒരു പ്രസി എഴുതുക അല്ലേ. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ ഈവൻ ദോ ദ യങ് സീഗൾ വാസ് അടിപൊളി. കമൻറ്റ് ബോക്സിൽ നാളെ കത്തുന്നുണ്ട്. കൺഗ്രാജുലേഷൻ, സൂപ്പർ. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ ഈവൻ ദോ ദ യങ് സീഗൾ വാസ് എൻകറേജ്ഡ് ബൈ ഇറ്റ്സ് പാരൻസ്. അവൻ്റെ പാരൻസിനാൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻകറേജ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇറ്റ് വാസ് റിലക്റ്റൻറ്റ് ടു ഫ്ലൈ. അതിന് പറക്കാൻ മടിയായിരുന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ദേ ട്രൈഡ് ദർ ലെവൽ ബെസ്റ്റ് ടു പെർസ്യൂ ഇറ്റ്സ് ടു ഫ്ലൈ അല്ലേ. അവനെ പെർസ്യൂ ചെയ്യാൻ, ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക അല്ലേ. പെർസ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പ്രേരിപ്പിക്കുക. സോ അവരവനെ പറക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവൻ എന്ത് ചെയ്യുന്നില്ല, ഹി വാസ് നോട്ട് റെഡി ടു ഫ്ലൈ. ഫൈനലി ദേ സക്സീഡഡ് ഇൻ ദർ അറ്റംപ്റ്റ്. അവസാനം അവരവരുടെ ശ്രമത്തിൽ എന്ത് ചെയ്യുന്നുണ്ടോ, സക്സീഡ് ചെയ്യുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. ആൻഡ് ദിസ് സ്റ്റോറി എങ്ങനെയാണ് ജയിച്ചതെന്നൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ കഥ മൊത്തം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അനുഭവമാണ് എഴുതേണ്ടത്. അവസാനം അവർ ജയിച്ചു എങ്ങനെയാണെന്നുള്ളത് നീ വായിച്ച് കണ്ടുപിടിച്ചോ. അപ്പം ഞാൻ നിനക്കല്ലേ മേലെ എഴുതുന്നത്, നീ വായിക്കും, അങ്ങനെയാണെന്നുള്ളത് നീ കണ്ടുപിടിക്കും. ദി സ്റ്റോറി സ്ട്രെസ്സസ്. ഈ കഥ എന്തിനാണ് സ്ട്രെസ്സസ് ചെയ്യുന്നത്, ഇത് പറയണം അല്ലേ. നിങ്ങളുടെ അഭിപ്രായമാണിത്. ദിസ് സ്റ്റോറി സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ റോൾ പ്ലേഡ് ബൈ പാരൻസ് ഇൻ മേക്കിംഗ് ദർ ചിൽഡ്രൻ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാ? ഇതാ നോക്കിക്കോളെ. ദ കൈൻഡ് ഓഫ് സപ്പോർട്ട്. ഈ ചോദ്യത്തിലുള്ള ഈ സെൻറ്റൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്തത്, നിങ്ങൾ ഇവിടെ മെയിലേക്ക് മാറ്റി എഴുതുന്നത്. എന്താണ്? ദി സ്റ്റോറി സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ റോൾ പ്ലേഡ് ബൈ പാരൻസ് ഇൻ മേക്കിംഗ് ദർ ചിൽഡ്രൻ സെൽഫ് കോൺഫിഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്. നിങ്ങൾ അഭിപ്രായം പറയേണ്ടത്. ആൻഡ് നിങ്ങൾ ഒരിക്കലും ഈ നോഷൻ വെച്ച് പോകരുത്. മൊത്തം കഥ മെയിലേക്ക് എഴുതരുത് കേട്ടോ. എഴുതൂലല്ലോ. ഓക്കെ ആണല്ലോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ ഓക്കെ പറയാമോ? ഓക്കെ, യെസ്. ഫ്രം അഡ്രസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഷുവർ. ഇനി വേണമെങ്കിൽ ഇത് എഴുതാം എന്നല്ലാതെ ആവശ്യമില്ല. വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവർ പാരൻസ് കോൾഡ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പാരൻസ് വഴക്ക് പറയും, ദേഷ്യം പിടിക്കും, ഗെറ്റ് ആംഗ്രി ആൻഡ് സംടൈംസ് പണിഷസ് ഫോർ വെൽബീയിങ്. ചിലപ്പോൾ നല്ലതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പണിഷ് ചെയ്യും. നല്ലതിന് വേണ്ടിയാണ്, അടി കിട്ടുമ്പോൾ നല്ലതിന് വേണ്ടിയാണ്. ദർ എയിം ഈസ് ടു മോട്ടിവേറ്റ് us. അവരുടെ എയിം എന്താണ്? നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? യെസ്, താങ്ക് യു മക്കളെ, താങ്ക് യു. നിങ്ങൾ ഗംഭീരമായിട്ട് കമൻറ്റ് ബോക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഭയങ്കര സന്തോഷമാണ്. ആൻഡ് നിങ്ങളിപ്പോൾ 4.9 ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. അത് 5ലേക്ക് കയറാത്തതുകൊണ്ടും എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുമില്ല, നിങ്ങൾ ആരെങ്കിലും സ്റ്റേറ്റസ് വെക്കാനുണ്ടെങ്കിൽ, അതായത് ഈ ലൈവിൻ്റെ ലിങ്ക് സ്റ്റേറ്റസ് വെക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സാറിന് വേണ്ടിയെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റേറ്റസ് വെക്കുക. അവർക്കൊന്നും ഇതുണ്ടാവില്ല, നഷ്ടമാവില്ല, ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. മാക്സിമം മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്ലീസ് റീഡ് ദി സ്റ്റോറി ആൻഡ് എൻജോയ് ഇറ്റ്. നീ എന്ത് ചെയ്യുക, കഥ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, കഥ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ദയവേത് എന്ത് ചെയ്യുക, വായിക്കുക. ആൻഡ് നീ എന്ത് ചെയ്യുക, കഥ എന്നിട്ട് ആസ്വദിക്കുക. ഓക്കെ, യു ക്യാൻ ലേൺ എ ലോട്ട് ഫ്രം ദ സ്റ്റോറി. നിനക്ക് കഥയിൽ നിന്ന് ഒരുപാട് എന്ത് ചെയ്യാനുണ്ടാവും, പഠിക്കാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിർത്തുക. പിന്നെ വിത്ത് ലവ്, നിങ്ങൾ ആരാണോ മെയിൽ അയക്കുന്നത് ആളുടെ പേര് എഴുതുക. വേണമെങ്കിൽ താഴെ മെയിൽ ഐ ഡി കൊടുക്കാം. പക്ഷേ സാധാരണ ഓക്കെ, യെസ്, ലൈൻ ഇടണ്ട, ലൈൻ ഇട്ടോ, യെസ്, ഇവിടെ ലൈൻ ഇടണം. ഇങ്ങനെ ലൈൻ ഇട്ട് പോയിക്കോ, അതാകുമ്പോൾ എളുപ്പമാണ്. അതൊരു പേജിൽ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുമ്പോൾ ടീച്ചർക്ക് ഇങ്ങനെ ടിക്കറ്റ് 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കൊക്കെ തരാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പേപ്പറിനെ പ്രസൻറ്റ് ചെയ്യണം. പ്രസൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ഗ്യാസ് അടിക്കുമ്പോഴും നിങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് ഓക്കെ ആണല്ലോ, സെറ്റ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ സെറ്റാണ് എന്ന് പറയണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സ്മൈൽ ഇട്ടാലും മതി. ഓക്കെ,
ഓക്കെ, നമുക്ക് ഒരു ചോദ്യം കൂടെ, ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ, ഇതൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, വൺ വേർഡും ഇങ്ങനത്തെ ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. ഓക്കെ, റെഡി. അടുത്ത് അല്ലെങ്കിൽ ജനറൽ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. In the story, His First Flight, the writer tells us about the first victory in the life of the young seagull. ശ്രദ്ധിച്ച് കേട്ടോ, ഇതൊരു വൻ ഞാൻ തള്ളാൻ പോകുന്നത്. യെസ് മക്കളെ, താങ്ക് യു. In the story, His First Flight, the writer tells us about the first victory. യങ് സീഗളുടെ ലൈഫിലെ ആദ്യത്തെ വിജയത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താ എഴുതാൻ പറഞ്ഞേ? The helping hand of the maiden flight was extended by his mother. So അത് ആരാണ് അതിനെ മോട്ടിവേറ്റ് ചെയ്തത്? അമ്മയാണ് മോട്ടിവേറ്റ് ചെയ്തത്. ഹാവ് യു നോട്ട് റിസീവ്ഡ് സച്ച് സപ്പോർട്ട് ഇൻ യുവർ ലൈഫ് ടു? നിങ്ങൾക്ക് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റൻ ഒന്നുമല്ല. സോ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ സംഭവം നടന്നിട്ടുണ്ടോ? നറേറ്റ് യുവർ എക്സ്പീരിയൻസ് ഇൻ എ പാരഗ്രാഫ്. സോ നടന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇങ്ങനൊരു എക്സ്പീരിയൻസ് നറേറ്റ് ചെയ്യണം. സോ ഞാൻ നിങ്ങൾക്കൊരു മോഡൽ ആൻസർ വായിച്ചു തരണം. നല്ല തൊള്ളമായിരിക്കും, സഹിച്ചിരിക്കേണ്ടി വരും. വായിച്ചു തരണം. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, എങ്ങനെയെന്നുള്ളത് നറേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇതൊരു 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാം. ഞാൻ തള്ളട്ടെ? റെഡി ആണെങ്കിൽ പുഷ് എന്ന് പറയാം കമൻറ്റ് ബോക്സിൽ. റെഡി ആണെങ്കിൽ, അതായത് സാറ് പുഷ് ചെയ്തു, സാറ് തള്ളിക്കുമെന്നാണെങ്കിൽ പുഷ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. നിങ്ങൾ പുഷ് എന്ന് പറയാം, പുഷ് ചെയ്തോളാം. നിങ്ങൾ പുഷ് എന്ന് പറയാം, ഞാൻ പുഷ് ചെയ്തോളാം. ഓക്കെ, റെഡി? Thank you for granting me the permission. I highly appreciate it. എന്താ അല്ലേ, എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക്? രാവിലെ 10 മണിക്ക് വന്ന് പുഷ് ചെയ്യണം. ഓക്കെ, റെഡി? എടാ നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം. മാക്സിമം സ്റ്റേറ്റസ് വെച്ചോ നിങ്ങളെല്ലാവരും. ഈ 4900 പേരും സ്റ്റേറ്റസ് വെച്ചോ. 4900 പേരും സ്റ്റേറ്റസ് വെച്ചോ. സ്റ്റേറ്റസ് വെക്കാം. ഇൻസ്റ്റാഗ്രാമിൽ വെക്കേണ്ട, വാട്സപ്പിൽ വെച്ചോ. ഇൻസ്റ്റാഗ്രാമിൽ വെച്ചവർ കാണും. ആ ഇൻസ്റ്റാഗ്രാമിലായിരിക്കില്ലേ നിങ്ങളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത്. ഞാനിപ്പോഴും വാട്സപ്പിൽ, ഞാൻ കുറച്ച് കാലം വരെ ഫേസ്ബുക്കിലായിരുന്നു, ഇപ്പോഴാണ് വാട്സപ്പിൽ എത്തിയത്. ഇൻസ്റ്റാഗ്രാമിൽ എത്താൻ ഇനിയും സമയമെടുക്കും. ഓക്കെ, ഞാൻ എന്താ അവിടെ വല്ലപ്പോഴൊക്കെ. ഓക്കെ, yes. Yes, I am going to push. Thank you for granting me the permission. Thank you so much. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ 4.9K സ്റ്റേറ്റസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനിതിങ്ങനെ ആലോചിക്കാറുണ്ട് എപ്പോഴും. അതായത് നിങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള പല ജില്ലകളിലുള്ള ആളുകളാണ്. സോ ഈ 4900 ആൾക്കാർ ഈ ലൈവിൻ്റെ ലിങ്ക് സ്റ്റേറ്റസ് വെച്ച് കഴിഞ്ഞാൽ, വെച്ച ആളുകളൊക്കെ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ബോക്സിൽ ഇടാവും. ഓക്കെ, ഈ 4900 ആളുകളും സ്റ്റേറ്റസ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും എല്ലാ ഭാഗത്തും ഒരാളെങ്കിലും ഇത് അറിഞ്ഞിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സ്റ്റേറ്റസ് വെക്കുക. മാക്സിമം ആളുകളിലേക്ക് ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. സ്റ്റേറ്റസ് വെച്ച ആളുകളൊക്കെ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ബോക്സിൽ ഇടാം. സ്റ്റേറ്റസ് വെച്ച ആൾക്കാരൊക്കെ റെഡ് ഹാർട്ട് കമൻറ്റ് ബോക്സിൽ ഇടാൻ. മക്കളെ, ഇന്നിപ്പം നമ്മൾ രാവിലെ 5000 ആണെങ്കിൽ രാത്രി ഇന്ന് ഓൾ പോപ്സിൻ്റെ ലൈവിൽ നമ്മൾ മിനിമം 15000 അടിക്കണം. ഓക്കെ, മിനിമം 15000 അടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ ലൈവ് കഴിഞ്ഞിട്ട് മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ രാത്രിത്തെ 7:30 ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾ അയക്കണം. ഓക്കെ, ശരി. ഇനി ഞാൻ പുഷ് ചെയ്യാൻ പോകണം, നോക്കിക്കോളെ. അപ്പോൾ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. കേൾക്കാം. മാന്യമഹാജനങ്ങളെ ശ്രദ്ധിക്കും. പാരൻസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ മേക്കിംഗ് ദർ ചിൽഡ്രൻ കോൺഫിഡൻറ്റ്. കുട്ടികളെ ആത്മവിശ്വാസമുള്ളവരാക്കുന്നതിൽ, കോൺഫിഡൻ്റ് ആക്കുന്നതിൽ പാരൻസ് പ്ലേ എ വൈറ്റൽ റോൾ, എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. വൈറ്റൽ മീൻസ് വെരി ഇമ്പോർട്ടൻറ്റ്, ക്രൂഷ്യൽ, എ വെരി important role in making their child confident. I was given an opportunity to speak in the school assembly. I was given an opportunity to speak in the school assembly. നല്ല തള്ളാണ്. എനിക്കൊരിക്കൽ സ്കൂൾ അസംബ്ലിയിൽ സ്പീക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം നൽകപ്പെട്ടു. ടീച്ചേഴ്സ് നൽകി. അല്ലെങ്കിൽ ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി. ഐ വാസ് ഗിവൺ എന്നുള്ളത് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന സെൻറ്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി to speak in the school assembly, but I was nervous and reluctant to go to school on that day. പക്ഷെ ഞാൻ ആ ദിവസം സ്കൂളിൽ പോകാൻ തയ്യാറായിരുന്നില്ല. കാരണം ഞാൻ എന്തായിരുന്നു? റിലക്റ്റൻ്റ് ആയിരുന്നു, മടിയായിരുന്നു എനിക്ക്. പിന്നെന്തായിരുന്നു? നെർവസ് ആയിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു സ്കൂളിൽ പോകാൻ. ബട്ട് മൈ മദർ
encouraged me to make use of each chance I got. പക്ഷേ എനിക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും മുതലാക്കാൻ, യൂസ് ചെയ്യാൻ, ഉപയോഗപ്പെടുത്താൻ എൻ്റെ അമ്മ എന്നെ എൻകറേജ് ചെയ്തു. അമ്മ ഇത് അറിയോരുണ്ടാവില്ല, എന്നാലും തള്ളിക്കോ. ഷീ ടോൾഡ് മീ ദാറ്റ് ഓൺലി ബൈ മേക്കിംഗ് മിസ്റ്റേക്ക് വി ലേൺ. അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ സ്വന്തം അമ്മ എന്നോട് പറഞ്ഞു, എന്താ? ഷീ ടോൾഡ് മീ ദാറ്റ് ഓൺലി ബൈ മേക്കിംഗ് മിസ്റ്റേക്സ് വി ലേൺ. നമ്മൾ തെറ്റുകൾ ചെയ്ത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ഫേമസ് ഒറേറ്റേഴ്സ്, മിക്കവാറും എല്ലാ പ്രശസ്തരായ പ്രാസംഗികരും, ഒറേറ്റേഴ്സ്, പ്രാസംഗികർ, മെയ്ഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ഇനീഷ്യലി തുടക്കത്തിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. സോ ഷീ ടോൾഡ് മീ നോട്ട് ടു ബോദർ അബൌട്ട് മേക്കിംഗ് മിസ്റ്റേക്സ്. സോ അവൾ എന്നോട് പറഞ്ഞു, മിസ്റ്റേക്സ് വരുത്തുന്നതിൽ എന്ത് ചെയ്യരുത്? ബോദർ ചെയ്യരുത്. ഷീ ഓൾസോ ടോൾഡ് മീ ദാറ്റ് ഐ ഷുഡ് ഹാവ് ദ കറേജ് ടു ഫേസ് ദ ഓഡിയൻസ്. അവൾ അമ്മ എന്നോട് എന്തുകൂടെ പറഞ്ഞു? ഐ ഷുഡ് ഹാവ് ദ കറേജ് ടു ഫേസ് ദ ഓഡിയൻസിനെ ഫേസ് ചെയ്യാനുള്ള കറേജ് ഉണ്ടാവണം. ആൻഡ് ടു സ്പീക്ക് ഔട്ട് വാട്ട് ഐ തോട്ട്. ആൻഡ് എനിക്ക് എന്താണോ തോന്നുന്നത് അത് സംസാരിക്കാനുള്ള കറേജ് ഉണ്ടാവണം. ഇഫ് ഐ ഫൊഗെറ്റ്, ഞാനത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ഐ ഷുഡൻ ബി നെർവസ് ടു കൺക്ലൂഡ് ദ സ്പീച്ച്. ഇനി അഥവാ മറന്നുപോയാൽ അവിടെ എന്ത് ചെയ്യാൻ? സ്പീച്ച് കൺക്ലൂഡ് ചെയ്യാൻ എന്താവരുത്? നെർവസ് ആവരുത്, റിലക്റ്റൻ്റ് ആവരുത്, അല്ലെ, ഡിഫിഡൻ്റ് ആവരുത്. ദ ഗ്രേറ്റസ്റ്റ് തിങ് ദാറ്റ് ഷീ ഡിഡ് വാസ് ദാറ്റ് ഷീ അക്കംപനീഡ് മീ ടു സ്കൂൾ ദാറ്റ് ഡേ. ഈ തള്ളി അവിടെ അടുക്കളയിൽ ഇരുന്നയാണോ? അല്ല, അവൾ ചെയ്ത അമ്മ ചെയ്ത ഏറ്റവും വലിയ കാര്യം, ഷീ അക്കംപനീഡ് മീ ഓൺ ദാറ്റ് ഡേ. അവൾ ആ ദിവസം എൻ്റെ കൂടെ സ്കൂളിലേക്ക് വന്നു. ഐ ഡിഡ് ആസ് മൈ മദർ ടോൾഡ് മീ. ഞാൻ എൻ്റെ അമ്മ പറഞ്ഞതുപോലെ ചെയ്തു. ഐ ഡെലിവേർഡ് ദ സ്പീച്ച് സക്സസ്ഫുള്ളി. ഞാൻ സ്പീച്ച് സക്സസ്ഫുള്ളായി ഡെലിവർ ചെയ്തു. ദെയർ ആഫ്റ്റർ ഐ ഹാവ് മെയ്ഡ് മെനി സ്പീച്ചസ് ഇൻ ദ ക്ലാസ് ആൻഡ് സ്കൂൾ അസംബ്ലി. അന്ന് മുതൽ, അല്ലെങ്കിൽ അതിനുശേഷം, അതിനുശേഷം ഞാൻ സ്കൂളിലും ക്ലാസ്സിലും ഒക്കെ ഒരുപാട് സ്പീച്ചസ് നടത്തി. നൗ ഐ ആം എ ഫേമസ് ഒറേറ്റർ. ഇപ്പം ഞാൻ ആരാണ്? അപ്പോഴാണ് എനിക്ക് ചന്ദ്രിക സജസ്റ്റ് ചെയ്തത്, ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞ പോലെ അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വന്നത്. ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പം ഞാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഒരു സ്പീച്ചാണോ ഇമ്മാതിരി തള്ളണം. പറ്റുമോ സക്കീർ ഭായിക്ക്? ക്യാൻ യു ഡു ദാറ്റ് സക്കീർ ഭായ്? ഇമ്മാതിരി തള്ളാൻ പറ്റണം. നന്നായിട്ട് തള്ളണം, നന്നായിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കണം, നന്നായിട്ട് ഫോക്കസ്ഡ് ആവണം, വിശാലമായി ചിന്തിക്കണം, ക്രിയേറ്റീവായി എഴുതണം. ഇതാണ് +1 ഇംഗ്ലീഷിൻ്റെ എക്സാം. ഗ്രാമറൊക്കെ നമുക്ക് പഠിക്കാടോ. ഓക്കെ, ബാക്കി എന്ത് ചെയ്യണം? ക്രിയേറ്റീവായിട്ട് നിങ്ങൾ എഴുതണം. അതിനുള്ള എങ്ങനെ പുഷ് ചെയ്യാമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ പുഷ് നിങ്ങൾ തന്നെ ചെയ്യണം. സന്തോഷമായോ? ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തറവായി പച്ചവെള്ളം പോലെ പഠിച്ചല്ലോ. സന്തോഷമായ ആളുകളൊക്കെ എന്ത് ചെയ്യുക? ഒരു നാച്ചുറൽ സ്മൈലി കമൻറ്റ് ബോക്സിൽ ഇടുക. സെറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഐ വിൽ ഫ്ലൈയിലേക്ക് പോകാം. ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും എന്നും അല്ലേ? നമുക്ക് പറക്കാം. റെഡിയാണല്ലോ? റെഡിയാ? പറ്റും സാർ, പറ്റും സക്കീർ ഭായ്, പറ്റണം സക്കീർ ഭായ്, അല്ലേ? പറ്റണം, ഓക്കെ, പറ്റിക്കണം. ഓക്കെ, നമ്മൾ ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കോൺഫിഡൻസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകണം. വരാൻ സാധ്യതയുള്ള സകലമായ ചോദ്യങ്ങൾ നോക്കി ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി വായിച്ച് കുറച്ചൊക്കെ എഴുതി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹോളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗംഭീരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പെർഫോം ചെയ്യാൻ പറ്റും. സോ നൗ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ഐ വിൽ ഫ്ലൈ. എഗെയിൻ സിമ്പിൾ ചാപ്റ്റർ ആണ്, പക്ഷേ ചോദ്യങ്ങൾ പലതരത്തിൽ ചോദിക്കാം. നോക്കിക്കോളൂ. ഈ ചാപ്റ്റർ നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചില്ല, ഒന്നും ഓർമ്മയില്ല, ഒന്നും അറിയില്ല. Don't worry, you are in the right place, you are with the right man. Okay, right, let's move on. I will fly is a thought-provoking speech delivered by Dr. APJ Abdul Kalam. I will fly എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു സ്പീച്ചാണ്. ആരാണ് ഡെലിവർ ചെയ്തത്? യെസ്, എനിക്ക് ആ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ എങ്ങനെ രോമാഞ്ചം വന്നിട്ട് രക്ഷയില്ല കേട്ടോ. താങ്ക് യു എവ്രിബഡി for being so kind, for being so attentive and being so energetic throughout the session. I'm super happy about your performances. Okay, right, appreciate it, I highly appreciate it. Shradhikku. I will fly is a thought-provoking speech delivered by Dr. APJ Abdul Kalam. I will fly എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ഡെലിവർ ചെയ്ത തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു സ്പീച്ചാണ്. ദ ഫോമർ പ്രസിഡന്റ് ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് എയ്റോസ്പേസ് സയൻറ്റിസ്റ്റ് ഓഫ് ഇന്ത്യ. സോ APJ അബ്ദുൽ കലാം ആരാ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇന്ത്യയുടെ മുൻ പ്രസിഡൻ്റാണ്, ഫോമർ പ്രസിഡൻ്റാണ്. പിന്നെ എന്താണ്? ഡിസ്റ്റിങ്ക്വിഷ്ഡ് എന്ന് പറഞ്ഞാൽ വെൽ നോൺ, ഫേമസ്, പോപ്പുലർ എന്നുള്ള അർത്ഥത്തിലാണ്. എയ്റോസ്പേസ് സയൻറ്റിസ്റ്റുമാണ്. ഓക്കെ, അദ്ദേഹം ഡെലിവർ ചെയ്തൊരു സ്പീച്ചാണ്. സോ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്നത് ഒരു സ്പീച്ചാണ് എന്നുള്ളതാണ് ബേസിക് ഐഡിയ. ആരാണ് ഡെലിവർ ചെയ്തത്? ഡെലിവേർഡ് ബൈ ദ ഫോമർ President of India, the distinguished aerospace engineer, scientist in India, Mr. APJ Abdul Kalam. Okay, APJ
സർ ഗ്ലോസറി മാത്രം പഠിച്ചാലും മതി. പക്ഷെ എന്നാലും ടെക്സ്റ്റ് ബുക്ക് ഒരു തവണ വായിക്കണം മക്കൾ, നിർബന്ധമായിട്ട് കേട്ടോ, ഉറപ്പായിട്ടും വായിക്കണേ. ഓക്കെ, ശരി, നോക്കും. In this speech, he tells that in the past, the youth contributed much for the benefit of the world today in many fields. ശ്രദ്ധിക്കണേ, ഒരുപാട് കാര്യമൊന്നും APJ അബ്ദുൽ കലാം പറയുന്നില്ല. ഒന്നാമത് പറയുന്നത് യൂത്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇതിൽ പ്രധാനമായും പറയുന്ന ആരെക്കുറിച്ച് തന്നെയാണ്? യൂത്തിനെ കുറിച്ചാണ്, യുവാക്കളെ കുറിച്ചാണ്. യുവാക്കൾ എന്ന് പറയുമ്പോൾ യുവാക്കളും യുവതികളും പെടും. അതൊരു ജെൻഡർ ന്യൂട്രൽ വേർഡാണ് യൂത്ത്. അവിടെ യുവാക്കളും പെടും യുവതികളും പെടും. അല്ലാതെ ഇംഗ്ലീഷിൽ യൂത്തി എന്ന് പറഞ്ഞ വേർഡൊന്നും ഇല്ല. എന്തില്ല? യൂത്തി എന്ന് പറഞ്ഞ വേർഡില്ല. യൂത്ത് ഫെസ്റ്റിവൽ അല്ലേ ഉള്ളൂ, യൂത്ത് ആൻഡ് യൂത്തി ഫെസ്റ്റിവൽ ഇല്ലല്ലോ, ഇല്ല. ശരി, അപ്പോൾ നോക്കൂ. ഇൻ ദിസ് സ്പീച്ച് ഹി ടെൽസ് us that in the past the youth contributed much for the benefit of the world today in many fields. ശ്രദ്ധിച്ചോളൂ, എന്താ പറഞ്ഞത്? അതായത് കഴിഞ്ഞ കാലത്തൊക്കെയും, ഇൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ APJ അബ്ദുൽ കലാം പ്രസംഗം നടത്തുന്നതിന് മുമ്പുള്ള കാലം അല്ലേ, കഴിഞ്ഞ കാലത്തൊക്കെയും യൂത്ത് കോൺട്രിബ്യൂട്ടഡ് മച്ച് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി, ഈ ലോകത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, ഈ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യുവാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭീകരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. യൂത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഭീകരമായിട്ട് ഇമ്മൻസ്ലി എന്ത് ചെയ്തിട്ടുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. യൂത്ത് ഹാഡ് കോൺട്രിബ്യൂട്ടഡ് ഇമ്മൻസ്ലി ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദ വേൾഡ് ടുഡേ ഇൻ മെനി ഫീൽഡ്സ് അല്ലേ. ഒരുപാട് ഫീൽഡിൽ, ഒരുപാട് മേഖലകളിൽ യൂത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അവരവരുടെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടുഡേ ദ യൂത്ത് ഡസ് നോട്ട് ഹാവ് ടു ഫിയർ ദ ഫ്യൂച്ചർ. ആൻഡ് യുവാക്കളോട് APJ അബ്ദുൽ കലാം പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആൻഡ് ശ്രദ്ധിച്ചോളൂ, ഇതാണ് നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ്. ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദി എർത്ത്. ഒന്നുകൂടെ പറയാം, എന്താണ്? ഇതൊന്ന് കോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോ, നിർബന്ധമായിട്ട് പഠിക്കണം. ഇത് കാണാതെ എഴുതാൻ പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഇട്ടേക്ക് കേട്ടോ. എന്താ പറഞ്ഞത്? ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത്, യുവാക്കളുടെ ജ്വലിക്കുന്ന മനസ്സാണ് എന്താ? ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്. എർത്തിലെ, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വിഭവം എന്ന് പറയുന്നത് എന്താണ്? ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ആണ്, യുവാക്കളുടെ ജ്വലിക്കുന്ന ഹൃദയമാണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക, എന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഇസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്. ഒപ്പൈൻഡ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒപ്പൈൻഡ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി നോക്കൂ, അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ശാസ്ത്രയാനാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ശാസ്ത്രയാനാണ്. നമുക്കറിയാം, ശാസ്ത്രയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലും ശാസ്ത്രയാനാണ്. ശാസ്ത്രയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രത്തിൻ്റെ അയനം എന്നാണ് അല്ലേ. രാമായണം എന്ന് പറഞ്ഞാൽ എന്താ? രാമായണം മീൻസ് രാമൻ്റെ അയനം എന്നാണ്, രാമൻ്റെ യാത്ര എന്നാണ്. സോ ശാസ്ത്രയാൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അയനം, ശാസ്ത്രത്തിൻ്റെ യാത്ര, പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ് എന്നാണ്. സയൻസിന് എന്ത് ചെയ്യുക? വ്യാപിപ്പിക്കുക. അതിനുവേണ്ടി നടത്തുന്ന പ്രോഗ്രാമാണ് എന്ത്? ശാസ്ത്രയാൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ദ പ്രീവിയസ് ഇയർ ഹി ഇനാഗുറേറ്റഡ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ വിച്ച് വാസ് മെൻറ്റ് ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ് അല്ലേ. ശാസ്ത്രത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി, ശാസ്ത്രത്തിൻ്റെ പ്രൊപ്പഗേഷൻ, വ്യാപിപ്പിക്കുക, പ്രൊപ്പഗേഷന് വേണ്ടി മീൻ ചെയ്തുകൊണ്ടുള്ള, ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ശാസ്ത്രയാൻ. ആൻഡ് കഴിഞ്ഞ വർഷം ഈ സ്പീച്ചിൽ അദ്ദേഹം പറയാണ് കഴിഞ്ഞ വർഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ശാസ്ത്രയാൻ എന്ന് പറഞ്ഞ സയൻസിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുകയുണ്ടായി. മക്കളെ, സെറ്റായിട്ട് പോകുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ. യെസ്, ചായയൊക്കെ കുടിക്കാൻ പോയ ആൾക്കാർ ചായ കുടിച്ച് വേഗം വരിക. ചായ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലൈവ് കണ്ടുകൊണ്ട് കുടിക്കാമല്ലോ. ഇനി നോക്കൂ, ഇറ്റ് വാസ് ടു എൻഷുർ ദ പ്രിപ്പറേഷൻ. ഇത് പല തവണ പരീക്ഷയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇറ്റ് വാസ് ടു എൻഷുർ ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ്. എന്തിനാണ് ശാസ്ത്രയാൻ? ശാസ്ത്രയാൻ എന്തിനാണ്? ഇറ്റ് വാസ് ടു എൻഷുർ, ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. മക്കളെ, ശാസ്ത്രയാൻ എന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഞാൻ ഏത് പോയിന്റിലാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പം നിങ്ങൾ നാച്ചുറൽ സ്മൈൽ ഇടുക. എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്നോട് പറയാം. നോക്കൂ, സോ ശാസ്ത്രയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വാസ് മെൻറ്റ് ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. ശാസ്ത്രത്തിൻ്റെ, സയൻസിൻ്റെ വ്യാപനം, പ്രൊപ്പഗേഷന് വേണ്ടിയാണ്. ഇറ്റ് വാസ് ടു എൻഷുർ ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ്. കേരളത്തിലാണിത് നടക്കുന്നത്. കേരളത്തിലെ പറവൂരാണ്. ഓക്കെ, കേരളത്തിലെ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എവിടെയാണ്? കേരളത്തിലെ പറവൂർ. നോർത്ത് പറവൂരാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കേരളത്തിലെ കൊല്ലം ജില്ലയിലല്ലേ പറവൂർ അല്ലേ? കൊല്ലം ജില്ലയിൽ, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണേ, പറവൂരിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അപ്പോൾ പറയാണ്,
പല സ്കൂളുകളിലുള്ള 2000-ഓളം കുട്ടികളെ പല സ്കൂളുകളിലുള്ള 2000-ഓളം കുട്ടികളെ എന്തിനു വേണ്ടി തയ്യാറെടുപ്പിക്കാനാണ്? ടു ബിക്കം എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, സയൻറ്റിസ്റ്റ്, ക്വാളിഫൈഡ് മാനേജേഴ്സ് ആൻഡ് സിവിൽ സർവൻസ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്തിനാണ് സാർ സയൻസ് നിങ്ങളൊരു സിവിൽ സർവൻ്റ് ആവണമെങ്കിലും നിങ്ങളൊരു മാനേജർ ആവണമെങ്കിലും ഒക്കെ സയൻസ് ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. സോ കുട്ടികളെ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും സയൻറ്റിസ്റ്റും ക്വാളിഫൈഡ് മാനേജേഴ്സും സിവിൽ സർവൻസും ഒക്കെ ആക്കാനുള്ള തയ്യാറെടുക്കാൻ വേണ്ടി കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 2000 കുട്ടികളെ എന്ത് ചെയ്യാണ് തയ്യാറെടുപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ശാസ്ത്രയാൻ എന്ന് പറയുന്നത്. ദിസ് വുഡ് ഇൻ ടേൺ എംപവർ 2000 ഫാമിലീസ് ഇൻ ദ വില്ലേജ്. ദിസ് വുഡ് ഇൻ ടേൺ ഇങ്ങനെ 2000 കുട്ടികളെ നിങ്ങൾ സിവിൽ സർവൻറ്റും ഡോക്ടറും സയൻറ്റിസ്റ്റും എഞ്ചിനീയറും ഒക്കെ ആവാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ദിസ് വുഡ് ഇൻ ടേൺ അത് മറിച്ച് എന്താ ചെയ്യുക? 2000 ഫാമിലീസിനെ അതെന്ത് ചെയ്യും? അത് എംപവർ ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്? ശാക്തീകരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബം കൂടെ രക്ഷപ്പെടും. ഓക്കെ, കുടുംബം കൂടെ എന്ത് ചെയ്യും? രക്ഷപ്പെടും. സോ ഇതാണ് എന്ത് ശാസ്ത്രയാൻ. ഇനി നോക്കൂ, ആഫ്റ്റർ ഹിസ് സ്പീച്ച് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വർ റേസ്ഡ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. എന്നാൽ അതിൽ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചോദ്യം ഓർമ്മയുണ്ടോ? ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതോ ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഓർമ്മയുള്ള ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ യെസ് സർ എന്ന് പറഞ്ഞ്, ആ ചോദ്യം ഓർമ്മയുള്ള ആളുകളൊക്കെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തേ? ഒന്ന് യെസ് സർ എന്ന് പറഞ്ഞ്. ഓർമ്മയുള്ള ആളുകൾ മാത്രമാണ്. സോ ആ ശാസ്ത്രയാൻ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് കുട്ടികളെ, APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ്. കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനാണ്. ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ലവ്ഡ് മാൻ ബൈ ചിൽഡ്രൻ ഇൻ ഇന്ത്യ, മേ ബി ആഫ്റ്റർ ജവഹർലാൽ, ദ ഗ്രേറ്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ലേ? യെസ്, ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, ആഫ്റ്റർ ഹിസ് സ്പീച്ച് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വർ റേസ്ഡ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അദ്ദേഹത്തിൻ്റെ സ്പീച്ചിന് ശേഷം നൂറുകണക്കിന് കുട്ടികൾ എന്ത് ചെയ്തു? ചോദ്യം ചെയ്യാൻ വേണ്ടി കൈ ഉയർത്തി. വൺ ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചോളെ, വൺ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം ഇംപ്രസ്ഡ് ഹിം ആൻഡ് ദ ഓഡിയൻസ് ഗ്രേറ്റ്ലി. ഒരു ചോദ്യം APJ, ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം yes, മറൈൻ എഞ്ചിനീയർ, അടിപൊളി. ഓക്കെ, സോ അങ്ങനെ ആളുകൾ ഒരുപാട് ചോദ്യം ചോദിക്കാൻ വേണ്ടി തയ്യാറായി. അതിൽ ഒരു ചോദ്യം APJ അബ്ദുൽ കലാമിനെയും ഓഡിയൻസിനെയും വളരെ ഗംഭീരമായി അതിശയിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ. ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരു ടീനേജറാണ്. കേരളത്തിലൊരു റിമോട്ട് വില്ലേജിൽ നിന്ന്, ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരാണ് ആ ചോദ്യം ചോദിച്ചത്. ഹി സെഡ് ദാറ്റ് ഹി വാസ് നെർവസ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ഇൻ പബ്ലിക്. എന്താ പറഞ്ഞത്? He said that he was nervous to ask a question in public. പബ്ലിക്കായിട്ടൊരു ചോദ്യം ചോദിക്കുന്നതിന് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആണ്, നെർവസ് ആണ് എന്ന് പറയുന്നു. He had not gained any confidence through his education all those years. അവൻ ഇത്രയും കാലം പഠിച്ചിട്ടും അവൻ ഒരു കോൺഫിഡൻസ് പോലും ഗെയിൻ ചെയ്തിട്ടില്ല എന്ന് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഹി വാണ്ടഡ് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. എന്താവണം എന്നായിരുന്നു ആഗ്രഹം? അവനൊരു മറൈൻ എഞ്ചിനീയർ ആവണം. ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അവൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡയലോഗ് വെച്ചിട്ട് ഇത്തവണ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുക. അതുകൊണ്ട് ഐ വിൽ ഫ്ലൈ, ഈ പാട്ട് നിർബന്ധമായിട്ടും വായിക്കണം. സോ അവനൊരു മറൈൻ എഞ്ചിനീയർ ആവണം. ആൻഡ് ട്രാവൽ ഓൺ എ ഷിപ്പ് ആസ് എ ക്യാപ്റ്റൻ. അങ്ങനെ ആയാൽ മാത്രം പോരാ, എന്നിട്ട് ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റനായിട്ട് ലോകം മുഴുവൻ സഞ്ചരിക്കണം. ഹി ആസ്ക്ഡ് ഹൗ ഹി കുഡ് അച്ചീവ് ഹിസ് മിഷൻ. എങ്ങനെയാണ് അവൻ ഈ ദൗത്യം എന്ത് ചെയ്യാൻ പറ്റുക, നേടിയെടുക്കാൻ പറ്റുക എന്ന് APJ അബ്ദുൽ കലാമിനോട് ആ കുട്ടി ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ശരി. ഇനി എന്താ സംഭവിക്കുന്നത്? കലാം റിപ്ലൈഡ് that it was the most difficult question he had ever received from millions and millions of students. അല്ലേ, ആയിരക്കണക്കിന് കുട്ടികളിൽ നിന്ന്, ലക്ഷക്കണക്കിന് കുട്ടികളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ആസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന നിലയിൽ ഹി റിസൈറ്റഡ് എ ബ്യൂട്ടിഫുൾ ആൻഷ്യന്റ് പോം നെയ്മഡ് ഐ വിൽ ഫ്ലൈ. ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ ആ പോം, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ പോം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. സോ ഈ പോമാണ് ഉത്തരമായിട്ട് ആര് റിസൈറ്റ് ചെയ്തത്? യെസ്, പോം കലാം റിസൈറ്റ് ചെയ്തത്. നോക്കിക്കോളെ, ശ്രദ്ധിച്ചോളെ. കലാം കണ്ടിന്യൂഡ് ദാറ്റ് എവ്രി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. ശ്രദ്ധിച്ചു കേട്ടോളെ, അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ബീയിങ് യുണീക്ക്. എന്താണ് ബീയിങ് യുണീക്ക്? അല്ലെ, യുണീക്ക് ആവുക, അതുല്യരാവുക. എന്താണ് യുണീക്ക് എന്ന് പറഞ്ഞാൽ? യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീയിങ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്നാണ്. എന്താണ് ബീയിങ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്? എന്ന് വെച്ചാൽ അതുല്യരാവുക എന്നാണ്. അതായത്
നിങ്ങൾക്ക് പാരലൽ ആയിട്ട് ആൾക്കാർ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഉണ്ടാവാതിരിക്കുക, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രം ഉണ്ടായിരിക്കുക. അതിനാണ് നമ്മൾ യുണീക്ക് എന്ന് പറയുക, ബീങ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. സോ കലാം കണ്ടിന്യൂ ദാറ്റ് എവ്രി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. കലാം തുടരുകയാണ്, എല്ലാ ആളുകളും എന്താവണം, യുണീക്ക് ആവണം എന്ന് കലാമിന് അഭിപ്രായമുണ്ട്. But the world all around us is doing its best to make us just like everybody else. ശ്രദ്ധിച്ച് കേട്ടോളെ. But the world around us, നമുക്ക് ചുറ്റുമുള്ള ലോകം എന്താണ് ചെയ്യുന്നത്? is doing its best. അവരുടെ ബെസ്റ്റ് ചെയ്യുന്നു. എന്തിന്? to make us just like everybody else. നമ്മളെ ബാക്കിയുള്ളവരെ പോലെ ആക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. At home, we are asked by our parents to be like the neighbor's children. അല്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് എന്താ പറയുന്നത്? എടാ, അപ്പുറത്തെ വീട്ടിലെ മാഷ മോനെ പോലെയാവ്, ഇപ്പുറത്തെ വീട്ടിലെ വക്കീലിൻ്റെ മോളെ പോലെയാവ് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ കേട്ട് നമ്മൾ നന്നാവും ഇല്ല, നന്നാവണം കേട്ടോ. At home, we are asked by our parents to be like the neighbor's children for scoring good marks. At school, our teachers ask us to be like the first 5 rankers in the school. സ്കൂളിൽ എന്താ പറയുന്നത്? സ്കൂളിൽ ആദ്യത്തെ 5 റാങ്കുകാരെ പോലെയാണോ? ശരിയാണോ തെറ്റാണോ? നാച്ചസ് ആർ യുണീക്ക് ആണ്. ജയകൃഷ്ണ, താങ്ക് യു. റൈറ്റ്. ഇനി നോക്കിക്കോളെ, ലാസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞു. നമ്മൾ ചോദ്യങ്ങൾ ചെയ്യും. Wherever we go, people tells us that wherever we go, people tells us to be somebody else or everybody else. ഇത് ഞാൻ മനസ്സിലാക്കി തരാം. ഇത് മനസ്സിലായ ആളുകൾ ഒന്ന് കമന്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഇടണേ, മനസ്സിലായ ആൾക്കാർ. Wherever we go, നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും people tells us to be somebody else or everybody else. ആളുകൾ, നമ്മൾ എവിടെ പോയാലും ആളുകൾ എന്താ പറയുക? somebody else, മറ്റാരെങ്കിലും പോലെ. ഒന്നിക്കെങ്കിൽ എന്തു പറയും? മറ്റാരെങ്കിലും പോലെ ആവാൻ പറയും. അല്ലെങ്കിൽ എന്തു പറയുമ്പോൾ എവ്രിബഡി എൽസസിനെ പോലെ, എല്ലാവരെയും പോലെ. മനസ്സിലായല്ലോ? അതായത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും? മറ്റാരെങ്കിലും പോലെ ആവാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ആവാൻ പറ്റും. ബട്ട് വി ഷുഡ് ബി യുണീക്ക്. പക്ഷെ നമ്മൾ എന്താവണം? യുണീക്ക് ആവണം. ദാറ്റ് ഈസ് വി ഷുഡ് ബി അവർ സെൽഫ്. നമ്മൾ എന്താവണം? നമ്മൾ തന്നെ ആവണം. ദ ചാലഞ്ച് ഈസ് ദാറ്റ് വി ഹാവ് ടു ഫൈറ്റ് we should be ourselves. The challenge is that, എന്താണ് challenge? The challenge is that we have to fight the hardest battle that any human being can ever imagine. ഇതൊക്കെ ചിലപ്പോൾ കോട്ടായിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അറ്റത്ത് നോക്കി നിൽക്കരുത്. ഇത് ഐ വിൽ ഫ്ലൈയിലെ APJ അബ്ദുൽ കലാമിൻ്റെ ഡയലോഗാണ്. എന്താ ഡയലോഗ്? എന്താണ്? The challenge is that we have to fight the hardest battle that any human being can ever imagine. നമ്മൾ യുണീക്ക് ആവണമെങ്കിൽ നമുക്ക് ഒരു മനുഷ്യനും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ, അല്ലെങ്കിൽ എന്താണ്, ദ ചാലഞ്ച് ഈസ് ദാറ്റ് വി ഹാവ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ ദാറ്റ് എനി ഹ്യൂമൻ ബീങ് ക്യാൻ എവർ ഇമാജിൻ. അല്ലേ? സോ നമുക്ക് മനുഷ്യൻ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ബാറ്റിൽ, അല്ലേ, ഏറ്റവും വലിയ യുദ്ധം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്താവണമെങ്കിൽ? യുണീക്ക് ആവണമെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനൊരു സെൻറ്റൻസ് തന്നിട്ട് പരീക്ഷയ്ക്ക് എന്ത് വയ്ക്കും? എന്താണ് ചാലഞ്ച്? ഒന്നുമില്ല. ചാലഞ്ച് എന്താണ്? വാട്ട് ഈസ് ദ ചാലഞ്ച് റെഫേർഡ് ഹിയർ? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേ. ചിലപ്പോൾ ഇങ്ങനൊരു കോട്ട് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സെറംഗോ ഫ്രാണാഗഞ്ചിയോ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സോ ഒക്കെ എടുക്കും, അല്ലേ? സെറംഗോ ഫ്രാണാഗഞ്ചി എടുത്തിട്ട് സ്മോൾ പോക്സിന് ടു കർട്ടൈൽ സ്മോൾ പോക്സ്, ടു ഇറാഡിക്കേറ്റ് സ്മോൾ പോക്സ് ഈസ് എ ഗ്രേറ്റ് ചാലഞ്ച്. സെഡ്, ആരാ ഇത് പറഞ്ഞത്? സെഡ് AJ ക്രോണിൻ, അല്ലേ? സെഡ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. വിച്ച് ഇസ് ദ ചാലഞ്ച് റെഫേർഡ്? യെസ്, ബീയിങ് യുണീക്ക്. അത്രയേ ഉള്ളൂ. ആസ്ട്രോ പാണ്ഡെ, ബീയിങ് യുണീക്ക്. എന്താണ്? ബീയിങ് യുണീക്ക് ആണ് ചാലഞ്ച്. എന്താണ് ചാലഞ്ച്? ബീയിങ് യുണീക്ക്. യുണീക്ക് ആവുക എന്നുള്ളത്. സ്നേഹം മാത്രം എവരിബഡി, സ്നേഹം മാത്രം. ഉത്തരമില്ലേ? ഓക്കെ, യെസ്. എന്താണ്? ബീയിങ് യുണീക്ക് ആണ് കേട്ടോ. ബീയിങ് യുണീക്ക് ആണ് എന്ത്? ചാലഞ്ച് എന്ന് പറയുന്നത്. റെഡിയാണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് യുണീക്ക് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഭീകരമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും, ഭീകരമായിട്ട് അധ്വാനിക്കേണ്ടി വരും. അത്രയും വലിയ ബാറ്റിൽ എന്ത് ചെയ്യേണ്ടി വരും? ഫൈറ്റ് ചെയ്യേണ്ടി വരും. വി ഷുഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അണ്ടിൽ വി അറൈവ്ഡ് അറ്റ് അവർ ഡെസ്റ്റിൻഡ് പ്ലേസ്. നമ്മളുടെ വിധിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട പ്ലേസ്, ഡെസ്റ്റിൻഡ് പ്ലേസിൽ എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം, നമ്മൾ ആളുകളോട് പോരാടിക്കൊണ്ടേയിരിക്കണം. വിച്ച് ഈസ് എ യുണീക്ക് സെൽഫ്. എന്താണ് ആ ഡെസ്റ്റിൻഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ? എന്താ? നമ്മുടെ വിധിക്കപ്പെട്ട വഴി എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് എ യുണീക്ക് സെൽഫ്. യുണീക്ക് ആയിട്ടുള്ള ഒരു ഞാൻ എന്നുള്ളതാണ് ഡെസ്റ്റിൻഡ് പ്ലേസ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതിൽ വരാൻ സാധ്യതയുള്ള, വന്നിട്ടുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. സോ റെഡി ആണെങ്കിൽ, എനിക്ക് കുറച്ച് എനർജി വേണം. ഞാൻ കുറച്ചൊന്നൊന്ന് താന്നു പോയി എന്ന് എനിക്ക് തോന്നുന്ന സമയമാണ്. ഇവിടെയാണ് എനിക്ക് എനർജി വേണ്ടത്. ഇവിടെയാണ് നിങ്ങൾ എന്നെ പുഷ് ചെയ്യേണ്ടത്.
ഇവിടെയാണ് ഞാൻ സൂപ്പറാണ് എന്ന് നിങ്ങൾ പറയേണ്ടത്. സൂപ്പറാണെന്നൊന്നും പറയണ്ട, നിങ്ങൾ ചുമ്മാ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി. റെഡി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ റെഡി ആണെന്ന് പറയണം. നിങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ചായയൊക്കെ എന്ത് ചെയ്യുക, ലൈവായിട്ട് കുടിക്കുക, ലൈവായിട്ട് ചായ കുടിക്കുക, ലൈവായിട്ട് ക്ലാസ് കാണും. ഞാൻ കുറച്ച് വെള്ളം മാത്രം കുടിക്കുന്നുണ്ട്. ഓക്കെ സർ, SSLC സ്റ്റുഡൻറ്റ് ഹിയർ. എടാ SSLC കുട്ടി പോയി 10ാം ക്ലാസ്സിൽ പഠിക്കടാ. +1 ഞാൻ അടുത്ത കൊല്ലം പഠിപ്പിച്ചു തരാം. ഈ 4500 പേര് ഒരു 10-200 പേര് SSLCക്കാരായിരിക്കും. എൻ്റെ തൊണ്ടയ്ക്ക് സുഖം ഉണ്ടായിരുന്നില്ല അവരുടെ മോഡൽ എക്സാമിൻ്റെ ലൈവിന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. ഓക്കെ, റെഡി. യെസ്, ഇതാണ് ചോദ്യം. എക്സ്പ്ലെയിൻ ദ ടൈറ്റിൽ ഓഫ് ദ സ്പീച്ച് ഐ വിൽ ഫ്ലൈ. ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ സ്പീച്ചിൻ്റെ തലക്കെട്ടിൻ്റെ പ്രാധാന്യം എന്താണ്? തലക്കെട്ടിൻ്റെ പ്രാധാന്യം. സാർ ഇന്ന് എത്ര ചാപ്റ്റർ എടുക്കും? ഇന്ന് നമ്മൾ മിനിമം 7 ചാപ്റ്റേഴ്സ്. ഈ ഒറ്റ ലൈവിൽ നമ്മൾ 7 ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കും. നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് നേരത്തെ ചാപ്റ്റർ എടുത്തത്. നീ സൂപ്പർ ആയിട്ടാ, താങ്ക് യു ഡാ. ഹോട്ട് വാട്ടർ ആണോ സാർ? ഹോട്ട് വാട്ടർ ആയിരുന്നു, ഇപ്പോൾ കോൾഡ് വാട്ടർ ആയിട്ടുണ്ട്. ഹോട്ട് ആക്കാൻ വേണ്ടി പറയണം. ഓക്കെ ശരി, റെഡി. സോ എക്സ്പ്ലെയിൻ ദ ടൈറ്റിൽ ഓഫ് ദ സ്പീച്ച് ഐ വിൽ ഫ്ലൈ. ഇത് പറയാൻ പറ്റും. ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു 3 മാർക്ക്, ലെറ്റ്സ് സേ 3 2 to 3 മാർക്ക് ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ 3 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള ആൾക്കാരൊക്കെ ഒരു തംസപ്പെട്ടെ ഞാൻ പറയണേ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, അതൊരു വല്ലാത്ത ചാപ്റ്ററാണ്, ദ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. എനിക്കറിയാം നിങ്ങൾ ആരും ആ ചാപ്റ്റർ കൃത്യമായി വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ഷാർപ്പായിട്ടൊരു നോട്ട്സും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരും. സോ വെയിറ്റ് ഫോർ ദാറ്റ്. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ മേക്സ് നോ ഡിഫറൻസ് ഹു ഐ ആം, എനിത്തിങ് മൈ ഹാർട്ട് ഡിസൈർസ് വിൽ കം ടു മീ. യെസ് ഇറ്റ് വിൽ. യെസ് നോക്കിക്കോളെ. നമ്മൾ ഇതിൻ്റെ ആൻസർ ഒന്ന് പറയാൻ പോവാണ്. ഇതിൻ്റെ ആൻസർ നമ്മൾ ഒന്ന് പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളെ, നോക്കിക്കോളൂ. According to Dr. APJ Abdul Kalam, everyone can fly high. ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, എന്താ പറയുന്നത്? എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഉയരത്തിൽ പറക്കാൻ പറ്റും. ദാറ്റ് മീൻസ് എവ്രിബഡി ക്യാൻ സക്സീഡ് ഇൻ ലൈഫ്. ഈ പറക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് ചെയ്യുക എന്നാണ്? വിജയിക്കുക എന്നാണ്. സോ ഇത് കൃത്യമായി ഓർമ്മിച്ച് വെക്കുക. ഇനി എന്താണ്? പീപ്പിൾ ആർ ബോൺ വിത്ത് ലോഡ്സ് ഓഫ് പൊട്ടൻഷ്യൽ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആ പോയത്തിൽ പറയുന്നുണ്ട്, പീപ്പിൾ ആർ ബോൺ വിത്ത് ലോഡ്സ് ഓഫ് പൊട്ടൻഷ്യൽ ബട്ട് ദേ ഡോണ്ട് മേക്ക് യൂസ് ഓഫ് ദർ കപ്പാസിറ്റി. ആളുകൾ ഗംഭീരമായ പൊട്ടൻഷ്യൽ കഴിവുകൾ വെച്ചാണ് ജനിക്കുന്നത്, പക്ഷെ അവരുടെ കഴിവുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നില്ല. ഇനിയോ, ഹി ഏർജസ് എവ്രി വൺ. അദ്ദേഹം എല്ലാവരോടും ഏർജ് ചെയ്യുന്നു, ആഹ്വാനം ചെയ്യുന്നു. മലയാളം അറിഞ്ഞുകൂടാത്തവർ ഓർമ്മിച്ച് വെക്കണേ. ഏർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹ്വാനം ചെയ്യുന്നു. എന്താണ് ആഹ്വാനം ചെയ്യുന്നത്? ടു ബി യുണീക്ക്. എല്ലാവരോടും എന്താവാൻ APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്? യുണീക്ക് ആവാൻ പറയുന്നുണ്ട്. എന്താവാൻ പറയുന്നുണ്ട്? യുണീക്ക് ആവാൻ പറയുന്നുണ്ട്. ദ വേൾഡ് അറൗണ്ട് us wants us to follow the models of others. മക്കളെ, ഞാൻ ഒറ്റ കാര്യം കൂടെ പറയുകയാണ്, എന്നിട്ട് ഞാൻ മുന്നോട്ട് പോവാം. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന 4.5K-ലധികം ആളുകൾ നിങ്ങൾ സൂപ്പറാണ്. കാരണം എന്താ അറിയോ? നിങ്ങൾ ഇപ്പോഴും ഗംഭീരമായി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളെ. ഞങ്ങൾക്കും അതേ പറയാനുള്ളൂ, കൃത്യമായി ഒരു ലൈവ് മുഴുവൻ കാണുക. ഈ ലൈവ് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം, ഉച്ചയ്ക്ക് ശേഷം കാണാം, ചോറ് നിന്നിട്ട് കാണാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും മണിക്കൂർ പിറകിലായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ ആളുകൾ ഓടുന്നുണ്ട്, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ ഓടുന്നുണ്ട്. സോ നിങ്ങൾക്കതൊരു മെൻ്റൽ ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഇപ്പം കൂടെ കൃത്യമായി പഠിച്ചു പോവുക. നോട്ട്സ് ലൈവ് കഴിഞ്ഞുടനെ കിട്ടും, അതൊന്നുകൂടെ വർക്ക് ചെയ്യുക. ചാപ്റ്റേഴ്സ് ഇത്രയും കാര്യങ്ങൾ വായിക്കുക, കിടന്നുറങ്ങുക. എന്നിട്ട് വൈകുന്നേരം 7 മണിക്ക് വീണ്ടും എഴുന്നേൽക്കുക, ലൈവിൽ വരിക, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കേൾക്കുക, പോംസ് കേൾക്കുക, ലൈൻ ബൈ ലൈൻ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക, ഞങ്ങൾ പറയുന്നതൊക്കെ നോട്ട്സ് ചെയ്ത് വെക്കുക. ബസ് പരിപാടി കഴിഞ്ഞു. ഓക്കെ, 3 ദിവസം ഇവിടെ വാ, കൃത്യമായി 80 നിങ്ങൾക്ക് മേടിച്ചു തരും. ഓക്കെ, ഡു യു ട്രസ്റ്റ് മീ? ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ പോലെ ചോദിച്ച ചോദ്യമാണ്, വീണ്ടും അതേ ചോദ്യമാണ്. ഡു യു ട്രസ്റ്റ് മീ? സോ ട്രസ്റ്റ് മീ. ഓക്കെ റൈറ്റ്, ശ്രദ്ധിച്ചോളൂ. ദ വേൾഡ് അറൗണ്ട് us wants us to follow the models of others. നമുക്ക് ചുറ്റുമുള്ള ലോകം ബാക്കിയുള്ളവരുടെ മാതൃക പിന്തുടരാൻ വേണ്ടി നമ്മളോട് പറയുന്നത് ഇതൊക്കെ പുഷാണ് ബേസിക്കലി. പക്ഷേ സെൻറ്റൻസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക് ബൈ ബർത്ത്. എല്ലാവരും ജനനം കൊണ്ട് എന്താണ്? യുണീക്കാണ്. ആൻഡ് ഈച്ച് വൺ ഈസ് ബോൺ വിത്ത് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്. നമ്മളെല്ലാവരും പല യെസ്, താങ്ക് യു എവറിബഡി, താങ്ക് യു. നമ്മളെല്ലാവരും
നിങ്ങൾ മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാണല്ലോ അല്ലേ, ഞാനിത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്കൊക്കെ നമുക്ക് ഭീകരമായി ലൈക്ക് കൊണ്ട് കയറിയിട്ടുണ്ട്. 6.2K ലൈക്സ് ആയിട്ടുണ്ട്. ഇനിയും ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട്, അതൊക്കെ ചെയ്തോളൂ. ആൻഡ് വൈകുന്നേരത്തെ ലൈവിൻ്റെ കാര്യം മറന്നു പോകണ്ട. ഓൾ പോംസ് 5 പോംസ് ഞാനും JD സാറുമാണ് വരുന്നത്. രണ്ടുപേരും തകർക്കുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ നമ്മൾ തകർക്കും. സോ നമുക്കൊരു 15K വൈകുന്നേരം വേണം മിനിമം. ഓക്കെ, നിങ്ങൾ സെറ്റാക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ബൈ ഫോളോയിങ് ദ മോഡൽസ് ഓഫ് അതേഴ്സ് വി കനോട്ട് സക്സീഡ് ഇൻ ലൈഫ്സ്. ബാക്കിയുള്ള ആൾക്കാരുടെ മാതൃക എന്തുകൊണ്ടും നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ പറ്റില്ല. വി ഷുഡ് സെറ്റ് അവർ ഗോൾസ് അക്കോർഡിംഗ് ടു അവർ ടാലൻറ്റ്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ്. അല്ലേ, നമ്മുടെ കഴിവുകൾക്കും നമ്മുടെ അഭിരുചികൾ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും പറക്കാം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷേ ഇതൊക്കെ പറയേണ്ടി വരും, ഒരു 3-4 മാർക്കോ വേണമെങ്കിൽ. വി മസ്റ്റ് ഫൈറ്റ് വെരി ഹാർഡ് ടു അറ്റൈൻ അവർ ഗോൾസ്. നമ്മൾ ഇവിടെയോ ഇല്ലല്ലോ, ഇവിടെ 1 മണി വരെ ലൈവാ പറഞ്ഞേക്ക്. ഓക്കെ, യെസ്, നോക്കൂ. So we should set our goals according to our talents and aptitudes. We must fight very hard to attain our goals. നമ്മൾ നമ്മുടെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ എന്ത് ചെയ്യണം, ഗംഭീരമായിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. വി മസ്റ്റ് ഓൾസോ റിയലൈസ് ദാറ്റ് വി ആർ യുണീക്ക്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ യുണീക്കാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ വേണം, നമ്മൾ തിരിച്ചറിയാൻ വേണം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, പഠിച്ച് കൃത്യമായി പോകണം. റെഡിയാണല്ലോ, സെറ്റാണല്ലോ. ഓക്കെ, ശരി. ഇതൊക്കെയാണെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് പറയണേ കമൻറ്റ് ബോക്സിൽ. ഇതൊക്കെയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഓക്കെ ആണ് എന്ന് പറയണം. ഇതൊക്കെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഓക്കെ ആണ് എന്ന് പറയണം. റെഡിയാണോ, സെറ്റാണോ? ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എഴുതണമെന്നില്ല. ഓൾമോസ്റ്റ് ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ സെറ്റാണ്. പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും. ഓക്കെ, ഒരു ചോദ്യം കൂടെ തരാം. കലാം wants every youth to be unique. What does he mean by being unique? ഇതും നമുക്ക് അറിയാവുന്ന ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്താൽ മതി, ഒന്ന് എഴുതി പഠിച്ചാൽ മതി. 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ നിങ്ങളുടെ കയ്യിൽ ഒരു 4, 5, 6 സെൻറ്റൻസസ് ഉണ്ടായിരിക്കണം. ഒന്നുമില്ല. ബീയിങ് യുണീക്ക് മീൻസ്, ഓക്കെ ഒരു മിനിറ്റ് എടാ, യെസ് നോക്കൂ. ബീയിങ് യുണീക്ക് മീൻസ് ബീയിങ് വൺ സെൽഫ്. യുണീക്ക് ആവുക എന്ന് പറയുന്നത് ഒരാളാവുക എന്നുള്ളത്, വേറെ ആരെയും പോലെ ആവാതെ ഞാൻ തന്നെ ആവുക എന്നുള്ളതാണ് ബീയിങ് യുണീക്ക്. ഓക്കെ, വി ഷുഡ് നോട്ട് ഫോളോ എനി വൺ ആസ് അവർ മോഡൽസ്. നമുക്ക് ആളുകളെ ഇൻസ്പിറേഷൻ ആയിട്ട് കാണാം, പക്ഷെ നമ്മൾ ഇയാളാവണം, നമ്മൾ ഭാവിയിൽ ഇന്ന ആളാവണം, അല്ല നമ്മളാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ആർ ബോൺ വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പൊട്ടൻഷ്യൽസ്. ആളുകൾ പല തരത്തിലുള്ള പൊട്ടൻഷ്യൽസ്, കഴിവുകളുമായി ജനിക്കുന്ന ആൾക്കാരാണ്. വി നീഡ് ടു ഇംപ്രൂവ് അവർ സ്കിൽസ് ആൻഡ് കപ്പാസിറ്റീസ് ടു അച്ചീവ് അവർ ഡ്രീംസ്. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ, നമ്മുടെ ഡ്രീംസ് നേടിയെടുക്കാൻ നമ്മുടെ കപ്പാസിറ്റീസ് എന്ത് ചെയ്യണം, നമ്മൾ സ്കിൽസും കപ്പാസിറ്റീസൊക്കെ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. സോ യുണീക്ക് ആവുക എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതുപോലെ 3-4 സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ എക്സാമിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇഫ് വി ഇമിറ്റേറ്റ് അതേഴ്സ്, അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്താൽ വി വിൽ നോട്ട് ബിക്കം ലൈക്ക് ദം. നമ്മൾ അവരെ പോലെ ആവില്ല. വി വിൽ ഫീൽ അവർ സെൽസ് ആസ് ഫെയിലിയേഴ്സ്. നമുക്ക് എന്തായിട്ട് തോന്നുന്നു, നമ്മൾ പരാജയപ്പെട്ട ആളുകളായിട്ട് തോന്നുള്ളൂ. ഇഫ് വി ഡെവലപ്പ് അവർ ഓൺ പൊട്ടൻഷ്യൽ, എന്നാൽ നമ്മൾ പകരം നമ്മുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സക്സീഡ് ഇൻ അവർ ലൈഫ്. ഓക്കെ, ശരി, റെഡിയാണല്ലോ. അപ്പം മക്കൾ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ കലാമിൻ്റെ ഈ സ്പീച്ച് കേട്ടു, നിങ്ങൾ ഇൻസ്പയർഡായി, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ഇമെയിൽ അയക്കുന്നു. ഇമെയിലിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. അതിനൊരു മോഡൽ ഇമെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബട്ട് സ്റ്റിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു തംസപ്പ് തരാം. ഇതൊന്ന് വായിക്കാനേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. ഓക്കെ, 2 അഡ്രസ്സ് കൊടുക്കുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ എന്ത് കൊടുക്കണം, ഇവിടെ നിങ്ങൾ ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ എന്ത് കൊടുക്കണം, CCയും BCCയും കൊടുക്കണം. ഇതിൻ്റെ തൊട്ട് താഴെ ഈ സ്പേസിൽ. ബാക്കിയെല്ലാം സെയിം ആണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഒരു തംസപ്പ് തരാം. ഇത് ഞാൻ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതെന്ത് ചെയ്യുക, അതൊരു മെയിലിൻ്റെ ഫോർമാറ്റിൽ, ഇമെയിലിൻ്റെ ഫോർമാറ്റിൽ എഴുതുക. ഓക്കെ, കാരണം ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് തലങ്ങും വിലങ്ങും ചോദിക്കാറ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു തംസപ്പ് കൂടെ കമൻറ്റ് ബോക്സിൽ ഇടണം. 4600 പേരും തംസപ്പ് ഇടണം. പ്ലീസ്, ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഓക്കെ, ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതാണ് ചോദ്യം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ആൻഡ് മെയിലിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ചുമ്മാ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടും. ഒരു പ്രശ്നവുമില്ല, എനിക്കറിയാം നിങ്ങൾ ചെയ്യും. അത്രയും കോണ്ടന്റ് റിച്ച് ആണ് നമ്മളിപ്പോൾ. ഓക്കെ, യെസ്, ഓക്കെ, ഡൺ. ഇനി നമ്മൾ ഒരു ചോദ്യം കൂടെ ചെയ്തൊരു വലിയ ചോദ്യമാണ്. വീണ്ടും ഇത് നമ്മൾ ഓടിച്ച് ചെയ്യും, കാരണം നമുക്ക് അടുത്തത് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്കൊരു വലിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. എന്താണ്? The boy who raised the question, I will fly. ശ്രദ്ധിച്ചോളെ. The boy who raised the question in I will fly discovers a new path in life after his encounter with Dr. APJ Abdul Kalam. ചോദ്യം മനസ്സിലായല്ലോ?
he writes a letter to his friend describing the impact of Kalam's words on him and changes that have come in his character. Draft the letter of the boy. ഇത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കാരണം നിങ്ങൾക്ക് ആ സ്പീച്ചിനുള്ളിലുള്ള ഒരു ക്യാരക്ടറിൻ്റെ ലെറ്ററാണ് നിങ്ങൾ എഴുതുന്നത്. ആ കുട്ടി ഫ്രണ്ടിന് എഴുതുന്ന ലെറ്ററാണ് എഴുതുന്നത്. ഇത് എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? എഴുതാൻ പറ്റുമെങ്കിൽ ഒരു നാച്ചു സ്മൈൽ ഇട്ട്, അതായത് ഇത്രയും കാര്യം വെച്ചിട്ട് ഇത് എഴുതാൻ പറ്റുമെങ്കിൽ ഒരു നാച്ചു സ്മൈൽ ഇടാവോ കമൻറ്റ് ബോക്സിൽ. ഞാൻ ഇതിൻ്റെ ഡെമോ എന്തായാലും കാണിക്കും. കാരണം ഇത് നിങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമാണ്. കാരണം ഇതിൽ എഴുതാനുള്ള കോണ്ടൻറ്റ് ചിലപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, റെഡി. ഞാനിതൊന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ചു. നമ്മളൊരു ലെറ്റർ എഴുതുന്ന സമയത്ത് ഞാൻ 10ാം ക്ലാസ് തൊട്ടേ പഠിപ്പിക്കുന്ന കാര്യമാണ്. റെഡി അല്ലേ? എൻ്റെ എനർജി ലെവലൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, 10ാം ക്ലാസ് തൊട്ടേ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആദ്യം റൈറ്റേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം. ആദ്യം എന്ത് വേണം? റൈറ്റേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം വേണം. ആദ്യം എന്ത് വേണം? നിങ്ങൾ ഗംഭീരന്മാരെ, നിങ്ങൾ എന്തും എഴുതാൻ പറ്റുന്നേ പറയുള്ളൂ. ഓക്കെ, റൈറ്റേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം. രണ്ടാമത് എന്ത് വേണം? രണ്ടാമതൊരു ഡേറ്റ് വേണം. ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. 12th July 2002. ഓക്കെ, രണ്ടാമത് എന്ത് കൊടുക്കുക? രണ്ടാമതൊരു ഡേറ്റ് കൊടുക്കുക. മൂന്നാമത് എന്ത് കൊടുക്കുക? സാല്യൂട്ടേഷൻ കൊടുക്കുക. സാല്യൂട്ടേഷൻ കൊടുക്കുക. ഫ്രണ്ടിനാണല്ലോ എഴുതുന്നത്, സോ സാല്യൂട്ടേഷൻ കൊടുക്കുക. എന്താണ്? ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഹൗ ഈസ് യുവർ സ്റ്റഡി? പ്ലീസ് കൺവേ മൈ ബെസ്റ്റ് റിഗാർഡ്സ് യുവർ പാരൻസ് എന്നൊക്കെ പറഞ്ഞ് ബേസിക് ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുന്നു. അത് നിങ്ങളൊന്ന് നോക്കി തന്നെ എഴുതണം ഇൻട്രൊഡക്ഷൻ. എന്നിട്ട് നമ്മൾ കാര്യം പറയാണ്. റീസെൻ്റ്ലി ഐ അറ്റൻഡഡ് ദ ഇനാഗുറൽ സെഷൻ ഓഫ് ശാസ്ത്രയാൻ. ഈ അടുത്ത് ഞാൻ ശാസ്ത്രയാൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. It was a mission to ensure the preparation of about 2,000 students in science. ശ്രദ്ധിച്ചോളെ, they were from different schools. Shastrayan aims at making these students eligible to be engineers, scientists, doctors, qualified managers and civil servants. This action would in turn empower about 2,000 families in the village. മക്കളെ ശ്രദ്ധിച്ചോ, ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ശാസ്ത്രയാൻ എന്താണെന്നറിയാം, അതിൻ്റെ പ്രോഗ്രാം എന്താണെന്നറിയാം എന്ന് നിങ്ങൾ പരീക്ഷാ പേപ്പർ നോക്കുന്ന ആളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ എഴുതി. മാത്രമല്ല 6 മാർക്കിൻ്റെ ഒരു ലെറ്ററിൽ കോണ്ടന്റ് വേണേ. അപ്പോൾ നിങ്ങൾക്ക് സുഖമാണോ സുഖമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു. റാദർ യു നീഡ് ടു മേക്ക് യുവർ ടീച്ചർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യെസ് ദിസ് ചൈൽഡ് had gone through the textbook and she or he has a very good grip over the ടെക്സ്റ്റ് ബുക്ക് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്ര എഴുതിയത്. ഈ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായ ആളുകൾ മാത്രം സത്യസന്ധമായിട്ട് ഒരു yes ആർ പറയണം. അതായത് ആദ്യം സുഖവിവരമൊക്കെ അന്വേഷിച്ചു, എന്നിട്ട് പറയാണ് ഞാൻ ഈ അടുത്ത് ശാസ്ത്രയാൻ്റെ ഒരു ഇനാഗുറൽ സെഷൻ പങ്കെടുത്തു. അപ്പം നേരെ എന്താ പറയുക, ക്വസ്റ്റ്യൻ APJ അബ്ദുൽ കലാമോട് ചോദിച്ചു, APJ അബ്ദുൽ കലാം ഇങ്ങനെ ഉത്തരം നൽകി എന്ന് പറയുന്നതിന് പകരം എന്താണ് ശാസ്ത്രയാൻ എന്ന് നിങ്ങൾ ആ കത്തിലൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോണ്ടന്റ് കിട്ടും, നിങ്ങൾക്ക് കുറച്ചുകൂടെ എഴുതിയതുപോലെ തോന്നും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? റീസെൻ്റ്ലി ഐ അറ്റൻഡ് ദി ഇനാഗുറൽ സെഷൻ ഓഫ് ശാസ്ത്രയാൻ, എന്നിട്ട് ശാസ്ത്രയാൻ എന്താണെന്ന് പറയാം. എന്നിട്ടോ ദ ഫംഗ്ഷൻ വാസ് ഇനാഗുറേറ്റഡ് ബൈ ദ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം അതാണ് ഇനാഗുറേറ്റ് ചെയ്തതെന്ന് പറയാം. ഇനിയോ ഇറ്റ് വാസ് എൻ അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്. അതൊരു മനസ്സിലായി, വെരി ഗുഡ്. ഇറ്റ് വാസ് എൻ അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്, മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു. ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ഡോക്ടർ APJ അബ്ദുൽ കലാം. എനിക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ഒരുപാട് ചോദ്യം ചോദിക്കാനുള്ള അവസരം കിട്ടി. ഹി വാസ് സച്ച് എ സിമ്പിൾ മാൻ ദാറ്റ് ഹി വാല്യൂഡ് മൈ ക്വസ്റ്റ്യൻ ആൻഡ് ഗേവ് എ ഗുഡ് ആൻസർ. ഹി ഈസ് സച്ച് എ സിമ്പിൾ മാൻ. അദ്ദേഹം അത്രയും ലാളിത്യമുള്ള ലളിതമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഹി വാല്യൂഡ് മൈ ക്വസ്റ്റ്യൻ. അദ്ദേഹം എൻ്റെ ക്വസ്റ്റ്യന് വില നൽകി. ആൻഡ് ഹി ഗേവ് മി ആൻ ആൻസർ. അദ്ദേഹം എനിക്കൊരു നല്ല ഉത്തരം, ഗുഡ് ആൻസർ നൽകി. ഹി ടോൾഡ് us ടു ബി യുണീക്ക്. അദ്ദേഹം ഞങ്ങളോടൊക്കെ എന്താവാൻ പറഞ്ഞു? യുണീക്ക് ആവാൻ പറഞ്ഞു. അല്ലാതെ പാട്ട് പാടുന്ന കാര്യം മാത്രം പറയരുത്. ഇനിയോ he told us to be unique. He also told that we should fight very hard to reach our goals. നമ്മുടെ ഗോൾസ് നേടാൻ വേണ്ടി നന്നായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഫൈറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് വി മസ്റ്റ് ബിക്കം യുണീക്ക് പേഴ്സൺസ്. നമ്മൾ എന്താവണം? നമ്മൾ യുണീക്ക് ആയിട്ടുള്ള ആളുകളായിട്ട് മാറണം. വി മസ്റ്റ് ഡെവലപ്പ് അവർ ടാലൻസ് ടു ബിക്കം ദ ബെസ്റ്റ് പേഴ്സൺ. നമ്മൾ നമ്മുടെ ടാലൻസ് എന്ത് ചെയ്തുകൊണ്ട്, നമ്മുടെ പൊട്ടൻഷ്യൽസ്, നമ്മുടെ ടാലൻസ് എന്ത് ചെയ്തോളണം? ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാവാൻ വേണ്ടിയിട്ട്? ടു ബിക്കം എ ബെസ്റ്റ് പേഴ്സൺ, ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ സെൽഫ്.
I am trying my level best to improve my talents to make myself unique. ഞാൻ എന്നെ യുണീക്ക് ആക്കാൻ വേണ്ടി എൻ്റെ ടാലൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് വോണ്ട് ടു ബി സമ്മൺ എൽസ്. എനിക്ക് വേറെ ആരും ആവണ്ട. ഐ വോണ്ട് ടു ബി യുണീക്ക്. ഐ ഡോണ്ട് വോണ്ട് ടു ബി സമ്മൺ എൽസ്. ഐ ഡോണ്ട് വോണ്ട് ടു ബി സമ്മൺ എൽസ്. ഐ എം നോട്ട് റെഡി ടു ഇമിറ്റേറ്റ് അതേഴ്സ്. ഞാൻ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യില്ല, ഇമിറ്റേറ്റ് ചെയ്യാൻ തയ്യാറല്ല. ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈ കോൺഫിഡൻസ് ലെവൽ ബൈ സോഷ്യലൈസിങ് വിത്ത് അതേഴ്സ്. ഞാൻ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ? ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകി സോഷ്യലൈസ് ചെയ്തുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ടു ടെൽ യു ദ സെയിം തിങ് ദാറ്റ് ഡോക്ടർ കലാം ടോൾഡ് അസ്. കലാം പറഞ്ഞ കാര്യമാണ് എനിക്കും നിന്നോട് പറയാനുള്ളത്. എന്താണ്? ബി യുണീക്ക്. പിന്നെന്താണ് അവസാനം എന്ത് ചെയ്യുക? യുവേഴ്സ് ലവിംഗ്ലി SD സൈൻ ഇടുക. ആരാണോ കത്തിരുന്ന ആളുടെ പേര് എഴുതുക. ഓക്കെ, ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ തൽക്കാലം ഞാൻ നാസർ ഫാറുദ്ദീൻ എന്ന് എഴുതിയെന്നാണ്. ഓക്കെ, യെസ്, കഴിഞ്ഞു. ഓക്കെ ആണല്ലോ, റെഡിയാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചോദ്യം കൂടെ ഉണ്ട്. യെസ്, ഡോക്ടർ APJ അബ്ദുൽ കലാം എക്സോർട്ട് ദ യൂത്ത് ടു ബി യുണീക്ക്. ഹൗ ക്യാൻ യു ബി യുണീക്ക്? സോ യുണീക്ക് ആവുന്നത് എങ്ങനെയാണെന്നാണ്. ഇത് വീണ്ടും പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം? ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് വായിക്കാം. ഇതും ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇതിന് വേറെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Okay, ready. And that brings us to the next chapter. Quest for a theory of everything. മക്കളെ ശ്രദ്ധിച്ചോളെ. ഈ ചാപ്റ്റർ ഇഷ്ടമാണോ? ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഒരു റെഡ് ഹാർട്ട് ഇട്ടെ. ഈ ചാപ്റ്റർ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഒരു റെഡ് ഹാർട്ട് ഇട്ടെ. കമന്റ് ബോക്സിൽ വേഗം പറഞ്ഞേ. സാർ 8 മാർക്കിൻ്റെ ക്വസ്റ്റൻ എത്ര എഴുതുന്നത്? ഇതൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഇതൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പ് നിങ്ങൾ പറയും ഈ ചാപ്റ്റർ ഇഷ്ടം. എനിക്ക് ഈ ചാപ്റ്റർ ഇഷ്ടമല്ല. പേഴ്സണലി ദിസ് ഇസ് നോട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് ചാപ്റ്റേഴ്സ്. ബട്ട് ഐ എം നോട്ട് അഷേംഡ് ടു സേ ദാറ്റ്. ചില ചാപ്റ്റേഴ്സൊക്കെ ഭയങ്കര ബോറിംഗ് ആണ്, ഭയങ്കര ഡ്രൈ ആണ്. അതുപോലെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷേ ഇത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് കേട്ടോ. പക്ഷേ നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഭയങ്കര ഡ്രൈ ആയിട്ട് പലപ്പോഴും ചോദ്യങ്ങളൊന്നും ചോദിക്കാത്ത ചാപ്റ്ററാണ്. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോളെ. റെഡി. Quest for a theory of everything. Quest for a theory of everything is the profile of Stephen Hawking prepared by Kitty Gale Ferguson. Kitty Gale Ferguson prepare ചെയ്ത സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു പ്രൊഫൈലാണ് ഏത്? Quest for a theory of everything എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇറ്റ് ഷോസ് ഹൗ ഹോക്കിംഗ്, ശ്രദ്ധിക്കണേടാ, ഇറ്റ് ഷോസ് ഹൗ ഹോക്കിംഗ് പ്രൂവ്ഡ് ഹിസ് യുണീക്നെസ് ഈവൻ വൈൽ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് അഡ്വേഴ്സിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. എങ്ങനെയാണ് ഹോക്കിംഗ്, ഒരു മിനിറ്റ് എടാ, ഓക്കെ, യെസ്, എങ്ങനെയാണ് ജീവിതത്തിൽ ഒരുപാട് അഡ്വേഴ്സിറ്റീസ്, ദുരിതങ്ങളും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും എങ്ങനെയാണ് സ്റ്റീഫൻ ഹോക്കിങ് തൻ്റെ യുണീക്നെസ് തെളിയിച്ചത് എന്നാണ് ഈ കഥയിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊഫൈൽ പറയുന്നത്. എങ്ങനെയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് തൻ്റെ യുണീക്നെസ് പ്രൂവ് ചെയ്തത്, അല്ലേ? എന്തിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട്? ഒരുപാട് ദുരിതങ്ങൾക്കെതിരെ, ഒരുപാട് ലിമിറ്റേഷൻസ്, ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ടും എന്നാണ്. ഇറ്റ് ഓൾസോ റിവീൽസ് ഹൗ ഹി ഓവർകെയിം ഹിസ് ഡിഫിക്കൽട്ടീസ് to become the supernova of physics. So ആരെയാണ് supernova of physics എന്ന് വിളിക്കുന്നത്? Who is popularly known as the supernova of physics? സ്റ്റീഫൻ ഹോക്കിംഗ്, അല്ലേ? അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് എങ്ങനെയാണ് തൻ്റെ ഡിസബിലിറ്റീസിനെ, തൻ്റെ ഡിസീസിനെ ഓവർകം ചെയ്ത്, തരണം ചെയ്ത് എന്തായത്? സൂപ്പർനോവ ഓഫ് ഫിസിക്സ് ആയത്. On 29th April 1980, in the Cockcroft lecture room, the inaugural lecture by a new Lucasian professor of mathematics, Stephen Hawking. The title of the lecture is The End in Sight for Theoretical Physics. ഒന്നുമില്ല, ഈ കഥ തുടങ്ങുന്ന സമയത്ത്, അത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എപ്പോഴാണ്? 1980 ഏപ്രിൽ 29 കോക്രോഫ്റ്റ് ലെക്ചർ റൂം, അത് ലെക്ചർ റൂമിൻ്റെ പേരാണ്. ലെക്ചർ റൂമിൽ ഒരു പുതിയ മാത്തമാറ്റിക്സ് പ്രൊഫസറിൻ്റെ ഒരു ഇനാഗുരൽ ലെക്ചർ ഉണ്ട്, ഒരു ഉദ്ഘാടന പ്രസംഗമുണ്ട്, അല്ലെങ്കിൽ അയാളുടെ ആദ്യത്തെ ലെക്ചർ ഉണ്ട്. എന്താണ് ആ ലെക്ചർ? അയാളുടെ പേര് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ്. അയാളുടെ ലെക്ചറിൻ്റെ പേര് ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ വാസ് എന്താണ്? ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയറിറ്റിക്കൽ ഫിസിക്സ്. നോക്കിക്കോളെ, ഡ്രൈ ആണ് എന്ന് പറയുമ്പോഴും നമുക്കിത് സിമ്പിൾ ആക്കാൻ പറ്റും. എന്താണ്? തിയറിറ്റിക്കൽ ഫിസിക്സ്, അല്ലേ? പ്രാക്ടിക്കൽ ഫിസിക്സും ഉണ്ട്, തിയററ്റിക്കൽ ഫിസിക്സും ഉണ്ട്. ഇതിൽ കമ്പാരിറ്റീവ്ലി ഡ്രൈ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് തിയറിറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. സോ അയാളുടെ സ്പീച്ചിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഈ തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനം കാണുന്നുണ്ടോ എന്നുള്ളതാണ്.
His listeners were surprised when he said it was the end. അയാളുടെ അഭിപ്രായം എന്താണ്? തിയററ്റിക്കൽ ഫിസിക്സ് എന്ത് ചെയ്യാൻ പോവാണ്? അവസാനിക്കാൻ പോവാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കാഴ്ചക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത്ഭുതപ്പെടുന്നുണ്ട്, സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. ഹി ഇൻവൈറ്റഡ് ദം ടു ജോയിൻ ഇൻ ഹിം എ സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ്. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അതായത് സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ പ്രസംഗത്തിൽ അവിടെ കൂടിയിരുന്ന ആളുകളെ പ്രസംഗത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, സ്പീച്ചിലേക്ക്. മക്കളെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് അത് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഈ പറയുന്നത് കുറച്ച് സ്പീഡിൽ പറയും, ഞാനത് ഡ്രൈ ചാപ്റ്ററാണ്, പക്ഷെ ഒരു കാര്യം പോലും വിട്ടുപോകാതെ ഞാൻ പറയും. സോ റെഡി ആണല്ലോ? റൈറ്റ്, താങ്ക് യു. സാർ ഈ പൊളി എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു എവറിബഡി. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അതിനിടയ്ക്ക് സാർ ഈ സ്പീഡിൽ പോയാൽ മുഴുവൻ ചാപ്റ്ററും തീരും, ഉറപ്പായിട്ടും തീരും. നമ്മൾ നിങ്ങളോട് പറഞ്ഞില്ലേ 2 പാർട്ടായിട്ട് ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ എടുക്കാതെ കാര്യമില്ല. ഇതൊരു മോഡൽ എക്സാമോ ക്രിസ്മസ് എക്സാമോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ആ റിസ്ക് എടുക്കുമായിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ തൊടിച്ച് എല്ലാ ചാപ്റ്ററും പറഞ്ഞു ഓടിപ്പോവായിരുന്നു. പക്ഷേ ഇതത് പറ്റില്ല. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം, എന്നിട്ടേ കാര്യമുള്ളൂ. ഓക്കെയാണ്? റെഡിയാണ്? യെസ്, റെഡി. സോ നോക്കൂ, ഹി ഇൻവൈറ്റഡ് ദം. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ സ്റ്റീഫൻ ഹോക്കിംഗ് ഇൻവൈറ്റ് ചെയ്തു. എന്തിന് ഇൻവൈറ്റ് ചെയ്തു? ടു എ സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ്. എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രസംഗം എന്ന് പറയുന്നത് ടൈമിനെയും സ്പേസിനെയൊക്കെ എസ്കേപ്പ് ചെയ്തുകൊണ്ടുള്ള യാത്രയാണ്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ വിശേഷിപ്പിക്കുന്നതാണ്. He sat silently in a wheelchair as one of his students read his lecture to the audience. അയാൾക്ക് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അയാളുടെ ലെക്ചർ മറ്റൊരു സ്റ്റുഡൻറ്റ് വായിച്ചു കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചോളെ. യെസ്, താങ്ക് യു. യെസ്, നോക്കൂ. ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8 January 1942 ഇൻ ഓക്സ്ഫോർഡ്. ഇതൊക്കെ ശ്രദ്ധിച്ചോളാം, ഇത് പലപ്പോഴും എഡിറ്റിങ്ങിനൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരാറുണ്ട്. ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8 January 1942 ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട്. ഹിസ് പാരൻസ് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ് വെർ നോട്ട് വെൽത്തി. അദ്ദേഹത്തിൻ്റെ പാരൻസ് ആയിട്ടുള്ള ഫ്രാങ്ക് ഹോക്കിങ്സും ഇസബൽ ഹോക്കിങ്സും വെൽത്തി ആയിരുന്നില്ല, സമ്പന്നരായിരുന്നില്ല. ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷെ അവർ വിദ്യാഭ്യാസത്തിൻ്റെ വാല്യൂവിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെയിൻറ്റ് ആൽബൻ സ്കൂൾ ബൈ ദ ടൈം ഹി വാസ് 8. പബ്ലിക് എക്സാം എഴുതാൻ പബ്ലിക് സ്കൂളിലേക്ക് പോയ സമയത്ത് അവിടെ എന്തോ പ്രശ്നം ഉണ്ടായതാണ്. ഹി അറ്റൻഡഡ് ദ സെയിൻറ്റ് ആൽബൻ സ്കൂൾ ബൈ ദ ടൈം ഹി വാസ് 8. ഹി വാസ് തിങ്കിങ് ഓഫ് ബിക്കമിങ് എ സയൻറ്റിസ്റ്റ്. സോ 8 വയസ്സാവുന്ന സമയത്ത് തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ആരാവണമെന്നായിരുന്നു ആഗ്രഹം? ഒരു സയൻറ്റിസ്റ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. ഹി വാണ്ടഡ് എ സബ്ജക്ട് ദാറ്റ് ഗേവ് എക്സാക്ട് ആൻസേഴ്സ് ടു ഗെറ്റ് ഇൻ ടു ദ റൂട്ട് ഓഫ് തിങ്സ്. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. എന്തുകൊണ്ടാണ് സയൻറ്റിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം? സയൻറ്റിസ്റ്റ് ആവണമെന്ന് മാത്രമല്ല, ഏത് സബ്ജക്റ്റ് ആവണം എന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹി വാണ്ടഡ് എ സബ്ജക്ട് ദാറ്റ് ഗേവ് എക്സാക്ട് ആൻസേഴ്സ് ടു ഗെറ്റ് ഇൻ ടു ദ റൂട്ട് ഓഫ് തിങ്സ്. അല്ലേ? ഏത് സബ്ജക്റ്റിലാണ് സയൻറ്റിസ്റ്റ് ആവേണ്ടത്? കൃത്യമായ ഉത്തരം തരാൻ പറ്റുന്ന സബ്ജക്റ്റിലായിരിക്കണം. നോക്കിക്കോളെ. ഹി വാസ് ജസ്റ്റ് എൻ ഓർഡിനറി ഇംഗ്ലീഷ് ബോയ്. അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഇംഗ്ലീഷ് ബോയ് ആയിരുന്നു. ഇപ്പാണെന്നല്ല, ആയിരുന്നു. ഓർഡിനറി ആയിട്ട് സാധാരണക്കാരെ കുട്ടിയായിരുന്നു. ഹി വാസ് സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്. അല്ലേ? ആൻഡ് ഹിസ് ഹാൻഡ് റൈറ്റിംഗ് വാസ് ബാഡ്. അവൻ്റെ എഴുത്ത് ഭയങ്കര സ്ലോ ആയിരുന്നു. അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു. ഹി വാസ് റാങ്ക്ഡ് സംവെയർ ഇൻ ദ മിഡിൽ ഓഫ് ദ ക്ലാസ്. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മിഡിൽ, ഒരു 20-21ാമത്തെ റാങ്കൊക്കെ ഇവന് കിട്ടാറുള്ളൂ. ആൻഡ് അറ്റ് ദ ഏജ് ഓഫ് 17, 17ാമത്തെ വയസ്സിൽ ഹി വെൻ ടു ഓക്സ്ഫോർഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ്. 17ാമത്തെ വയസ്സിൽ. മക്കളെ, ഈ ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്റർ നിങ്ങൾ നിർബന്ധമായിട്ട് വായിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായാൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങൾ ഏത് ചാപ്റ്റർ ആദ്യത്തെ യൂണിറ്റിൽ വിട്ടാലും എന്തായാലും നിങ്ങൾ ലൈൻ ബൈ ലൈൻ പഠിക്കും. ഐ വിൽ ഫ്ലൈയും പിന്നെ ഹിസ് ഫസ്റ്റ് റൈഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി ഈ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്റർ നിങ്ങൾ ലൈൻ ബൈ ലൈൻ വായിക്കണം. കാരണം ഇതിൽ നിന്ന് എഡിറ്റിംഗ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, ശരി. സോ അറ്റ് ദ ഏജ് ഓഫ് 17 ഹി വെൻ ടു ഓക്സ്ഫോർഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ്. 17ാമത്തെ വയസ്സിൽ ഓക്സ്ഫോർഡിലേക്ക് പോയി. എന്തിനാ? ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ. ഫോർ അബൌട്ട് 1 year ഹോക്കിംഗ് വാസ് ലോൺലി ആൻഡ് ബോർഡ്. ആദ്യത്തെ ഒരു വർഷം ഹോക്കിംഗ് ഭയങ്കര ഒറ്റപ്പെട്ടതുപോലെയായിരുന്നു, ഭയങ്കര ബോറടി ആയിരുന്നു. ബട്ട് ബൈ ദ മിഡിൽ ഓഫ് ദ സെക്കൻഡ് ഇയർ, പക്ഷേ ഓക്സ്ഫോർഡിൽ മിഡിൽ ഓഫ് ദ സെക്കൻഡ് ഇയർ, 2ാമത്തെ കൊല്ലം പകുതിയാകുന്ന സമയത്ത് ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അവൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഹി ബിക്കെയിം പോപ്പുലർ ആൻഡ് വാസ് വെൽ അക്സെപ്റ്റഡ് ബൈ ഹിസ് PS എന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്ന ആളുകൾ, സഹപാഠികൾ ഭയങ്കര പോപ്പുലറായി, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളായി മാറി.
he started doing PhD at Cambridge. അതിന് അടുത്തൊരു ജമ്പ് നടന്നത് ഓക്സ്ഫോർഡ് കഴിഞ്ഞിട്ട് കേംബ്രിഡ്ജ്, അതിനിടയ്ക്ക് ഒരു കഥയൊക്കെ നടക്കുന്ന ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ വായിക്കണം. സോ അതിനുശേഷം കേംബ്രിഡ്ജിൽ PhD ചെയ്യുന്നു. ഹിസ് പുവർ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ട്രബിൾഡ് ഹിം. അവൻ ഡിഗ്രിക്ക് മാത്തമാറ്റിക്സ് പഠിക്കാത്തതുകൊണ്ട് അവൻ്റെ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അവനെ ട്രബിൾ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷേ ഇതേ മനുഷ്യനാണ് മാത്തമാറ്റിക്സിലും ഫിസിക്സിലൊക്കെ ഭീകരനാവുന്നത്. ഹി ഫൗണ്ട് ജനറൽ റിലേറ്റിവിറ്റി എക്സ്ട്രീംലി ടഫ്. അല്ലേ, ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ തിയറി അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്നുമില്ലടാ, സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ ഹി ഹാഡ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് എ ബിറ്റ് കെയർലെസ്. ഒരു 3-ാമത്തെ വർഷമൊക്കെ ആവുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് കെയർലെസ് ആവുകയാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഹി ഹാഡ് ഫോളൻ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പാരൻറ്റ് റീസൺ. അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നിന്നാണ്, പ്രത്യക്ഷമായ കാരണം. അതായത് പെട്ടെന്ന് ആൾക്കാർക്ക് പ്രത്യക്ഷമായ ഒരു കാരണവും ഇല്ലാതെ അദ്ദേഹം 1-2 തവണ എന്ത് ചെയ്യുന്നു, വീഴുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്നു. ആ അസുഖത്തിൻ്റെ പേര് അറിയോ? കമൻറ്റ് ബോക്സിൽ പറയാമോ ആ അസുഖത്തിൻ്റെ പേര്? സൂൺ ഹി ഹാഡ് ട്രബിൾ ഇൻ ടൈങ് ഹിസ് ഷൂസ്. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഷൂ ടൈ ചെയ്യുന്നതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി, വീഴാൻ തുടങ്ങി. ഷൂ ഒന്നും പ്രോപ്പറായിട്ട് ടൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ ടോക്കിംഗ്, സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്താ സംഭവിച്ചത്? ഇൻ 1963, ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ, 1963 തൻ്റെ 21ാമത്തെ ബർത്ത്ഡേക്ക് തൊട്ടടുത്ത് ഹി ഗോട്ട് എ റെയർ ഡിസീസ്. അല്ലേ, അദ്ദേഹത്തിന് ഒരു അപൂർവമായ അസുഖം ബാധിച്ചു. അസുഖത്തിൻ്റെ പേരെന്താണ്? അമിയോട്രോപ്പിക് ലാറ്ററൽ സ്ക്ലെറോസിസ്, ALS എന്നാ പറയുക. എന്താ പറയുക? ALS, അമിയോട്രോപ്പിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറഞ്ഞ അസുഖം എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരീകരിക്കുന്നുണ്ട്. ദർ വാസ് നോ നോൺ ക്യൂർ ഫോർ ദ ഡിസീസ്. അതിന് അറിയപ്പെടുന്ന യാതൊരു പ്രതിവിധിയും പരിഹാരവും ഇല്ല, ക്യൂറും ഇല്ല. ഇറ്റ് കോസ്ഡ് എ ഗ്രാജുവൽ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ്. അല്ലെ, ഗ്രാജുവലി നെർവ് സെൽസ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. ഇൻ ദ സ്പൈനൽ കോഡ്, അല്ലെ, നട്ടെല്ലിലെ നെർവ് സെൽസ് എന്ത് ചെയ്യുന്നു, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. ആൻഡ് എവിടത്തെയും ബ്രെയിനിലെയും, നട്ടെല്ലിലെയും ബ്രെയിനിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ. അപ്പോൾ ഈ അസുഖം സ്ഥിരീകരിച്ചതിന് ശേഷം അവർ ഭയങ്കര ഡിപ്രഷൻ വരുന്നു. ആ സമയത്താണ് ആര് വരുന്നത്? ഉൻമുകൾ പാത്താലേ, ഉൻമുഖം പാത്താലേ ആള് വരികയാണ്. നോക്കൂ, ബിഫോർ ഹിസ് കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഹി വാസ് ബോർഡ് വിത്ത് ഹിസ് ലൈഫ്. അല്ലേ, അദ്ദേഹത്തിൻ്റെ ലൈഫിന് എന്ത് ചെയ്യുന്നത്, ബോറടിക്കുന്നുണ്ട്. ബിഫോർ ഹിസ് കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ്, ശ്രദ്ധിച്ചോളെ, ആഫ്റ്റർ ഹിസ് കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് അല്ല, അവൻ്റെ ഈ രോഗം സ്ഥിരീകരിക്കുന്ന ഡയഗ്നോസിന് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ലൈഫൊക്കെ മടുത്ത് നിൽക്കുമായിരുന്നു. ഹി റിയലൈസ്ഡ് ദാറ്റ് ദർ വേർ എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ഡു ഇഫ് ഹി വാസ് ഗിവൺ മോർ ടൈം ടു ലീവ്. പക്ഷെ അദ്ദേഹം പിന്നീട് മനസ്സിലാക്കുന്നു, കുറച്ചുകൂടെ സമയം ജീവിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അനദർ റിക്കറിംഗ് ഡ്രീം, മറ്റൊരു പ്രധാനപ്പെട്ട ആവർത്തിച്ച് തുടർച്ചയായി വരുന്ന സ്വപ്നം എന്ന് പറയുന്നത് he used to have was sacrificing his life to save others. മറ്റുള്ള ആളുകളെ സംരക്ഷിക്കാൻ തൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളൊരു സ്വപ്നം അദ്ദേഹം ഇടയ്ക്കിടെ കാണാറുണ്ടായിരുന്നു. ഇഫ് he was going to die he should do some good things. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തിയറി. മരിക്കാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് എന്ത് ചെയ്യണം, മരിക്കണം. ആ സമയത്താണ് ആള് വരുന്നത്. ആര് വരുന്നത്? ജെയിൻ വൈൽഡ് വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഉൻമുഖം പാത്താലേ. നോക്കിക്കോളൂ. Just before Hawking entered the hospital for the test. അപ്പോൾ ടെസ്റ്റൊക്കെ നടത്താൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് he met ജെയിൻ വൈൽഡ് at a New Year's party at സെയിൻറ്റ് ആൽബൻസിലെ ന്യൂ ഇയർ പാർട്ടിയിൽ ആരെ കാണുന്നു? ഓക്കെ, എല്ലാവരും ഒരു റെഡ് ഹാർട്ട് ഇട്ടെ, ഒരു ചുവന്ന ഹൃദയട്ടെ. ജെയിൻ വൈൽഡിന് വേണ്ടി ഈ പെൺകുട്ടിയുടെ, ഈ സ്ത്രീയുടെ പേര് നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും നേരിട്ട് ചിലപ്പോൾ. ജെയിൻ വൈൽഡ് ആരെ കാണുകയാണ്? ജെയിൻ വൈൽഡിനെ കാണുകയാണ്. ഇതാണ് ആര്? ജെയിൻ വൈൽഡ്. ഓക്കെ, ഞാനും ജെയിൻ വൈൽഡും നല്ല ചർച്ചയില്ലേ? സ്റ്റീഫൻ ഹോക്കിനെ മാറ്റി നിർത്തട്ടെ. ഓക്കെ, ശരി, റൈറ്റ്. അപ്പോൾ ജെയിൻ വൈൽഡിനെ കാണുകയാണ്. ജെയിൻ വൈൽഡ് ആരാണ്? സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കാമുകിയും പിന്നീട് ഭാര്യയൊക്കെ ആയിരുന്നു. നോക്കൂ, ഷീ തോട്ട് ദാറ്റ് ഹോക്കിംഗ് വാസ് വെരി ഇൻ്റലിജൻറ്റ്. അപ്പോൾ ജെയിൻ വൈൽഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജെയിൻ വൈൽഡ് വിചാരിച്ചു, ഷീ തോട്ട് ദാറ്റ് ഹോക്കിംഗ് വാസ് വെരി ഇൻ്റലിജൻറ്റ്, എക്സെൻട്രിക് ആൻഡ് റാദർ അറഗൻറ്റ്. എന്തൊക്കെയായിരുന്നു ജെയിൻ വൈൽഡ് ഹോക്കിങ്ങിനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ? ഒന്നെന്താണ്? ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര ബുദ്ധികൂർമ്മതയാണ്, എക്സെൻട്രിക് ആണ്, എന്തും എപ്പോഴും വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്, പിന്നെന്താണ്, ഭയങ്കര അറഗൻ്റ് ആണ്, അല്ലേ, ഭയങ്കര കർക്കശക്കാരനാണ് എന്നൊക്കെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനിയോ, ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ക്ഡ് ഹിസ് വിറ്റ്. അല്ലേ,
വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിറ്റ് നമ്മൾ പറയില്ലേ, വിറ്റോ അത് വിറ്റായിരുന്നു കേട്ടോ എന്ന് നമ്മൾ പറയാറുണ്ട്. വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലെവർ ജോക്സ് എന്നാണ്. വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടപ്പെട്ടോ? എന്നെയും ജെയിൻ വൈൽഡിനെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, നാസർ ഫാറുദ്ദീൻ, ജെയിൻ വൈൽഡ്. അപ്പം എനിക്കുണ്ടാവുന്നത് പെൺകുട്ടിയാണെങ്കിൽ നജ എന്ന് പേരിടാം. ജെയിൻ വൈൽഡിൻ്റെ ജായും, നാസർ ഫാറുദ്ദീൻ്റെ നായും ജെയിൻ വൈൽഡിൻ്റെ ജായും നജ. ആൺകുട്ടിയാണ് എന്ത് പേരിടും? വൈൽഡ് എന്ന് പേരിടേണ്ടി വരും. ഓക്കെ, ശരി. അപ്പം ഞാൻ പറഞ്ഞത് വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലെവർ ജോക്സ്, ബുദ്ധിപരമായ തമാശകളെയാണ് നമ്മൾ വിറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ഇയാൾ ഇൻ്റലിജൻറ്റും എക്സെൻട്രിക്കും അറഗൻ്റാണെന്നൊക്കെ അവൾ വിചാരിച്ചിരുന്നെങ്കിലും ഷീ വാസ് ബട്ട് ജെയിൻ വൈൽഡിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റീഫൻ ഹോക്കിംഗ് ഭയങ്കര എന്തായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെയോ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വിറ്റ്സൊക്കെ, അതായത് ക്ലെവർ ജോക്സൊക്കെ ജെയിൻ വൈൽഡിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ, ഇതുകൂടെ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി നോക്കിയോ, ഷീ വാസ് എ ഷൈ ടീനേജർ വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് പറയുന്നത് ജെയിൻ വൈൽഡിനെ കുറിച്ചാണ്. ജെയിൻ വൈൽഡ് വളരെ ഷൈ ആയിട്ട്, നാണം കുടുങ്ങിയായിട്ട് ഒരു ചെറുപ്പക്കാരിയായിരുന്നു. അവൾക്ക് ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. സ്ട്രോങ് ഫെയ്ത്ത് ഇൻ God, strong faith in God. Hawking liked her optimism and their friendship grew. ഹോക്കിങ്ങിന് ജെയിൻ വൈൽഡിൻ്റെ ഒപ്റ്റിമിസം, ജെയിൻ വൈൽഡിൻ്റെ ശുഭാപ്തി വിശ്വാസം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളർന്നു. ഇൻ 1965 when he was 23. എനിക്ക് 28 വയസ്സായി. ഇതൊക്കെ നടക്കുന്നത് 23-ാമത്തെ വയസ്സിലാണ് കേട്ടോ. He received his fellowship at കേസ് കോളേജ് ഇൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ 23-ാമത്തെ വയസ്സിൽ ഫെലോഷിപ്പ് കിട്ടുന്നു. 1965 അതെ 23-ാമത്തെ വയസ്സിൽ ജെയിൻ വൈൽഡ് എന്ത് ചെയ്യുന്നു? കല്യാണം കഴിക്കുന്നു. എൻ്റെ ജെയിൻ വൈൽഡ് പോയി. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? ഹോക്കിംഗ് മൂഡ് അബൌട്ട് ഇൻ ദ യൂണിവേഴ്സിറ്റി വിത്ത് എ കെയിൻ. ഒരു സ്റ്റിക്കുമായിട്ട്, ഒരു വടിയുമായിട്ട് ഹോക്കിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും യൂണിവേഴ്സിറ്റിയിൽ കൂടെ നടക്കാറുണ്ടായിരുന്നു. സപ്പോർട്ടിങ് ഹിംസെൽഫ് എഗെയിൻസ്റ്റ് ദ വാൾ. വോളിനെതിരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഹി ഡെയറിംഗ്ലി ആസ്ക്ഡ് അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ വെൻ ഡിസ്റ്റിങ്ക്വിഷ്ഡ് സയൻറ്റിസ്റ്റ് സ്പോക്ക്. അല്ലേ, ആ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള അറഗൻ്റ് ആയിട്ടൊരു പേഴ്സൺ ആണ് ആര്? സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് ജെയിൻ വൈൽഡ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കാൻ, ലെക്ചർ കൊടുക്കാൻ വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡെയറിംഗ്ലി ആസ്ക്, ധൈര്യത്തോടെ ചോദിക്കുമായിരുന്നു ആര്? സ്റ്റീഫൻ ഹോക്കിംഗ്. ഹിസ് റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ് ആൻഡ് അനദർ ഐൻസ്റ്റീൻ ബിഗാൻ ദെൻ. അപ്പോൾ ശ്രദ്ധിച്ചോളെ, അപ്പോൾ എപ്പോഴാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ആളുകൾ ഒരു ജീനിയസ് ആയിട്ടും മറ്റൊരു ഐൻസ്റ്റീൻ ആയിട്ടൊക്കെ കാണാൻ തുടങ്ങിയത്? ഹി ഡെയറിംഗ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ടു റെപ്യൂട്ടഡ് സയൻറ്റിസ്റ്റ് ഓർ ഡിസ്റ്റിങ്ക്വിഷ്ഡ് സയൻറ്റിസ്റ്റ് in the university. Okay, he completed the first draft, a book about the universe in 1984. 1984 യൂണിവേഴ്സിനെ കുറിച്ചൊരു പുസ്തകം എഴുതുന്നുണ്ട്. 84 എന്ന് പറയുമ്പോൾ 65, 75, 85, 23, 33, 43, ഏകദേശം ഒരു 42-ാമത്തെ വയസ്സിൽ ഹിസ് purpose in writing this book was to make science understandable to non-scientists. എന്തായിരുന്നു ആ പുസ്തകം എഴുതുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം? His purpose in writing this book was to make science understandable to non-scientists. അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാത്ത ആളുകൾക്ക് പോലും സയൻസ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. And that brings us to the last slide. Okay, that brings us to the last slide for ദിസ് പെർട്ടിക്കുലർ സെഷൻ. ഇത് കഴിഞ്ഞ് ഷാജു സാറ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്, ആൻഡ് ദെൻ ഗാന്ധി കേമുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ക്രിസ്പായിട്ട് ഷാജു സാർ ഡിസ്കസ് ചെയ്യും. സോ ഞാനിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഷാജു സാറ് വരും. ഏറ്റവും പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സ്, ആക്ച്വലി സാറ് പറയുന്ന 4 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കൃത്യമായി സാറിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക. He caught pneumonia and was on a life supporting system. അദ്ദേഹത്തിന് എന്ത് ബാധിക്കുന്നുണ്ട്? ന്യൂമോണിയ ബാധിച്ചു. അങ്ങനെ ഒരു ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം മൊത്തം തളർന്നു കിടക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് സജസ്റ്റഡ് ട്രാക്കറ്റോമി ഓപ്പറേഷൻ എന്ന് പറയുന്ന സൗണ്ട് പോവും. ദിസ് വുഡ് റിസൾട്ട് ഇൻ ദ റിമൂവൽ ഓഫ് ഹിസ് വിൻ പൈപ്പ് റിമൂവ് ചെയ്യും. ഇതൊക്കെ ടെക്നിക്കലാണ്. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്. അതൊരു പക്ഷേ ലൈഫിനെ സേവ് ചെയ്തേക്കാം. ബട്ട് ഹി വുഡ് നെവർ അഗെയിൻ സ്പീക്ക് ഓർ ഈവൻ മേക്ക് എ വോക്കൽ സൗണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും സംസാരിക്കില്ല. ഒരു വോക്കൽ സൗണ്ട് എന്നൊരു സൗണ്ട് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. ജെയിൻ വിത്ത് റിലക്റ്റൻസ്, ആദ്യം ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൺസെൻറ്റഡ് ടു ദ സർജറിക്ക് വേണ്ടി സമ്മതിക്കുന്നുണ്ട്. ദെൻ ഇനി കഴിഞ്ഞു. Walt Wolters, a computer expert in California, sent him a program called the Equalizer. It allowed Hawking to select words from the screen. So, ഒരു
ഒരു പ്രോഗ്രാം അയച്ചു കൊടുക്കുന്നുണ്ട്. അതായത് സ്ക്രീനിൽ കുറേ വേർഡ്സ് കാണിക്കും, അത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഹോക്കിങ്ങിന് പറ്റും വിത്തൗട്ട് മൂവിങ്, വിത്തൗട്ട് സ്പീക്കിംഗ്. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി സ്റ്റുഡൻറ്റ് ബ്രയാൻ വിഡ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ്ഡ്. സോ ഇങ്ങനെ പാരലൈസ്ഡ് ആയതിനു ശേഷമാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഈ പുസ്തകം എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. സോ ഹീ സർപ്പാസ്ഡ് ഓൾ ഹിസ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ഹീ പ്രൂവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹീ ഈസ് യുണീക്ക്. അദ്ദേഹം യുണീക്കാണ് എന്ന് അദ്ദേഹം ഈ ലോകത്തെ എന്ത് ചെയ്യുന്നു, തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കഥ കേട്ടിട്ട് ബോറിംഗ് ആയിരുന്ന കഥയായിരുന്നിട്ട് കൂടി നമ്മളൊരു ഓൾമോസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ കഥ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ ആൾക്കാർ ഒരു കുഞ്ഞു ഫയർഡ് ആവാം. ഓക്കെ, യെസ് സർ, ഈ കഥ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ ആൾക്കാർ ഒരു കുഞ്ഞു ഫയറിട്ടെ. ഇനി നോക്കൂ, ഹോക്കിംഗ് വാസ് ഏബിൾ ടു അച്ചീവ് എവറിത്തിങ്. ഇത് കൃത്യമായി അങ്ങ് പഠിച്ചു വെച്ചോ കേട്ടോ. Hawking was able to achieve everything. He chose to ignore the difficulty and expected others to have the same attitude. ശ്രദ്ധിച്ചോളെ, ഹോക്കിംഗ് വാസ് ഏബിൾ ടു അച്ചീവ് എവറിത്തിങ്. ഹോക്കിങ്ങിന് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നേടാൻ സാധിച്ചിട്ടുണ്ട്. ഹീ ചോസ് ടു ഇഗ്നോർ ദ ഡിഫിക്കൽട്ടി. അദ്ദേഹത്തിൻ്റെ ഡിഫിക്കൽട്ടീസിനെ, പ്രശ്നങ്ങളെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആൻഡ് എക്സ്പെക്റ്റഡ് അതേഴ്സ് ടു ഹാവ് സെയിം ആറ്റിറ്റ്യൂഡ്. ആളുകൾക്കൊക്കെ സെയിം ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഹി ഓവർകെയിം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദ ഷൈനിങ് സ്റ്റാർ ഓഫ് വേൾഡ് ഫിസിക്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾ എവിടെ ഓർമ്മിച്ച് വെക്കേണ്ടത്. നിങ്ങൾ ദ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഓർമ്മിച്ച് വെക്കേണ്ടത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിറയെ ഫയർ കത്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റി ഓഫ് ഹോക്കിംഗ് ഉണ്ട്. അത് ഞാനൊരു ഷോർട്ട് പാരഗ്രാഫായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, വായിക്കുക, ഉറപ്പായിട്ടും വായിക്കണം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് സമ്മറൈസ് ചെയ്തു എന്നേ ഉള്ളൂ. സോ നമ്മൾ ആദ്യം ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏത് ചാപ്റ്ററാണ് സർ? ആൻഡ് ദെൻ ഗാന്ധി കെയിം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം. പല ആളുകൾക്കും ടെക്സ്റ്റ് ബുക്ക് നോക്കി അങ്ങോട്ട് മറക്കാനേ തോന്നാത്തൊരു ചാപ്റ്ററാണ്. അത് വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി ഓർഡറിൽ പഠിപ്പിച്ചു തരാൻ വേണ്ടി ഷാജു സാർ ഇവിടെ റെഡിയാണ്. സോ നമുക്ക് ഷാജു സാറെ ക്ഷണിക്കണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം. ലൈക്ക് ചെയ്യാത്ത ആളുകളൊക്കെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഈ ലൈവിന് എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു വെൽക്കം ഷാജു സാർ കൊടുത്താലോ. രാവിലെ നമ്മളിങ്ങനെ കിടുങ്ങിയായിട്ട് നിൽക്കുവാണ്. സോ ഒന്നൊരു വെൽക്കം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. സ്റ്റുഡിയോ 1. ഓക്കെ സർ. യെസ് സർ, സാർ തുടങ്ങിക്കോളൂ. താങ്ക് യു സാർ. അപ്പൊ മക്കളെ പൊളിച്ചടിച്ച് തുടങ്ങി, നിങ്ങൾ രാവിലെ മുതൽ പഠിക്കാൻ തുടങ്ങി. നമ്മളിന്ന് രാവിലെ ആക്ച്വലി 5K ഹിറ്റ് ചെയ്തു. ഇപ്പോഴും നമുക്ക് 4.4K ഉണ്ട്. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സോ നമ്മൾ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഏതോ ഒരുത്തനെ അത് ചോദിച്ചിട്ടുള്ളൂ, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ചോദ്യം. എന്നാലും കുഴപ്പമില്ല. സാർ ഒന്നുകൂടെ അയക്കാവോ? ഓക്കെ, യെസ്, കിട്ടി. ആ ചോദ്യം ഇതാണ് സാർ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ തീരുമോ? നമ്മളിത് കൃത്യമായി തീർക്കും എന്ന് ഇവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, വാക്ക് കൊടുത്ത കാര്യമാണ്. കുട്ടികൾ നിങ്ങൾ നമ്മളെ വിശ്വസിച്ചു തീർച്ചയായിട്ടും നിങ്ങളെ വിശ്വാസം ഞങ്ങൾ എന്ത് ചെയ്യും, കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ അതിലൊരു പേടിയും പേടിക്കണ്ട. ഇന്നത്തോടെ നിങ്ങളുടെ ഈ പ്രോസ് മീൻസ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് തീർക്കുന്നു. നാളെ രാവിലത്തോടെ നിങ്ങളെ പോംസ് കംപ്ലീറ്റ് ആക്കുന്നു. അല്ല, അതിൽ നമ്മളൊരു ചെറിയ മാറ്റമുണ്ട്. നമ്മൾ രാവിലെ ഒരു ഡിസ്കഷൻ അതാണ്. ഇന്ന് നമ്മൾ വൈകുന്നേരം ഓൾ പോംസ് ഡിസ്കസ് ചെയ്യുന്നു. രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചാപ്റ്റേഴ്സ്. കാരണം ചാപ്റ്റർ വരെ പഠിച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ സമയം കൊടുത്ത് നമ്മളിന്ന് മുഴുവൻ പോംസ് എന്ത് ചെയ്യണം, പഠിക്കാൻ പോകണം. അവർക്കും അത് തന്നെയാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. സോ വെൽക്കം ഷാജു സാർ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്, ഇനി മുന്നോട്ട് പോവാണ്. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, ഇന്ന് വൈകുന്നേരം 7 മണിയുടെ ലൈവിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു 10K ആളുകൾ വേണം. സോ ഇനി മുതൽ അങ്ങോട്ടുള്ള 2 മണിക്കൂർ വളരെ ക്രൂഷ്യലാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്, അല്ലേ സർ? ആൻഡ് ദെൻ ഗാന്ധി കെയിം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്റർ ആണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ദെൻ ദ സീക്രട്ട് ഡീറ്റെയിൽസ് ഓഫ് കണ്ടാവ്, ആൻഡ് ഒരു വലിയ ഒരു ബാലികാറ മലയായിട്ടുള്ള നമ്മുടെ ദ ട്രിപ്പ് ഓഫ് ലീഹോർല എന്ന് പറയുന്ന ആ ചാപ്റ്റർ. ഓക്കെ, വീണ്ടും ഒരൊറ്റ തവണ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എന്തിനാണ് സർ നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്ത് പഠിച്ചു പോകുന്നത്? നമുക്ക് റിസ്ക് എടുക്കാൻ ഇനി സമയമില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് ഉച്ചവരെ നിങ്ങളുടെ ഇരിക്കുന്നു 7 ചാപ്റ്റർ തറവായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. 7 ചാപ്റ്റേഴ്സ് തറവായിട്ട് നമ്മൾ പഠിക്കുന്നു. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ തിന്നിട്ട് ഈ 7 ചാപ്റ്റേഴ്സ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കാൻ പറ്റും, നിർബന്ധമായിട്ടും വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കിടന്നൊക്കെ ഉറങ്ങി ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ഒരു 7 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും വരിക. അടിപൊളിയായിട്ട് 5 പോംസ് പഠിക്കുന്നു, വീണ്ടും അത് റിവൈസ് ചെയ്യുന്നു. സോ ഇത്തവണ ഇംഗ്ലീഷിൽ നമ്മൾ A+ പഠിക്കും, 80 പഠിക്കും. ഒരു കുഞ്ഞു ഫയർ ഇട്ടെന്ന് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയിക്കളാം. റെഡിയാണല്ലോ സർ? റെഡിയാണ്, പവറാണ്. സോ ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് പീപ്പിൾ. എവിടെയും പോരുത്, ഗംഭീരമായിട്ട് പഠിക്കണം. ആൻഡ് ദെൻ ഗാന്ധി കെയിം ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഡിസ്കോഴ്സുകളൊക്കെ റെഡിയാണ്. യെസ് സർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, തകർത്തടിക്കാൻ പോവാണ്. സോ വിഷ് ഓൾ ദ ബെസ്റ്റ് പീപ്പിൾ. എന്തൊരു എനർജിയാണല്ലേ, എന്തൊരു എനർജിയാണ്. രാവിലെ മുതലേ തുടങ്ങിയതാണ്. ഏതായാലും നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക. ഓക്കെ മക്കളെ, നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയിരിക്കുക. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ചെറിയൊരു കോൺഫിഡൻസ് കിട്ടി തുടങ്ങിയിട്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ആ കോൺഫിഡൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും. ഓക്കെ, യെസ്, നമ്മുടെ സ്ക്രീനിനോട് സൈസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്റർ ആണ്. ആദ്യം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നത്. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നത്. നിങ്ങളുടെ മോഡൽ എക്സാമിനേഷന് 2024 ഇപ്പൊ നടന്ന മോഡൽ എക്സാമിനേഷൻ ചോദിച്ച ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ചോദ്യം ഇതാണ്: നെയിം എനി 2 ways നെഹ്റു അഡ്രസ്സസ് ദ അറൈവൽ ഓഫ് ഗാന്ധി ഇൻ ടു ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നാണ്. ഒരു ചെറിയ കുഞ്ഞു ചോദ്യമാണ് അല്ലെ. എന്താണ്? നെയിം എനി 2 ways നെഹ്റു അഡ്രസ്സസ് ദ അറൈവൽ ഓഫ് ഗാന്ധി ഇൻ ടു ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇത് എന്താ ഇതിന്റെ ആൻസർ? താഴെ കൊടുത്തിട്ടുണ്ട് ആൻസർ എന്താണ്? ഇതാ: ദ അറൈവൽ ഓഫ് ഗാന്ധി വാസ് ലൈക്ക് എ പവർഫുൾ കറന്റ് ഓഫ് ഫ്രഷ് എയർ ടു ടേക്ക് ഡീപ് ബ്രീത്ത് എന്ന് പറയുന്നതും, ആൻഡ് ഓൾസോ ഐ ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് പിയേഴ്സ് ദി ഡാർക്ക്നെസ്. ഇരുട്ടിനെ ഇല്ലാതാക്കിയ ഒരു വെളിച്ചത്തെ പോലെയാണ് ഗാന്ധിജി വന്നതെന്നും, അതുപോലെ തന്നെ നമുക്ക് ഒരു ഉന്മേഷം നൽകുന്ന ഫ്രഷ് എയർ ആയിട്ടാണ് വന്നതെന്നാണ് ഇതിന്റെ ആൻസർ. പക്ഷേ പല ആൾക്കാർക്കും ഇതിന് ആൻസർ കിട്ടിയില്ല. ഒരുപാട് ആൾക്കാർക്ക് ഇതിന് ആൻസർ കിട്ടിയില്ല. ഒരുപാട് ആൾക്കാർ അത് വിട്ട് ചെയ്ത് ഓക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ ആൻസർ നമ്മൾ എഴുതണമെങ്കിൽ ശരിക്കും മക്കളെ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ടെക്സ്റ്റ് വായിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഇങ്ങനെയല്ല ഈ ചാപ്റ്ററിനും ചോദ്യങ്ങൾ ചോദിക്കാറ്. സാധാരണഗതിയിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറ്. അപ്പൊ ഇതിനകത്തും ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം ഏതാണെന്നറിയോ? ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം 8 മാർക്കിന്റെ ഒരു ചോദ്യമല്ലേ? നമ്മളെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ 8 മാർക്കിന്റെ ചോദ്യമല്ലേ? അതില് ഒരു ക്വസ്റ്റ്യൻ പോയം ആയിരിക്കും. നമുക്കറിയാലോ, പോയം തന്നിട്ട് അതിന്റെ അപ്രീസിയേഷൻ ഏതിലായിരിക്കുമല്ലോ. ഈ അവസാനത്തെ ചോദ്യം പോലെ ഒരു ചോദ്യം ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നാണ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നായിരിക്കും 8 മാർക്കിന്റെ ഒരു ചോദ്യം. അപ്പൊ ഈ ചാപ്റ്ററിനും ഒരു ജനറൽ ആയിട്ടൊരു ആൻസർ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ, ഏതിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ പഠിച്ചു വെക്കുകയാണെങ്കിൽ ആ 8 മാർക്ക് കിട്ടും. പോയത്തിന്റെ 8 മാർക്ക് കിട്ടും. 16 മാർക്ക് അവിടെ തന്നെയായി. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് 16 കിട്ടിയില്ലെങ്കിലും മക്കളെ ഒരു 12 എന്തായാലും കിട്ടൂലേ? റെഡിയല്ലേ? അപ്പോൾ ഈ 8 മാർക്കിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. ഇതിന്റെ കൂടെ ചെറിയ ഒരു ടെക്സ്റ്റിൽ 1, 2, 3, 4 പേജറ്റേ ഉള്ളൂ ആ ടെക്സ്റ്റ്, ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, പുറം നോക്കുകയാണെങ്കിൽ 2 പേജേ ഉള്ളൂ പേജ് നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഒറ്റ തവണയെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. നമുക്ക് അത്രേ സമയമുള്ളൂ. അപ്പൊ അതുപോലെ നേരെ ഞാൻ ചാപ്റ്ററിലേക്ക് വരികയാണ്, ഇൻട്രൊഡക്ഷനിലേക്ക് വരികയാണ്. ഇൻട്രൊഡക്ഷൻ നോക്കാം. ചാപ്റ്റർ എന്തിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ എസ്സേ എഴുതാൻ വേണ്ടി സാധനമായിട്ടോ ഞാൻ പറയാമെന്ന് നോക്കിക്കോ. ദ ലെസൺ ഇസ് ടേക്കൺ ഫ്രം ജവഹർലാൽ നെഹ്റുസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഈ പാഠം ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ഈ പാഠം എടുത്തിട്ടുള്ളത് ഏതിൽ നിന്നാണ്? ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കേട്ടിരുന്നാൽ മാത്രം മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇതാ ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ പറയുന്ന ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, നമ്മുടെ ഒരു സ്റ്റഡി നോട്ട് ഉണ്ടാക്കൂലേ? പിന്നെ നിങ്ങൾ വൈകുന്നേരം ആ നോട്ട് വായിച്ചാൽ മതി, അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം ആ നോട്ടൊന്ന് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. അത് നല്ലൊരു പരിപാടിയാണ്. ഞാനൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഏത്? നോട്ട് ഉണ്ടാക്കിയ നോട്ട് ടേക്കിംഗ് പല ആൾക്കാർ ചെയ്യുന്നതാണ് അല്ലേ? അപ്പൊ നോക്കുക, ലെസൺസ് ഈസ് ടേക്കൺ ഫ്രം. ഈ ചാപ്റ്റർ എടുത്തിരിക്കുന്നത് ഏത് പുസ്തകത്തിൽ നിന്നാണ്? യെസ്, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുയുടെ ഈ പുസ്തകത്തിൽ നിന്ന് എടുത്ത ഭാഗമാണിത്. അടുത്തത്, നെഹ്റു റൈറ്റ്സ് അബൌട്ട്. നെഹ്റു ഇതിനകത്ത് എഴുതുന്നത് എന്തിനെ കുറിച്ചാണ്? ടൈംലി അറൈവൽ ഓഫ് ഗാന്ധിജി ടു ഇന്ത്യൻ പൊളിറ്റിക്സ്. ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള, ഇന്ത്യൻ പൊളിറ്റിക്സിലേക്കുള്ള കൃത്യമായ സമയത്തുള്ള വരവിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ആ ചാപ്റ്റർ ടൈറ്റിൽ നോക്കിയാൽ മതി, ആൻഡ് ദെൻ ഗാന്ധി കെയിം. അപ്പോഴാണ് ഗാന്ധിജി വന്നത് എന്ന് പറയുന്നു. ഈ 2 പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? 2 പോയിന്റ് കിട്ടിയില്ലേ? എന്താ? ഒന്ന്, യെസ്, ഡിസ്കവറി ഓഫ് ഇന്ത്യ റിട്ടൺ ബൈ നെഹ്റു. ഓക്കെ, രണ്ടാമത്തത് arrival of Gandhi. He is discussing about the arrival of Gandhi into Indian politics. ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് ഗാന്ധിജിയുടെ വരവിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ്, the country was in need of such a leader then. അന്ന് രാജ്യത്തിന് അത്യാവശ്യമായിരുന്നു അത്തരത്തിലൊരു ലീഡറിനെ. നാഥനില്ലാ പടയായിരുന്നു ഇന്ത്യ. നാഥന്മാരില്ലായിരുന്നു, ലീഡേഴ്സ് ഇല്ലായിരുന്നു, ആർക്കും ആരെയും ട്രസ്റ്റ് ഇല്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു സമയത്താണ് ഒരു നേതാവായിട്ട് ആര് വരുന്നു? ഗാന്ധിജി വരുന്നു.
lesson tells us about the effect of Gandhiji's arrival to India's freedom fighter. The lesson tells us, ഈ പാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താന്ന് വെച്ചാൽ about the effect of Gandhiji's arrival to India. ഇന്ത്യയിലേക്ക് ഗാന്ധിജി വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള എഫക്റ്റ്, ആളുകളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഫയർ ആണ് പറയുന്നത്. ഫ്രീഡം ഫൈറ്റിന് വേണ്ടിയിട്ട് ആളുകൾക്ക് കിട്ടിയ ഒരു എനർജിയെ പറ്റിയിട്ടാണ്, ഗാന്ധിജിയുടെ വരവോട് കിട്ടിയ എനർജിയെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് വരുന്നു. അല്ലെങ്കിൽ അത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ചാപ്റ്ററിലേക്ക് വരികയാണ്, കൃത്യമായ ചാപ്റ്ററിലേക്ക് വരികയാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫ് ആട്ടോ, ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി നെക്സ്റ്റ് അതിന്റെ ഒരു ഭാഗത്തേക്ക് വരാം. മലയാളം മീഡിയമുള്ള കുട്ടികൾ പഠിച്ചു വന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മലയാളത്തിലും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങളിത് കേൾക്കുക, നിങ്ങളുടെ ഭാഷയിൽ എന്ന് വെച്ചാൽ മലയാളത്തിലല്ല, നിങ്ങളുടേതായ ഇംഗ്ലീഷിൽ ഇത് പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. നോ നീഡ് ഓഫ് എനി ടൈപ്പ് ഓഫ് വറീസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഴുതാത്ത പേപ്പറിന് മാർക്ക് ഉണ്ടാവില്ല, എന്തെങ്കിലും എഴുതി വെച്ചാലേ നമുക്ക് മാർക്ക് ഇടാൻ അവിടെ സ്ഥലം ഉണ്ടാവുള്ളൂ. സോ ശ്രദ്ധിക്കുക, ദ ഇമ്പാക്ട് ഓഫ് വേൾഡ് വാർ 1, ഇതാണ് ആദ്യം അതിൽ പറയുന്നത്. ദ ഇമ്പാക്ട് ഓഫ് വേൾഡ് വാർ 1, വേൾഡ് വാർ 1ന്റെ ഒരു ഇമ്പാക്ട്. ഓക്കെ, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു അനന്തര ഫലം, ഇതാണ് ആദ്യം പറയുന്നത്. 1914 to 1918 ആയിരുന്നു വേൾഡ് വാർ 1 അല്ലെ, ഓൺ ഇന്ത്യ. ഇന്ത്യ വാസ് ദ ലാർജസ്റ്റ് കോളനി ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടനിന്റെ ഏറ്റവും വലിയ ഒരു കോളനി ആയിരുന്നു ആര്? ഇന്ത്യ. ദ കൺട്രി വാസ് എ മേജർ സോഴ്സ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ഫോർ ബ്രിട്ടൻ ഡ്യൂറിംഗ് ദ വേൾഡ് വാർ 1. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടന് അത്യാവശ്യമാണ് വേണ്ടിയിരുന്ന ഒരു എന്താ പറയാ മെറ്റീരിയൽസും അതുപോലെ തന്നെ സൈനിക ബലവും ഒക്കെ ആളുകളെയൊക്കെ ഇവിടുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു യുദ്ധത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു യുദ്ധത്തിന്, ഒന്നാം ലോക മഹായുദ്ധത്തിന്. വീറ്റ്, റൈസ്, ഷുഗർ, ടീ, കോഫി എക്സെട്ര വർ എക്സ്പോർട്ടഡ് ടു യൂറോപ്പ് ഹ്യൂജ് ക്വാണ്ടിറ്റീസ്. യൂറോപ്പിലേക്ക് ധാരാളമായിട്ട് വീറ്റ്, റൈസ്, ഷുഗർ, ടീ, കോഫി ഒക്കെ കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു. സച്ച് ലാർജ് സ്കെയിൽ എക്സ്പ്ലോയിറ്റേഷൻ ലെഡ് ടു പോവർട്ടി ഹിയർ. ഇങ്ങനെ വലിയ തോതിൽ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കെട്ടിപ്പറക്കി കൊണ്ടുപോയപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാവും? എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവില്ലേ? നമുക്കിവിടെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവില്ല. നമ്മളവിടെ ഈ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് ഇവിടെ എന്തില്ല, പറയുന്ന പോലെ പോവർട്ടി ആയി, ഭക്ഷണം ഇല്ല, പട്ടിണിയായി. there was a sharp rise in prices. വില വർധനവുണ്ടായി. over 10 lakh Indian fought in the war. ഏകദേശം 10 ലക്ഷം ഇന്ത്യക്കാര് ഈ യുദ്ധത്തിൽ വേൾഡ് വാർ ഫസ്റ്റിൽ പങ്കെടുത്തത് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല കേട്ടോ. ഡിഗ്രി പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്തു വെച്ചോട്ടോ. 10 ലക്ഷം ഇന്ത്യക്കാര് ഈ യുദ്ധത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. if we supported the Britain, they would give us self-government after the war. This was the hope of Indians. ഇന്ത്യക്കാരോട് പറയപ്പെട്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പ്രതീക്ഷ ഇതായിരുന്നു, നമ്മൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്താൽ ഇവന്മാർ നമുക്ക് സെൽഫ് ഗവൺമെന്റിനുള്ള സംവിധാനം ഏർപ്പെടുത്തി തരും, ഈ അടിമത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും എന്നൊരു തോന്നലായിരുന്നു, വിശ്വാസമായിരുന്നു പാവപ്പെട്ട ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നത്. ബട്ട് ആഫ്റ്റർ ദ വാർ, പക്ഷേ യുദ്ധത്തിന് ശേഷം ഇവന്മാരുടെ നിറം മാറി. ഇറ്റ് ബിക്കെയിം ക്ലിയർ ദാറ്റ് ദിസ് വുഡ് നോട്ട് ഹാപ്പൻ. വളരെ വ്യക്തമായി ഇത് നടക്കൂല, ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടൂല എന്ന് മനസ്സിലായി. വെൻ ദ വാർ വാസ് ഓവർ, ഇന്ത്യൻ സോൾജേഴ്സ് ബിക്കെയിം അൺഎംപ്ലോയിഡ്. യുദ്ധം കഴിഞ്ഞപ്പോ ഇന്ത്യക്കാരായ പട്ടാളക്കാർക്ക് ജോലി ഇല്ലാതെയായി. ദിസ് ലെഡ് ടു അൺറെസ്റ്റ്. ഇത് എന്താ പറയാ, ഒരു this led to unrest in Punjab and many other places in India. ഇന്ത്യയിലും അതുപോലെ തന്നെ പഞ്ചാബിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇത് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കി, അസ്വസ്ഥതകൾ ഉണ്ടാക്കി. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രോട്ട് മാർഷൽ ലോ ഇൻ പഞ്ചാബ്. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ അസ്വസ്ഥതയും കുഴപ്പമുണ്ടാകാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർ അവിടെ എന്തുണ്ടെന്നു? മാർഷൽ ലോ എന്ന് പറയുന്ന പട്ടാള നിയമം കൊണ്ടുവന്നു. പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഹോപ്പ്ലെസ്നെസ്, feelings of humiliation and anger is in the mind of the people. This was the condition of India after the World War I. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഞാനൊന്നുകൂടെ വായിക്കാം. ഇന്ത്യയിലെ ആളുകളുടെ വേൾഡ് വാർ 1 ശേഷമുള്ള അവസ്ഥയാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കാം മക്കളെ. പോവർട്ടി, ഒന്നാമത്തെ എന്താണെന്നറിയോ? പോവർട്ടി, യുദ്ധത്തിന് ശേഷം നമുക്ക് വലിയ ദാരിദ്ര്യമായിരുന്നു. അൺഎംപ്ലോയ്മെന്റ്, ജോലിയില്ലായിരുന്നു ആളുകൾക്ക്.
ഹോപ്പ്ലെസ്നെസ് എന്ന് വെച്ചാല് ഒരു പ്രതീക്ഷയുമില്ല, പ്രതീക്ഷയറ്റ ഒരു ജനതയായി മാറി ഇന്ത്യക്കാര്. ഫീലിങ്സ് ഓഫ് ഹ്യൂമിലിയേഷൻ, അപമാനം. കാരണം നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അപമാനമാണ് അല്ലെ. നമ്മളോട് വഞ്ചിക്കുകയാണ് ശരിക്കും നമ്മളെ ചെയ്തത്. യുദ്ധത്തിൽ പങ്കെടുത്തു, ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു, നമ്മുടെ സമ്പത്തൊക്കെ പോയി, എന്നിട്ട് അവസാനം നമ്മളെ പറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോ നമുക്ക് വല്ലാത്ത അപമാനം ഉണ്ടായി. ഇനിയോ the end of the war brought more suffering than relief. ഈ യുദ്ധം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല ആശ്വാസമാണ് ഉണ്ടാവേണ്ടത് അല്ലെ. ഈ ആശ്വാസത്തിന് പകരം ആളുകൾക്ക് എന്താ കിട്ടിയത്? വലിയ അപമാനവുമായിരുന്നു, ഹ്യൂമിലിയേഷൻ ആയിരുന്നു. റിലീഫിന് പകരം നമുക്ക് കിട്ടിയത്, ആശ്വാസത്തിന് പകരം കിട്ടിയത്. പീപ്പിൾ ഡിഡ് നോട്ട് നോ വേർ ടു ടേൺ ഫോർ ഹെൽപ്പ്. ആളുകൾക്ക് അറിയൂല എവിടേക്കാണ് നമ്മൾ തിരിയേണ്ടത്, എന്തിനാണ് സമാധാനത്തിന് വേണ്ടിയിട്ട് എവിടേക്ക് തിരിയണമെന്ന് ആളുകൾക്കറിയില്ല. They lived in fear of the British Army. എല്ലാവരും ഭയത്തിലായിരുന്നു. ബ്രിട്ടീഷ് ആർമീനെ പേടിച്ച്, അതുപോലെ തന്നെ പോലീസിനെ പേടിച്ച്, ലോസിനെ പേടിച്ച്, സീക്രട്ട് സർവീസസിനെ പേടിച്ച്, അൺഎംപ്ലോയ്മെന്റിനെ പേടിച്ച്, സ്റ്റാർവേഷനെ പേടിച്ച്. എന്ന് വെച്ചാല് ആളുകൾക്ക് മെയിൻ പ്രശ്നം, ഇന്ത്യക്കാരായ ആളുകളുടെ മെയിൻ പ്രശ്നം അന്ന് എന്തായിരുന്നു അറിയോ? ഭയമായിരുന്നു, ഫിയർ ആയിരുന്നു. എന്തിനൊക്കെയാണ് അവർ ഭയന്നത്? നോക്ക്, എന്തിനൊക്കെ ആയിരിക്കും ഭയക്കുക? ഒന്ന്, ബ്രിട്ടീഷ് ആർമീനെ, പട്ടാളക്കാരെ പേടിയായിരുന്നു. ഓക്കെ, രണ്ടാമത്തത് പോലീസുകാരെന്ന് പറയുമ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ പോലീസുകാരെ. ഓക്കെ, പിന്നെയോ ലോ, അവരുടെ നിയമങ്ങളെ പേടിയായിരുന്നു. സീക്രട്ട് ഏജൻസീസ് ഉണ്ടാവും, സീക്രട്ട് സർവീസസ് ഉണ്ടാവും, ഷാഡോ പോലീസ് ഉണ്ടാവും, അവരെ പേടിയായിരുന്നു. അൺഎംപ്ലോയ്മെന്റിനെ പേടിയായിരുന്നു, നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ ഉള്ള ജോലിയും കൂടി പോകുമെന്നുള്ള പേടിയായിരുന്നു. സ്റ്റാർവേഷനെ പേടിയായിരുന്നു, അങ്ങനെ ജോലി ഇല്ലാതെ കുടുംബം പട്ടിണിയായി പോകുമെന്നുള്ള പേടിയായിരുന്നു ആളുകൾക്ക്. ഓക്കെ, ആൻഡ് ദ ലാൻഡ് ലോഡ്സ്. പിന്നെയുണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ, ലാൻഡ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ ജന്മിമാര്, ഉടമകള്, ഇവന്മാരെയും പേടിയായിരുന്നു. അപ്പൊ നോക്കിയാൽ മൊത്തത്തിൽ പേടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ആർക്കാ? ഇന്ത്യക്കാർക്ക് അന്നുണ്ടായിരുന്നത്. ഇന്ത്യ ഹാഡ് ബിക്കം എൻ അബാൻഡൻഡ് നേഷൻ. അങ്ങനെ ഒരു അനാഥമാക്കപ്പെട്ട ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറി. ദ നേഷൻ ഹാഡ് സഫേർഡ് ഫോർ ജനറേഷൻസ്. ഈ രാജ്യത്ത് അങ്ങനെ ജനറേഷൻസ് ആയി അല്ലെ, ഒരുപാട് തലമുറകളായിട്ട് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു അവസ്ഥയിലൂടെ, ഗതി കിട്ടാത്ത അവസ്ഥയിലൂടെ ഒരുപാട് തലമുറകളായിട്ട് ഇന്ത്യ കടന്നു പോവുകയാണ്. ആസ് എ റിസൾട്ട് പീപ്പിൾ ഹാഡ് ലോസ്റ്റ് ഇൻ ദെയർ ഫെയ്ത്ത്. ഇപ്പൊ നമുക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട്, ഇതല്ലെങ്കിൽ അത്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷ ഉണ്ടാവും അല്ലെ. എന്നാൽ ഒരുപാട് കാലങ്ങളായി ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പീഡനത്തിന് ഇരയായിക്കൊണ്ടേയിരിക്കുമ്പോൾ, അടിച്ചമർത്തപ്പെടലുകൾക്ക് ഇരയായിക്കൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ പ്രതീക്ഷ നഷ്ടപ്പെടും. ഓക്കെ, നമുക്ക് ഫെയ്ത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ നമുക്ക് ഒന്നിലും വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. ഇതാണ് ഫസ്റ്റ് ഭാഗം. ഓക്കെ, ഇത്രയാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഇതിനകത്ത് ഓർത്തു വെക്കേണ്ട 1-2 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരെ വഞ്ചിച്ചു അല്ലെ, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ വഞ്ചിച്ചപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മള് അൺഎംപ്ലോയ്മെന്റ് ആയി, ജോലി ഇല്ലാത്ത അവസ്ഥ ഉണ്ടായി, പോവർട്ടി ഉണ്ടായി നമുക്ക്. ഓക്കെ, ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ പേടിയായിരുന്നു, ഭയമായിരുന്നു. ബ്രിട്ടീഷ് ആർമീനെ, പോലീസിനെ, ലോനെ, ലാൻഡ് ലോഡ്സിനെ അല്ലെ, പോവർട്ടീനെ, അൺഎംപ്ലോയ്മെന്റിനൊക്കെ ഇന്ത്യക്കാർക്ക് പേടിയായിരുന്നു. ഓക്കെ, അങ്ങനെ അനാഥമാക്കപ്പെട്ട ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇത്രയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്സ്. റെഡിയല്ലേ? 2-fold ആക്ഷൻ ഒക്കെ ഉണ്ട്, ഒക്കെ പറയൂട്ടോ. ഇനി നേരെ വാ. ഗാന്ധിജീസ് അറൈവൽ ആൻഡ് ടീച്ചിങ്. അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ, അടുത്ത കാര്യം നമ്മൾ പറയാൻ പോകുന്നത് ഗാന്ധിജിയുടെ വരവും അതുപോലെ തന്നെ ടീച്ചിങ്ങും, അദ്ദേഹത്തിന്റെ ടീച്ചിങ്ങുമാണ് പറയാൻ പോകുന്നത്. റെഡിയല്ലേ മക്കളെ? യെസ്. ഇനി ബാക്കി ഭാഗത്തേക്ക് വരാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം. മൂപ്പര് വന്നു. ആര് വന്നു? ഗാന്ധിജി വന്നു. ആൻഡ് ദെൻ ഗാന്ധി കെയിം. അങ്ങനെ നിൽക്കുമ്പോ ഗാന്ധിജി വന്നു. ഹി വാസ് ദ റൈറ്റ് പേഴ്സൺ വിത്ത് ദ റൈറ്റ് പ്രിൻസിപ്പിൾസ് അറ്റ് ദ റൈറ്റ് ടൈം ടു സേവ് ഇന്ത്യ. മൂപ്പരായിരുന്നു. ആ സെന്റൻസ് ഒന്ന് ഓർത്തു വെച്ചോട്ടോ. എന്താണ്? He was the right person with the right principles and the right time to save India. കൃത്യമായ സമയത്ത് കൃത്യമായ പ്രിൻസിപ്പിൾസോട് കൂടിയിട്ട് വന്ന കൃത്യമായ ആളായിരുന്നു ആര്? അദ്ദേഹം. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഹി വാസ് വൺ എമംഗ് us. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സാധനം. ഹി വാസ് വൺ എമംഗ് us. അദ്ദേഹം നമ്മളിൽ ഒരാളായിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ അതെന്താ അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഒരു വലിയ സ്ഥാനത്തുള്ള ഒരാൾ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെപ്പോഴും ഒരു ആരാധനയോട് കൂടി കാണുള്ളൂ. പക്ഷെ വലിയൊരു കുടുംബത്തിൽ ജനിച്ചിട്ട്, ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചതെന്ന് അല്ലെ, അദ്ദേഹം ഒരു നമ്മുടെ സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആളുകൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ഇത്രയും വലിയൊരാൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു, മനസ്സിലായോ? പക്ഷേ
ഗാന്ധിജി അങ്ങനെയല്ല വന്നത്. ഗാന്ധിജി എങ്ങനെ വന്നത് അറിയോ? ഹി വാസ് വൺ എമംഗ് അസ്. അദ്ദേഹം ഞങ്ങളിൽ ഒരാളായിട്ട് ഉയർന്നു വന്നതാണ്. വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോ ആളുകള് എന്താ സംഭവിക്കും? സ്പീക്കിംഗ് അവർ ലാംഗ്വേജ്, നമ്മുടെ ഭാഷ സംസാരിക്കുന്നു എന്ന് വെച്ചാൽ കോമൺ മാന്റെ സംസാരങ്ങൾ ഭാഷ സംസാരിക്കുന്നു. ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. അദ്ദേഹം വന്നെങ്ങനെയാണെന്നറിയോ? എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ എന്ന് വെച്ചാൽ വലിയ ഒരു ശക്തി, ഒരു കാറ്റ് പോലെ, ഒരു വലിയ എന്താ പറയാ, പവർഫുൾ കറണ്ട് പോലെയാണ്, കാറ്റ് പോലെയാണ് അദ്ദേഹം വന്നത്. ആ കാറ്റ് എന്താ ചെയ്യുക? എ ബീം ഓഫ് ലൈറ്റ് ആൻഡ് വേൾവിൻഡ്, ഒരു ചുഴലിക്കാറ്റ് പോലെ, ഒരു വെളിച്ചം പോലെയാണ് അദ്ദേഹം വന്നത്. ബീം ഓഫ് ലൈറ്റ് ഓർത്തു വെക്കണം. അതുപോലെ പവർഫുൾ ഫ്രഷ് എയർ, കറണ്ട് ഓഫ് ഫ്രഷ് എയർ, വേൾവിൻഡ് എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ് പോലെയാണ് അദ്ദേഹം വന്നത്. ഹി അവേക്കൻഡ് us, അദ്ദേഹം ഉറങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ ഉണർത്തി. ഉണർത്തി. ഹി ക്ലിയർ ദ ഡാർക്ക്നെസ് ഇൻ അവർ മൈൻഡ്സ്, നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്ന ഡാർക്ക്നെസ് ഉണ്ടല്ലോ, ഇരുട്ടിനെ അദ്ദേഹം എന്ത് ചെയ്തു? വെളിച്ചമാക്കി മാറ്റി, ക്ലിയർ ചെയ്തു. ആൻഡ് ചേഞ്ച് അവർ തിങ്കിങ്, നമ്മുടെ ചിന്താരീതികളെ അദ്ദേഹം മാറ്റി തന്നു. ഹി ആസ്ക്ഡ് ടു സ്റ്റോപ്പ് എക്സ്പ്ലോയിറ്റിംഗ് ദ പുവർ. അദ്ദേഹം പറഞ്ഞു, എടാ എന്താണ് നിങ്ങൾ ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് കേട്ടോ. പാവപ്പെട്ടവനെ, നിങ്ങളിൽ തന്നെ പെട്ട ഇന്ത്യക്കാരിൽ തന്നെ പെട്ട ആരെ? പാവങ്ങളായിട്ടുള്ള മനുഷ്യന്മാരെ ഇനി ചൂഷണം ചെയ്യരുത്. ഹി ഗേവ് എ ന്യൂ ഡയറക്ഷൻ ആൻഡ് മീനിങ് ടു പൊളിറ്റിക്കൽ ഫ്രീഡം. അദ്ദേഹം ഒരു പുതിയ ദിശ നമുക്ക് നൽകി. ഒരു പുതിയ പൊളിറ്റിക്കൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു പുതിയ ദിശ അദ്ദേഹം നമുക്ക് നൽകി. ഹി ടോട്ട് ഫോർ ട്രൂത്ത് ആൻഡ് ഫിയർലെസ്നെസ്. അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? 2 മെയിൻ സംഗതികളാണ്. ഒന്ന് ട്രൂത്ത്, ഓക്കെ. രണ്ടാമത്തെ എന്താണ്? ഫിയർലെസ്നെസ്. ഇത് മറന്നു പോരുത്. എന്താണ്? ഒന്ന് അദ്ദേഹം പഠിപ്പിച്ചത് എന്താണ്? യെസ്. എന്താണ് മക്കളെ? ട്രൂത്ത് ആണ്. രണ്ടാമത് പഠിപ്പിച്ചത് എന്താണ്? ഫിയർലെസ്നെസ് ആണ്. ഭയമുള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക? കള്ളം പറയാ. ഭയന്നുകൊണ്ടാണ് നമ്മൾ കള്ളം പറയാ, അല്ലെ? ഭയമില്ലാത്ത സമയത്ത് നമുക്ക് എന്തുണ്ടാവില്ല? കള്ളം പറയൂല, സത്യം മാത്രമേ പറയുള്ളൂ. സത്യം മാത്രം പറയുന്ന ഒരാൾക്ക് ഭയമുണ്ടാവുകയുമില്ല, അല്ലെ? സത്യം മാത്രം പറയുന്ന ഒരാൾക്ക് ഭയമുണ്ടാവുകയില്ല. ഈ ഒരു സാധനമാണ് ഗാന്ധിജി മുമ്പോട്ടേക്ക് വെച്ചത്. ഓക്കെ, ബി നോട്ട് എഫ്രൈഡ്, he said. ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഭയക്കരുത് കേട്ടോ. ഓൾ അവർ ആക്ഷൻ ഷുഡ് ബി ഗൈഡഡ് ബൈ ട്രൂത്ത് ആൻഡ് ഫിയർലെസ്നെസ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ളതായിരിക്കണം, ഭയമില്ലാത്ത അവസ്ഥയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ളതായിരിക്കണം. ദ വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമം. The welfare of the common people should be the aim of our actions. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും എയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം? യെസ്, നമ്മുടെ കോമൺ പീപ്പിളിന്റെ വെൽഫെയർ ആയിരിക്കണം. പാവപ്പെട്ടവന്റെ, സാധാരണക്കാരന്റെ ക്ഷേമമായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ദിസ് വാസ് ദ എസെൻസ് ഓഫ് ഹിസ് ടീച്ചിങ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലിന്റെ, ടീച്ചിങ്സിന്റെ ഓക്കെ എസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞിട്ട് പറയാം. ഗാന്ധിജി സ്ട്രിക്ട്ലി പ്രാക്ടീസ്ഡ് വാട്ട് ഹി ടോട്ട്. ഗാന്ധിജി എന്താണോ പഠിച്ചത് അത് കൃത്യമായി സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. എന്തൊക്കെയാണ് ഗാന്ധിജിയുടെ ടീച്ചിങ്സ്? എന്നെങ്ങനെയായിരുന്നു ഗാന്ധിജിയുടെ അറൈവല്? ഗാന്ധിജി വന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു എങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് വന്നതെന്ന്, അല്ലെ? അപ്പൊ അതിൽ നമ്മളോട് ചോദിച്ച ചോദ്യം ഇതാണ്. മോഡൽ എക്സാമിനേഷന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഏത്? ഗാന്ധിജിയുടെ വരവ് എങ്ങനെയായിരുന്നു? അപ്പൊ നമ്മൾ പറഞ്ഞു ഇതായിരുന്നു അതിന്റെ ആൻസർ. ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ, അതുപോലെ തന്നെ ബീം ഓഫ് ലൈറ്റ് ആൻഡ് വേൾവിൻഡ്. ഇനിയിപ്പോൾ അത് ചോദിക്കുന്നൊന്നുമില്ല, കാരണം പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചല്ലോ. ഇനി അതിൻ്റെ അകത്തുനിന്ന് അദ്ദേഹത്തിന്റെ ടീച്ചിങ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ അദ്ദേഹം പഠിപ്പിച്ചത്? യെസ്, അദ്ദേഹം പഠിപ്പിച്ചത് ഹി ടോട്ട് ട്രൂത്ത് ആൻഡ് ഫിയർലെസ്നെസ്. ഉറപ്പിച്ചോ? എനിക്ക് തോന്നുന്നു ഇതായിരിക്കും മിക്കവാറും വരിക. അല്ലെങ്കിൽ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ എഴുതാനുള്ള സാധനം ഇതാണ്. ഏത്? ട്രൂത്ത് ആൻഡ് ഫിയർലെസ്നെസ്. റെഡി അല്ലേ? അടുത്തത് പറയുന്നു ബി നോട്ട് എഫ്രൈഡ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് നമ്മളോട്. ബി നോട്ട് എഫ്രൈഡ്, നിങ്ങൾ ഭയക്കരുത് കേട്ടോ. പിന്നെയോ ഓൾ അവർ ആക്ഷൻസ് ഷുഡ് ബി ഗൈഡഡ് ടുവേർഡ്സ് ട്രൂത്ത് ആൻഡ് ഫിയർലെസ്നെസ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, അതൊന്ന് വിശദീകരിച്ച് എഴുതിയോളൂ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എന്താണ്? ഇറ്റ് ഷുഡ് ബി ഗൈഡഡ് വിത്ത് ബൈ ട്രൂത്ത് ആൻഡ് ഫിയർലെസ്നെസ്. ഇനി ഒരൊറ്റ കാര്യം കൂടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഏത്? യെസ്, this was the welfare of the common people should be the aim of our actions. നമ്മുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകളുടെ ക്ഷേമമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഇതൊന്നും ഓർത്തു വെക്കാൻ പറ്റാത്ത ആൾക്കാർ എന്തെങ്കിലും എഴുതി വെക്കുക. ട്രൂത്ത് ആൻഡ് ഫിയർലെസ്നെസ് ആയിരുന്നു ഗാന്ധിജിയുടെ ടീച്ചിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ അത് കിട്ടിയിട്ടുണ്ടല്ലോ. അല്ല, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, ക്ലിയർ ആവുന്നുണ്ടോ? ഈ രീതിയിൽ തന്നെയാണോ? ഈ പേസിൽ തന്നെ പോയാൽ മതി. ഭയങ്കര സ്പീഡ് പോയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിക്കാന്നുള്ളത് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു പേസിൽ
ഈ ഒരു രീതിയിൽ പോയാൽ മതി. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്താണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് യെസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ നമ്മുടെ ആ ഒരു ചിഹ്നം ഫയർ ഒന്ന് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മുൻപോട്ടേക്ക് പോകാം. ഓക്കെ, ഒന്ന് എല്ലാവരും ഒന്ന് വരട്ടെ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ ഒരു ചാപ്റ്റർ ക്ലിയർ അല്ലേ? ചാപ്റ്റർ കഴിഞ്ഞില്ല? യെസ്, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, യെസ്, സെറ്റ്. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാണ്. ദ എഫക്റ്റ് ആണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഓക്കെ, അടിപൊളി. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ദ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൈക്കോളജിക്കൽ എഫക്റ്റും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ റെവല്യൂഷൻ അങ്ങനെ പറയാം നമുക്ക്. ഇതിന്റെ ഒരു എഫക്റ്റ് ഗാന്ധിജി വന്നതോട് കൂടിയിട്ട് ഇവിടെ ഉണ്ടായ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ റിഫ്ലക്ഷൻ ആയിരുന്നു, റെവല്യൂഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായത്. നോക്കാം നമുക്ക്. ദ റിസൾട്ട് വാസ് എ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ ഇന്ത്യൻസ്. ഇന്ത്യക്കാരുടെ മൊത്തം ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് മാറി. ഇന്ത്യക്കാരുടെ മൊത്തം ആറ്റിറ്റ്യൂഡും അങ്ങോട്ട് മാറി. ഓക്കെ, ഇന്ത്യക്കാരുടെ മൊത്തം ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് മാറി. ഫാൾസ്ഹുഡ് ലെസൻഡ് എന്ന് വെച്ചാൽ ഫാൾസ്ഹുഡ് തിന്മ ചെയ്യുന്ന പരിപാടി, ആളുകളുടെ തിന്മ ചെയ്യുന്ന പരിപാടി, ഫാൾസ്ഹുഡ് ലെസൻഡ് കുറഞ്ഞു. കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞില്ല, കുറഞ്ഞു. സത്യത്തെ മുറുകെ പിടിച്ചു ആൾക്കാര്. ഇനിയോ ദ ഇന്ത്യൻ മൈൻഡ് ബിക്കെയിം ഫ്രീ ഫ്രം ഫിയർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. ഗാന്ധിജിയുടെ ഉദ്ദേശം അതായിരുന്നു. ഭയം വേണ്ട എന്ന് പറഞ്ഞാല് ആളുകൾക്ക് ബ്രിട്ടീഷ് ആർമിയോടുള്ള, ബ്രിട്ടീഷ് എംപയറിനോടുള്ള ആ ഒരു ഭയം ഇല്ലാതെ ആയി, കുറഞ്ഞു. ദ ഡിസയർ ഫോർ ഫ്രീഡം എറോസ്. ആളുകളുടെ ഉള്ളിൽ എന്തുണ്ടായി? ദ ഡിസയർ ഫോർ ഫ്രീഡം, അല്ലെ, വിജയിക്കാനുള്ള, ഫ്രീഡം നേടാനുള്ള ആ ഒരു ആഗ്രഹം. ഡിസയർ എന്ന് പറഞ്ഞാൽ അതിയായ ആഗ്രഹമാണ്, അതുണ്ടായി. ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് വേർ സെറ്റപ്പ്. പുതിയ സ്റ്റാൻഡേർഡുകൾ, പുതിയ വാല്യൂകള്, മൂല്യങ്ങള് ഒക്കെ ആളുകൾക്ക് ഉണ്ടായി തുടങ്ങി. സിംപ്ലിസിറ്റി ഓഫ് ലൈഫ് ആൻഡ് സെൽഫ് റെസ്പെക്ട് വേർ ഇമ്പോർട്ടന്റ്. അതിൽ ആളുകൾക്കിടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്താണെന്നറിയോ? സിംപ്ലിസിറ്റി ആണ്. വളരെ സിമ്പിളായിട്ട് വേഷം ധരിക്കുക, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ജീവിക്കുക, സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുക. എന്താ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ? ആത്മാഭിമാനം ഉണ്ടാവുക. ഓക്കെ, ആത്മാഭിമാനം ഉണ്ടാവുക. ഇതായിരുന്നു ആളുകൾക്ക് അന്നത്തെ ഒരു ട്രെൻഡായിട്ട് മാറി. സിമ്പിൾ ആവുക, അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ സന്ദേശം സിനിമയിലൊക്കെ കണ്ടില്ലേ? ഗാന്ധിയന്മാർ കുറെ ആൾക്കാർ കതറൊക്കെ ഇട്ട് വരുന്നത്, തൊപ്പിയൊക്കെ വെച്ചിട്ട്, അങ്ങനെ ഒരു ട്രെൻഡ് ആളുകളുടെ ഉള്ളിലുണ്ടായി. അതുപോലെ തന്നെ ആളുകളൊക്കെ എന്ത് തുടങ്ങി? സെൽഫ് റെസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കണ്ടു തുടങ്ങി. ഓക്കെ, ആത്മാഭിമാനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി. ദെൻ ദ റെസ്പെക്ട് ഫോർ ദ ബ്രിട്ടീഷ് പീപ്പിൾ ആൻഡ് ടൈറ്റിൽസ് വെന്റ് ഡൗൺ. ഈ ബ്രിട്ടീഷേഴ്സിനെ അങ്ങുന്നേ എന്ന് വിളിച്ച് നടക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, മേൽക്കോയ്മ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് കുറഞ്ഞു. ആളുകൾക്ക് അവരുടെ ടൈറ്റിൽസിനോടുള്ള, അവർ കൊടുക്കുന്ന പദവികളോടുള്ള ഇഷ്ടവും താല്പര്യവും കുറഞ്ഞു. Gandhiji asked us to fight both against foreign rule and our own social evils. ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഒരാൾ ചോദിച്ചില്ലേ, ടു ഫോൾഡ് ആക്ഷൻ ചോദിച്ചില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. എന്താ ശ്രദ്ധിച്ചു കേൾക്കുക. Gandhiji asked us to fight both against foreign rule and to our own social evils. ഗാന്ധിജി നമ്മളോട് നിർബന്ധിക്കുകയാണ്. എന്തെന്നറിയോ നിർബന്ധിച്ചത്? മക്കളെ, നിങ്ങൾ 2 ഫോൾഡ് ആക്ഷൻ ആണ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ ഫോറിൻ റൂളിനോട് എതിർക്കണം. രണ്ടാമത്തത്, നമുക്കിടയിലുള്ള സതി പോലെയുള്ള, അല്ലെ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള ഇപ്പറയുന്ന സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സിനൊക്കെ, അല്ലെങ്കിൽ ഇപ്പറയുന്ന അനാചാരങ്ങൾക്കെതിരെ, സോഷ്യൽ ഈവിൾസിനെതിരെ നമ്മൾ പോരാടണം. അങ്ങനെ 2 ഫോൾഡ് ആയിട്ടായിരിക്കണം നമ്മുടെ ആക്ഷൻ പോകുന്നത്. ഒന്ന് ബ്രിട്ടീഷേഴ്സിനെതിരെ, മറ്റൊന്ന് നമുക്കിടയിൽ തന്നെയുള്ള ഈ സോഷ്യൽ ഈവിൾസിനെതിരെ. ഇതാണ് 2 ഫോൾഡ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് 2 ഫോൾഡ് ആക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആക്ഷൻ ഉണ്ട്. ആ ആക്ഷൻ 2 ഫോൾഡ് ആയിട്ടാണ്, മടക്കായിട്ടാണ്. ആ ഒരു മടക്ക് ഏതാണ്? ബ്രിട്ടീഷേഴ്സിനോട് ഫൈറ്റ് ചെയ്യുക. രണ്ടാമത്തെ മടക്ക് ഏതാണ്? അത് നമുക്കിടയിലുള്ള സോഷ്യൽ ഈവിൾസിനോട് ഫൈറ്റ് ചെയ്യുക. സോഷ്യൽ ഈവിൾസ് എന്താണെന്ന് മനസ്സിലല്ലേ? സദ്യ പോലുള്ള ആചാരങ്ങൾ. ഇനി he aimed at the independence, national unity and social justice. അദ്ദേഹം എയിം ചെയ്തത് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യമാണ്, നാഷണൽ യൂണിറ്റി, ഈ രാഷ്ട്രത്തിന്റെ ഐക്യമാണ്, അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് ആണ്, സാമൂഹിക നീതിയാണ്. ഗാന്ധിജി സെറ്റ് ഹിസ് മെസ്സഞ്ചേഴ്സ് ടു ദ വില്ലേജസ്.
ഗാന്ധിജി അദ്ദേഹത്തിന്റെ മെസ്സഞ്ചേഴ്സിനെ വില്ലേജസിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹത്തിന്റെ അനുയായികളെ, നെഹ്റു അടക്കമുള്ള അനുയായികളെ വില്ലേജുകളിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണ്? He wanted to liberate and educate the poor Indian villages. ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത് വില്ലേജസ് ആണ്. ആ വില്ലേജിലുള്ള ഇന്ത്യയുടെ ആത്മാവ് വില്ലേജുകളിലാണെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പൊ വില്ലേജുകളിലുള്ള നിരക്ഷരരായ ഇക്കണ്ട രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത പാവപ്പെട്ട ഇന്ത്യക്കാരെ വിദ്യാഭ്യാസം കൊടുക്കാനും അവർക്ക് ബോധം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് തന്റെ അനുയായികളെ ഗാന്ധിജി എവിടേക്ക് വിട്ടു? വില്ലേജിലേക്ക് വിട്ടു. He knew that India lived in its villages. എന്നർത്ഥം പറഞ്ഞ കാര്യം. Thus, the poor village farmers became aware of exploitation. അങ്ങനെയാണ് പാവപ്പെട്ട നമ്മുടെ ഈ വില്ലേജിലെ ഫാമേഴ്സ് ഒക്കെ ഈ ചൂഷണത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. ഇനിയോ they decided to make a change in their life. അവരൊരു തീരുമാനമെടുത്തു, ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. We knew the miseries of Indian villages. നമുക്കറിയാമല്ലോ ഇന്ത്യൻ വില്ലേജസിന്റെ പ്രയാസങ്ങളെ കുറിച്ചൊക്കെ, ദുരിതങ്ങളെ കുറിച്ചൊക്കെ. വി ലേൺഡ് അവർ ഇന്ത്യൻ എക്കണോമിക്സ് ഫ്രം ദസ് വില്ലേജസ്. അപ്പൊ നെഹ്റു പറയാണ്, ഈ പുസ്തകങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ച ഈ പറയുന്ന എക്കണോമിക്സിനേക്കാളും അടിപൊളിയായിട്ട് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ നേരിട്ട് ഞങ്ങൾ വില്ലേജസിന്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചു എന്നാണ് ആര് പറയുന്നത്? ഈ നെഹ്റു, ഈ പുസ്തകം എന്നാണ് നെഹ്റു പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റിൽ എഫക്റ്റിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത് സൈക്കോളജിക്കൽ ചേഞ്ച് ഉണ്ടായിരുന്നു. എന്താണ് ഈ സൈക്കോളജിക്കൽ ചേഞ്ച്? ആളുകളുടെ പ്രശ്നം എന്താണെന്ന് ഗാന്ധിജി പഠിച്ചു, ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റിനെ പോലെ ഗാന്ധിജി ഈ ആളുകളുടെ പ്രശ്നം നോക്കിയപ്പോൾ മനസ്സിലായി, ഇന്ത്യക്കാർക്ക് പേടിയാണ് പ്രശ്നം. പേടി, എല്ലാത്തിനും പേടി. ഈ പേടിന്ന് ഒരു രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്താവില്ല, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടൂല. ബ്രിട്ടീഷേഴ്സിനെ പേടി, അവരുടെ ആർമിനെ പേടി, പോലീസിനെ പേടി, സീക്രട്ട് ഏജന്റിനെ പേടി, ലാൻഡ് ലോഡ്സിനെ പേടി, എല്ലാത്തിനും പേടിയാണ്. അത് മാറ്റണം. അപ്പോൾ ഫിയർലെസ്നെസ് ആണ് അദ്ദേഹം ആദ്യം പഠിപ്പിച്ചത്. രണ്ടാമത്, ആ ഫിയർലെസ്നെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് മാത്രമേ പറയുള്ളൂ? പിന്നെ ട്രൂത്ത് മാത്രമേ പറയുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് എന്താ സൈക്കോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ദ ഇന്ത്യ ഇൻ ഗാന്ധിജീസ് ഡ്രീം. ഇനി ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ. നമ്മളൊരു തമാശയിലാണെങ്കിലും പറയാറില്ലേ, ഗാന്ധിജി സ്വപ്നം കണ്ട കിനാശേരി എന്ന് പറയാറില്ലേ? അപ്പൊ അതേപോലെ ദ ഇന്ത്യ ഇൻ ഗാന്ധിജീസ് ഡ്രീം. ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ. ഇൻ ദ ഇന്ത്യ ഇൻ ഗാന്ധിജീസ് ഡ്രീം the poorest shall feel that it is their country. ഏറ്റവും ദരിദ്രനായ മനുഷ്യന് വരെ തോന്നും ഇതെന്റെ നാടാണെന്ന് തോന്നുന്നതാണ് ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ. They shall enjoy their life in the free India. അവരുടെ ജീവിതം സന്തോഷപൂർവ്വമായിട്ട് എവിടെ ജീവിക്കും? ഇന്ത്യയിൽ, ഫ്രീ ഇന്ത്യയിൽ ജീവിക്കും. They shall have a role in the making of the nation. ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ, ഈ രാജ്യത്തെ സൃഷ്ടിക്കുന്നതിൽ അവർക്കും ഒരു പങ്കുണ്ടാവും. There shall not be any class division in the society. സൊസൈറ്റിയിൽ, ആ സ്വപ്ന രാജ്യത്തെ ഇന്ത്യയിൽ ഒരു ക്ലാസ് ഡിവിഷൻസും ഉണ്ടാവില്ല. All communities, എല്ലാ സമുദായങ്ങളും shall live in harmony. എല്ലാവരും സൗഹാർദ്ദത്തോടു കൂടിയിട്ട്, ഐക്യത്തോടു കൂടിയിട്ട് ജീവിക്കും. And brotherhood, സാഹോദര്യത്തോടു കൂടി ജീവിക്കും. Men and women will enjoy equal rights. സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈക്വൽ റൈറ്റ്സ്. എന്ന് വെച്ചാൽ ഈക്വൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ എല്ലാ അവകാശങ്ങളും ഈക്വാലിറ്റി ഉണ്ടാവും എന്നർത്ഥം. അൺടച്ചബിലിറ്റി, ഐത്തം, ലിക്കർ ആൻഡ് ഡ്രഗ്സ് ഹാവ് നോ പ്ലേസ് ഇൻ ഗാന്ധിജീസ് ഡ്രീം. അൺടച്ചബിലിറ്റി ആയിക്കോട്ടെ, അതുപോലെ തന്നെ മദ്യമായിക്കോട്ടെ, അതുപോലെ തന്നെ മയക്കുമരുന്നുകൾക്കൊന്നും എവിടെ സ്ഥാനമില്ല, പുതിയ ഇന്ത്യയിൽ സ്ഥാനമില്ലെന്ന് ഗാന്ധിജി സ്വപ്നം കണ്ടു. അപ്പൊ ഇതാണ് ഗാന്ധിജി സ്വപ്നം കണ്ട കിനാശേരി. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെക്കണേ. എന്താ, ഒന്നുമില്ല, നമുക്ക് അടിച്ചു വിടാൻ പറ്റുന്ന സ്ഥാനങ്ങളുള്ളൂ. കുറച്ച് പോയിന്റ്സ് നമ്മൾ ഇതിനകത്തുനിന്ന് എടുക്കണം. ഒന്ന് ഏതാണ്? അതേ പൂറസ്റ്റ് പോലും ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കാത്തവന് വരെ തോന്നണത് എൻ്റെ ക്ലാസ് ആണെന്ന്. അങ്ങനെ നോക്കുക, ക്ലാസ്സിൽ ഏറ്റവും പഠിക്കാത്തവന് വരെ തോന്നണത് ഇതിൻ്റെ ക്ലാസ് ആണെന്ന്. ആ പുതിയ ക്ലാസ് ഉണ്ടാക്കുന്നതിൽ അവനൊരു പങ്കുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ പഠിച്ചവൻ പഠിക്കാത്തവൻ എന്നുള്ള ഒരു വേർതിരിവ് ഉണ്ടാവില്ല. അതാണ് ക്ലാസ് ഡിവിഷൻ ഉണ്ടാവില്ല. പിന്നെയോ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ഒരേപോലെ ആയിരിക്കും, ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും ആയിരിക്കും അവിടെ ജീവിക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമായിരിക്കും. അൺടച്ചബിലിറ്റി ഉണ്ടാവില്ല, മദ്യം ഉണ്ടാവില്ല, മയക്കുമരുന്നുകൾ ഉണ്ടാവില്ല. ഇതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. ഗാന്ധിജി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. ഗാന്ധിജി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. റെഡി അല്ലേ? ഗാന്ധിജിയും ഇന്ത്യയുടെ കൾച്ചറും തമ്മിലുള്ള ഒരു ചെറിയൊരു ബന്ധത്തെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. ഗാന്ധിജി വാസ് പ്രൗഡ് ദാറ്റ് ഹി വാസ് എ ഹിന്ദു. ഗാന്ധിജി ഒരു ഹിന്ദു ആയതിൽ അദ്ദേഹത്തിന് അഭിമാനം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനിയോ ഹി ട്രൈഡ് ടു ഗിവ് ഹിന്ദുയിസം എ യൂണിവേഴ്സൽ അപ്പീൽ. ഹിന്ദുയിസത്തിന് ഒരു യൂണിവേഴ്സൽ അപ്പീൽ കൊടുക്കുന്നതിൽ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ആഗോള തലം ഈ ഹിന്ദുയിസത്തിന് കൊടുക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു, ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. ഓക്കെ, പറയാം എന്താന്ന്. ഹി സെഡ്
ഇന്ത്യൻ കൾച്ചർ ഇസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ കൾച്ചേഴ്സ്. അദ്ദേഹം പറയുമായിരുന്നു ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ കൾച്ചേഴ്സിന്റെയും ഒരു ഫ്യൂഷനാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. എത്ര മണിയൊക്കെ ക്ലാസ് കഴിയാൻ ചോദിക്കുന്നുണ്ട്. ഒരു 1 മണി വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഫോർ ഹിം ഓൾ റിലീജിയൻസ് were included in word truth. എല്ലാ എന്താ പറയുക, അദ്ദേഹം പറയുന്നത് ഓൾ റിലീജിയൻസ് were included in the word truth. സത്യം എന്ന പദത്തിനകത്ത് എല്ലാ മതങ്ങളും ഉൾപ്പെടുന്നതാണ്. ഗാന്ധിജി വെൽക്കംഡ് ഓൾ കൾച്ചേഴ്സ്. അദ്ദേഹം എല്ലാ കൾച്ചേഴ്സിനെയും കൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മോഡേൺ തോട്ട്സ്. ആധുനിക ചിന്തകൾ വരെ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ബട്ട് ഹി നെവർ ഫൊഗോട്ട് റൂട്ട് ഓഫ് ഹിസ് ഓൺ കൾച്ചർ. പക്ഷെ ഒരിക്കലും തൻ്റെ കൾച്ചർ മറന്നിട്ട് ജീവിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇന്ത്യക്കാർക്ക് ഒരു കൾച്ചർ ഉണ്ട് അല്ലെ, ആ കൾച്ചറിൽ നിന്നുകൊണ്ടാണ് എല്ലാ കൾച്ചേഴ്സിനും അദ്ദേഹം എന്ത് ചെയ്തത്, അഡോപ്റ്റ് ചെയ്തത്. മോഡേൺ തോട്ട്സിനെയൊക്കെ അഡോപ്റ്റ് ചെയ്തത്. ലിയോ ടോൾസ്റ്റോയ് ആയിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓതർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത്. ആ കൾച്ചറിന്റെ കാര്യങ്ങൾ അത്ര വലിയ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദുയിസത്തിൽ അദ്ദേഹത്തിന് അഭിമാനം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു യൂണിവേഴ്സൽ അപ്പീൽ ഹിന്ദുയിസത്തിന് കൊടുക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഗാന്ധിജീസ് ക്വാളിറ്റീസ്. ഗാന്ധിജിയുടെ ക്വാളിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാ? ഗാന്ധിജി വാസ് ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ഭയങ്കര ആത്മവിശ്വാസമുള്ള മനുഷ്യനായിരുന്നു ഗാന്ധിജി. ഈ ആടെ അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ, അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പവർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു കരിഷ്മ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഓക്കെ, ഹിസ് പേഴ്സണാലിറ്റി അട്രാക്റ്റഡ് പീപ്പിൾ ലൈക്ക് എ മാഗ്നറ്റ്. പീപ്പിൾ വർ അട്രാക്റ്റഡ് ടു ഹിം ലൈക്ക് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് പോലെ ആളുകൾക്ക് അദ്ദേഹത്തോട് ഒരു ആകർഷണം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെയോ ഹി ലിങ്ക്ഡ് അപ്പ്. അദ്ദേഹം ബന്ധിപ്പിച്ചു ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ. അത് ശ്രദ്ധിക്കണേ, പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും അദ്ദേഹം ബന്ധിപ്പിച്ചു. എങ്ങനെ? ബിക്കോസ് ഗാന്ധിജി ദ ഇന്ത്യൻസ് സോ ദെയർ സഫറിങ്സ് ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദ ബ്രൈറ്റ് ഫ്യൂച്ചർ. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ കാണിച്ചു തരാം അതെന്താന്നുള്ളത്. ഇവിടെ നോക്കുക, ഇത് പാസ്റ്റ്, ഇന്ത്യക്കാരുടെ പാസ്റ്റ് ആട്ടോ. ഇവിടെ നമ്മളുടെ എന്താണ് ഫ്യൂച്ചർ, ഇത് ഫ്യൂച്ചറാന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിലാണ് ആര് വന്നത്? ബ്രിട്ടീഷേഴ്സ് വന്നത്. ഇവിടെയാണ് നമുക്ക് ബ്രിട്ടീഷേഴ്സ് വന്നപ്പോഴാണ് നമുക്ക് ദുരിതക്കയമായത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മുടെ പാസ്റ്റിൽ നമ്മൾ അടിപൊളി ജീവിതമായിരുന്നു, ഇന്ത്യ ഒരുപാട് സമ്പന്നരായിരുന്നു. അപ്പോൾ ഈ സമ്പന്നതയിൽ ജീവിച്ചിരുന്ന പാസ്റ്റിനെയും പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, ഒരു ചവിട്ടുകല്ലാണ് ആര്? ഗാന്ധിജി. ഇപ്പം ക്ലിയർ ആയോ എന്താ പറഞ്ഞത്? എടാ, നമ്മുടെ പാസ്റ്റിൽ നമ്മൾ അടിപൊളി ലൈഫ് ആയിരുന്നു. ആ പാസ്റ്റിനെയും നമ്മുടെ ഫ്യൂച്ചറിൽ ഇനി അടിപൊളിയാവും. ഇപ്പോൾ നമ്മൾ അടിപൊളിയാവും അല്ലേ? അതിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്, പ്രസന്റ്. ആ പ്രസന്റിലാണ് നമ്മൾ ബ്രിട്ടീഷേഴ്സിന്റെ അടിമകളായി ജീവിച്ചത്. ഈ കഥ എഴുതുമ്പോൾ സമയത്ത് അങ്ങനെയാണല്ലോ. അപ്പൊ അതിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു, ചവിട്ടുകല്ലായിരുന്നു ആര്? ഗാന്ധിജി. കത്തിയോ? കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ചാപ്റ്റർ കത്തിയോ? എന്താണ് ഏകദേശം രസം? ഏതാണ് സാധനം കിട്ടിയില്ലേ? കുറെ പോയിന്റ്സ് കിട്ടിയില്ലേ? കിട്ടിയോ? ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ കഴിഞ്ഞു കേട്ടോ. ആൻഡ് ദെൻ ഗാന്ധി ഗെയിം. ചാറ്റ് ബോക്സിന്റെ ദയനീയാവസ്ഥയാണ്, നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, സെറ്റ് എന്ന് പറയുന്നുണ്ട്. ഞാൻ നേരെ ഓക്കെ നമ്മുടെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു തവണ ചോദിച്ച ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. ഓക്കെ, ആഫ്റ്റർ റീഡിംഗ് ദ ചാപ്റ്റർ ആൻഡ് ദെൻ ഗാന്ധി ഗെയിം യു ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഗാന്ധിയൻ വാല്യൂസ്. നമ്മളെ ചാപ്റ്റർ വായിച്ചപ്പോൾ ഗാന്ധിയൻ വാല്യൂസിനെ നമുക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയി, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ലോക്കൽ ന്യൂസ് ഡെയിലി ഓൺ ഇൻക്രീസിംഗ് യൂസ് ഓഫ് ഡ്രഗ്സ്. 6 മാർക്കിന്റെ ചോദ്യമാണ്. ഈ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട്. സോ അതിന്റെ ഒരു മോഡലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ലോക്കൽ ഡെയിലിയിലുള്ള എഡിറ്ററിന് ഈ വാല്യൂസിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു കത്ത് എഴുതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഇരുന്നത്. ഒന്നാമത്, നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് അഡ്രസ്സ് ചെയ്തേണ്ടത്? ഫ്രം അഡ്രസ്സ് എഴുതണോ അല്ലേ? ഫ്രം എന്ന് എഴുതണോ എന്നൊക്കെ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രം എന്നൊന്നും എഴുതണ്ട കേട്ടോ, ടു ഒന്നും നമ്മൾ എഴുതണ്ട. നമ്മൾ നേരെ അഡ്രസ്സ് എഴുതിയാൽ മതി. ഫ്രം അഡ്രസ്സ് ചെയ്ത ശേഷം നമ്മൾ ഒരു ഡേറ്റ് എഴുതാം. ഇവിടെ എന്ത് ചെയ്താൽ ഡേറ്റ് എഴുതി വെക്കുക കേട്ടോ, ഡേറ്റ് എഴുതി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് ചെയ്താൽ മറക്കും. അപ്പോൾ അവിടെ തന്നെ എഴുതി വെക്കുക. ഫ്രം അഡ്രസ്സ് എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു. തൊട്ട് താഴെ ടു അഡ്രസ്സ് എഴുതുമ്പോൾ ടു എന്ന് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല.
ടു ദ എഡിറ്റർ എന്ന് എഴുതാൻ മറക്കരുത്. ദ ഹെഡ്മാസ്റ്റർ, ദ പ്രിൻസിപ്പൽ, ദ എഡിറ്റർ, ദ മാനേജർ എന്നൊക്കെ നമ്മൾ പറയാം. ദ ചേർക്കണം. ഡേറ്റ്, അദ്ദേഹത്തിന്റെ എന്താ പറയാ, ഡേറ്റിന് ശേഷമാണ് നമ്മളിത് എഴുതുന്നത്. ശേഷം നമ്മൾ സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ എന്നൊരു സാല്യൂട്ടേഷൻ കൊടുക്കാം. ശേഷം സബ്ജക്റ്റ് എഴുതുക. ഇനി ഒരാൾക്ക് സംശയം, സബ്ജക്റ്റിന് മുമ്പേ സല്യൂട്ടേഷന് മുമ്പേ സബ്ജക്ട് ചെയ്താലോ, റെസ്പെക്റ്റഡ് സാറിന് മുമ്പേ സബ്ജക്ട് ചെയ്താലോ? കുഴപ്പമില്ല, അതൊന്നും രണ്ട് രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഏത് എഴുതിയോ നിങ്ങൾക്ക്? അപ്പോൾ സബ്ജക്റ്റ് എന്താ ഇവിടെ? ഇൻക്രീസിങ് ഡ്രഗ് പ്രോബ്ലംസ് ആൻഡ് ഡ്രഗ് അഡിക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. സബ്ജക്റ്റ് എന്തും കൊടുക്കാം. താഴെ നമ്മുടെ ലെറ്ററിലേക്ക് വരികയാണ്. I would like to invite your attention to the problem of increasing drug users and the number of drug addicts in our area. എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്, പത്രാധിപനോട് പറയാണ്, എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. എന്താ? To invite your attention to the problems of increasing drug user and the number of drug addicts in our area. ഞങ്ങളുടെ ഏരിയയിൽ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താണ്. The present situation shows the increasing of use of drugs, alcohols and other illegal items among people, especially youth. This is alarming. ഇതൊരു വലിയ എന്താ പറയുക, നമ്മളെ ഭീതിജനകമാക്കുന്ന ഒരു വിഷയമാണ്. We have to seriously think about where we are going. നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. The youth is considered as a future of this country. ഈ രാജ്യത്തിന്റെ വാഗ്ദാനം എന്നാണല്ലോ നമ്മൾ യൂത്തിനെ കണക്കാക്കുന്നത്. Alcoholism and drugs use have become prominent among them. അവരിലാണ് ഈ ആൽക്കഹോളിസവും അതുപോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും കൂടി വരുന്നത്. ഈവൻ സ്റ്റുഡൻസ് ആർ ഫൗണ്ട് ഓഫ് യൂസിങ് ഡ്രഗ്സ്. കുട്ടികളും വിദ്യാർത്ഥികളും ഇത് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. For a long time, we have been going for awareness campaigns for making us in the minds of youth so that they can get rid of these harmful habits. I think it's high time we thought of other ways of dealing with this social malady. ഈ ഒരു സോഷ്യൽ മാലഡിയെ നമ്മൾ മറ്റു രീതിയിൽ കാണേണ്ടതായിട്ടുണ്ട്. Sir, I request you to publish this issue in your daily and bring the matter to attention to the authorities concerned as early as possible. ഓക്കെ, അവതയും പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. അപ്പോൾ ഒരു ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്, ഈ കത്ത് എഴുതുന്നതെന്ന് ആദ്യം തന്നെ പറയാം. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തുന്നത്. ശേഷമാണ് നമ്മൾ അതിനൊരു കൺക്ലൂഷൻ കൊടുക്കുക, ഒരു അവസാനിപ്പിക്കൽ കൊടുക്കുക. താഴെ നമ്മൾ ഡേറ്റ് ഇത് അവിടെ നേരത്തെ എഴുതിയതുകൊണ്ട് ഇവിടെ എഴുതണമെന്നില്ല, ഇത് മറന്നു പോകും, അതുകൊണ്ട് മേലെ എഴുതാൻ പറഞ്ഞത്, 2 മേലെ എഴുതാൻ പറഞ്ഞത്. ഇനി യുവേഴ്സ് ട്രൂലി നിതിൻ. അപ്പോൾ ഇവിടെ സംശയമുണ്ട്, ഈ സാധനം ഇവിടെ എഴുതിയാൽ മതിയൊന്ന്? എഴുതാം, കുഴപ്പമൊന്നുമില്ല, എവിടെ എഴുതിയാലും മതി. ഏറ്റവും എന്താ പറയുക, ആളുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ മാർജിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് എഴുതലാണ്. മാർജിനോട് ചേർന്നിട്ടുള്ള, അങ്ങനെ പറയാം, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്നൊക്കെ ഓരോ കൺഫ്യൂഷൻ ആവും. മാർജിനോട് ചേർന്നിട്ട് തന്നെ എല്ലാം എഴുതുന്നതാണ് ഇപ്പോൾ അധികവും ആളുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി സർ ഈ സബ്ജക്റ്റ് കമ്പൾസറി ഫോർ, യെസ്, സബ്ജക്റ്റ് കമ്പൾസറി ആണ് ലെറ്റർ ടു എഡിറ്ററിൽ കേട്ടോ. കാരണം നമ്മുടെ ഈ ഫോർമൽ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റിൽ പെടുന്നതാണത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന കീ, ആൻസർ കീ ഇല്ലേ, ആ ആൻസർ കീൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും മാർക്ക് കൂടുന്നതും കുറയ്ക്കുന്നതിനും കുറിച്ചിട്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാ, ഫോർമാറ്റിന് മാർക്കുണ്ട്. ആ ഫോർമാറ്റിൽ പെടുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. ഫ്രം അഡ്രസ്സ്, ഡേറ്റ്, ടു അഡ്രസ്സ്, അതുപോലെ തന്നെ സാല്യൂട്ടേഷൻ, ശേഷം സബ്ജക്റ്റ്, പിന്നെ ബോഡി ഓഫ് ദ ലെറ്റർ, ദെൻ ആ ഒരു കൺക്ലൂഷൻ, സിഗ്നേച്ചർ എന്ന് പറഞ്ഞ കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന് പറഞ്ഞ ആ ഭാഗം. ഓക്കെ, അപ്പോൾ ഇതിനാണ് മാർക്ക്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓരോരോ മാർക്ക് ഇട്ടിട്ട് അങ്ങനെ പോകും. 6 മാർക്കാണ് നമുക്കൊന്ന് കിട്ടാനുള്ളത്. റെഡിയല്ലേ മക്കളെ? അപ്പോൾ ഫോർമാറ്റിന് മാർക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക, അടിപൊളിയായിട്ട് എടുക്കുക. ഓക്കെ, ആൻസർ പേപ്പർ കഴിയൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ലെറ്റർ നെയിം എങ്ങനെയായിക്കോളും സാർ? നമ്മുടെ നെയിം ആൻസർ പേപ്പർ എഴുതിയാൽ പ്രോബ്ലം ഉണ്ടോ? നമ്മുടെ പേപ്പർ എഴുതരുത് കേട്ടോ, നമ്മുടെ പ്രശ്നങ്ങൾ എഴുതരുത്, നമ്മുടെ പ്ലേസ് എഴുതരുത്, നമ്മുടെ പേര് എഴുതരുത് കേട്ടോ. ABC സ്കൂളിൽ നിന്ന് എഴുതാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. നമ്മളിപ്പോൾ മാൽഗുഡി ഒരു സ്ഥലമല്ലേ, അതുപോലെയുള്ള സ്ഥലങ്ങളുടെ പേരൊക്കെ എഴുതാം, നമ്മുടെ പേര് എഴുതരുത് കേട്ടോ. ബൈസൽ, സുഖമാണ്. റെഡിയല്ലേ മക്കളെ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. I shall work for an India in which all communities shall live in the perfect harmony. This is the India of my dreams, says Mahatma Gandhi. How far has his dreams been realized? ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്.
ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ എത്രത്തോളം ഇന്ത്യയിൽ നിന്ന് നടപ്പിലാവുന്നുണ്ട്. കീപ്പിംഗ് this in his mind, the relevance of Gandhi's dreams in the present scenario, prepare an essay on the topic, importance of religious tolerance in the national integration. ഒരു നമ്മുടെ രാജ്യത്ത് ഒരു എന്താ പറയുക, രാജ്യത്തിന്റെ ഐക്യത്തിന് റിലീജിയസ് ടോളറൻസ്, മതപരമായിട്ടുള്ള സഹിഷ്ണുത എത്രത്തോളം വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു എസ്സേ എഴുതാനാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഒന്നും നിങ്ങൾക്ക് വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ അറിയാം അല്ലേ. എന്താ പറയുക, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പോയിന്റ്സ് ആയിട്ട് എഴുതാം. ജനറൽ ക്വസ്റ്റൻ ആണ്. ഇതേപോലൊരു ചോദ്യമാണ് ഡ്രഗ് അബ്യൂസ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചാപ്റ്ററിന്. അപ്പോൾ ഈ ചാപ്റ്ററിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കൽ വളരെ കുറവാണ്. ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കൽ വളരെ കുറവാണ്. വളരെ എന്താ പറയുക, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാറ് വരാറ്. അപ്പോൾ അത് എഴുതാൻ നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ചാപ്റ്ററിൽ അദ്ദേഹത്തിന് പറഞ്ഞ കുറേ പ്രിൻസിപ്പിൾസും പോയിന്റ്സും ഒക്കെ പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ. അപ്പോൾ ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ മേലെ എന്തുണ്ടാവരുത്, ഒരു ടെൻഷൻ ഉണ്ടാവരുത്. ഇത് ഇത്രയേ ഉള്ളൂ, ഇത് സീനില്ല. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. Gandhi sent us to the villages and the countrysides hymned with activities and innumerable messengers of the gospel of action. Says Nehru, write an essay on the topic, India lives in its villages. ഇന്ത്യ ജീവിക്കുന്നത് അതിൻ്റെ വില്ലേജുകളിലാണ് എന്നതിനെ കുറിച്ചാണ് നിങ്ങളോട് എസ്സേ എഴുതാൻ പറയുന്നത്. ഓക്കെ, അത് ഫാമേഴ്സ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില്ലേജസ് ആണുള്ളത്. വില്ലേജസ് നിന്നാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് കാര്യം നടക്കുകയാണെങ്കിലും നമ്മൾ വില്ലേജിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ആദ്യം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യേണ്ടത് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ, എസ്സേ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഒരു സൈഡിൽ എവിടെയെങ്കിലും ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഹിൻഡിൽ ഇപ്പോൾ എന്താണ് ഫാമേഴ്സ് അല്ലേ, ഫാമേഴ്സ്. അതുപോലെ തന്നെ സോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് എവിടെയാണ്, ഈ പറയുന്ന വില്ലേജസിലാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫുഡ്, മെയിനായിട്ട് നമ്മുടെ ഫുഡ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഇവരുടെ എഡ്യൂക്കേഷനെ കുറിച്ച് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാം, പോയിന്റ്സ്. അപ്പോൾ നിങ്ങളിങ്ങനെ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങൾ മൈൻഡിലുണ്ടാവും. കാരണം നമ്മൾ 8 മാർക്കിൻ്റെ എസ്സേ അല്ലേ. അപ്പോൾ അതിനിങ്ങനെ നിങ്ങളിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മൂലയിൽ പോയിന്റ്സ് ഇങ്ങനെ എഴുതി വെക്കുക. ഈ ഓരോ പോയിന്റ്സിനെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പാരഗ്രാഫ് ആക്കിയിട്ട് മാറ്റുക. ഇതാണ് ഏറ്റവും നല്ലൊരു മാർഗം കേട്ടോ. ജനറൽ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം അതാണ്. അങ്ങ് കുറേ നമുക്ക് എഴുതാനും ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് എന്തും കിട്ടും, കുറേ പോയിന്റ്സ് എഴുതാൻ കിട്ടും. ടൈം മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക്. ടൈം മാനേജ്മെൻറ്റ് വലിയൊരു പ്രശ്നമാണ് പല ആൾക്കാർക്കും അല്ലേ. എത്ര കുറേ എഴുതാണ്ട്, ഇപ്പോൾ 80 മാർക്കിന് 2 പേജെങ്കിലും എഴുതണം. അപ്പോൾ ഈ 2 പേജ് എഴുതുന്ന സമയത്ത് നമുക്ക് എവിടെ എഴുതും. അതിന് ഈ മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാം. നമ്മൾ നേരത്തെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക കുറേ ആൾക്കാർ, ആ സമയം നമുക്ക് പോവല്ലേ ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഓൾറെഡി വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതേ ചാപ്റ്ററിൽ നിന്നും മറ്റു വേറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും, അത് എഴുതുന്ന സമയത്ത് അതിലുള്ള പോയിന്റ്സ്, ഇതിൽ പറ്റുമെന്നുള്ള പോയിന്റ്സ് നമുക്ക് ഇങ്ങനെ ഓരോരോ പോയിന്റ് ആക്കി എഴുതി വെക്കാം. ആ പോയിന്റുകളെ നമ്മൾ എന്താക്കുക, ഓരോ പാരഗ്രാഫ് ആക്കിയിട്ട് മാറ്റുകയും ചെയ്യാം. റെഡിയല്ലേ? അപ്പോൾ ഇനി മറ്റൊരു ചോദ്യം, അതായത് ലെറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്ററിനായിരുന്ന ലെറ്റർ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരികയാണ്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് കേട്ടോ. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ പ്രഭാത് കുമാർ മുഖോപാധ്യായ് ആണ്. പക്ഷേ ഇത് ഈസിയാണ്, ചാപ്റ്റർ ഈസിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിനകത്തുനിന്നും, പക്ഷേ ഈസി ചാപ്റ്റർ ആണ്. നോക്കാം, നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയിലേക്ക് വരാം. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് മിസ്റ്റർ ഗുപ്ത ആൻഡ് മാഗി. ഗുപ്തയും മാഗിയും തമ്മിൽ ആദ്യത്തെ കണ്ടുമുട്ടലാണ് പറയുന്നത്. നോക്കാം. The narrator of Mr. Gupta was in London for civil service training. It was 1 o'clock in the Saturday. ഒരു ദിവസം നമ്മുടെ മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്ന ആളാണ് ഇതിലെ നറേറ്റർ. കഥ വിവരിച്ചു തരുന്ന ആൾ ഗുപ്തയാണ്. അദ്ദേഹം ഒരു ദിവസം ലണ്ടനിൽ സിവിൽ സർവീസിംഗ് ട്രെയിനിങ്ങിൽ പോയ സമയത്ത് 1 o'clock ആയപ്പോൾ സാറ്റർഡേ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഹി വാക്ക്ഡ് അപ് ടു റെസ്റ്റോറൻറ്റ് ഇൻ സെൻറ്റ് മാർട്ടിൻസ് ലൈൻ. സെൻറ്റ് മാർട്ടിൻസ് ലൈനിൽ അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു തെരുവിൻ്റെ പേരാണ്. ആ തെരുവിൽ അദ്ദേഹം പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഹി എൻറ്റേർഡ് എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അദ്ദേഹം ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ദ വെയിട്രസ് കെയിം. ഗുപ്ത ഓർഡേഡ് ലഞ്ച്. വെയിട്രസ് വന്നു, ഗുപ്ത ലഞ്ചിന് ഓർഡർ ചെയ്തു. അറ്റ് ദാറ്റ് ടൈം ഗുപ്ത സോ എൻ ഇംഗ്ലീഷ് ഗേൾ 13 or 14 years old. ആ സമയത്ത് ഗുപ്ത ഒരു പെൺകുട്ടിനെ അവിടെ കണ്ടു. 13-14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, വിത്ത് ലോങ് ഹെയർ ആൻഡ് ലാർജ് ഐസ്. ഈ പെൺകുട്ടിയുടെ രൂപം നിങ്ങൾക്കൊന്ന് മനസ്സിൽ വേണേ. 13-14 വയസ്സുള്ള പെൺകുട്ടി, ക്യാരക്ടർ സ്കെച്ച് വയ്ക്കും. അതിന് വേണ്ടിയിട്ട് ലോങ് ഹെയർസ് ഉണ്ട്, ലാർജ് ഐസ് ഉണ്ട്, നീളമുള്ള കണ്ണുകളാണ്, നീളമുള്ള മുടിയാണ്.
ഹെർ ക്ലോത്ത്സ് were ചീപ്പ്. വസ്ത്രങ്ങൾ അവളുടേത് വളരെ ചീപ്പായിട്ടുള്ള വസ്ത്രങ്ങളാണ്. ഷി വാസ് ഹാവിങ് ഹെർ ലഞ്ച് അറ്റ് അനദർ ടേബിൾ. മറ്റൊരു ടേബിളിൽ അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷി വാസ് വാച്ചിങ് ഗുപ്ത വിത്ത് ഇൻട്രസ്റ്റ് ആൻഡ് സർപ്രൈസ്. വളരെ താല്പര്യത്തോട് കൂടിയിട്ട് അവൾ ഇങ്ങനെ ഗുപ്തയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഗുപ്ത നോട്ടിസ്ഡ് ഇറ്റ്. ഇത് ഗുപ്തയും ശ്രദ്ധിച്ചു. He looked at her. Immediately she turned her eyes away. അല്ലേ, അദ്ദേഹം ഒന്ന് നോക്കി. അതെന്താ തന്നെ അങ്ങ് നോക്കിയപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ആ നോട്ടം മാറ്റിക്കളഞ്ഞു. The girl finished her lunch and got up. She went to the cashier and paid the bill. She asked cashier about Gupta, whether he was an Indian. അവൾ കാഷ്യർ അടുത്ത് പോയിട്ട് പൈസ കൊടുക്കുന്ന സമയത്ത് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു. എന്ത് കാഷ്യറോട് ചോദിച്ചു, അയാൾ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചു. Then once more he looked at Gupta and went out. When Gupta was surprised, ആരായിരിക്കും അത്, എന്നെക്കുറിച്ച് ചോദിക്കുന്നത് ആരായിരിക്കുമെന്ന് ഗുപ്തയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടായി. He asked waitress about the girl. She has the lunch here on Saturdays, the waitress said. ആരാണ് അവളെന്ന് വെയിട്രസിനോട് ചോദിച്ചപ്പോൾ വെയിട്രസ് പറഞ്ഞു ഏതൊരു കുട്ടിയാണ്, അവളിവിടെ സാറ്റർഡേസിൽ ലഞ്ച് കഴിക്കാൻ വരാറുണ്ട്, അത്ര എനിക്കറിയുള്ളൂ. The girl was working in the nearby shop. Saturday was the payday. So she went to the restaurant for having the lunch on Saturday only. She received a low salary. ഓക്കെ, അപ്പോൾ ഏതായാലും കാര്യം ഇങ്ങനെ മനസ്സിലായി. തൊട്ടടുത്ത ഏതൊരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് അവള്. സാറ്റർഡേ ആണ് അവിടെ പേഡേ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്ന ദിവസം. അന്ന് മാത്രമാണ് അവിടെ ലഞ്ച് കഴിക്കാൻ വരാറ്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് അവളെന്ന് മനസ്സിലായി. സെക്കൻഡ് മീറ്റിംഗ് വിത്ത് ഗുപ്ത. ഗുപ്ത വാണ്ടഡ് ടു നോ മോർ അബൌട്ട് ദ ഗേൾ. ഗുപ്തയ്ക്ക് ആ കുട്ടിയെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നു. ഓൺ ദ നെക്സ്റ്റ് സാറ്റർഡേ ഹി വെന്റ് ടു ദ റെസ്റ്റോറന്റ് ആൻഡ് മീറ്റ് ഹർ. പിറ്റേ ദിവസം സാറ്റർഡേ അദ്ദേഹം ആ റെസ്റ്റോറന്റിൽ പോയിട്ട് അവളെ കണ്ടു. ഓക്കെ, ഹി ടോക്ക്ഡ് ടു ഹർ. ഷി വാസ് ആലീസ് മാർഗ്രറ്റ് ക്ലിഫോർഡ്. പേര് മറക്കരുത് കേട്ടോ. എന്താണ്? ആലീസ് മാർഗ്രറ്റ് ക്ലിഫോർഡ് എന്നാണ് അവളുടെ പേര്. അവളെ വിളിക്കുന്നത് എന്താണ്? വാസ് കോൾഡ് മാഗി എന്നാണ് അവളെ വിളിക്കുന്നത്. ഷി ലിവ്ഡ് ഇൻ ലാംബർത്ത് വിത്ത് എ ഓൾഡ് മദർ മിസസ് ക്ലിഫോർഡ് ആൻഡ് വിഡോ. മിസസ് ക്ലിഫോർഡ് എന്ന് പറയുന്ന വിധവയായ തൻ്റെ അമ്മയുടെ കൂടെ ലണ്ടനിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് അവൾ താമസിക്കുന്നത്. ദ ഗേൾ ഹാഡ് എ എൽഡർ ബ്രദർ ഫ്രാൻസിസ്. അവൾക്കൊരു ബ്രദർ ഉണ്ട്, പേര് ഫ്രാൻസിസ് എന്നാണ്. ഓൾസോ കോൾഡ് ഫ്രാങ്ക് എന്നാണ് അവരെ വിളിക്കാറ്. ഹെർ ഓൺലി ഗാർഡിയൻ. ഹി വാസ് ഇൻ പഞ്ചാബ്, ഇന്ത്യ ആസ് എ സോൾജർ. അയാളാണെങ്കിൽ ഇന്ത്യയിലാണ് ഒരു പട്ടാളക്കാരനായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ദേ ഹാഡ് നോ ന്യൂസ് ഓഫ് ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം. കുറെ കാലമായി ഫ്രാങ്കിന്റെ വർത്തമാനങ്ങളൊന്നും കേൾക്കുന്നില്ല. സോ ദേ വർ വെരി മച്ച് വറീഡ്. അതുകൊണ്ട് അവർക്ക് വലിയ ബേജാറുണ്ട്. മാഗീസ് മദർ വാണ്ടഡ് ടു മീറ്റ് ആൻ ഇന്ത്യൻ ടു ആസ്ക് അബൌട്ട് ഇന്ത്യ. മാഗിയുടെ അമ്മയ്ക്ക് അസുഖമാണ്. മാഗിയുടെ അമ്മ ഒരു ഇന്ത്യക്കാരനെ കണ്ടുകിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് ചോദിക്കാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാഗി മെയ്ഡ് ദ റിക്വസ്റ്റ് ടു ഗുപ്ത ടു വിസിറ്റ് എ മദർ. ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് വരണം. ഗുപ്ത അഗ്രീഡ്. ഗുപ്ത സമ്മതിച്ചു. ഹി ഫെൽറ്റ് എ ലോട്ട് ഓഫ് സിമ്പതി ഫോർ മാഗി ആൻഡ് എ മദർ. മാഗിയോടും അവളുടെ അമ്മയോടും അയാൾക്ക് വല്ലാത്ത സിമ്പതി തോന്നി. ഹോം വിസിറ്റ്. ഇനി അയാൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഗുപ്ത വെന്റ് വിത്ത് മാഗി ടു സീ ഹെർ മദർ. ഗുപ്ത അമ്മയുടെ അടുത്തേക്ക് പോയി, ഈ മാഗിയുടെ കൂടെ അമ്മയുടെ അടുത്തേക്ക് പോയി കാണാൻ. മാഗി വർക്ക്ഡ് ആസ് എ ടൈപ്പിസ്റ്റ്. മാഗി ഒരു ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാണ് കേട്ടോ. ബട്ട് ഷീ ഡിഡ് നോട്ട് ലൈക്ക് ദ വർക്ക്. പക്ഷെ അവൾക്ക് ആ ജോലി തീരെ ഇഷ്ടമല്ലായിരുന്നു. ഷീ വാണ്ടഡ് ടു യൂസ് ഹെർ ബ്രെയിൻ. അവൾക്ക് ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും സെക്രട്ടറിയുടെ ജോലിയൊക്കെ ആയിരുന്നു അവൾക്ക് ഇഷ്ടം. ഷീ ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. She was very polite. She cared of mother. She was a loving sister. Her mother made cakes and sold them on Saturday evenings. അവളുടെ അമ്മയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അമ്മ കേക്കുകൾ ഉണ്ടാക്കിയിട്ട് സാറ്റർഡേ ഇവർക്ക് പേഡേ ആണല്ലോ, അന്ന് നല്ല കച്ചവടം ഉണ്ടാവും, അന്ന് കച്ചവടത്തിന് വേണ്ടിയിട്ട് അവർ വിൽക്കാറുണ്ടായിരുന്നു. The girl and her mother had many false beliefs about India and Indians. Most of Indians were vegetarians. India was full of tigers, snakes and fevers. There were yogis in India. They did not eat meat. They had occult power. India were able to predict future, etc. ഈ പെൺകുട്ടിക്കും അമ്മയ്ക്കും ഇന്ത്യക്കാരെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ഒന്ന്, അവര് ഇന്ത്യക്കാരെല്ലാവരും വെജിറ്റേറിയൻസ് ആണ്. അവര് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ മുഴുവനും ടൈഗറും സ്നേക്കും ഫീവറൊക്കെ ഉള്ള നാടാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ യോഗികൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ യോഗികളും ഇറച്ചി കഴിക്കാറില്ല. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ദിവ്യ ശക്തികളുണ്ട്, ഒക്കോൾട്ട് പവേഴ്സ്. അതുപോലെ തന്നെ ഇവർക്ക് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെ, ഭൂതം ഭാവി വർത്തമാനം പറയാൻ പറ്റുന്ന ആൾക്കാരാണെന്നൊക്കെയാണ് ഇവരുടെ അന്ധവിശ്വാസം. ഗുപ്ത മെറ്റ് മിസസ് ക്ലിഫോർഡ് ഇൻ ദ കിച്ചൺ.
ഗുപ്ത കിച്ചണിലേക്ക് പോയി മീറ്റ് ചെയ്തു. ആരെ? നമ്മുടെ മിസസ് ക്ലിഫോർഡിനെ കണ്ടു. ഷി ആസ്ക്ഡ് ഗുപ്ത അബൌട്ട് ഇന്ത്യ ആൻഡ് ദ പഞ്ചാബ്. India is a beautiful country and the Punjab is fine place. Gupta said. Mrs. Clifford was glad to hear. ഇന്ത്യ ഒരു അടിപൊളി നാടാണ് കേട്ടോ, പഞ്ചാബ് അതിനേക്കാൾ അടിപൊളിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ നമ്മുടെ മിസസ് ക്ലിഫോർഡിന് അമ്മയ്ക്ക് ഒരു സമാധാനമായി. ഗുപ്ത went upstairs. It was a poor house. The furniture was cheap. The carpet was torn, but everything was clean. There were a glass book case and a violin. Maggie had learned some music by herself. She was hardworking. ഒന്നുമില്ല, ആ വീടിനെ പറ്റിയൊക്കെ പറഞ്ഞത് മാഗി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്, അവൾക്ക് മ്യൂസിക് ഇഷ്ടമാണ്, വയലിൻ വായിക്കുന്ന കുട്ടിയാണ്. ആഫ്റ്റർ ടീ മാഗി ഷോഡ് ഗുപ്ത എ റിംഗ്. എ യോഗി ഹാവ് ഗേവ് ദിസ് ടു ഫ്രാങ്ക്. ഇറ്റ് വാസ് എ മാജിക്കൽ റിംഗ്, സോ ദേ ബിലീവ്ഡ്. Gupta was an Indian. He might be able to know about Frank by looking into the ring. Maggie and her mother thought. അപ്പോൾ ഫ്രാങ്ക് പണ്ട് ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന ഒരു മോതിരം കാണിച്ചു കൊടുത്തു. ഈ മോതിരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മോതിരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ആരെ കാണാൻ പറ്റും, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ആളെ കാണാൻ പറ്റുമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാരനായതുകൊണ്ട്, വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇയാൾക്കും അതിന് സാധിക്കുമെന്നാണ് ഈ പാവങ്ങളുടെ വിശ്വാസം. ഗുപ്ത ന്യൂ സൂപ്പർസ്റ്റിഷൻസ് were not only in India. It was the brass ring with an ordinary glass of pizza. Gupta could not see anything in the ring. Gupta കുറെ നോക്കി ഇതൊന്നും കാണുന്നില്ല. പക്ഷേ മാഗി ആൻഡ് മദർ were disappointed. ഇത് കണ്ടപ്പോൾ അയാൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുണ്ടപ്പോൾ അവർ വളരെ നിരാശരായി. അവരുടെ മകനെയാണ് അവർ കാണാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Gupta changed the subject. He asked Maggie to play the violin and she did it. Gupta praised her a lot. The home visit touched Gupta very deeply. More visits. പിന്നെയും ഒരുപാട് തവണ അയാൾ സന്ദർശിച്ചു. 3 months passed. Gupta visited Maggie and her mother several times. He took Maggie to zoo. Later on the query, Gupta knew that Frank was fighting on the border in India. Mrs. Clifford was very much worried when she heard it. കൂടുതൽ ഈ ഫ്രാങ്കിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഫ്രാങ്ക് ഇന്ത്യയിലെ ഒരു ബോർഡറിൽ, അല്ലെ പഞ്ചാബ് ബോർഡറിൽ എന്ത് ചെയ്യാണ്, യുദ്ധത്തിലാണെന്ന് മനസ്സിലായി. അതോടുകൂടിയിട്ട് ഇവളുടെ അമ്മയുടെ അസുഖം കൂടി, ടെൻഷനായി. ഇനി ഗുപ്തയുടെ മാഗിയുടെ വീട്ടിലുള്ള അവസാനത്തെ സന്ദർശനം പറയുന്നത്, വൺ ഡേ ഗുപ്ത റിസീവ്ഡ് എ പോസ്റ്റ് കാർഡ് ഫ്രം മാഗി. മാഗിയുടെ കയ്യിൽ നിന്നും ഗുപ്തയ്ക്ക് ഒരു പോസ്റ്റ് കാർഡ് കിട്ടി ഒരു ദിവസം. മാഗീസ് മദർ വാസ് സീരിയസ്ലി ഇൽ. അമ്മയ്ക്ക് വല്ലാത്ത അസുഖമാണ്. മാഗി വാസ് നോട്ട് ഏബിൾ ടു ഗോ ഫോർ വർക്ക്. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാനും സാധിക്കുന്നില്ല. വയ്യാത്ത അമ്മയായിട്ട് എങ്ങനെയാ ജോലിക്ക് പോവാ? ഷീ വാണ്ടഡ് ടു സീ ഗുപ്ത. എനിക്ക് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഗുപ്ത വെന്റ് ടു ലാംപത്ത് എന്ന് പറയുന്ന അവരുടെ വീട്ടിലേക്ക്, ആ സ്ഥലത്തേക്ക് അയാൾ പോയി. മിസസ് ക്ലിഫോർഡ് വാസ് അസ്ലീപ്പ്. മിസസ് ക്ലിഫോർഡ് എന്ന് പറയുന്ന അമ്മ ഉറങ്ങായിരുന്നു. Maggie said her mother wanted to see Gupta. Mrs. Clifford was much worried about her son. She wanted to know what had happened to him. Mr. Gupta was an Indian, a Hindu. He would be able to look into the ring and say something about Frank. നിങ്ങൾക്ക് ഈ മോതിരത്തിലേക്ക് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മയെ ഒന്ന് രക്ഷിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുകയാണ്. ഫ്രാങ്കിനെ കുറിച്ച് വല്ല വിവരവും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് പറയണമെന്ന് പറയാണ്. മാഗി വാസ് വീപ്പിംഗ്. ഇതും പറഞ്ഞ് മാഗി വീപ്പയാണ്. വീപ്പയ്യാന്ന് പറഞ്ഞാൽ തേങ്ങിക്കരയാണ് കേട്ടോ. നൗ ഷീ ഹാഡ് എ റിക്വസ്റ്റ് ടു ഗുപ്ത. ഇറ്റ് വാസ് ടു ലുക്ക് ഇൻ ടു ദ റിംഗ് ആൻഡ് ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക് വാസ് അലൈവ്. നിങ്ങളൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? ഈ റിംഗിലേക്കൊന്ന് നോക്കുക, എന്നിട്ട് ഇങ്ങനെ പറയണം. എന്ത് പറയണം? ഈ ഫ്രാങ്കിന് ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ മകൻ ജീവനോടെ ഉണ്ട് എന്നൊന്ന് പറഞ്ഞാൽ മതി. അമ്മ അസുയുടെ രോഗം മാറും. മിസസ് ക്ലിഫോർഡ് വാസ് സീരിയസ്ലി ഇൽ. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് എ വറി അബൌട്ട് എ സൺ. മകനെക്കുറിച്ചുള്ള വ്യാധിയിലാണ് അവരുടെ ഈ രോഗമുള്ളത്. ഗുപ്താസ് വേർഡ്സ് വുഡ് സേവ് ഹർ. Gupta agreed and did so. Mrs. Clifford became happy. She recovered from her illness. A lie saved a life. Okay, എന്ന് വെച്ചാൽ അയാൾ കളവ് പറഞ്ഞു, അമ്മയുടെ അസുഖം മാറി, അവൾ റിക്കവറായി. ഒരു കളവ് കൊണ്ട് അവളുടെ അസുഖം മാറിക്കിട്ടി. ലാസ്റ്റ് മീറ്റിംഗ് ഓഫ് മിസ്റ്റർ ഗുപ്ത ആൻഡ് മാഗി. ദ ടൈം ഓഫ് ഗുപ്താസ് റിട്ടേൺ ടു ഇന്ത്യ കെയിം. അങ്ങനെ ഗുപ്ത ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്ന സമയമെത്തി. ഹി റോട്ട് എ ലെറ്റർ ടു മാഗി. അയാളൊരു കത്ത് എഴുതി. ആർക്ക്? മാഗിക്ക്. സേയിങ് ദം ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടായിരിക്കും കത്ത് എഴുതിയത്? വീട്ടിൽ പോയി പറയാതിരുന്നത്? കാരണമുണ്ട്. ഹി ഡിഡ് നോട്ട് വാണ്ട് ടു മീറ്റ് മിസസ് ക്ലിഫോർഡ്. മിസസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. ഹി വാസ് അഷെയിംഡ്. അദ്ദേഹത്തിന് ലജ്ജയായിരുന്നു. എന്താ കാരണം? ഹി ടോൾഡ് ഹർ ദാറ്റ് ഫ്രാങ്ക് വാസ് എലൈവ്. അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രാങ്കിന് ജീവനോടെ ഉണ്ട്. അന്ന് മോതിരം നോക്കി പറഞ്ഞില്ലായിരുന്നോ? ഇറ്റ് വാസ് എ ലൈ. അതൊരു കള്ളമായിരുന്നു. ഫ്രാങ്ക് ഹാഡ് ഡൈഡ് ഇൻ ദ വാർ. ആ സമയത്ത് ശരിക്കും ഫ്രാങ്ക് ആ വാറിൽ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് ദ മോർണിംഗ് ഓഫ് ദിസ് ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ. അദ്ദേഹം ലണ്ടനിലുള്ള അവസാനത്തെ ദിവസമായിരുന്നു, രാവിലെ ആയിരുന്നു അന്ന്. മാഗി കെയിം ടു സീ ഹിം. അന്ന് രാവിലെ മാഗി അയാളെ കാണാനെത്തി. ഷീ ഗേവ് ഹിം എ ഷില്ലിംഗ്. ഒരു ഷില്ലിംഗ് എന്ന് പറയുന്നൊരു നാണയമാണ്. ആ നാണയം അവൾ
കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആ പൈസ അയാൾക്ക് കൊടുത്തു. എന്തിനാണെന്നറിയോ? ഇറ്റ് വാസ് ടു ബൈ ഫ്ലവേഴ്സ് ഫോർ ഹർ ബ്രദേഴ്സ് ഗ്രേവ്. തൻ്റെ ബ്രദറിൻ്റെ കുഴിമാടത്തിൽ നിക്ഷേപിക്കാൻ കുറച്ച് പൂക്കൾ, സമർപ്പിക്കാൻ കുറച്ച് പൂക്കൾ നിങ്ങൾ വാങ്ങണം, ഈ പൈസ കൊണ്ട് വാങ്ങണം എന്ന് പറഞ്ഞു. ഹെർ ഐസ് were filled with tears. ഇതും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുപ്ത ഫസ്റ്റ് തോട്ട് ഓഫ് റിട്ടേണിംഗ് ദ ഷില്ലിംഗ്. മോളെ, ഇന്ത്യയിൽ പൂക്കൾ ഫ്രീ ആണ്, അവിടെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, ഇത് നീ വെച്ചോ, നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ അല്ലേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് അയാൾക്ക് തോന്നി വേണ്ട, ആ പൈസ വാങ്ങിക്കാം. എന്തിനാ? She had earned it with so much of hard work. One second thought he accepted it. It was Maggie's love and sacrifice for her brother. തൻ്റെ സഹോദരന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒരു ത്യാഗം ചെയ്യാനുള്ള അവളുടെ ആ ഒരു അവസരം ഞാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, കളയുന്നില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹം അവളുടെ കയ്യിൽ നിന്ന് ആ പൈസ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞു. ഇത്രയാണ് ആ ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്റർ സെറ്റല്ലേ മക്കളെ? ചാപ്റ്റർ ക്ലിയർ അല്ലേ? ചാപ്റ്റർ നിങ്ങൾക്കൊക്കെ ഓൾറെഡി അറിയാം. ചില കാര്യങ്ങൾ, ചില ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വിട്ടുപോയിട്ടുണ്ടാവും. ആ വിട്ടുപോയതൊന്ന് ചേർത്ത് വെക്കാനാണ് ഞാൻ ഇത്രയും കാര്യം നേരം എന്ത് ചെയ്തത്, ഇത് പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചസ് ആണ്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുക്കുക. ക്യാരക്ടറിന്റെ പേര് എന്നായിരിക്കും ഹെഡിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ആ ക്യാരക്ടറിന്റെ പേര് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നു. ശേഷം ബിഗിൻ യുവർ സ്റ്റഡി മീൻസ് ക്യാരക്ടർ സ്കെച്ച് ടെലിംഗ് ഹൂ ആൻഡ് വാട്ട് ദ ക്യാരക്ടർ ഇസ്. ഈ ക്യാരക്ടർ സാർ പേര് പറയുമോ? ദൈവമേ, പേരറിയില്ല. എടാ, എൻ്റെ പേരെന്താന്ന് പറഞ്ഞു കൊടുക്കണം. എന്താ എൻ്റെ പേര് സാർ? ക്യാരക്ടർ സ്കെച്ച് വരുമോ? ക്യാരക്ടർ സ്കെച്ച് വരാം. സാധാരണ വന്നുകൊണ്ടിരിക്കുന്നതാണോ ക്യാരക്ടർ സ്കെച്ച്? അതുകൊണ്ടാണ് ക്ലാസ് ഇപ്പോൾ കഴിയുന്നു ചോദിക്കുന്നത്, തീരുമ്പോൾ കഴിയും. ക്ലിയർ. സോ യുവർ നെയിം, എൻ്റെ പേര് ഞാൻ പറയാം. എൻ്റെ പേര് MOHAMMED, മുഹമ്മദ് ഷാജു എന്നാണ് കേട്ടോ. മുഹമ്മദ് ഷാജു എന്നാണ് എൻ്റെ പേര്. SJ എന്നാണ് എൻ്റെ കോഡ്. ആൻഡ് ദിസ് ഇസ് മൈ ID, ഷോ NV. ഓക്കെ, ഇതാണ് ഷാജു സാർ. ഓക്കെ, ഷാജു. കുറേ ആൾക്കാർക്കൊക്കെ പരിചയമുണ്ട്, കുറേ ആൾക്കാർക്ക് പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും പരീക്ഷ നമ്മൾ സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉച്ചയ്ക്ക് നമ്മളിതാ ഇങ്ങനെ വണ്ടി ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എസ്സേ വരും, ആർട്ടിക്കിൾ വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ ഗാന്ധി കേമെന്ന് ഏറ്റവും കൂടുതൽ സാധ്യത ചോദിക്കാനുള്ളത്, അതിനകത്തൊരു ടെക്സ്റ്റ് ബുക്ക് പറയുന്ന ചാപ്റ്റർ ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ ലെറ്റർ ടു എഡിറ്ററാണ്. 6 മാർക്കിൻ്റെ ചോദ്യം വരുന്നതാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എസ്സേ ആയിട്ട് ചോദിക്കുന്ന നമ്മുടെ ഏറ്റവും അവസാനത്തെ 8 മാർക്കിൻ്റെ ചോദ്യവും നമുക്ക് ഗാന്ധി ഗെയിമിൽ നിന്നും ഒരു കോമൺ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആ ചാപ്റ്റർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഗാന്ധിജിയെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 8 മാർക്കിൻ്റെ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യവും നമുക്ക് അവിടെ നിന്ന് വരാറുണ്ട്, സാധാരണ വരാറുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വരാനുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള മാഗിയുടെ ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ടെക്സ്റ്റ് പറയുന്ന ചോദ്യമാണ് മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച്, അതുപോലെ ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ഉണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ക്യാരക്ടറിന്റെ പേര് എഴുതുന്നു, ഈ ക്യാരക്ടർ ഏത് ചാപ്റ്ററിൽ, ആരെഴുതിയ ചാപ്റ്ററിൽ, ഇത് ആദ്യം പറയണം. മാഗി ഈസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഏതാണ് ഇൻ ദ സ്റ്റോറി? ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് റിട്ടൺ ബൈ അതാണ് പ്രഭാത് കുമാർ മുഖോപാധ്യായ് എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങണം. ഇനിയോ കണ്ടിന്യൂ ടു റൈറ്റ് ദ അസസ്മെന്റ് ഓഫ് ദ ക്യാരക്ടറിനെ പറ്റിയിട്ട് നമ്മൾ വിശദീകരിച്ച് എഴുതുക. ക്യാരക്ടറിന്റെ എന്താ പറയുക, ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അല്ലെ, അവളുടെ വയസ്സ് പറയുന്നുണ്ട്, അവളുടെ മുടിയുടെ നീളം പറയുന്നുണ്ട്, കണ്ണുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഡ്രസ്സുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ പറയണം. അവളുടെ ജോലി എന്താണ്, അവളുടെ അംബീഷൻ എന്താണ്, അവൾ എങ്ങനെയുള്ള മോളാണ്, ലവബിൾ ആണ്, അതുപോലെ തന്നെ അവളുടെ കാര്യങ്ങളെക്കാളും അവളുടെ അമ്മയെ സ്നേഹിക്കുന്നു, ബ്രദറിനെ സ്നേഹിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവളെ ഷെല്ലിങ് കൊടുത്ത കാര്യം വരെ പറയാം നമുക്ക്. ഇനിയോ കൺക്ലൂഡ് ബൈ ടെല്ലിങ് ഹൗ ദ ക്യാരക്ടർ ഇൻഫ്ലുവൻസ്ഡ് യു. ആ ക്യാരക്ടർ നമ്മളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് കൊണ്ട് വീഴും. നോക്കുക, നമുക്ക് മാഗിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ചിലേക്ക് പെട്ടെന്ന് വരാം. മാഗി ഓർ ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അത്ര എഴുതിയാൽ മതി. ഇനി അതിന് കൂടെ ഓതറ പേര് കിട്ടുകയാണെങ്കിൽ അതും കൂടെ എഴുതിയാൽ അടിപൊളി. ഓക്കെ, എന്താണ് മാഗി ഓർ ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്? പേര് പറക്കോ, ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. ഓക്കെ, ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി. ഏതാണ്? ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, ഇനിയോ ഷീ ഈസ് 13 years old. 13 വയസ്സുള്ള കുട്ടി. 13-14 ആണ്. ഓക്കെ, 13 എഴുതിക്കോ, കുഴപ്പമില്ല. Her eyes and clothing showed her poverty. അവളുടെ കണ്ണുകൾ കണ്ടാൽ അറിയാം, അവളുടെ വേഷം കണ്ടാൽ അറിയാം ദാരിദ്ര്യമാണ്. Then
ഹർ അയ്യോ ദാരിദ്ര്യം നമ്മൾ അറിയില്ല. ഹർ ഫാമിലി ഇൻക്ലൂഡ്സ് ഹർ വിഡോഡ് മദർ ആൻഡ് എ ബ്രദർ. അവളുടെ ഫാമിലി ആരൊക്കെ ഉണ്ട്? ഒരു വിഡോഡ് മദർ ഉണ്ട് അല്ലെ, വിധവയായ അമ്മയുണ്ട്. അതുപോലെ തന്നെ ആരുണ്ട്? ഒരു ബ്രദർ ഉണ്ട്, ഫ്രാങ്ക് എന്ന് പറയുന്ന ബ്രദർ ഉണ്ട്. ഹി വാസ് വർക്കിംഗ് ആസ് എ സോൾജർ ഇൻ പഞ്ചാബ്. പഞ്ചാബില് ഒരു ആരായിട്ടുള്ളതാണ് അവന്? ആരാണ് ബ്രദർ? ആരാണ്? ഒരു സോൾജർ ആണ് കേട്ടോ. മാഗി മെറ്റ് മിസ്റ്റർ ഗുപ്ത അറ്റ് എ റെസ്റ്റോറന്റ്. ഒരു റെസ്റ്റോറന്റിൽ ഒരു ദിവസം മാഗി മിസ്റ്റർ ഗുപ്തയെ, നമ്മുടെ കഥാനായകനെ കണ്ടുമുട്ടുകയാണ്. ഇയാളാരാ കഥാനായകൻ? മിസ്റ്റർ ഗുപ്ത ആരാ? മിസ്റ്റർ ഗുപ്ത എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ സർവീസ് എഴുതിയിട്ട് പാസ്സായിട്ട് ലണ്ടനിൽ പോയ ഇന്ത്യക്കാരനാണ് കേട്ടോ. ഇന്ത്യയിൽ അന്നത്തെ സിവിൽ സർവീസ് എഴുതി കിട്ടിയിട്ട് അദ്ദേഹം വെക്കേഷൻ ഇതിന് വേണ്ടിയിട്ട് എവിടെ പോയതാണ്? ലണ്ടനിൽ പോയതാണ്. ലണ്ടനിൽ നിന്നും കുറച്ച് ദിവസം അവിടെ നിന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി നോക്കാം. ഷീ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹിം ഫോർ ദ അൺനോൺ റീസൺ. എന്തോ ഒരു കൗതുകം അവൾക്ക് തോന്നി. ഷീ ഷെയർഡ് എ സോറോ വിത്ത് മിസ്റ്റർ ഗുപ്ത. അയാളോട് അവളുടെ ദുഃഖങ്ങളൊക്കെ അവൾ പറഞ്ഞു. ഫോർ മാഗി ഇന്ത്യ വാസ് എ ലാൻഡ് ഓഫ് tigers, snakes and fevers. She believed that most of Indians were vegetarians. Maggie worked as a typist. Maggie ഒരു ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. She was not satisfied with her job. അവൾക്കാണെങ്കിൽ അവളുടെ ജോലിയിൽ ഒരു താല്പര്യമില്ല. ബിക്കോസ് ഇറ്റ് വാസ് മെക്കാനിക്കൽ. കാരണം ഇതിങ്ങനെ മെക്കാനിക്കലാണ്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ ഈ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിക്കുന്ന കാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ +2 കഴിയുന്നവരുള്ളൂ ഇപ്പോൾ സയൻസ് പഠിക്കുന്നത്, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ പഠിക്കാം. ആ ഒരു ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ടീഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഞാൻ കുഴപ്പമില്ല, വേറെ ടീഷർട്ട് ഇത് ഒഴിവാക്കണം, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ജോലി അങ്ങനെയല്ല മക്കളെ. ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവനും കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ നമ്മളിത് ഇങ്ങനെ പോകേണ്ട സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ കഷ്ടകാലമാണ്. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ജീവിക്കണമെങ്കിൽ എൻജോയ് ചെയ്യുന്ന ജോലിയായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ആ ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക? ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് എത്തുക, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരും. ഓക്കെ, ഏതായാലും ഷീ പ്ലേഡ് വയലിൻ വെരി വെൽ. നന്നായിട്ട് വയലിൻ വായിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവള്, മറക്കരുത് കേട്ടോ. ഷീ വാസ് എക്സ്ട്രീംലി കൺസേൺഡ് അബൌട്ട് ദ മദർ ഹു വർക്ക്ഡ് ഹാർഡ് ബൈ സെല്ലിംഗ് കേക്ക്സ് ആൻഡ് സപ്പോർട്ട് ഹർ. അവളെ സപ്പോർട്ട് ചെയ്യാൻ, കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, കേക്കുകൾ ഉണ്ടാക്കുന്ന അമ്മയെ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഓക്കെ, ഇനിയോ her mother, like her mother, she was also haunted by the thoughts of her brother Frank. അവളുടെ അമ്മയുടെ പോലെ തന്നെ അവൾക്കും ടെൻഷൻ ആയിരുന്നു ഈ പറയുന്ന ബ്രദറിനെ കുറിച്ച് ആലോചിച്ചിട്ട്, പട്ടാളത്തിലുള്ള ബ്രദറിനെ കുറിച്ച് ആലോചിച്ചിട്ട്. There had been no news from Frank for a long time. For a long time there was no news from the brother Frank. Okay, she gave away shilling to Mr. Gupta for buying flowers to keep on the grave of her brother. തൻ്റെ ബ്രദറിന്റെ ശവക്കല്ലറയിൽ വെക്കാൻ വേണ്ടിയിട്ട് പൂക്കൾ വാങ്ങാൻ ഷെല്ലിങ് അവള് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ പൈസ കൊടുക്കുകയാണ്. ഷീ ഈസ് എ സിമ്പിൾ ഓഫ് ലവ്, ഇന്നസെൻസ് ആൻഡ് ഡെഡിക്കേഷൻ. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. എന്താണ് അവളുടെ ക്വാളിറ്റീസ് ആണ് പറയുന്നത്, ക്യാരക്ടറാണ് പറയുന്നത്. ലവിൻ്റെയും ഇന്നസെൻസിൻ്റെയും ഡെഡിക്കേഷൻ, അപ്രീസിയേഷൻ ഓഫ് ദ പോയം വരുന്ന ടെക്സ്റ്റിലുള്ളത് നിന്നായിരിക്കുമോ? ടെക്സ്റ്റിലുള്ളത് നിന്നാവില്ല വരിക, അൺനോൺ പോയത്ത് നിന്നാണ് വരിക. 8 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ, ചെറിയ മാർക്കിൻ്റെ ആണെങ്കിൽ നമുക്ക് നേരത്തെ തരും, നമുക്ക് പഠിക്കാനുള്ളതായിരിക്കും. അൺനോൺ പോയാണ് തരിക, ആ അടിപൊളി. അത് നമുക്ക് ഒരു ഗുണമാണ്. പ്ലസ് ആ പോയം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ച ഏതൊരു പോയം അതിനൊരു ബന്ധമുണ്ട്. ചിലപ്പോൾ പച്ചക്ക് പറയും ഇന്ന പോയമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ പറയൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മനസ്സിലാക്കണം, ആ ഇഫുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അപ്പോൾ ഇഫിലെ കാര്യങ്ങൾ നമ്മൾ ഇതും കാര്യങ്ങളും, എന്നാലേ നമുക്ക് 2 പേജ് തയ്ക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? രാഹുലിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പോയം അപ്രീസിയേഷൻ ചോദിക്കുന്നത് അതല്ലേ പറഞ്ഞത്? റെഡി അല്ലേ മക്കളെ? അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ? മാഗി ഈസ് എ ടച്ചിങ് ക്യാരക്ടർ. അതാ എൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, എൻ്റെ ഒരു ടെൻഡൻസ് എന്താണ്? മാഗി ഈസ് എ ടച്ചിങ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. വെറുതെ അങ്ങോട്ട് പറയണേ, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെറ്റാക്കുക. ഓക്കെ, ഇനി അപ്പോൾ അതൊരു ഡൗട്ടാണ് എല്ലാ ആൾക്കാർക്കും ഉള്ള അല്ലേ? ഈ ക്യാരക്ടർ സ്കെച്ചിനെ പറ്റിയിട്ട്, അപ്രീസിയേഷനെ പറ്റിയിട്ട്. അപ്രീസിയേഷനൊക്കെ ഗംഭീരമായിട്ട് എഴുതണം, അടിപൊളിയാക്കി എഴുതണം. അതിനൊരു നിങ്ങളുടെ ഒരു യുണീക്ക് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. ഏറ്റവും നല്ലൊരു പരിപാടി ഞാൻ പറഞ്ഞുതരാം, കുറേ എഴുതാൻ വേണ്ടി ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ഇങ്ങനെ ലൈൻസ് ഉണ്ടാവില്ലേ? ലൈൻസ് ഇതപ്പോൾ ഇതേപോലെ ലൈൻസ് ഒന്നുണ്ടാവും കുറേ. ആ ലൈൻസ് ഒന്നും വന്നിട്ടല്ലോ നമ്മൾ അപ്രീസിയേഷൻ എന്താ പറയുക? ആ ലൈൻസ് ഒന്നും എഴുതാൻ പറ്റില്ലെങ്കിൽ ആ ലൈൻ ഇങ്ങോട്ട് കോട്ട് ചെയ്യാം. ആ ലൈൻ ഇങ്ങോട്ട് എഴുതിയിരിക്കുക, 2 ലൈൻ എഴുതിയിരിക്കുക. എന്നിട്ട് ആ 2 ലൈനിനെ വിശദീകരിച്ച് അങ്ങോട്ട് എഴുതാം. പിന്നെ അടുത്ത 2 ലൈൻ എഴുതാം, അതിനെ വിശദീകരിച്ച് ചെയ്താൽ. പോയറ്റിക് ഡിവൈസസ് എന്തായാലും പറയണം. നമുക്ക് സിമിലി മെറ്റഫർ ലൈമിംഗ് ബോർഡ്സ് ഒക്കെ കിട്ടൂലേ? അതൊക്കെ നേരെ അങ്ങോട്ട് എഴുതാം. ഇതുമായി ബന്ധപ്പെട്ടൊരു പോയം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അതും കൊണ്ട് എഴുതാം. നമ്മൾ പഠിച്ച സാധനമൊക്കെ പേപ്പറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എവിടെ ഒരു അവസരം കിട്ടിയാൽ അപ്പോൾ അതിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കുത്തി നിറയ്ക്കുക പേപ്പർ. ഓക്കെ, എന്ന് വെച്ചാൽ ഇങ്ങനെ ബളബള ഇതല്ല, ലെറ്റേഴ്സ് ഇമെയിലൊക്കെ പേജിലാണോ എഴുതേണ്ടത്? പിന്നെ എവിടെ എഴുതാ? അത് ശരി,
ഒറ്റ പേജിലാണോ ചോദിക്കുന്നത്? മിസ്റ്റർ ഗുപ്തയുടെ കാർഡ് സ്കെച്ച് ഉണ്ടോ? ഗുപ്തയുടെ കാർഡ് സ്കെച്ച് ഉണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. മിസ്റ്റർ ഗുപ്തയുടെ കാർഡ് സ്കെച്ച് ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. മിസ്റ്റർ ഗുപ്തയുടെ കാർഡ് സ്കെച്ച് എന്ന് പറഞ്ഞാൽ വലിയ ടെൻഷനൊന്നും ഇല്ല, വേഗം മനസ്സിലാവും. ഈ മാഗിയുടെ കാർഡ് സ്കെച്ച് പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ ഇയാളെ പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഞാനിവിടെ പറയാൻ സമയം കളയുന്നില്ല. മിസ്റ്റർ ഗുപ്ത ഇസ് എ നറേറ്റർ ഓഫ് ദ സ്റ്റോറി. കണ്ടോ, അയാളാണ് നറേറ്റർ എന്ന് ആദ്യം പറഞ്ഞു. അതന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ, മാഗിൻ്റെ ചാപ്റ്ററിലെ ആളാന്ന്. പിന്നെയോ, ഹീ ഈസ് എൻ ഇന്ത്യൻ സിറ്റിസൺ സ്റ്റേയിങ് ഇൻ ഇംഗ്ലണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, എവിടെ നിൽക്കുന്നത്? ഇംഗ്ലണ്ടിലാണ്. തൽക്കാലം പോയതാണ്. ഓക്കെ, ഹീ ഈസ് എ ലേൺഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് മാൻ. പഠിപ്പുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ. അപ്പോൾ അത് ബാക്കിയൊക്കെ നിങ്ങൾക്ക് കഥയുണ്ട്, നമുക്കറിയാം, അത് എഴുതിയാൽ മതി കേട്ടോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. I feel ashamed to face Mrs. Clifford, so I wrote a letter to them announcing my departure and bidding them goodbye. These are the Gupta's words in the story. ഗുപ്തയുടെ വാക്കുകളാണ്. എനിക്ക് അവരുടെ ലജ്ജയായിരുന്നു, അവരുടെ നേരെ മുമ്പ് ചെല്ലാൻ എനിക്ക് മടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പോവാണെന്നുള്ള കാര്യം ഞാനൊരു കത്തായിട്ട് എഴുതി. ഓക്കെ, കത്തല്ല, ഇവിടെ ഇമെയിലാണ് നമ്മളോട് ചോദിച്ചത്. ഇമെയിൽ എങ്ങനെ എഴുതുന്നതാണ് ചോദ്യം. ഓക്കെ, ഇനി നമ്മുടെ ഇമെയിലിലേക്ക് വരാം. സർ, ടൈം തികയോ? എന്തിന്? 1 മണിൻ്റെ ഉള്ളിൽ ഞാൻ തീർക്കോന്നാ? 2 മണിയാവും. അതോ എഴുതി തീരുമെന്നാ? ടെക്സ്റ്റ് ബുക്ക് പോയാൽ അപ്രീസിയേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പോരെ? അത്ര മതി, ജസ്റ്റ് നോക്കിയാൽ മതി. പോയ നന്നായിട്ട് പഠിക്കണോടാ. 8 മാർക്കിൻ്റെ പ്രൊഫൈലോ? അത് ആരാ പറഞ്ഞത്? 8 മാർക്കിൻ്റെ പ്രൊഫൈലൊന്നും തരില്ല, 6 മാർക്കിൻ്റെ പ്രൊഫൈൽ കേട്ടോ. PDF ഗ്രൂപ്പിലുണ്ടാവും കേട്ടോ, അത് നോക്കി വായിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്ക് പോയാൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, കാണുന്നില്ല. ഓക്കെ, ഇതവിടെ ഇമെയിൽ ശ്രദ്ധിക്കുക. ഇമെയിൽ നേരത്തെ നാച്ചു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെ ഒരു പെട്ടി വരയ്ക്കണം. പെട്ടിക്കകത്ത് 2 എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവണം, CC ഉണ്ടാവണം, BCC ഉണ്ടാവണം, ശേഷം സബ്ജക്റ്റ് ഉണ്ടാവണം. ഓക്കെ, ഇപ്പം എല്ലാവർക്കും എനിക്ക് റിപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല, കാരണം അത് ഒരുപാട് സമയം ലാഗ് ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട് ജെന്യുവൻ ആയിട്ടുള്ള ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എനിക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇതിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഞാനൊന്നും കാണുന്നില്ല, ഇതിങ്ങനെ വളരെ സ്പീഡിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് പേപ്പർ കണ്ടില്ലേ? എന്താണ് സാർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടേ? ഏത് ക്വസ്റ്റ്യൻ പേപ്പർ? എന്താ പറയുന്നത്? 8 മാർക്കിൻ്റെ പ്രൊഫൈല്. അത് യെസ്, 8 മാർക്കിൻ്റെ പ്രൊഫൈൽ. അത് ഞാൻ പറഞ്ഞില്ലേ, ചോദിക്കൂല, ഡോൺ വറി. ആ ഒരു കാര്യങ്ങൾ, ആ പാറ്റേൺ നിങ്ങൾ ആലോചിക്കണ്ട. 8 മാർക്കിൻ്റെ പ്രൊഫൈൽ വരില്ല, നിങ്ങൾ 6 മാർക്കിന് വരുള്ളൂ. ഓക്കെ, ഇത്രയും കാലം വന്നത് നമുക്ക് എന്തിനാണ് 6 മാർക്കിന് പ്രൊഫൈലാവുന്നത്. അപ്പോൾ അതും ഇപ്പോൾ 8 മാർക്കിന് വന്നതിൻ്റെ ശേഷം ഉണ്ടായ പുകിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തായിരിക്കും വരിക? 6 മാർക്കിൻ്റെ പ്രൊഫൈലാണ് വരിക, 8 മാർക്കിൻ്റെ എന്ത് വരില്ല എന്ന് വിചാരിക്കാം. ഇനി വന്നാൽ നമ്മൾ ഈ പറഞ്ഞ സാധനം മാത്രം എഴുതിയാൽ മതി. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് 2 പേജൊന്നും എഴുതാണ്ടാവില്ല. പ്രൊഫൈൽ, ഇപ്പോൾ ഡയറി, അതുപോലെ തന്നെ എഡിറ്ററിൻ്റെ ലെറ്റർ, അത് നമുക്ക് 8 മാർക്കിന് ഒന്നും വിചാരിക്കുക. എഡിറ്ററിൻ്റെ ലെറ്റർ 6 മാർക്കിന് വരുള്ളൂ. കഷ്ടകാലത്തിന് പറഞ്ഞ പോലെ ഏതോ ഒരു തലയിരുന്നതിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് 8 മാർക്കിന് ഒന്നും വിചാരിക്കുക. നമുക്ക് ഒരുപാടൊന്നും എഴുതാണ്ടാവില്ല, നമ്മൾ അത്ര എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ, കീ പോയിന്റ്സ് എന്ന് പറയാം, കീ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് തരണം. മനസ്സിലായില്ലേ? പ്രൊഫൈൽ നമുക്ക് അങ്ങനെ വാരി കളിച്ച് 2 പേജൊക്കെ എഴുതാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അത് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ആ പ്രപ്പോർഷൻസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ സെറ്റല്ലേ? അപ്പം അതാ ഞാൻ പറയുന്നത്, മോഡലിൽ വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. സബ്ജക്റ്റ് എഴുതുന്നു. നമ്മൾ എന്താണ് 2 എഴുതി, CC എഴുതി, BCC എഴുതി, സബ്ജക്റ്റ് എഴുതി. സബ്ജക്റ്റിൽ ഗുഡ് ബൈ റിട്ടേണിംഗ് ടു ഇന്ത്യ എന്നുള്ളത് സബ്ജക്റ്റാണ് എഴുതിയത്. ഇനി ഡിയർ മിസ്സസ് ക്ലിഫോർഡ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ശേഷം നേരെ നമ്മുടെ ആ ഒരു ഇമെയിൽ എന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ ഏത് തന്നെയാണ്? യെസ് മക്കളെ, ലെറ്ററിൻ്റെ ഫോർമാറ്റ് തന്നെയാണ്. ലെറ്റർ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ എഴുതിയിട്ട് അവസാനം മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസ് സോറി എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. വിത്ത് ലവ് മിസ്റ്റർ ഗുപ്ത. ഇത്രയും മതി നമ്മുടെ ഈ പറയുന്ന ഈ ഒരു സാധനം. ഓക്കെ, ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഞാൻ പറയാം. ടു ബി ഫ്രാങ്ക് വിത്ത് യു. ഡിയർ മിസ്സസ് ക്ലിഫോർഡ്, ഡിയർ അമ്മേ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? യെസ്, ടു ബി ഫ്രാങ്ക് വിത്ത് യു. നിങ്ങളോട് വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഐ ആം ഇൻ എ മെന്റൽ ഡിലേമ. ഒരു മാനസിക പ്രശ്നത്തിലാണ് ഞാൻ. ഹെൻസ് ഐ കാൺ മീറ്റ് യു ഇൻ പേഴ്സൺ. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് വരാൻ പറ്റാത്തത്. ടു ഇൻഫോം യു അബൌട്ട് മൈ ഡിപ്പാർച്ചർ ടു ഇന്ത്യ. ഇന്ത്യയിലേക്കുള്ള എൻ്റെ മടക്കിപ്പോക്കിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് വന്ന് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് വരാൻ പറ്റുന്നില്ല. എന്താ കാരണം അറിയോ? ബിക്കോസ് I wish I could, but I am ashamed to face you. I should admit I
did a lie to you. I had lied to you and gave you a false hope that your son is alive. It was a lie. ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അതൊരു കള്ളമായിരുന്നു. അത് എനിക്ക് വിഷമമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് നേരിട്ട് വരാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് തുടങ്ങി. ശേഷം ഇയാളുടെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ എന്താണ് മോർണിംഗിലാണ് ആയിരിക്കും. ഇപ്പോൾ മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ അല്ല, വിലാപത്തിലായിരിക്കും, മരിച്ചതിൻ്റെ ആ ഒരു ചടങ്ങിലായിരിക്കും ഇപ്പോൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ എന്താ പറയുക വിഷമത്തിൽ പങ്കുചേരുന്നു എന്നൊക്കെ പറയാം. കാര്യങ്ങളൊക്കെ കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചേർക്കാം. ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഇത്രയും കാര്യങ്ങൾ മതി കേട്ടോ. നെക്സ്റ്റ് after receiving the arriving in India, Oda paid a visit to Frank's grave in Fort Monroe near Dera Ghazi Khan. He writes a letter to Maggie narrating the incident, preparing a letter more than 100 words. ഇവിടെ ലെറ്റർ എഴുതാനാണ്. ഇത് എന്ത് ലെറ്ററാണ് മക്കളെ? ഇൻഫോർമൽ ലെറ്ററാണ്, ഫ്രണ്ട്ലി ലെറ്ററാണ് അല്ലേ? ഫ്രണ്ട്ലി ലെറ്ററാണ്. ഇയാള് നമ്മുടെ ഓദർ എവിടെ എത്തി? ഇന്ത്യയിലെത്തിയിട്ട് പഞ്ചാബിലുള്ള ദേരാഗാസി ഖാനിലുള്ള ഈ പറയുന്ന ഫ്രാങ്കിന്റെ ശവക്കല്ലറയിൽ പോയിട്ട് പൂക്കളൊക്കെ അർപ്പിച്ചു. എന്നിട്ട് അയാൾ ഒരു കത്ത് എഴുതാണ് ആർക്ക്? നമ്മുടെ മാഗിക്ക്. ആ മാഗിക്കുള്ള ലെറ്റർ എങ്ങനെയായിരിക്കും? ഫ്രണ്ട്ലി ലെറ്റർ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഫ്രം അഡ്രസ്സ് അല്ലെങ്കിൽ സെൻഡേഴ്സ് അഡ്രസ്സ് എഴുതാം. ഇനി പ്ലേസ് മാത്രം എഴുതിയിരിക്കുക. പ്ലേസ് മാത്രം എഴുതിയാലും മതി കേട്ടോ. പ്ലേസ് മാത്രം എഴുതിയാലും മതി. ശേഷം നമ്മൾ ഡേറ്റ് എഴുതണം. അപ്പോൾ ഇവിടെയൊക്കെ ഡേറ്റ് ഇവിടെയാണ് എഴുതി കാണുന്നത്. അവിടെ എഴുതിയാലും മതി, പക്ഷെ ഇവിടെ എഴുതിയാലാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ തെറ്റിപ്പോവില്ല, മറന്നുപോകില്ല. ശേഷം നമ്മൾ ഡിയർ മാഗി എന്ന് എഴുതി, ഗ്രീറ്റിംഗ്സ്, ഫൈൻ, ഹോപ്പ് യു ആർ ദ സെയിം എന്ന് പറയുന്ന നമ്മളൊരു ഓപ്പണിംഗ് പാരഗ്രാഫ്. 3 പാരഗ്രാഫുകൾ നിർബന്ധമാണ് കേട്ടോ. 3 പാരഗ്രാഫുകൾ നിർബന്ധമാണ്. ആദ്യത്തെ പാരഗ്രാഫാണ് നമ്മൾ ഈ പറഞ്ഞ ഓപ്പണിംഗ് പാരഗ്രാഫ് എന്ന് പറയുന്നു. സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. രണ്ടാമത്തത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ലെറ്ററിൻ്റെ ഒരു കാര്യങ്ങളില്ലേ, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു ഐ വിസിറ്റ് യുവർ ബ്രദേഴ്സ് Frank's grave last week. I also brought flowers with the money you gave me. നീ എനിക്ക് തന്ന പൈസ കൊണ്ട് ഞാൻ പൂക്കൾ വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. I wish that you were also with me. ഞാൻ വിചാരിച്ചു നീയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അല്ലേ. I prayed for your family. ഞാൻ നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് മോളെ. I am sure that you will be blessed by your brother. നിന്റെ ബ്രദറിന്റെ അനുഗ്രഹം നിന്റെ മേൽ എപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Then Maggie, you try to visit Punjab with your mother. I will take you to your brother's tomb. Let me inform your arrival. Convey my regards to all your family members. ഇതാണ് എന്ത് നമ്മുടെ മൂന്നാമത്തെ പാരഗ്രാഫ്, ക്ലോസിംഗ് പാരഗ്രാഫ് എന്ന് പറയും. അപ്പോൾ ഈ തേർഡ് പാരഗ്രാഫിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണം. അപ്പോൾ താഴെ യോസ് ലവിംഗ്ലി ഗുപ്ത, ഇത് ഇപ്പുറത്തെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പുറത്തെ എഴുതിയാലും കോംപ്ലിമെന്ററി, ക്ലോസ് ഇപ്പുറത്തെ എഴുതിയാലും കുഴപ്പമില്ല. മാർജിനോട് ചേർത്ത് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏതായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് യെസ്, നമ്മുടെ ആദ്യം തന്നെ പ്ലേസ് എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു, ശേഷം ഡിയർ ഫ്രണ്ട് എന്ന് എഴുതുന്നു, അല്ലെങ്കിൽ ഡിയർ മാഗി എന്നോ ആരാണോ അത് എഴുതാനുള്ളത്. ശേഷം നമ്മൾ സബ്ജക്റ്റ് ഒന്നും എഴുതേണ്ട, 3 പാരഗ്രാഫുകളായിട്ടിരിക്കുന്നു. മൂന്നാമത്തെ പാരഗ്രാഫും ഒന്നാമത്തെ പാരഗ്രാഫും ഒരൊറ്റ ലൈനായാലും മതി. താഴെ യുവേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പകുതിയിലേറെ മാർക്കും കിട്ടും. 2 മാർക്കൊക്കെയാണ് നമുക്ക് ഈ ഗ്രാമർ മിസ്റ്റേക്കിനൊക്കെ പോവുക കേട്ടോ. അപ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യം അല്ലെങ്കിൽ ഒരു 6 മാർക്കിൻ്റെ ചോദ്യത്തിനൊക്കെ നമുക്ക് ഇത്രയും മാർക്ക്, 2 മാർക്ക് പോയാലും 4 മാർക്ക് കിട്ടാണ്ട് ഗ്രാമർ തെറ്റുമോ എന്ന് പേടിച്ചിട്ട് ആരും എഴുതാതിരിക്കരുത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ടെലിഫോണിക് കോൺവെർസേഷൻ ആണ് ഒരു തവണ ചോദിച്ചത്. നമുക്ക് നോക്കാം എന്താ ടെലിഫോണിക് കോൺവെർസേഷൻ. ടെലിഫോണിക് കോൺവെർസേഷൻ ബിറ്റ്വീൻ മാഗി ആൻഡ് ഗുപ്ത. മാഗിയും ഗുപ്ത എന്നുള്ള ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ആണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. മാഗി പറയുന്നു, ഹലോ, ഈസ് ദിസ് മാഗി ഫ്രം ഇംഗ്ലണ്ട്? മാഗി പറയുന്നു, ഹലോ, ദിസ് ഇസ് മാഗി ഫ്രം ഇംഗ്ലണ്ട്. മേ ഐ സ്പീക്ക് ടു മിസ്റ്റർ ഗുപ്ത? ഗുപ്ത, ഹായ് മാഗി, ഇറ്റ് ഈസ് മീ, സോ നൈസ് ടു ഹിയർ ഫ്രം യു. ഓക്കെ, ജസ്റ്റ് വായിച്ചാൽ മതി, നമുക്ക് കിട്ടും. Maggie, I received your letter yesterday. Thank you so much for the taking trouble for me. My mother has also asked to express her gratitude. Gupta, oh, it is nothing, Maggie. Why do you become so formal? I know how dearly you loved your brother, and this was the only thing I could do for you. എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊരു ചോദ്യം ഉത്തരം. ഒരാൾ തന്നെ കുറേ ഇങ്ങനെ ഒരു എസ്സേ പറയാം, അതല്ല, ഒരാൾ പറയുന്നു അതിന് ആൻസർ മറ്റാൾ പറയുന്നു. ഈ രീതിയിൽ പോകുന്നത് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ഇനി ഇതിനൊരു തുടക്കം ഉണ്ടായിരിക്കണം. ആ തുടക്കമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഏത്? ഹലോ, ദിസ് ഇസ് മാഗി ഫ്രം ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയില്ലേ, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതുപോലെ തന്നെ ഒരു അവസാനിപ്പിക്കലുണ്ടാവണം. ഒന്നും പറയാതെ ആ ശരി വെച്ചാളെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകില്ല ഉണ്ട്. അതിനൊരു അവസാനിപ്പിക്കലുണ്ടാവും. എങ്ങനെ? ഇവിടെ അവസാനിപ്പിക്കാൻ നോക്കുക. ഓക്കെ മിസ്റ്റർ ഗുപ്ത, ലെറ്റ് മീ ഹാങ് അപ്പ് നൗ. കണ്ടോ, വിളിച്ച ആളാണ് ആദ്യം വെക്കാൻ പറഞ്ഞത്. നമ്മളൊക്കെ അങ്ങനെയല്ല അല്ലേ, നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ വേറെ ഒന്നുമില്ലല്ലോ വെച്ചാൽ ഇതാണ് പറയാ. പക്ഷെ അങ്ങനെയല്ല പറയേണ്ടത്, വിളിച്ച ആളാണ് പറയേണ്ടത് വെക്കാണെന്ന്. എങ്ങനെയാ പറയാ?
Mr. Gupta, let me hang up you now. ഞാനിപ്പം വെക്കാണ് കേട്ടോ. I have no words to express my gratitude. I can only say that say you are my Frank reborn. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. You are my Frank reborn. നിങ്ങൾ എൻ്റെ ബ്രദർ തന്നെയാണ്. ഫ്രാങ്ക് എന്ന തന്നെയാണ്. ഫ്രാങ്ക് പുനർജനിച്ചതാണ് നിങ്ങളിലൂടെ എന്ന് പറയാം. എന്നിട്ടോ ഗുപ്ത, ലവ് യു സിസ്റ്റർ, ലവ് യു ഡിയർ ബ്രദർ, ഡിങ് വെച്ചു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക വളരെ പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ തുടക്കം ഉണ്ടായിരിക്കണം, ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം, പറയുന്നത് എന്താണെന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, ശേഷം എന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കണം പറയുന്നത്. അവസാനം നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ ഒന്ന് ഇമോഷണൽ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്ത് കണ്ടില്ലേ, ആ വായിക്കുന്ന ടീച്ചറുടെ കണ്ണ് കുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ എന്നൊരു തോന്നൽ അവർക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവർ അവസാനിപ്പിക്കൽ കൊടുത്താൽ പൊളിയാണ്. ഓക്കെ, ഇനി നറേഷനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തും നറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഒരാൾ കഥ പറയുന്നതിനാണ് നറേഷൻ എന്ന് പറയാം. നറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കഥ പറയുന്നതിനാണ് നമ്മൾ നറേഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇപ്പം ഞാൻ എൻ്റെ കഥ പറയുകയാണെങ്കിൽ അത് ഫസ്റ്റ് പേഴ്സണിലായിരിക്കും പറയാം. റെഡി അല്ലേ? ഐ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് പേഴ്സൺ നറേഷൻ എന്ന് പറയാം. ഇപ്പം ഞാൻ നിങ്ങളുടെ കഥ പറയുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ദിവസം എന്നോടൊരു കുട്ടി ഇങ്ങനെ ചോദിച്ചു, ഹി ആസ്ക്ഡ് മീ, മനസ്സിലായില്ലേ? ഹി എന്നോ ഷീ എന്നോ വെച്ചിട്ടായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നറേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് പേഴ്സണിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പേഴ്സണിൽ എന്നെ കംപ്ലീറ്റ് പറഞ്ഞു പോവുക. ഒരു എക്സാമ്പിൾ നോക്കാം. ഗുപ്ത ഓൺ റിട്ടേണിംഗ് ടു ഇന്ത്യ നറേറ്റ്സ് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് മീറ്റിംഗ് മാഗി ആൻഡ് ഹിസ് ഫാമിലി ടു ഹിസ് ഫ്രണ്ട്സ്. ഗുപ്ത അയാളുടെ സുഹൃത്തുക്കളോട് കഥ പറഞ്ഞു കൊടുക്കുക. സിമ്പിൾ അല്ലേ? ഗുപ്ത പറയാൻ ഞാൻ അവിടെ പോയി, ഞാനിങ്ങനെ കണ്ടു, ഞാനത് കണ്ടു. ലാസ്റ്റ് വീക്ക് ഐ വാസ് ഇൻ ലണ്ടൻ വേർ ഐ ഹാഡ് എ ടച്ചിങ് എക്സ്പീരിയൻസ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ലണ്ടനിലായിരുന്നു, അവിടെ എനിക്ക് ടച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. വൺ ഡേ ഐ മെറ്റ് എ യങ് ടീനേജ് ഇംഗ്ലീഷ് ഗേൾ ഇൻ എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഞാൻ യങ് ടീനേജ് പെൺകുട്ടിയെ കണ്ടു. നിങ്ങൾക്ക് കഥ പറഞ്ഞൂടെ? ഗുപ്ത പറയുന്നത് പോലെ പറഞ്ഞൂടെ? ചോദ്യം മനസ്സിലാക്കണം ആദ്യം. ഗുപ്തയാണോ പറയുന്നത്, ഞാൻ ഗുപ്തയായിട്ടാണോ കഥ പറയേണ്ടത്, നറേറ്റ് ചെയ്യേണ്ടത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും സ്പീച്ചിനായിക്കോട്ടെ, നറേഷൻ ആയിക്കോട്ടെ, റൈറ്റപ്പ് ആയിക്കോട്ടെ, എല്ലാത്തിനും നമ്മുടെ കാർഡ് സ്കെച്ച് ആയിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം, ടൈറ്റിൽ കൊടുക്കണം. നിർബന്ധമൊന്നുമില്ല, കൊടുക്കുന്നത് നല്ലതാണ്. ടൈറ്റിൽ ഒരു ഹെഡിങ് കൊടുക്കാം, ഒരു അട്രാക്റ്റീവ് ആയിട്ട് എടുക്കുക. സ്പീച്ചിനൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഹെഡിങ്ങുകൾ കൊടുക്കാം. നമുക്ക് കോട്ടിങ്ങുകളിലൂടെ തുടങ്ങാം. കോട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവില്ലേ, ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോവർബുകളൊക്കെ അല്ലേ, അങ്ങനെ സാധനങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. അവർ 2-3 പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് എന്തായാലും അത് ഇതിനകത്ത് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഏതെങ്കിലും സ്റ്റേജ് ഞങ്ങൾ ഉപയോഗിക്കും എന്നൊരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് മറ്റവൻ്റെ പേപ്പറിൽ ഇല്ലാത്ത സാധനങ്ങൾ എൻ്റെ പേപ്പറിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനാണ് മാർക്ക്. മനസ്സിലായോ? എടാ, ഒരു 50 മാർക്ക് വരെ കിട്ടാന്ന് പറഞ്ഞാൽ ഈസിയാണ്, ഒരു പ്രയാസമില്ല. അതിന് മുകളിലേക്ക് കിട്ടാന്ന് പറഞ്ഞാലാണ് ടഫ്. ഓക്കെ, ആ ടഫാണ് ഞാൻ ക്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മുടെ പേപ്പർ യുണീക്ക് ആക്കാൻ വേണ്ടിയിട്ട് ശ്രീക സാർ അവസാനത്തെ യൂണിറ്റ് പഠിക്കണം. അവസാനത്തെ യൂണിറ്റ് പഠിക്കണം കേട്ടോ. അതെന്താണെന്നറിയോ, നമുക്കിപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ 8 മാർക്കിൻ്റെ ചോദ്യം അല്ലെങ്കിൽ 24 മാർക്ക് 30 മാർക്കിൻ്റെ ചോദ്യം വരുന്ന തൊട്ട് മുമ്പുള്ള മേഖലയുണ്ടല്ലോ, ഇതിനൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ഓപ്ഷൻസിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഈ പറഞ്ഞ ലാസ്റ്റ് യൂണിറ്റ്. പക്ഷേ ആ ലാസ്റ്റ് യൂണിറ്റിൽ നിന്നും ഒരു ഈസി ചോദ്യം വന്നിരിക്കുന്നത് സൈബർ സ്പേസ് ആണ്. അതിൻ്റെ ഇൻ്റർനെറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വായ തോന്നിയൊക്കെ എഴുതാം. അതെന്തിനാ ഒഴിവാക്കണത് അല്ലേ? തൊട്ട് മുമ്പുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ആൻഡ് ഗാന്ധി ഗെയിമിൽ ഒരു എസ് എഴുതാനും. ഗാന്ധി ഗെയിം ഇപ്പോൾ നമുക്ക് പച്ചവെള്ളം പോലെ മനസ്സിലായി, എന്നാലും കുറച്ചുകൂടെ ഈസി ഏതാ, സൈബർ സ്പേസ് അല്ലേ, ഇൻ്റർനെറ്റ് അല്ലേ, അതാ നല്ലത് കേട്ടോ. പോയിന്റ് ഇതൊക്കെ ചെയ്താൽ മാർക്ക് കിട്ടില്ലേ? പോയിന്റ് ആക്കി എഴുതരുത്, ദൈവമേ. പോയിന്റ് ആക്കിയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചെന്നാണ്. ക്യാരക്ടർ വെച്ച് പോയിന്റ് ആക്കി എഴുതരുത്, ഒരു കുന്തവും പോയിന്റ് ആക്കി എഴുതരുത്. ഓക്കെ, പ്രൊഫൈൽ പോയിന്റ് ആക്കി എഴുതരുത്. ആണോ എങ്ങനെയെങ്കിലുമൊക്കെ സെൻറ്റൻസ് ആക്കിയിട്ട് വലിച്ചു നീട്ടിയിട്ട് എഴുതാം. പോയിന്റ് തന്നെ ആയിരിക്കും നമ്മൾ എഴുതുന്നത്, പക്ഷെ എന്താ ചെയ്യുക, ഇത് വലിച്ചു നീട്ടി പാരഗ്രാഫുകളാക്കിയിട്ട് തന്നെ എഴുതാം കേട്ടോ. ഓക്കെ, മോഡൽ എക്സാമിൻ്റെ ആക്ടിവിറ്റി പാറ്റേൺ പോലെയല്ലേ മിക്കവാറും. ഇനി നമ്മുടെ ഈ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു വെച്ചോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്നാക്ക് കഴിക്കുന്ന സമയത്ത്, വൈകുന്നേരം സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് കഥയെക്കുറിച്ചൊന്ന് ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റിവ്യൂ, സ്റ്റോറി റിവ്യൂ ഒന്ന് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു അഡീഷണൽ റീഡിങ് മാത്രമാണ്. ഓക്കെ, അഡീഷണൽ റീഡിങ് മാത്രമാണ്. റീഡിങ് കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും. ഓക്കെ,
നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കാണ്. ദ ട്രിപ്പ് ഓഫ് ലീഹോർല. ലീഹോർല എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഗീഡി മോപ്പസെൻ്റ് ആണ് നമ്മുടെ ഓതർ, ഗീഡി മോപ്പസെൻ്റ്. ഓക്കെ, ഗീഡി മോപ്പസെൻ്റ്. പ്രിപ്പറേഷൻ ഓഫ് ടേക്ക് ഓഫ് വലിയ ചാപ്റ്ററാണ്. നമുക്ക് സമ്മറി പറയാം, വേഗം നോക്കാം. സമ്മറി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു, അതിനെങ്ങനെ ആൻസർ എഴുതുന്നു, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വേഗം നോക്കല്ലേ. സെറ്റല്ലേ? വിശക്കുണ്ടെങ്കിലല്ലേ PDF തരില്ലേ? PDF തരടോ മെഹറൂഫ്. PDF ഒക്കെ ഉണ്ട്. സ്നാക്ക് ഒന്നുമില്ല ഇവിടെ, ഈവനിങ് സ്നാക്ക് ഒന്നുമില്ല. ഓഹോ, അവിടുത്തെ ഹോസ്റ്റലാണോ? അപ്പോഴേ വിശക്കുണ്ടെങ്കിൽ വല്ല ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിച്ച് നിൽക്കുക, ഫ്രീ ആയിരിക്കുക. വയറിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. വയറ് വിഷമിച്ചാൽ നമുക്ക് ഇത് വർക്ക് ചെയ്യില്ല, അപ്പോൾ അത് പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കിതിപ്പോൾ അത്യാവശ്യം ആണ്. ഏത് പരീക്ഷയാണല്ലോ മറ്റന്നാൾ, അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ടാക്കിൾ ചെയ്യണം. പ്രിപ്പറേഷൻസ്, ഞാൻ കുറച്ച് വെള്ളം കൊടുക്കട്ടെ. പ്രിപ്പറേഷൻ ഓഫ് ദ ടേക്ക് ഓഫ്. ലീഹോർല എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ട് എയർ ബലൂൺ ആണ്. ലീഹോർല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോട്ട് എയർ ബലൂൺ ആണ് കേട്ടോ. എൻ്റെ ഫോട്ടോ കണ്ടില്ല നിങ്ങൾ? ഇതാ ലീഹോർല എന്ന് പറഞ്ഞാൽ ഹോട്ട് എയർ ബലൂൺ ആണ്. അപ്പോൾ ആ ബലൂണിൽ ഇവർ യാത്ര ചെയ്യാണ്, കുറച്ച് ആൾക്കാർ യാത്ര ചെയ്യാണ്. സാർ പാസ്സാവോ അറിയില്ല, ദൈവമേ. എടാ അങ്ങനത്തെ നെഗറ്റീവ് ഒന്നും പറയരുത്. പാസ് നമ്മളല്ലാതെ ആരാടാ പാസ്സാവാ? അല്ല പിന്നെ നമ്മളിപ്പോൾ എത്ര കാലം ഈ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട്? നമ്മൾ 24 മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഞാൻ പറഞ്ഞു 50 മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 50 മാർക്ക് തന്നെ നമുക്ക് നല്ലോണം കിട്ടും. ഒന്നും അറിയാത്തവന്മാർക്ക് മാത്രമാണ് ഈ പറഞ്ഞ പോലെ 50 കുറയുന്നുള്ളൂ. അതിനെപ്പറ്റി ടെൻഷനേ വേണ്ട. ജയിക്കുന്ന ഒരു കളി ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് മാർക്കിനെ കുറിച്ചാണ് പറയുന്നത്. അതിനാണ് ഇവിടെ ലൈവൊക്കെ കാണാൻ വേണ്ടി ഒന്നുമില്ല. അല്ലാതെ എന്തില്ല ജയിക്കുന്ന പരിപാടി തോക്കുന്ന പരിപാടി അങ്ങനത്തെ വർത്താനം ഇല്ല കേട്ടോ. ജയിക്കാൻ എല്ലാവരും ജയിക്കൂലേ? അത് ശരി. പ്രിപ്പറേഷൻ ആൻഡ് ടേക്ക് വേണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണോ ജയിക്കാനുള്ള മാർക്കൊക്കെ? അത് നമ്മൾ അതേപോലെ എഴുതിയാൽ മതി. ഈ 8 മാർക്കിന്റെ ചോദ്യം ഞാൻ പറഞ്ഞു നോക്ക്. 8 മാർക്കിന്റെ ചോദ്യം ഞാൻ പറഞ്ഞു നോക്ക്. ഈ അൺനോൺ പോയിന്റ് തന്നിട്ടില്ലേ? ആ അൺനോൺ പോയിന്റ് തന്നെ അങ്ങനെ എഴുതി വെക്കുക. കുറെ നമ്മൾ അങ്ങോട്ട് കത്ത് ചെയ്താ, നമ്മൾ പഠിച്ച ഏതോ പോയതിനെ പറ്റിയിട്ട് എഴുതുക. 8 മാർക്കാ. ഇനി അതിൽ 6 മാർക്ക് കിട്ടൂലേ? പിന്നെ ഞാൻ പറഞ്ഞ ഗാന്ധി ഗെയിമിന്റെ കുറച്ച് കുറെ ഗാന്ധിയുടെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? അതൊന്നും 8 മാർക്കിന്റെ ചോദ്യമാണ്. പിന്നെ ഇതേപോലെ പ്രൊഫൈല് സാധനങ്ങളൊക്കെ ഇല്ലേ? ലീഹോർല. On the morning of 8th July, Maupassant got to a telegram from Mr. Jovius. It was an invitation to a balloon ride in the Belgian frontier. ബെൽജിയൻ അതിർത്തിയിൽ ഒരു ബലൂൺ റൈഡിന് വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം കിട്ടുകയാണ് മോപ്പസന്റ് എന്ന് പറയുന്ന നമ്മുടെ ഗീഡി മോപ്പസന്റ് എന്ന് പറയുന്ന നമ്മുടെ ഓതറിന്. ഓക്കെ, ടെലഗ്രാം കിട്ടി, ക്ഷണമുണ്ട്, അവിടേക്ക് പോകാം, നിങ്ങൾക്ക് ബലൂണിൽ പോകാനുള്ള അവസരമുണ്ട്. പ്രിപ്പറേഷൻസ് ഫോർ ദ റൈഡ് വുഡ് സ്റ്റാർട്ട് അറ്റ് 3 PM. ഈ യാത്ര തുടങ്ങാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ 3 മണിക്ക് തുടങ്ങും. ജോബിയസ് വുഡ് വെയിറ്റ് ഫോർ മോപ്പസന്റ് അറ്റ് ലാവിലറ്റ് എന്ന് പറയുന്ന ഗ്യാസ് സ്റ്റേഷനിൽ ഞാൻ നിങ്ങളെ കാത്തു നിൽക്കാം എന്ന് ജോബിയസ് എന്ന് പറയുന്ന ഇതിന്റെ ക്യാപ്റ്റൻ, ഈ പറക്കുന്ന വാഹനത്തിന്റെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു, ടെലഗ്രാം അയച്ചു. പ്രിപ്പയറിംഗ് ദ ബലൂൺ ഫോർ ദ ട്രിപ്പ് വാസ് ഡൺ ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദ ഗ്യാസ് ഫാക്ടറി ലാവിലറ്റ് എന്ന് പറയുന്ന ആ ഗ്യാസ് ഫാക്ടറിയുടെ കോർട്ട്യാർഡിൽ, ആ മുറ്റത്താണ് ഈ പറയുന്ന ഈ ബലൂണിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ, അതിലേക്ക് ഗ്യാസ് ഫില്ല് ചെയ്യുന്നൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇനി മോപ്പസന്റ് റീച്ച്ഡ് ദ സ്പോട്ട് അറ്റ് 5 PM. നമ്മളെ പോലെ തന്നെയാണ് അല്ലേ? 3 മണിക്ക് വരുന്ന 5 മണിക്ക് എത്തി. ഓക്കെ, ഇനിയോ എ ജയന്റ് യെല്ലോ ക്ലോത്ത് ബലൂൺ വാസ് ലൈങ് ഫ്ലാറ്റ് ഓൺ ദ കോർട്ട്യാർഡ് ഓഫ് ദ റോപ്പ് അണ്ടർ എ റോപ്പ്. ഒരു വലിയ കയറിന്റെ ഉള്ളിൽ ഇങ്ങനെ ബലൂണ് വീർപ്പിക്കാത്തത് കൊണ്ട്, വായു അറയ്ക്കാത്തത് കൊണ്ട് ക്ലോത്ത് ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, ഇനിയോ ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ യെല്ലോ കേക്ക്. അത് ഓതറിന് തോന്നാണ് ഒരു യെല്ലോ കേക്ക് പോലെ, വലിയ കേക്ക് മുറിച്ചതുപോലെ ഉണ്ട്. ഇറ്റ് വാസ് ടൈഡ് ടു ദ ഗ്രൗണ്ട് വിത്ത് റോപ്സ്. ഒരുപാട് കയറുകൾ കൊണ്ട് നിലത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ടത്. എ ക്രൗഡ് ഓഫ് 200 or 300 people gathered there. ആ പേര്, എത്ര ആൾക്കാരുണ്ടെന്ന് ഓർത്തു വെക്കണേ. കാരണം ഇത് നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ലൈവ് TV റിപ്പോർട്ടാണ്. ലൈവ് TV റിപ്പോർട്ട് പറയണമെങ്കിൽ നമുക്ക് അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ പറയണം. കേക്ക് പോലെയുള്ള ഈ പറയുന്ന വലിയ ബലൂണ്, അതുപോലെ തന്നെ 100-300ഓളം ആളുകൾ അവിടെ കാണാനുണ്ട്. They wanted to see the balloon take off. അവരെല്ലാവരും ഈ ടേക്ക് ഓഫ് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. There was a square big basket for carrying the passengers. ആളുകളെ വഹിക്കാൻ വേണ്ടിയിട്ട്, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബാസ്ക്കറ്റ് ഉണ്ട് അവിടെ. ഓക്കെ, ഒരു വലിയ ബാസ്ക്കറ്റ് ഉണ്ട് അവിടെ. ഇനിയോ ആ ബാസ്ക്കറ്റിലാണ് കയറിക്ക ആൾക്കാർ. On the side of the basket, Lihorla was written in golden letters on a mahogany plate. ഒരു മഹാഗണി പ്ലേറ്റിൽ ഇങ്ങനെ ലീഹോർല എന്ന് ഈ ഒരു വാഹനത്തിന്റെ പേര് ലീഹോർല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
People had different opinion about the balloon. ആൾക്കാർ അങ്ങനെയാണല്ലോ, പല ഒപ്പീനിയൻ ഉണ്ടായിരുന്നു ബലൂണിനെ കുറിച്ച്. ഇതിപ്പോൾ എത്താൻ പോകുന്നതല്ല, ഇത് മേലേക്കൊന്നും പോകില്ല, ഇതിപ്പോൾ താഴേക്ക് വെക്കും എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ സം സെഡ് ഇറ്റ് വുഡ് നോട്ട് കംപ്ലീറ്റ് ദ ജേണി. ചില ആൾക്കാർ പറഞ്ഞു അത് ജേണി കംപ്ലീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല അല്ലെ, എന്ത് കണ്ടാലും കുറ്റം പറഞ്ഞ ആൾക്കാരല്ലേ നമ്മുടെ നാട്ടിൽ. അപ്പൊ ഇനി അടുത്തത്, പീപ്പിൾ സഡൻലി സ്റ്റുഡ് ബാക്ക്. പെട്ടെന്ന് തന്നെ ഈ ബലൂൺ വലുതായി, ആളുകൾ ബാക്കോട്ടേക്ക് നിന്നു. ഗ്യാസ് ബിഗാൻ ടു എൻറ്റർ ടു ദ ബലൂൺ ത്രൂ ദ ലോങ് ട്യൂബ് ഓഫ് ദ യെല്ലോ ക്ലോത്ത്. യെല്ലോ ക്ലോത്തിന്റെ വലിയ ട്യൂബിലൂടെ ഇതിനകത്തേക്ക് ഗ്യാസ് ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദ ട്യൂബ് ലുക്ക്ഡ് ലൈക്ക് എ ജയന്റ് വോവ്. ഒരു വലിയ പുഴുവിനെ പോലെ തോന്നി ഈ ട്യൂബ്. മൂവിങ് വെൻ ദ ഗ്യാസ് വാസ് ഫ്ലോയിങ് ത്രൂ. അപ്പൊ ഇങ്ങനെ അണ്ടിലേറ്റിംഗ് എന്നാ പറയാ. അണ്ടിലേറ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ എടാ ഗ്യാസ് നടക്കുമ്പോഴേ ഈ പറയുന്ന തുണിയിലൂടെ ഗ്യാസ് നടക്കുമ്പോൾ ഇതിങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെയോ സ്ലോലി ദ ബലൂൺ വാസ് ഫിൽഡ് വിത്ത് ഗ്യാസ്. പതിയെ ഈ ഗ്യാസ് നിറയ്ക്കുന്നുണ്ടായിരുന്നു ഈ ബലൂണിന്റെ അകത്ത്. ആൻഡ് ഇറ്റ് റോസ് ടു ദ എയർ, ഇൻ ടു ദ എയർ. അങ്ങനെ പതുക്കെ അത് മുകളിലേക്ക് ഉയർന്നു. ദ റേസ് ഓഫ് ദ സെറ്റിംഗ് സൺ ഫെൽ ഓൺ ദ ബലൂൺ. ഇറ്റ് ലുക്ക് ലൈക്ക് എ ജയന്റ് ഗോൾഡൻ പിയർ ഫ്രൂട്ട്. ഒരു പിയർ ഫ്രൂട്ടിനെ പോലെ, പിയർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കനി, ഒരു പഴം, ഒരു വലിയ പഴുത്ത പിയർ ഫ്രൂട്ട് പോലെ തോന്നി സെറ്റിംഗ് സണ്ണിന്റെ പ്രകാശം ഇതിന്റെ മേലേക്ക് അടിച്ചപ്പോൾ. എന്ന് വെച്ചാൽ ആ ക്രിംസൺ റെഡ് കളറില്ലേ സൂര്യന്റെ, അത് ഈ മഞ്ഞ നിറത്തിലുള്ള ബലൂണിന്റെ മേലേക്ക് അടിച്ചപ്പോൾ അതൊരു വലിയ പഴുത്ത പഴം നിൽക്കുന്നത് പോലെ തോന്നി. ഓക്കെ, ഇനി അവിടെ മറ്റൊരു ഉപമ പോയിട്ട് പറയുന്നുണ്ട്. ഈ വായു നിറയ്ക്കുന്നത് കണ്ടപ്പോൾ ഈ ട്യൂബിലൂടെ ഈ വലിയ പെട്ടിയിൽ ഗ്രാമർ മിസ്റ്റേക്സ് വരുത്തിയ വഴിയുണ്ടോ, എന്താ വരാതിരിക്കാൻ വഴിയുണ്ടോന്നാ? ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ വരും. നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലേ, നമ്മൾ ഇന്ത്യക്കാരല്ലേ. നമ്മൾ ഇംഗ്ലീഷുകാരൊന്നും അല്ലല്ലോ. ഇംഗ്ലീഷുകാരെ എഴുതുമ്പോൾ വരെ ഗ്രാമർ മിസ്റ്റേക്ക് വരും. അപ്പോൾ നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ അത് ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും എഴുതൂല. മനസ്സിലായില്ലേ? അടുത്ത വർഷം നമുക്ക് ഉഷാറാക്കണം, ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ. ഇപ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ള ആൾക്കാരോട് അവിടെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കോൺഫിഡൻസ് ആയിരിക്കാം. കോൺഫിഡൻസ് ആണ് മോനെ ഏറ്റവും വലിയ എന്ത്. അത് തന്നെ സർ, ഇത് ഗ്രൂപ്പിൽ ഇടൂലേ? ഇടും മോനെ, ഇടും കേട്ടോ. നമ്മൾ പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വേറൊരു ഉപമ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല, ആ വലിയ ബലൂണിലേക്ക് ഇന്ധനം നിറയ്ക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് ഗർഭപാത്രത്തിൽ കുഞ്ഞിൻ്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഭക്ഷണം കിട്ടുന്നത് ഏതിലൂടെയാണ്? യെസ്, പൊക്കിൾക്കൊടിയില്ലേ, ആ പൊക്കിൾക്കൊടിയിലൂടെ കിട്ടുക, അംബിളിക്കൽ കോഡിലൂടെ കിട്ടുക. അതുപോലെ അദ്ദേഹത്തിന് തോന്നിയെന്ന് ഒരു ചെറിയൊരു ഉപമ പറയുന്നുണ്ട്. എങ്ങാനും ഈ എന്താ പറയുക, മോഡൽ എക്സാമിനേഷൻ്റെ പോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്കൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ദ ബാസ്ക്കറ്റ് ഫോർ ദ പാസഞ്ചേഴ്സ് വാസ് അറ്റാച്ച്ഡ് ടു ദ ബലൂൺ. ബാസ്ക്കറ്റ് അറ്റാച്ച് ചെയ്തു ബലൂണിൽ. ക്യാപ്റ്റൻ ജോബിയസ് ആൻഡ് ഹിസ് അസിസ്റ്റൻസ് മെയ്ഡ് ദ ഫൈനൽ പ്രിപ്പറേഷൻ. ക്യാപ്റ്റൻ ജോബിയസും അയാളുടെ അസിസ്റ്റൻസും ഫൈനൽ പ്രിപ്പറേഷൻ ഒക്കെ നടത്തി. 2 barometers and a siren, 2 trumpets, overcoats, raincoats, food, cigarettes, papers and a bag of ballast. മണലും കല്ലും ചേർന്ന മിശ്രിതമാണ് ഈ ബാലസ്റ്റ് എന്ന് പറയുന്നത്. അതൊക്കെ റെഡിയാക്കി വെച്ചു. were taken into the basket. ഇതെല്ലാം ബാസ്ക്കറ്റിലേക്ക് കയറ്റി. ദ ട്രാവലേഴ്സ് were, ആരൊക്കെ ട്രാവലേഴ്സ് നോക്കാം? ക്യാപ്റ്റൻ ജോബിയസ്, ലെഫ്റ്റനന്റ് മാലറ്റ്, മിസ്റ്റർ എറ്റിനിൻ ബിയർ, മിസ്റ്റർ പോൾ ബെസന്റ് ആൻഡ് ദ ഓദർ. നിങ്ങൾക്ക് പേരൊന്നും ഓർമ്മ ഉണ്ടാവില്ല, ഇതിപ്പോഴും പഠിക്കുന്ന ആൾക്കാർക്ക് പേരൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. മോപ്പസെന്റ് എന്നുള്ള പേര് ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ ഓദർ. മോപ്പസെന്റ് തന്നെയാണ് ഓദർ. ജോബിയസ് എന്നുള്ള പേര് ഓർത്ത് വെക്കാം. ജോബിയസ് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? അത് മാത്രം തൽക്കാലം ഓർത്ത് വെക്കാം. ബാക്കി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, എവിടെയും തൊടാത്ത രീതിയിൽ പേര് ഓർമ്മയുണ്ടെങ്കിൽ എഴുതി വെക്കുക. അല്ലാതെ നിങ്ങളെ പേരുണ്ടാക്കിയിട്ട് ആളുകളെ എഴുതരുത്. അപ്പോൾ അണ്ടർലൈൻ ചെയ്യുക, ജോബ് വാശി കൊണ്ട് മാർക്ക് കുറയും. അറിയില്ലെങ്കിൽ അവിടെ വിട്ടേക്കത്. ഓക്കെ, സ്ഥലം വിട്ടേക്കരുത്. ലെഫ്റ്റനന്റ് മാലറ്റ് ക്ലൈംബ്ഡ് ഓൺ ദ ഏരിയൽ നെറ്റ് ബിറ്റ്വീൻ ദ ബാസ്ക്കറ്റ് ആൻഡ് ദ ബലൂൺ. ബലൂണിന്റെയും ബാസ്ക്കറ്റിന്റെയും ഇടയിലാണ് മൂപ്പര്. ആര്? മാലറ്റ്. ലെഫ്റ്റനന്റ് മാലറ്റ്. ആ പേര് ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാട്ടോ, മാലറ്റ്. There he could watch the movement of the Liorla during the night. രാത്രിയിൽ അയാൾ അവിടെ ഇരുന്നിട്ടാണ് ഈ യാത്ര കാണാൻ പോകുന്നത്. സൈഡ് സീറ്റ് വേണമെന്ന് അറിയില്ല നമ്മൾ. All other got into the basket. എല്ലാവരും ബാസ്ക്കറ്റിലേക്ക് കയറി. ക്യാപ്റ്റൻ ജോബിയസ് വാസ് എ ലീഡർ. ഓക്കെ, then the rope were cut off. നിലത്തൊന്നും അതിന്റെ വിച്ഛേദിച്ചു. ഇനിയോ in 1 second Liorla flew skywards. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ലിയോർല മുകളിലേക്ക് ഉയർന്നു. The crowd shouted and appalled. ആളുകളൊക്കെ കാണികളൊക്കെ കണ്ട് കൈ അടിച്ചു. ഓക്കെ, അടിപൊളി. The ride began. യാത്ര തുടങ്ങി കേട്ടോ. ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ്. അതൊരു പുതിയ അനുഭവമായിരുന്നു. ദ ബലൂൺ വെന്റ് അപ്പ്. ആ ബലൂൺ അങ്ങനെ ഉയർന്നു. 500 meters പാരീസിൽ നിന്നും 500 മീറ്റർ ഉയരത്തിലേക്ക് അത് സ്പ്രെഡ് ചെയ്തു. പാരീസ് അവരുടെ താഴെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ കാണുന്ന പോലെ. They saw the street, buildings, green fields, open country yard, woods and the setting of sun. The aerial view. ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയ്ക്കാണ് നമ്മൾ ഏരിയൽ വ്യൂ എന്ന് പറയാം കേട്ടോ. ആകാശത്തു നിന്നുള്ള കാഴ്ച.
of Paris was grand. ഉജ്ജ്വലമായിരുന്നു താഴേക്കുള്ള കാഴ്ച. The earth looked like a colored map. ഒരു colored mapനെ പോലെ തോന്നുന്നു ആര്? ഭൂമിയെ. They could hear the noise from the earth. ഭൂമിയിൽ നിന്നുള്ള ശബ്ദങ്ങൾ അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. They were able to recognize each noise. ഓരോ ശബ്ദവും കുട്ടികളുടെ കരച്ചിൽ മുതൽ അത് ആൺകുട്ടികളുടെ കരച്ചിലായിരുന്നു, ശബ്ദവും ബഹളം ഉണ്ടാക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സൗണ്ട് എന്ന് പറയുന്നത്. They felt the smell of the earth. ഭൂമിയുടെ ഗന്ധം അവർക്ക് കിട്ടി. നമ്മൾ പുതുമയൊക്കെ പെയ്താൽ ഞാൻ കിട്ടുന്ന ഒരു ഗന്ധമില്ലേ. It was now past 10 PM. ഏകദേശം 10 മണിയായി കഴിഞ്ഞു രാത്രി. It was dark from the earth, but up above Lihorla was in the light. ഭൂമിയിലൊക്കെ ഇരുട്ടായിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ വെളിച്ചത്തെ തന്നെയാണ് കേട്ടോ. ദ ബലൂൺ വാസ് മൂവിങ് ടുവേർഡ്സ് ബെൽജിയൻ ബോർഡേഴ്സ്. ബെൽജിയം അതിർത്തിയിലേക്കാണ് ഈ ബലൂൺ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ ട്രാവലേഴ്സ് ഹേർഡ് കൺട്രി നോയ്സസ്, ദ ബാർക്കിംഗ് ഓഫ് ഡോഗ്സ്, ദ മ്യൂയിങ് ഓഫ് കാറ്റ്സ്, ദ ഹൗളിംഗ് ഓഫ് കൗസ്. They had left sky of Paris. പാരീസ് വിട്ട് അവർ ബെൽജിയത്തിലേക്ക് എത്തിയിരിക്കുന്നു. They threw out cigarette papers to know whether the balloon was rising or sinking. If the papers fell down, the balloon was rising. If the papers went up, the balloon was sinking. ഒരു ഐഡിയ ഉണ്ട്. പേപ്പറില്ല, സിഗരറ്റ് പേപ്പർ എടുത്തിട്ട് അവർ നിലത്തേക്ക് ഇട്ട് വെക്കും. നിലത്തേക്ക് ഇടുന്ന സമയത്ത് ഇത് മുകളിലേക്ക് ബട്ടർഫ്ലൈസ് പോലെ പറക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മളെ ബലൂൺ താഴേക്ക് പോകുന്നതാണ്. ഓക്കെ, ഇത് കല്ല് പോലെ താഴേക്ക് വീഴുകയാണെങ്കിൽ അതിനർത്ഥം ബലൂൺ മുകളിലേക്ക് പൊന്തി പോകുക എന്നുള്ളതാണ്. ഇനി when the balloon was sinking, ബലൂൺ താഴേക്ക് പോകുമ്പോൾ, സിങ്കിങ് എന്ന് പറഞ്ഞാൽ താഴേക്ക് വീഴുമ്പോൾ, ക്യാപ്റ്റൻ ജോബിസ് ത്രൂ എ ഹാൻഡ്ഫുൾ ഓഫ് സാൻഡ് ഫ്രം ദ ബാലസ്റ്റ് ബാഗിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്യും, ആ മണൽ ബാഗിൽ നിന്നും കുറച്ച് മണലെടുത്ത് താഴേക്ക് ഇടും. അപ്പോൾ ഇതിന്റെ വെയിറ്റ് കുറയും, ഇത് മേലേക്ക് പോകും. ഇറ്റ് റെഡ്യൂസ്ഡ് ദ വെയിറ്റ് ഓഫ് ദ ബലൂൺ a little and began to rise again. The balloon is the slave of the wind. ബലൂണ് ഒരു അടിമയാണ് എന്തിന്റെ? കാറ്റാണ് ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. കൺട്രോളിങ് ഇറ്റ്സ് നീഡ്സ് മച്ച് സ്കിൽ ആൻഡ് കെയർ. ഇതിനെ കൺട്രോൾ ചെയ്യാൻ, ബലൂണിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല നൈപുണ്യം വേണം, അതുപോലെ തന്നെ നല്ല കെയറും വേണം. ഇനിയോ ബ്യൂട്ടി ആൻഡ് ജോയ് ഓഫ് ദ ജേർണി. ആ രാത്രിയുടെ ആ ഭംഗി, അല്ലെങ്കിൽ ആ യാത്രയുടെ ഭംഗിയാണ്. ലിയോർല റീച്ച്ഡ് എ ഹൈറ്റ് ഓഫ് 2000 meters. ഇറ്റ് വാസ് സ്റ്റിൽ റൈസിംഗ്. ഇപ്പോഴും 2000 മീറ്റർ ഉയരത്തിലെത്തിയിട്ടും അതിങ്ങനെ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ ട്രാവലേഴ്സ് ബ്ലൂ ദ ട്രംപറ്റ്സ്. ട്രംപറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ പെപ്പര വായിക്കുന്ന സാധനമില്ല, നമ്മൾ മാച്ചൊക്കെ കാണാൻ പോകുന്ന സമയത്ത് നിങ്ങൾ സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്, സ്പോർട്സിന്റെ സമയത്തൊക്കെ ആ ട്രംപറ്റ്. ബട്ട് ദർ വാസ് നോ എക്കോ ഫ്രം ദ എർത്ത്. പക്ഷെ ഇപ്പോൾ ഭൂമിയിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് എന്ത് വരുന്നില്ല, എക്കോ ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെയോ ദേ കുഡ് നോട്ട് സീ ദ എർത്ത്. ഇപ്പോൾ അവർക്ക് ഭൂമി കാണാനും പറ്റുന്നില്ല. ഇറ്റ് വാസ് കവേർഡ് വിത്ത് മിൽക്കി മിസ്റ്റ്. ഇപ്പോൾ ഒരു വെളുത്ത മൂടൽ മഞ്ഞുകൊണ്ട് ഭൂമിയെ ഇവരിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. They saw the stars twinkling. മിന്നുന്ന നക്ഷത്രങ്ങളെ അവർക്ക് മുകളിലായിട്ട് അവർ കണ്ടു. The moon rose into the sky. അവരുടെ മുകളിലേക്കായിട്ട് ചന്ദ്രൻ ഉദിച്ചു വന്നു. It appeared like another balloon traveling in the sky. തങ്ങളുടെ പോലെ തന്നെ മറ്റൊരു ബലൂൺ പോലെ, ട്രാവൽ ചെയ്യുന്ന ബലൂൺ പോലെ അവർക്ക് ഈ പറയുന്ന ചന്ദ്രനെ തോന്നുകയാണ്. നൗ ലീഹോർല വാസ് ലൈക്ക് എ വാണ്ടറിങ് ലിറ്റിൽ വേൾഡ് ഓഫ് 5 men. ഇപ്പൊ അവർക്ക് തോന്നാണ് ലീഹോർല എന്ന് പറയുന്ന ഈ ഒരു വാഹനം ഉണ്ടല്ലോ, ഈ ഒരു ബലൂൺ ഉണ്ടല്ലോ, 5 ആളുകളുള്ള മറ്റൊരു ലോകം അങ്ങനെ സഞ്ചരിക്കുന്ന പോലെ അവർക്ക് തോന്നി. ദ ട്രാവലേഴ്സ് were enjoying the journey. All sorrows, troubles and memories left them. യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലേ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം നമ്മൾ മറക്കും. ഇനിയോ they were floating in the space like a planet. It was a kind of delicious inertia. എന്താണ്, ഒരു അലസമായ നിശ്ചലത, ഇതുപോലെയാണ് അവർക്ക് തോന്നിയത്. ഇനിയോ no need of any body movement, no activity, just stay in the basket and float. It was a joyous and easy experience. They were like birds flying without flapping their wings. നിങ്ങൾ കണ്ടതായിരിക്കും പരുന്തൊക്കെ ഇങ്ങനെ ചിറകടിക്കാതെ ഇങ്ങനെ പറക്കുന്ന കണ്ടില്ലേ, അതേപോലെ ചിറകുകളടിക്കാതെ വിങ്സ് ഫ്ലാപ്പ് ചെയ്യാതെ പറക്കുന്ന ഒരു അനുഭവമായിരുന്നു അവർക്ക് ലീഹോർലയിൽ ഉണ്ടായിരുന്നത്. റിട്ടേൺ ടു എർത്ത്, ഈ തിരിച്ചു വരവാണ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയും ഭാഗമുള്ളൂ നമുക്ക് പഠിക്കാൻ. ഇനി ഇറ്റ് വാസ് പാസ്റ്റ് മിഡ് നൈറ്റ്. ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞു. ലീഹോർല റോസ് അപ്പ് ടു 2350. ആ പേര്, ആ നമ്പർ ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് ഓർത്ത് വെക്കാൻ ഐഡിയ പറഞ്ഞുതരാം. 2000 2 3 കൂട്ടി എത്ര? 5 പിന്നെ 0. അപ്പൊ എത്രയായി? 2350. ഓക്കെ, 2350 മീറ്റേഴ്സ് മുകളിൽ. ഓക്കെ, അവരെത്തിയപ്പോൾ ആൻഡ് സ്റ്റാർട്ടഡ് ടു ഗോ ഡൗൺ. അവിടുന്ന് പിന്നെ താഴേക്കാണ് വന്നത്. ഓക്കെ, അവിടുന്ന് പിന്നെ താഴേക്കാണ് വന്നത്. ജോബേസ് ത്രൂ ഔട്ട് ഹാഫ് ഓഫ് ദ ബാലസ്റ്റിലുള്ള ബാക്കിയെല്ലാം ജോബേസ് താഴേക്കിട്ട് നോക്കി. ബട്ട് ദ ബലൂൺ കണ്ടിന്യൂ ടു സിങ്. ബലൂൺ താഴേക്ക് തന്നെ പോകുന്നത്. സൂൺ ദേ വർ ക്വൈറ്റ് നിയർ ദ എർത്ത് ഒബ്സർവിംഗ് ദ പോൾ സ്റ്റാർ. ദേ ന്യൂ ദേ വർ മൂവിംഗ് ടുവേർഡ്സ് ദ ബെൽജിയം ബോർഡേഴ്സ്. ദേ സോ എ ഡോഗ്
like figure jumping on the ground front of them. Captain Jobis said it was a shadow of the balloon. എന്തോ ഒരു സാധനം നായ പോലെ ഇവരുടെ പിന്നാലെ ഇങ്ങനെ ഓടി വരുന്നത് കണ്ടു. ഈ ഡിച്ചസും അതുപോലെ തന്നെ ഡിച്ചസ് എന്ന് പറഞ്ഞാൽ വലിയ കിടങ്ങുകളും റോഡൊക്കെ ഇങ്ങനെ ചാടി കടക്കുന്നതായിട്ട് കണ്ടു, വളരെ സ്പീഡിൽ. വിചാരിച്ചത് എന്താ സാധനം എന്ന് മനസ്സിലാവില്ല. അപ്പം ജോബീസ് പറഞ്ഞിട്ട് അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബലൂണിൻ്റെ നേലാണ്, നമ്മുടെ നേരെ പുറകിൽ വരികയാണെന്ന് പറഞ്ഞു. Liorla was floating over the agriculture fields. The travelers saw a large cities and the right of them. അതൊന്നും വേണ്ട, നമുക്ക് നേരെ യെസ്. Captain Jovis asked to get ready for the landing. ലാൻഡിങ്ങിന് തയ്യാറാവാൻ എല്ലാവരോടും ക്യാപ്റ്റൻ ജോവിസ് ആവശ്യപ്പെട്ടു. They were near the sea. കടലിന്റെ തൊട്ടടുത്താണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലാൻഡ് ചെയ്യണം. ലെഫ്റ്റനന്റ് മാലറ്റ് came down to the basket from the net. നെറ്റൊന്നും ലെഫ്റ്റനന്റ് മാലറ്റ് മുപ്പര് സൈഡ് സീറ്റിൽ ഇരിക്കുകയല്ലായിരുന്നോ, അയാൾ താഴേക്ക് വന്നു. Captain Jovis looked around for a good spot to land. They passed over the canal. They were moving over the farm. The frightened animals and birds ran from the farmhouse. Jovis threw out the rest of the ballast. The balloon rose up little past the farmhouse, close to the roof. എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയിൽ കാണാറില്ലേ, വിമാനം ഇങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ തൊട്ടില്ലാന്ന രീതിയിൽ ഇങ്ങനെ ഒറ്റ പറക്കൽ പറക്കും. അതേപോലെ ഇയാളുടെ കയ്യിലുള്ള സകല ബാലസ്റ്റും സാൻഡും പുറത്തേക്ക് ഇട്ടപ്പോൾ ജസ്റ്റ് തട്ടിയില്ല എന്നുള്ള രീതിയിൽ ഫാം ഹൗസിൻ്റെ മുകളിലൂടെ അതങ്ങനെ കുറച്ച് ഉയരത്തിൽ പറന്നു. ഓക്കെ, എന്നിട്ടോ അല്ലെ ഫാം ഹൗസിൽ ഇടിച്ചിട്ടാകെ പ്രശ്നമായിരുന്നു. The escape valve of the balloon was released. Gas escaped through the balloon, went down. ഗ്യാസ് ഒക്കെ ഒഴിവാക്കി. എന്നിട്ടോ the anchor was dropped. ആങ്കർ താഴേക്കിട്ടു. ആങ്കർ എന്ന് പറഞ്ഞാൽ നങ്കൂരമല്ലേ, ആ താഴേക്കിട്ടു. It took hold and അതെവിടെയോ കൊളുത്തി നിന്നു. The balloon stopped with a strong shake. The basket touched the ground. It bounced up and down. അങ്ങോട്ടും ഇങ്ങോട്ടായി കളിക്കുന്നുണ്ട്. Finally it settled on the ground. The travelers got down. എല്ലാ ആളുകളും പുറത്തിറങ്ങി. The peasants gathered around them in surprise. ആളുകൾ ബെൽജിയക്കാരായിട്ടുള്ള പെസൻസ് കർഷകരൊക്കെ അവർക്ക് ചുറ്റിലും കൂടി. It was 3:15 AM. അതിരാവിലെയാണ്. ഇനിയോ, with the help of the Belgian peasants, the travelers reached the railway station at haste and took a train to Paris at 8:20 AM. ഒന്നുമില്ല, പാരീസിലേക്കുള്ള ട്രെയിൻ ഒരു കയറി, ഇത്രയേ ഉള്ളൂ. Thus the remarkable journey started the previous evening, ended in the next morning. തലേ ദിവസം രാത്രിയിൽ തുടങ്ങിയ വൈകുന്നേരം തുടങ്ങിയ യാത്ര പിറ്റേ ദിവസം രാവിലെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ചോദിക്കാനുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ലൈവ് TV റിപ്പോർട്ടാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് വേഗം നോക്കാം. യെസ്, ഒരു മോഡൽ ഞാൻ പറയാം ആ ലൈവ് TV റിപ്പോർട്ടിൻ്റെ, അത് നിങ്ങളെ മൈൻഡിലേക്ക് പെട്ടെന്ന് കയറ്റി വെക്കുക. ഓക്കെ, ഡ്രാഫ്റ്റഡ് ലൈവ് TV റിപ്പോർട്ട് ഓഫ് ദ ലിയോർലാസ് ടേക്ക് ഓഫ്. ലിയോർലിന്റെ ടേക്ക് ഓഫിന്റെ ഒരു ലൈവ് TV റിപ്പോർട്ട് നിങ്ങളോട് ചെയ്യാനാണ് പറയുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ തുടങ്ങാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു ദ ഗ്യാസ് വർക്ക് ഓഫ് ലാവിലെറ്റ്. എടാ TV റിപ്പോർട്ടർ നിങ്ങൾ കണ്ടില്ലേ, ഇത് നികേഷ് കുമാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടില്ലേ, ഈ സംഭവമാണ് പറയുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാനിൽ തുടങ്ങുക. Welcome to the gas work of Lavaletta. Here there are some 500 people gathered here to watch the takeoff of Lihorla. The hot air balloon has been filled up and it is swelling and wriggling like a huge worm. Now the passengers are getting in. The Captain Jovius, Lieutenant Malata, Edwin Beer, Paul Besend and Paul Mopesend are entering into the basket one by one. They seems to be very enthusiastic. The ladies are asked to keep off as there is a possibility of sand being thrown on their heads. The rope is cut. The rope is cut. The Liorla is rising up like a bird. All the people are looking at it. Their eyes are moving up and the balloons are soaring up. They appalled with joy. Liorla climbs above the city of Paris. It is now slowly disappearing. Let us wish the passengers a good luck and a safe landing. Together with photographer Ajit, I am Anisha Prabhakar, Asianet News. എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ മക്കളെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കഥയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, എന്തൊക്കെയാണ് വേണ്ടത്? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയണം. അവിടെ കണ്ട കാഴ്ചകൾ. അപ്പോൾ 500 ആൾക്കാരൊന്നുമില്ലല്ലോ, 300 ആൾക്കാരല്ലേ പറഞ്ഞുള്ളൂ. ഇവന്മാർ കുറച്ച് എന്താ പറയുക, TV കാരല്ലേ, കുറച്ച് അധികമായിട്ട് പറയും. 300 എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ അതാണ് സീൻ. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ മക്കളെ? നോക്ക്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. 2022 ചോദ്യമാണ്. റൈറ്റ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓഫ് ലിഹോർലാസ് ടേക്ക് ഓഫ്. സെയിം സാധനം നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഹെഡിങ് വേണം അല്ലേ, ഹെഡിങ് വേണം. ഹെഡിങ് എന്തൊക്കെയാണ്? ഫോർമൽ ലെറ്റർ ടു ദ എഡിറ്റർ പറഞ്ഞു തരുമോ? ഫോർമൽ ലെറ്റർ ടു ദ എഡിറ്റർ ഞാൻ ഇപ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് നോക്കി കാണാം. ഓക്കെ, കമൻറ്ററി ബോക്സിൽ ഷാജു ദാമോദരൻ എന്തെല്ലാം സഹിക്കണം അല്ലേ.
അതുൽ, നൈസ് കമന്റ്. ഇനി ഹെഡിങ് വേണം, പ്ലേസ് വേണം, ഡേറ്റ് വേണം, അതുപോലെ തന്നെ ഓപ്പണിംഗ് പാരഗ്രാഫ് ഉണ്ടാവണം. അല്ലെ, ഇതിനൊരു ഇൻവേർട്ടഡ് പിരമിഡിന്റെ രീതിയിലാണ് നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം പറയാം. ഇൻവേർട്ടഡ് പിരമിഡാണ്, ഇങ്ങനെ ഇൻവേർട്ടഡ് പിരമിഡാണ് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം പറയാം, ലെസ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ലാസ്റ്റിലേക്ക് പറയാം. ഹെഡിങ് എപ്പോഴും ക്യാച്ച് ആയിരിക്കാൻ ശ്രമിക്കുക. ഒരു ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലൈവ് കമൻട്രി തന്നെയാണ് ചോദ്യം. ഓക്കെ, മാർച്ച് 2019 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കണ്ടോ, 2019 പിന്നെയും ചോദിച്ചിട്ടുണ്ട്. ഏത്, എനിക്ക് തോന്നുന്നു ഇത് മാർച്ചിലാണ്, മറ്റേത് മാർച്ചിൽ തന്നെയാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലേക്ക് ഞാൻ വരികയാണ്. ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ദ സീക്രട്ട് ടൈറ്റിൽസ് ഓഫ് കണ്ടാവ് എന്നാണ് പേര്. ഇതുകൊണ്ട് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. ഇമ്പോർട്ടൻറ്റ് തീംസ് ഓഫ് ദ ലെസൺ. ഈ ലെസൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 6 മാർക്ക് കിട്ടാൻ എത്ര എഴുതണം ഞാൻ പറയല്ലേ, ഓരോ ചോദ്യവും പോലെ ഇരിക്കും. പ്രൊഫൈലിൽ നമ്മൾ ഒരുപാട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു റൈറ്റപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മളൊരു പേജെങ്കിലും എഴുതി വെക്കാം. ഓക്കെ, 1-1.5 പേജോ അല്ലെങ്കിൽ ഒരു പേജ് എഴുതിയാൽ മതി. കാരണം 6 മാർക്കിൻ്റെ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ 8 മാർക്കിൻ്റെ ചോദ്യം. 8 മാർക്കിൻ്റെ ചോദ്യം ഞാൻ പറയാം 2 പേജ് എഴുതണം, 2-2.5 പേജ് എഴുതണം. പേജ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ പറയില്ല നമ്മൾ, ഈ ഒരു ഭാഗം 1 പേജ് 2 പേജ് ഇങ്ങനെ, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ അത് ആലോചിക്കേണ്ട, നമ്മൾ കറക്റ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കുക. പാരഗ്രാഫുകളാക്കി എഴുതുക. അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറേ എഴുതിയതുപോലെ ഉണ്ടാവും, കുറേ പേജുകൾ കാണും. ഓക്കെ, ഇമെയിലൊക്കെ 1 പേജിൽ ആണോ എഴുതേണ്ടത്? ഇമെയിലൊക്കെ 1 പേജിലാണോ എഴുതേണ്ടത്? യെസ്, 1 പേജിൽ തന്നെ എഴുതാൻ ശ്രമിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റേ നമ്മുടെ ഒരു സിനിമയല്ലേ, ഈ തിലകനൊക്കെ ഭ്രാന്തായിട്ടുള്ള സിനിമ, മുകേഷിനൊക്കെ, അതിൽ പോലീസ് സ്റ്റേഷനിൽ എഴുതുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേ എന്ന് എഴുതിയിട്ട് ഇപ്പുറത്ത് താഴെ സ്റ്റേഷൻ, അങ്ങനെ എഴുതി വെക്കുന്ന ഒരു മണ്ടത്തരമുണ്ട്. ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഇമെയിലിൻ്റെ ഒരു പകുതി ലാസ്റ്റ് പേജിൽ, ബാക്കി ഇപ്പുറത്തെ പേജിൽ അങ്ങനെ എഴുതി വെക്കരുത്. ഒരു വൃത്തി ഉണ്ടാവണം, കാണുന്നത് വൃത്തിയിൽ ഇങ്ങനെ എഴുതണം. ഒറ്റ പേജിൽ തന്നെ വരുന്ന രീതിയിൽ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് എന്നോട് കുറേ നേരം ആൾ ചോദിക്കുന്നു വിചാരിക്കുന്നു. അതെ, 24 മാർക്കാണ് ജസ്റ്റ് പാസ്സാവാൻ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അങ്ങനെ കിട്ടാതെ ഒരാളും തോക്കൂല. തോക്കുന്ന പരിപാടി അല്ലെങ്കിൽ +1 ഇല്ല. +1 +2 കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പാസ്സാവുക. 48 മാർക്ക് കിട്ടിയിട്ട് പാസ്സാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സമയം ഇല്ല. 5 മാർക്കിന് എത്ര പേജ് എഴുതണം? ഓക്കെ, അപ്പോൾ നോക്കാം. തീം പറഞ്ഞില്ല. ട്രാവൽ ഇസ് എൻ ഐ ഓപ്പണർ ആൻഡ് ഇറ്റ് റിഫ്രഷസ് അവർ ലൈഫ്. ട്രാവൽ എന്ന് പറഞ്ഞാൽ, യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കണ്ണ് തുറപ്പിക്കുന്നതാണ് അല്ലേ, നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് അർമാന്തിക്കൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇനി ലെജൻഡ്സ് ആൻഡ് റിച്വൽസ്. അതുപോലെ തന്നെ ലെജൻഡ്സ് ആൻഡ് റിച്വൽസ് നമുക്ക് കേൾക്കുന്ന ഇതിഹാസങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇൻക്രീസസ് ദ ബ്യൂട്ടി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കണ്ടു, അത് ഭയങ്കര കൗതുകം. നമുക്ക് ഭയങ്കര യുക്തിയൊക്കെ റീസണൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമൊക്കെ തോന്നും അല്ലേ, മഹാബലിയോ ഇങ്ങനെ അയാൾ ഇപ്പോഴും വരുന്നുണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ ഒരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇവിടെ വരുന്നു, നമ്മുടെ ഈ ഓണപ്പൂക്കളവും നമ്മുടെ ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അവർക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് തോന്നും. ഇതാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മളെ ഇൻട്രൊഡക്ഷനിലേക്ക് വരാം. കഥ എന്താണെന്ന് നോക്കാം. എന്താണ് പറയുന്നത് കേൾക്കുന്ന? പ്രൊഫൈൽ 8 മാർക്ക് ആക്കുമ്പോൾ മോഡൽ അത് എന്തായാലും നേരത്തെ പറഞ്ഞില്ലേ മോളെ സാർ. പ്രൊഫൈൽ 8 മാർക്കിനാണെങ്കിലും നമുക്ക് എഴുതേണ്ടത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അല്ലാതെ ഒരുപാട് വാരി വലിച്ച് എഴുതാൻ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. സോ അഭിരാം, അതേക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ കംപ്ലീറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ പ്രൊഫൈൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രൊഫൈൽ എടുക്കുമ്പോൾ പറയും എന്താ ഹെഡിങ് വേണം, അത് പ്രൊപ്പോർഷൻസ് കറക്റ്റ് ആക്കണം, എടുക്കുന്ന ഡീറ്റെയിൽസ് എഴുതണം. കൂടുതൽ നമുക്ക് അറിയാമെങ്കിൽ അത് കൂടുതൽ എഴുതാം. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 8 മാർക്ക് തന്നിരിക്കണം. അങ്ങനെ 8 മാർക്ക് തരൂല. അതാണ് 6 മാർക്കിൻ്റെ സാധനമാണത്. 6 മാർക്കിന് എഴുതാനുള്ളതേ ഉള്ളൂ പ്രൊഫൈലിൽ. അപ്പോൾ അതുകൊണ്ട് 6 മാർക്കിന് വരുള്ളൂ. ഇപ്രാവശ്യം വന്ന് നോക്കണ്ട, റെഡിയല്ലേ? നീ വന്നാൽ നമുക്ക് ചാകര, നമുക്ക് എന്താണ് ലോട്ടറി. ട്രാവലസേ പഠിപ്പിക്കും കേട്ടോ സാർ. ലോഞ്ചിങ് ഓഫ് ലീഹോർല എന്ന് പറഞ്ഞാൽ എന്താ എഴുതണം? ലോഞ്ചിങ് ഓഫ് ലീഹോർല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടേക്ക് ഓഫ് പറഞ്ഞില്ലേ, ആ കാര്യം തന്നെ എഴുതണ്ടേ കേട്ടോ. സി വി ചോദിക്കാറുണ്ട്, ജോബ് ആപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തർ പറയും. നമ്മുടെ മാരത്തോണിലായിരിക്കും മിക്കവാറും. നാളത്തെ ക്ലാസ്സിലും പറയാൻ മതിയോ കേട്ടോ. ആരൊക്കെയാണ് അത് പറയുന്നത് എനിക്കറിയില്ല. ട്രാവൽസേ പറയും. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി ഈ ചാപ്റ്ററിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. നമുക്ക് വിശക്കില്ലേ? അപ്പം ബാക്കിയിലേക്ക് വരാം. കണ്ടാവ് കടവ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. കണ്ടാവ് ഇസ് വൺ ഓഫ് ദ ഐലൻഡ്സ് ഓഫ്
ഫിജി ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിലുള്ള ഒരു ഐലൻഡ് ആണത് കണ്ടാവ്. നമുവാന ഇസ് എ വില്ലേജ് ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവ്. നമുവാന ഈ കണ്ടാവിലുള്ള ഒരു വില്ലേജ് ആണ്. നമുവാന. ദ ലെസൺ ഇസ് അബൌട്ട് എ റിച്വൽ. ഈ കഥ ഒരു ആചാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇൻ ദ വില്ലേജ് ഓഫ് നമുവാന ആൻഡ് ദ ലെജൻഡ് ബിഹൈൻഡ് ഇറ്റ്. ആ ആചാരത്തിന് പിന്നിലുള്ള ഒരു ലെജൻഡ്, ഐതിഹ്യത്തെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ദ റിച്വൽ ടേർട്ടിൽ കോളിംഗ്, കടലാമയെ വിളിക്കുക, ഇതാണ് ടേർട്ടിൽ കോളിംഗ്. ഓക്കെ, അതാണ് അവിടുത്തെ റിച്വൽ. ദ കണ്ടാവ് ഐലൻഡ്. കണ്ടാവ് ഇസ് വൺ ഓഫ് ദ ലാർജർ ഐലൻഡ്സ് ഇൻ ഫിജി. ഫിജിയിലെ ഒരു വലിയ ഐലൻഡ് ആണ് കണ്ടാവ്. ദ വെനീഷ്യൻ ഹാർബർ ഇസ് ഓൺ ദിസ് ഐലൻഡ്. വെനീഷ്യൻ ഹാർബർ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഹാർബർ ഈ ഐലൻഡിലാണ്. ദ ഗവൺമെന്റ് സ്റ്റേഷൻ ഇസ് നിയർ ദ ഹാർബർ. ദ ഐലൻഡ് ഫോംസ് ആൻ ഇസ്തമസ്. അതൊന്നും വേണ്ട നമുക്ക്. ഇൻ ദ ഏൻഷ്യൻ ഡേയ്സ് ദ വാരിയേഴ്സ്. ഓക്കെ, അതൊന്നും വേണ്ട. കണ്ടാവ് ഇസ് എ റോക്കി ഐലൻഡ്. കണ്ടാവ് എന്ന് പറയുന്നത് ഒരു റോക്കി ഐലൻഡ്, പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു ഐലൻഡ് ആണ്. മൗണ്ട് വാഷിംഗ്ടൺ ഇസ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ ഐലൻഡ്. ആ ഐലൻഡിലെ ഏറ്റവും വലിയൊരു മൗണ്ടൻ ആണ് ഏത്? മൗണ്ട് വാഷിംഗ്ടൺ. ഇറ്റ് ഈസ് ഫേമസ് ഫോർ ലൈറ്റ് ഹൗസ് ഓൺ ഇറ്റ് ആൻഡ് ദ സീ അറൌണ്ട് ദ ഐലൻഡ് ഇസ് ഫുൾ ഓഫ് കോറൽ റീഫ്സ്. പവിഴപ്പുറ്റുകൾ നിറഞ്ഞതാണ് അവിടെ. ഓക്കെ, ഇറ്റ് ഈസ് ഷാലോ, ആഴം കുറഞ്ഞ സ്ഥലമാണ് അവിടെ. അതുകൊണ്ടാണ് നമ്മളെ മറ്റേ ആള് മീൻ പിടിക്കാൻ പോയത് അല്ലേ. നമുവാന ഇസ് എ ബ്യൂട്ടിഫുൾ ഫിജിയൻ വില്ലേജ് ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവ്. കഥയിലേക്ക് വരികയാണ്. നമുവാന എന്ന് പറയുന്നത് നമ്മുടെ ഫിജിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്. ഇറ്റ് ഈസ് 50 മൈൽസ് അവേ ഫ്രം സുവ, ദ ക്യാപിറ്റൽ ഓഫ് ഫിജി. ഫിജിയിലെ ക്യാപിറ്റൽ ആയിട്ടുള്ള സുവയിൽ നിന്നും 50 മൈൽ അപ്പുറത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സീസൈഡ് വില്ലേജ് ഓൺ ദ ബേ, ഉൾക്കടൽ. അതാണ് ബേ എന്ന് പറഞ്ഞാൽ ഉൾക്കടലാണ്. ഇറ്റ് ഈസ് നിയർ ദ ഗവൺമെന്റ് സ്റ്റേഷൻ ഓഫ് വെനീഷ്യൻ ഹാർബർ. ദർ ഇസ് എ ഹിൽ ബിഹൈൻഡ് ദ വില്ലേജ്. There are high rocks on the beach. It is beautiful bay with coral reefs and shallow waters. The village of Nabukelwa. Nabukelwa is a nearby village of Namuana. Namuanയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു വില്ലേജ് ആണിത് Nabukelwa. It is situated in the shadow of Mount Washington. Mount Washington എന്ന് പറയുന്ന വലിയ പർവ്വതത്തിന്റെ അപ്പുറത്താണ് ആരുള്ളത്? Nabukelwa. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് നമുവാന എന്ന് പറഞ്ഞാൽ കണ്ടാവിലുള്ള ഒരു വില്ലേജിന്റെ പേരാണ് എന്താ? നമുവാന. അടുത്തത് നബുകേലുവ എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു വില്ലേജ് ആണ്. റിച്വൽ എന്താ നോക്കാം. ദ വിമൻ ഓഫ് നമുവാന ഹാവ് എ സ്ട്രേഞ്ച് റിച്വൽ. ആ നമുവാനയിലെ സ്ത്രീകൾക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു റിച്വൽ ഉണ്ട്, ആചാരമുണ്ട്. എന്താണെന്നറിയത്? യെസ്, ഇറ്റ് ഈസ് ടേർട്ടിൽ കോളിംഗ് എന്നാണ് അതിന്റെ പേര്. ദ മെയ്ഡൻസ്, കന്യകമാരായിട്ടുള്ള സ്ത്രീകൾ ഓഫ് ദ വില്ലേജ് അസംബിൾഡ് ഓൺ ദ ബീച്ച് ആൻഡ് സിംഗ് എ സ്ട്രേഞ്ച് ചാൻഡ്. അവിടെ എല്ലാവരും കൂടും, എന്നിട്ടൊരു വ്യത്യസ്തമായ പാട്ട് അവർ പാടും. ദ മീനിങ് ഓഫ് ദ സോങ് ഇസ് ആസ് ഫോളോസ്. ഒരു മീനിങ്, ആ പാട്ടിന്റെ മീനിങ് ആണ് ഇവിടെ പറയുന്നത്. ദ വിമൻ ഓഫ് നമുവാന ആർ ഡ്രസ്ഡ് ഇൻ മോർണിംഗ്. ഈച്ച് ക്യാരീസ് എ സീക്രട്ട് ക്ലബ് വിച്ച് ടാറ്റൂസ് ഇൻ എ സ്ട്രേഞ്ച് പാറ്റേൺ. ഡു റൈസ് ടു ദ സർഫസ് റൗഡിലെസ് സോ വി മേ സീ യു. ഡു റൈസ് ടു ദ സർഫസ് ടിനോയ്ക്കൊബേഗ സോ വി മേ ലുക്ക് അറ്റ് യു. ആസ് ദ മെയ്ഡൻ സിംഗ്, ഈ പാട്ട് ഇവർ പാടുന്ന സമയത്ത് ലാർജ് ടേർട്ടിൽസ് അറൈസ് ഫ്രം ദ സർഫസ് ഓഫ് ദ വാട്ടർ. ആ വെള്ളത്തിന്റെ ഉപരിതലത്തിലേക്ക് കടലിൽ നിന്നും വലിയ വലിയ ടേർട്ടിൽസ് പൊങ്ങി വരും. ലിസണിങ് ടു ദ മ്യൂസിക്, ഈ പാട്ട് കേട്ടിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വരുന്നത്. ബട്ട് ഇഫ് എനി വൺ ഓഫ് ദ നബുകേലുവ ഇസ് ദേർ ദ ടേർട്ടിൽസ് വിൽ നോട്ട് കം. എന്നാൽ നബുകേലുവ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ആരെങ്കിലും അവിടെ കാണാൻ ഉണ്ടെങ്കിൽ ആ ടേർട്ടിൽസ് വരൂല. ദീസ് ടേർട്ടിൽസ് ആർ കൺസിഡേർഡ് സീക്രട്ട്. ഈ ടേർട്ടിൽസിനെ പാവനമായ സീക്രട്ട് ആയിട്ട് കണക്കാക്കുന്നതാണ്. ഓക്കെ, സോ ടേർട്ടിൽ ഫിഷിംഗ് ഇസ് ഫോർബിഡൻ ഹിയർ. അതുകൊണ്ട് തന്നെ ടേർട്ടിൽസിനെ പിടിക്കുക എന്ന് പറയുന്നത് അവിടെ നിരോധിച്ചതാണ്. ഇനിയോ ലെജൻഡ് ബിഹൈൻഡ് ദ റിച്വൽ. ഈ റിച്വലിന് പുറകിലുള്ള ഒരു ഐതിഹ്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെനി ഇയേഴ്സ് എഗോ നമുവാന വാസ് റൂൾഡ് ബൈ എ വില്ലേജ് ചീഫ്. ഒരു വില്ലേജിന്റെ ഒരു ചീഫ്, ഒരു തലവൻ ഉണ്ടായിരുന്നു. ദ നെയിം ഓഫ് ഹിസ് വൈഫ് വാസ് ടിനോയ്ക്കൊബേഗ. ചീഫിന്റെ വൈഫിന്റെ പേര് ടിനോയ്ക്കൊബേഗ. നല്ല പേരാണ്, ഭാവിയിൽ മക്കൾക്കൊക്കെ ഇടാൻ പറ്റുന്ന പേര് അല്ലേ. റൗഡിലെസ് വാസ് എ ഡോട്ടർ. അവളുടെ മോളുടെ പേരാണത്. അതിനെക്കാട് രസം റൗഡിലെസ്. അപ്പൊ റൗഡിലെസ് എന്ന് പറഞ്ഞാൽ അമ്മയാണോ മോളാണോ? റൗഡി ബേബിയാണ്, റൗഡി ബേബി. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. റൗഡിലെസ് എന്ന് പറഞ്ഞാൽ ആരാണ്? മകളാണ്. അമ്മ ആരാണ്? ടിനോയ്ക്കൊബേഗയാണ് മകള്, അല്ല അമ്മ. റൗഡി ബേബി, റൗഡിലെസ് മകള്. They used to go for fishing on the reefs. എന്താ പറയുക, ഇത് നേരെ തിരിച്ചൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കുന്ന ആൾക്ക് ചിരി വരും. കാരണം കുറെ വർഷം അയാൾ ഇത് പഠിപ്പിക്കുന്നു, അയാൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം, നമ്മളെ പോലെ അല്ല അല്ലേ. അപ്പോൾ അയാൾ ഇത് വായിക്കുമ്പോൾ മണ്ടാ അല്ലേ എന്നിട്ട് ഒറ്റ വെട്ടും. ആ വെട്ടുമ്പോൾ നമുക്ക് ഫുൾ മാർക്കൊന്നും പോകില്ല, ആ വെട്ടുമ്പോൾ കുറച്ച് മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനിയുള്ള മാർക്ക് നോക്കുന്നതിലൊക്കെ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ മണ്ടത്തരങ്ങൾ എഴുതി വെക്കരുത്. പോയിന്റ് നമ്പർ 1. ഓക്കെ, ഇനി എന്താ? വൺസ് വൈൽ ദേ വർ ഫിഷിംഗ് എ വാർക്കാനോ
ഒരു വഞ്ചി, ഒരു വാർ വഞ്ചി അവിടേക്ക് വന്നു. അപ്രോച്ച് ദം. ഒരു ദിവസം ഈ ടിനേക്കോ ബാഗ എന്ന് പറയുന്ന അമ്മയും മകളും റൗഡിലസും ഫിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരടുത്തേക്ക് ആര് വന്നു മക്കളെ? യെസ്, ഒരു വഞ്ചിയിൽ നിറയെ ആളുകൾ വന്നു. ഇറ്റ് വാസ് ദ ഫിഷർമെൻ ഫ്രം നബു കേലുവ. നബു കേലുവയിലെ ഫിഷർമെൻ എന്ന് പറയുന്ന ദുഷ്ടന്മാരായിരുന്നു. ദുഷ്ടന്മാരെന്നല്ല, ആ വണ്ടിയുള്ള ഫിഷർമാൻ ദുഷ്ടന്മാരായിരുന്നു. ദേ കോട്ട് ദ 2 women. ആ 2 വിമനെയും അവർ പിടികൂടി. tied their hands and feet and tossed them into the bottom of the canoe. അവരുടെ വഞ്ചിയിലേക്ക് അവരെ കൈകാലുകൾ കെട്ടിയിട്ട് എറിഞ്ഞു. They set off. യാത്ര തുടർന്നു. നബൂക്കേലുവയിലേക്ക് യാത്ര തുടർന്നു. The women begged for their lives. ഞങ്ങളുടെ ജീവൻ, അയ്യോ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവർ കരഞ്ഞപേക്ഷിച്ചു. But no one listened. ദുഷ്ടന്മാരെ ശ്രദ്ധിച്ചേയില്ല. But the sea God heard the cry of the women. പക്ഷേ ദൈവങ്ങള്, ആ കടൽ ദൈവങ്ങള്, ആ ദേവന്മാര് ആ പ്രാർത്ഥന കേട്ടു. They created a storm. ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാക്കി. The canoe was tossed. അതിങ്ങനെ ആടി ഉലഞ്ഞു. ഓക്കെ. സഡൻലി ദ ഫിഷർമെൻ സോ ദ 2 large turtles in the canoe. പെട്ടെന്ന് ആ സ്ത്രീകൾ എന്തായി മാറി? കാനോയിൽ ഇപ്പോൾ ആ സ്ത്രീകളല്ല, അവിടെ അതിന് പകരം വലിയ 2 എന്തായി മാറിയിട്ടുണ്ടോ? ടേർട്ടിൽസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ദ വിമൻ ഹാഡ് ചേഞ്ച്ഡ് ഇൻടു ടേർട്ടിൽസ്. ആ സ്ത്രീകൾ ടേർട്ടിൽസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ദ ഫിഷർമെൻ അഫ്രൈഡ്. ആ ഫിഷർമെൻ ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, ബേജാറായി. ദേ ത്രൂ ദ ടേർട്ടിൽസ് ഇൻടു ദ സീ. അവരെ പെട്ടെന്ന് തന്നെ ടേർട്ടിൽസിനെ എടുത്തിട്ട് കടലിലേക്ക് ഇട്ടു. Thus the women escaped from the fishermen. The sea became calm once again. The fishermen went back. The 2 women lived in that sea as turtles. ആ കടലിൽ പിന്നെയാണ് അവർ ടേർട്ടിൽസ് ആയിട്ട് ജീവിക്കുകയാണ്. The belief is that the turtles in the Kandav are the descendants of the 2 women. ഈ 2 സ്ത്രീകളുടെയും അനന്തരാവകാശികളാണ്, എന്താ പറയുക, പിൻതലമുറക്കാരാണ് ഈ അവിടെ കാണുന്ന ഈ പാട്ട് പാടുമ്പോൾ വരുന്ന ടേർട്ടിൽസ് എന്നാണ് വിശ്വാസം. They rise from the water when the maidens of their village sing to them. ആ നാട്ടിലെ കന്യാകുമാരി പാട്ട് പാടുമ്പോൾ തിരിച്ചു വരുന്നത് ഇവരുടെ എന്താ പറയുക, പിൻതലമുറക്കാരാണെന്നാണ് അവിടുത്തെ വിശ്വാസം. ഇതാണ് കഥ. അതിന് പിന്നുള്ള കഥ ഇതാണോ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ് എന്തോന്ന് പറയാമെന്നായിരുന്നല്ലോ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇമാജിൻ ദാറ്റ് യു ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ്. ഒരു ചോദ്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു തവണ ചോദിച്ച ചോദ്യം ഇങ്ങനെ കേട്ടോ. എന്താണെന്നറിയോ, ശരിക്കും ഇപ്പോൾ ഈ കഥയിൽ നമ്മുടെ റൗഡിലെസിനോടും അതുപോലെ തന്നെ ഈ പറയുന്ന പാവംപ്പെട്ട നമ്മുടെ ഈ പെൺകുട്ടിയിലെ ടിനേക്കോ ബേഗനോടും ശരിക്കും നീതിയാണോ ചെയ്തത്? അവരെ ശരിക്കും എന്താ പറയുക, ജീവിക്കാൻ അനുവദിക്കാതെ, അല്ലെങ്കിൽ അവരൊരു ഈ മെയിൽ ഷോവലിസ്റ്റ് എന്താ പറയുക, പുരുഷാധിപത്യ സമൂഹത്തിൽ ഇത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വർഷങ്ങളുള്ള ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചിട്ട് ജനറൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് അതെ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എഴുതുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിടയിലൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇപ്പോൾ പത്രത്തിലൊക്കെ വരുന്ന ഈ സമകാലീനമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് സൂചിപ്പിക്കുക. അങ്ങനെ എഴുതുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അത്തരം ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് എഴുതുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്നും കുറേ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെക്കുറിച്ചിട്ട് അവർക്ക് എന്തുണ്ടാവും, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനൊക്കെ സാധിക്കും. റെഡിയല്ലേ? അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ദൈവമേ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് കണ്ടില്ല എന്ന് പറയരുത്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Imagine that you got an opportunity to visit the Namuana and visit the strange ritual turtle calling. Draft an email to your friend describing the experience. ഈ എക്സ്പീരിയൻസ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ഇമെയിൽ അയക്കണം. ഇമെയിലിൻ്റെ ഫോമാറ്റ് നമുക്കറിയാം. 2 എഴുതണം, ആദ്യം തന്നെ CC എഴുതണം, BCC എഴുതണം, സബ്ജക്റ്റ് എഴുതണം, അല്ലേ? ഇത്രയും കാര്യങ്ങളായാലും വേണ്ടത്. ഡിയർ ഫ്രണ്ട് എന്ന് എഴുതുന്നു. ബാക്കി നമ്മൾ എന്താ ലെറ്റർ എഴുതുന്നത് അതേപോലെ തന്നെ 3 പാരഗ്രാഫ്. ആദ്യത്തെ പാരഗ്രാഫ് സുഖവിവരങ്ങൾ, രണ്ടാമത്തെ പാരഗ്രാഫിൽ ബോഡി ഓഫ് ദ ലെറ്റർ, മൂന്നാമത്തെ പാരഗ്രാഫിൽ കൺക്ലൂഷൻ കഴിഞ്ഞു. താഴെ എന്താണ് യുവേഴ്സ് ലവിംഗ്ലി പേര് എഴുതുന്നു. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? ഓർമ്മ ഉണ്ടാവണം കേട്ടോ. നെക്സ്റ്റ് ലൈവ് TV റിപ്പോർട്ട്. ഇവതൊന്നും ചോദിക്കും. ഓക്കെ, നമുവാനയിലെ കാഴ്ചകൾ ലൈവ് TV റിപ്പോർട്ടറായിട്ട് നിങ്ങൾ റിപ്പോർട്ടറാണ്, അവിടെ എന്ത് ചെയ്യണം, അതൊന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ലെറ്റ് മീ ടേൺ യുവർ അറ്റൻഷൻ ടു ദ ലൈവ് ടെലികാസ്റ്റ് ഓഫ് ദ റിച്വൽ ഫ്രം Namuana village in Fiji. When you cast a glance on the sandy and rocky seashore, you can see thousands of people gathered here. Local villagers, foreigners, tourists, ignoring the oppressive heat of the sun, are grossing in the ഇങ്ങനെ കത്തിച്ചുവിടെ. അവിടെ കണ്ട കാഴ്ചകൾ, അവിടെ ഇങ്ങനെ ആൾക്കാർ ഇത്ര ആളുകൾ കൂടിയിട്ടുണ്ട്. ഫോറിനേഴ്സ് ഉണ്ട്, ടൂറിസ്റ്റേഴ്സ് ഉണ്ട്, അവരുണ്ട്. ഓക്കെ, അതെന്താ ഇവിടെ കാണാൻ പോകുന്ന ഒരുപാട് പെൺകൾ. എന്താ പെൺകൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണല്ലോ. ഏതായാലും എന്താ നമ്മൾ പറഞ്ഞത്, മഞ്ഞുമൽ ബോയ്സിലേക്ക് പോയാലോ. ബൈ
തിരിച്ചു വരാം. നമ്മുടെ എന്താ പറയുക, അവിടെ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് പറയുന്നത്. ആ കാഴ്ചകളിൽ ഒന്നാണ് എന്ത്, ഈ പറയുന്ന മോർണിംഗ് ഡ്രസ്സ് ഇട്ട് വന്നിട്ടുള്ള, ബ്ലാക്ക് ഡ്രസ്സിൽ വന്നിട്ടുള്ള മെയ്ഡൻസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നു. ആ മെയ്ഡൻസ് എന്താണ് പറയുക, എന്താ പറയുക, ആ ഗേൾസ് ഒരു പാട്ട് പാടുന്നുണ്ട്. ഓക്കെ, they are singing a strange chant. The turtles are lying. Now the turtles are rising to the surface of the blue waters of the bay near the Namuana. The turtles are lying in the seashore observing the strange chanting. Now where else in the world can you witness this particular observance? This area is prohibited for the fishing of turtles. എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക അവസാനിപ്പിക്കാം. എങ്ങനെ, ദിസ് ഇസ് ലിൻഡ ഡേവിഡ് ഫ്രം BBC ന്യൂസ് റിപ്പോർട്ടിംഗ് വിത്ത് അരുൺ ഗോപാലൻ എന്തെങ്കിലുമൊക്കെ പറയാം. ശേഷം ഫ്രം നമ്മ വില്ലേജ് എന്നുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇനിയൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ, സെയിം സാധനം തന്നെ മറ്റൊരു രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, സ്മോൾ ആണോ അപ്പോൾ ഇമെയിൽ എഴുതുമ്പോൾ, എക്സാമിനേഷൻ എഴുതുമ്പോൾ പേപ്പർ സ്മോൾ ആണോ, മനസ്സിലായില്ല. പേപ്പർ സ്മോൾ ആണ് അപ്പോൾ ഇമെയിൽ എഴുതുമ്പോൾ തികയില്ല, എന്താ ഉദ്ദേശം മനസ്സിലായില്ല. നമുക്ക് കിട്ടുന്ന പേപ്പർ ഇപ്പോൾ പറഞ്ഞ സമ്മറി പഠിച്ചാൽ മതി. അതല്ല, സമ്മറി പഠിക്കല്ല, നമ്മൾ എന്താ അറിയോ, നമ്മൾ അതിൻ്റെ ഒരു മോഡൽ മനസ്സിലാക്കി. ആ ഇമെയിൽ ഞാൻ പറയട്ടോ, ആ ഒരു മോഡൽ മനസ്സിലാക്കി വെക്കാം. ചോദ്യം തന്നെ ആവണമെന്നില്ലല്ലോ റിപ്പീറ്റ് ചെയ്ത് വരാം. വേറെ ഏതെങ്കിലും ചോദ്യമാണെങ്കിലോ നമ്മൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ സ്ട്രക്ചറൊക്കെ പഠിച്ചു വെച്ചാൽ മതി. ബാക്കി ഉള്ളിലേക്കുള്ള സാധനം നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ ഇമാജിനേഷൻ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഷൈജു ദാമോദരൻ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ അയാൾ എന്തൊക്കെ പറയുന്നുണ്ട്, ആ കാണികളെ പറ്റി പറയുന്നു, അല്ലെ അവിടെ ഇരിക്കുന്നോ എന്തൊക്കെ അയാൾ പറയുന്നു, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, കുറച്ചൊരു സാധനം വർദ്ധിപ്പിക്കുക. എന്നാണ് പിന്നെ നമ്മുടെ പേപ്പർ എത്ര ചെറിയ പേപ്പറാണ് ഇപ്പോൾ കിട്ടിയത്, എനിക്ക് ഇത്ര ചെറിയ പേപ്പറാണ് കിട്ടിയതെങ്കിലും ഞാൻ അതിലിങ്ങനെ കള്ളിയൊക്കെ വരയ്ക്കുന്നു. അതിൻ്റെ അകത്ത് ഇമെയിലിന് 3 കോളം വരയ്ക്കുന്നു, 2 എന്ന് എഴുതുന്നു, BCC എന്ന് എഴുതുന്നു, BCC എന്ന്. അതിലൊരു കോംപ്രമൈസ് ഇല്ല. ഓക്കെ, ഫോർമാറ്റ് അത് അത്യാവശ്യമാണ്. പിന്നെ ഇതിൻ്റെ പേജ് ചെറുതാന്ന് വെച്ചിട്ട് വലുത് ഇങ്ങനെ താഴേക്ക് പോയിക്കോട്ടെ കുഴപ്പമില്ല, ഇഷ്ടംപോലെ പോയിക്കോട്ടെ കുഴപ്പമില്ല. ഇനി ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് തുടങ്ങിയിട്ട് ഒരു പേജ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാനുണ്ടെങ്കിൽ അടുത്ത പേജിൽ എഴുതിക്കോ, അതും വിഷയമല്ല. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇപ്പോൾ കഴിയൂട്ടോ, ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഞാൻ ഇത്രയും ആപ്റ്റേഴ്സ് എടുക്കുന്നുള്ളൂ കേട്ടോ, ഇത്രയും ആപ്റ്റേഴ്സ് ഞാൻ പറയുന്നുള്ളൂ. ഏതൊക്കെ ആപ്റ്റേഴ്സ് പറഞ്ഞു, ആൻഡ് ദെൻ ഗാന്ധിക്ക് പ്രൈസ് ഓഫ് ദ ഫ്ലവേഴ്സ് പറഞ്ഞു, അതിൽ ട്രിപ്പ് ഓഫ് ലീഹോറില പറഞ്ഞു, സെക്രട്ടറീസ് ഓഫ് കണ്ടാവ് പറഞ്ഞു. ഓക്കെ, 2 മണിക്കൂറും പോയി. ഇനിയോ ബെസ്റ്റ് ഖോയി അവാർഡ് ആർക്കാ കൊടുക്കാൻ വന്നു? ഇനി നോക്കാം. You are the reporter of the leading news channel was assigned to report a live TV program, turtle calling ritual in Namuana village. Prepare a live TV report. വീണ്ടും ആവർത്തി ചോദ്യങ്ങൾ തന്നെയാണ് കാണിച്ചു തരാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, 2020 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, imagine that you happen to visit Fijian island in Namuana and meet the women there. Out of curiosity, you would like to know more about the strange ritual of turtle calling. Write 4 questions. 4 ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ഓക്കെ, അത് അങ്ങനെ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. എന്തൊക്കെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇൻ ദ ഫിജിയൻ ഐലൻഡ്, മനസ്സിലായില്ലേ ചോദ്യം എന്താ, മനസ്സിലായില്ലേ? യു ഹാപ്പൻ ടു വിസിറ്റ് ഫിജിയൻ ഐലൻഡ് നമൂന, വിസിറ്റ് ആൻഡ് മീറ്റ് ദ വിമൻ ദർ. അവിടുത്തെ സ്ത്രീകളെ കണ്ടു. അവരോട് എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം, അല്ലെ? ഈ ഒരു ഐതിഹ്യത്തെ പറ്റി ചോദിക്കാം, നിങ്ങൾ എന്താ ചാൻഡ് ചെയ്യുന്നത് ചോദിക്കാം, ഇതെന്താ സംഭവം, എന്ത് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഇൻ ദ ഫിജിയൻ ഐലൻഡ് we see Tinai Kobega and Rowdiless being tortured by cruel fishermen. Such atrocities and tortures are which started the time immemorial എന്ന് വെച്ചാൽ ടൈം ഇമ്മോമറിയൽ മുതൽ ഇന്നും ഒരുപാട് അട്രോസിറ്റീസ് സ്ത്രീകൾക്കെതിരെ നടക്കുന്നുണ്ട്. കണ്ടിന്യൂയിങ് ഈവൻ നൗ ഇൻ ദ സിവിലൈസ്ഡ് സൊസൈറ്റി. റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പർ എക്സ്പ്രസിംഗ് യുവർ കൺസേൺ ഓവർ ദിസ് ഇഷ്യൂ. സജഷൻസ് സം വേസ് ആർ കറക്റ്റ്. ഓക്കെ, ഒന്നുമില്ല, ഈ പറയുന്ന പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നു. ആ ചോദ്യം നമ്മളോട് ലെറ്റർ ആണ് എഴുതാനാണ്, എഡിറ്റർ ലെറ്റർ എഴുതാനാണ്. ഫോർമാറ്റ് നമുക്കറിയാം. ഞാൻ പറഞ്ഞു തന്ന കുറെ പോയിന്റ്സ് ഉണ്ട് നിങ്ങൾക്ക്, അത് മതി കേട്ടോ. അപ്പോൾ ഇന്ന് പറയുന്ന ഒരുപാട് ആട്രോസിറ്റീസ്, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഇനീക്വാലിറ്റി ആണെങ്കിലും, ജോബ് പ്ലേസിൽ സെക്യൂരിറ്റി ഇല്ലാത്തതാണെങ്കിലും, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാത്തതാണെങ്കിലും, വേജസിൽ ഡിഫറൻസ് കാണിക്കുന്നതാണെങ്കിലും, അതുപോലെ തന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അഡീഷണലി ഞാൻ വെറുതെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നോക്കുക.
ലീ ഹോർലാൻഡ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും കൂടെ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. ബാക്കി ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. ലീ ഹോർല ടച്ച് ദ സ്കൈ, അതിന്റെ ടേക്ക് ഓഫ് നേരത്തെ ഒരാളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ദ ലീ ഹോർല ടച്ച് ദ സ്കൈ. എൻ്റെ ഹെഡിങ് നോക്ക്, ഞാൻ കൊടുത്ത ഹെഡിങ് നോക്ക്. ലീ ഹോർല ടച്ച് ദ സ്കൈ. ഹെഡിങ് എപ്പോഴും ക്യാച്ച് ചെയ്യായിരിക്കണം കേട്ടോ. ഇനി പാരീസ് പ്ലേസ് ചെയ്തി ഡേറ്റ് ചെയ്തി പ്ലേസ് ചെയ്ത് കണ്ടൊരു കുത്ത് കോമഡ, ഒരു കുത്ത് കോമ, സെമി കോളം എന്ന് പറയും, കുത്ത് കോമ, ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റ് ചെയ്തുന്നു, ശേഷം കുത്ത് കോളം എന്ന് പറയും. ഇനിയോ ദ ലീ ഹോർല അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ക്യാപ്റ്റൻ ജോബിസ് ഹാസ് ലാൻഡഡ് സേഫ്ലി ടുഡേ മോർണിംഗ് അറ്റ് 3:13 AM. 3:13 AM ഇതാ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ആര്? ക്യാപ്റ്റൻ ജോബിസിന്റെ സൂപ്പർവിഷനിൽ ലാൻഡ് ചെയ്തു. There were 5 passengers in total, including Captain Jobis. Everything was perfect until a storm approached the needed to land soon, and Captain Jobis was looking for a place to land. In order to land safely, he put the arrow downwards. With the aid of the gear rope, the passengers landed on the area covered with the trees. മരങ്ങളുള്ള ഒരു സ്ഥലത്ത് ആ ആങ്കർ റോപ്പില്ലായിരുന്നു. ആ ആങ്കർ റോപ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് അത് അവിടെ നിന്നു. ദേ ലാൻഡഡ് ഓൺ ദ ഗ്രൗണ്ട് അറ്റ് 3:15 AM. 3:15 ലാൻഡ് ചെയ്തത്. See their landings, the Belgian peasants ran towards them for help. അവർ ലാൻഡ് ചെയ്യുന്ന കണ്ടിട്ട് ബെൽജിയത്തിലുള്ള പെസൻസ് അവരെ സഹായിക്കാൻ വേണ്ടി എത്തി. വിത്ത് ദ എയ്ഡ് ഓഫ് ദ പെസൻസ്, ആ പേഷ്യൻസ് അല്ലാണ്ട് പെസൻസ്, ആ പെസൻസ് ആണ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പെസൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് അവരെന്ത് ചെയ്തു? പെസൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് അവരെന്ത് ചെയ്തു? യെസ്, അവര് പാക്കേജ് ഒക്കെ ബാഗ് ചെയ്തു. ദെൻ അവര് അവരുടെ ഹേസ്റ്റിലേക്ക് ട്രെയിൻ കയറിപ്പോയി. പാരീസിലേക്ക് ഹേസ്റ്റിൽ നിന്നും ട്രെയിൻ കയറി പോവുകയാണ് ചെയ്തത്. ഓക്കെ, ഇത്രയുമാണ് പറയേണ്ടത്. പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. ഇങ്ങനെ 2 പാരഗ്രാഫ് ആക്കിയത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ prepare a newspaper report about the successful and thrilling adventure undertaken by Captain Jobis and his friends in the trip of Lea Horla എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പോൾ ട്രാവൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് എഴുതുന്നത്. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ടേക്ക് ഓഫ് കണ്ടില്ലേ, ടേക്ക് ഓഫ് കണ്ടതിന് ശേഷം നമ്മളോട് എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ എഴുതുന്നത് എന്താ? ആ ഒരു യാത്രയെക്കുറിച്ചാണ്. അത് കാണുന്നതാണ്, അല്ല ഫുള്ള് കഴിഞ്ഞതിന് ശേഷമല്ല. അല്ല, പൊതുവേ ഒരു ചോദ്യമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ വരുന്ന വാർത്തയാണ് നമ്മൾ എഴുതേണ്ടത്. യാത്ര കഴിഞ്ഞു, സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾക്കോട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും മക്കളെ ആ ടെക്സ്റ്റിൽ ഞാനെടുത്ത ഈ ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ടും ഒരൊരു തവണ വായിച്ചു നോക്കണം. 4 ചാപ്റ്ററേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ 4 ചാപ്റ്റർ നിങ്ങൾ നാറ്റ് സാർ പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചിരിക്കണം. അത് ഉറപ്പാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ചാപ്റ്റർ ഞാൻ പറഞ്ഞാൽ ആൻഡ് ദെൻ ഗാന്ധി കെയിം വായിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, നമ്മുടെ ഇതില്ലേ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് നിങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ ഐ വിൽ ഫ്ലൈ വായിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടവ് വായിക്കണം. ഓക്കെ, ഈ 3 ചാപ്റ്റർ നിർബന്ധം, മറ്റൊന്നും വായിക്കണം. ഓക്കെ, നിർബന്ധം പറയുന്ന ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് എന്തായാലും വായിച്ചിരിക്കണം. സോ ഇനി +1 എത്തിയിട്ടുള്ളൂ നമ്മൾ. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഇംഗ്ലീഷിൽ. പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ പരീക്ഷയുടെ തലേന്നല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതുപോലെ ഓടി നടക്കേണ്ടത്. നമ്മൾ കുറച്ച് മുമ്പേ എന്ത് ചെയ്യണം? ഇനീഷ്യലി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വായിക്കണം, ഡെയിലി വായിക്കണം. അതുപോലെ തന്നെ എഴുതിയൊക്കെ ഒന്ന് ശീലിക്കണം, ഒക്കെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ +2 നമുക്ക് A+ ഉണ്ടാവും, അത് സംശയം വേണ്ട. ഓക്കെ, അപ്പോൾ ഈ +1 നിങ്ങൾക്ക് എന്ത് ചെയ്യട്ടെ? ഫുൾ A+ കിട്ടട്ടെ. എൻ്റെ പേര് മുഹമ്മദ് ഷാജു എന്നാണ് എൻ്റെ പേര്. ഓക്കെ, SJ എന്നാണ് എൻ്റെ കോഡ്. യെസ്, ആൻഡ് ദിസ് ഇസ് മൈ ID. ഏതായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സൈലം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഒന്നിപ്പോൾ റെസ്റ്റ് എടുക്കാം, ശേഷം ഈവനിങ്ങിലെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം, ഭക്ഷണമൊക്കെ കഴിക്കാം, അടിപൊളിയായിരിക്കാം. ഓക്കെ, കൂടുതൽ സമയം എന്ത് ചെയ്യരുത്? പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലൊന്നും ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യരുത്? എൻഗേജ്ഡ് ആവരുത്. നമ്മൾ നേരെ എന്തിലേക്ക് വരാം? പഠനത്തിലേക്ക് തന്നെ വരാം. രാത്രിയിലുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, മോർണിംഗിലുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തു അല്ലേ? മോർണിംഗിലുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ മാരത്തോൺ അറ്റൻഡ് ചെയ്യുക. ശേഷം പരീക്ഷ സൂപ്പറായിട്ട് എഴുതണം. ഓക്കെ, ഫോർമാറ്റുകൾ കാര്യങ്ങളൊക്കെ
കിട്ടിയിട്ടുണ്ട്, കയ്യിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിക്കോ എന്ന് വെച്ചാൽ ഫോർമാറ്റുകളുടെ ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലെറ്റർ ആണെങ്കിലും, ഇപ്പോൾ എഡിറ്ററിനുള്ള ലെറ്റർ, അതുപോലെ തന്നെ ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, എങ്ങനെ എഴുതി വെക്കാം. എന്നിട്ട് ഇതിനൊക്കെ എനിക്ക് ഫോർമാറ്റ്, ഇമെയിൽ അല്ലേ, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ റൈറ്റപ്പ്, ബ്ലേബ്, അതുപോലെ തന്നെ ബ്ലോഗ്, ഇതൊക്കെ എനിക്ക് അറിയാമെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് പോവാം. ഓക്കെ, അങ്ങനെ പരീക്ഷ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം. ഇതൊക്കെ കിട്ടിയിട്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബ്ലോഗ് ഇങ്ങനെ എഴുതുന്നുണ്ട് അല്ലേ. ബ്ലേബ് എന്ന് പറഞ്ഞാൽ ഈ ബുക്കിൻ്റെ ബാക്കിലുള്ള സാധനമാണ്. അതെനിക്കറിയാം. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. അതെന്താ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ എഴുതുന്ന പോലെ കുറിപ്പ് എഴുതുന്നു, ഹെഡിങ് എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു, ആളെ പേര് എഴുതുന്നു, സംഭവം കറക്റ്റ് എഴുതുന്നു, മതി. ഓക്കെ, ഇനി എഡിറ്ററിൻ്റെ ലെറ്റർ നമുക്ക് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഫ്രം അഡ്രസ് എഴുതുന്നു, ടു അഡ്രസ്, ഡേറ്റ് എഴുതുന്നു, ടു അഡ്രസ്. ഓക്കെ. ഫോർമൽ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈ സാധനങ്ങൾ ഒന്നും അറിയാതെ പോരുത്. ഗ്രാമർ, കുറച്ച് ഗ്രാമർ, 10th സ്റ്റാൻഡേർഡ് പോലത്തെ ഗ്രാമർ ഒന്നുമില്ല, കുറച്ച് ഗ്രാമറേ പഠിക്കാനുള്ള. റിപ്പോർട്ട് സ്വിച്ച് ഉണ്ട്, അത് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം, അറിയണം. കൊഹീസീവ് ഡിവൈസ് ഉണ്ട്, കൊഹീസീവ് ഡിവൈസ് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, ചിലപ്പോൾ പാസീവ് വോയിസും വരാം, അപ്പോൾ പാസീവ് വോയിസും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ കയ്യിലുണ്ടെന്ന് അതും ഉറപ്പ് വരുത്തണം. ഫ്രേസൽ വേർബ്സ് അത് നമ്മൾ കയ്യിലുണ്ട് നോക്കണം. അപ്പോൾ അതും ചെക്ക് ലിസ്റ്റ് ചെയ്യുക. ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് ടിക്ക് ചെയ്ത് വെക്കുക. ചാപ്റ്റേഴ്സിലൂടെ എല്ലാത്തിലൂടെയും കടന്നു പോകണം. ഈ 6ാമത്തെ യൂണിറ്റ് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഓക്കെ, ചില ആൾക്കാർ പറയും അത് ഒഴിവാക്കി, കുഴപ്പമില്ല, ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് പണിയാവും. മനസ്സിലായോ? ജയിക്കാനല്ലല്ലോ നമ്മൾ നോക്കുന്നത്, നമുക്ക് ഫുൾ A+ അല്ലേ വേണ്ടത്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, കണക്കിലെടുക്കണം. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി ഒന്ന് മനസ്സിലാക്കി വെക്കുക. കഥാപാത്രങ്ങളെയും ഓതേഴ്സിൻ്റെയും പേര് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് എവിടെയെങ്കിലും എഴുതി വെച്ചോ, കോപ്പടിക്കാനല്ല കേട്ടോ. നമ്മൾ പറഞ്ഞ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ എഴുതി വെച്ചാൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമല്ലോ. അപ്പോൾ നമ്മളെ മൈൻഡിൽ അത് കയറും, ഉറപ്പാണ്. ഇനി ഇതിനൊക്കെ പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചാപ്റ്റേഴ്സൊന്നും നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, ഏറ്റവും കൂടുതൽ മാർക്ക് വരാനുള്ള ഫസ്റ്റ് യൂണിറ്റ് എന്നും സെക്കൻഡ് യൂണിറ്റ് എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളൊന്നും കൂടെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയിട്ടും കാര്യങ്ങൾ കിട്ടി, വെറുതെ ആയില്ല. ഈ 2 മണിക്കൂർ അല്ലെങ്കിൽ എത്ര 4 മണിക്കൂറോ 9 മണിക്കൂർ തുടങ്ങിയതാണ്, ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺഡ്. സൈലമുണ്ട് കൂടെ, നമ്മൾ ഒരുമിച്ച് നേടും. ഓക്കെ, താങ്ക് യു. 8 മാർക്കിന് എത്ര എഴുതണം? 2-2.5 പേജ് വേണം. 2 പേജെങ്കിലും എഴുതണം. വ്ലോഗ്സ് ഞാൻ എങ്ങനെ പറഞ്ഞു നീ? അയ്യോ, വേറെന്തോ. താങ്ക് യു സർ. അലീഷ, യു വെൽക്കം, മോസ്റ്റ് വെൽക്കം. താങ്ക് യു. ഓക്കെ, രണ്ടും